Hello students, good morning. Now, in this class, you will study ZEOTS exam and 45 question discussion. Okay, so we question. Question number 1. The magnitude of electric force experienced by a charged particle in an electric field depends upon ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ചാർജിനുണ്ടാകുന്ന ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എഴുതാം. ഇപ്പോൾ ഫോഴ്സുള്ള ചാർജ് എഫ് ഈസിക്കലി ക്യൂ ഇൻ ചെയ്യുന്നല്ലേ. അപ്പം ഈ ഫോഴ്സ് ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും? ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെയും ചാർജിനെയും ഡിപ്പെൻഡ് ചെയ്യും. സോ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ചാർജ് ആയിരിക്കും. ഇപ്പോൾ ഫോഴ്സ് പ്രൊപ്പോർഷണൽ ടു ഫീൽഡ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ നോക്കുക. ചാർജ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്, പിന്നെ വെലോസിറ്റി പാർട്ടിക്കിൾ, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, മാസ് ഓഫ് പാർട്ടിക്കിൾ ഉണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്നതെന്ന് വെച്ചാൽ ചാർജ് ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ 1 ആണ് ആൻസർ. Question number 2. A solid spherical conductor of radius r has a spherical cavity of radius a less than r at its center. A charge plus q is kept at the center. The charge at the inner surface, outer and at a position r small r, a less than small r less than capital R are respectively. ഇപ്പോൾ ക്വസ്റ്റ്യൻ ആണ് ഒരു കണ്ടക്ടറാണ്, പക്ഷേ ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ കണ്ടക്ടറിന് ഒരു ക്യാവിറ്റി ഉണ്ട്. ഈ ക്യാവിറ്റിയിൽ നമ്മൾ പ്ലസ് ക്യൂ എന്നൊരു ചാർജ് വയ്ക്കുന്നു. പ്ലസ് ക്യൂ. ഓക്കെ, അപ്പോൾ ഈ പ്ലസ് ക്യൂ മൂലം എന്തായിരിക്കും? ഈ കണ്ടക്ടറിനകത്ത് ഇലക്ട്രോൺസുകൾ എങ്ങോട്ട് വരും? ഈ ഇന്നർ സർഫസിലേക്ക് വരും. അപ്പോൾ ഈ ഇന്നർ സൈഡ് എന്തായിട്ട് മാറും? ഈ ഇന്നർ സൈഡ് എന്ന് പറയുന്നത് മൈനസ് ആയിട്ട് മാറും. അപ്പോൾ ഇന്നറിൻ്റെ ചാർജ് എന്തായിരിക്കും? ഈ ഇന്നർ സർഫസിൻ്റെ ചാർജിൽ ഇന്നർ സർഫസിന് മൈനസ് ക്യൂ കിട്ടും. മൈനസ് ക്യൂ. അപ്പോൾ ഈ ഔട്ടർ സർഫസിന് ഇലക്ട്രോൺസ് ഇന്നറിലേക്ക് വന്നതുകൊണ്ട് ഈ ഔട്ടർ സർഫസ് എന്തായി? പ്ലസ് ക്യൂ ആവും. അപ്പോൾ ഇന്നർ സർഫസിൻ്റെ ചാർജ് മൈനസ് ക്യൂവും, അപ്പോൾ ഇലക്ട്രോൺസ് ഇന്നർ സർഫസിലേക്ക് വന്നതുകൊണ്ട് ഔട്ടർ സർഫസ് എത്ര കിട്ടി? പ്ലസ് ക്യൂ കിട്ടി. പ്ലസ് ക്യൂ. പക്ഷേ ഇത് കണ്ടക്ടറാണ്. അപ്പോൾ ഇൻസൈഡ് ചാർജ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് R എന്ന് പറഞ്ഞൊരു പൊസിഷനുണ്ട്. അപ്പോൾ ഈ ആറിൽ ചാർജ് എത്ര ആയിരിക്കും? ചാർജ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൻസർ എന്നിട്ട് എന്തായിരിക്കും? അപ്പോൾ ഇന്നർ സർഫസിൽ ഏതായിരിക്കും? ഇന്നർ സർഫസിൽ മൈനസ് ക്യൂ വരും, ഔട്ടർ സർഫസിൽ പ്ലസ് ക്യൂ വരും. അതുപോലെ തന്നെ ഇൻസൈഡ് ദ കണ്ടക്ടർ എന്തായിരിക്കും? ആൻസർ 0 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 3. Two small spherical balls each carrying a charge q is 10 microcoulomb are suspended by 2 insulating threads of equal length 1 meter each from a point fixed in the ceiling. It is found that in equilibrium threads are separated by an angle 60 degree between them as shown in figure. What is the tension in the threads? ഇപ്പോൾ നമുക്ക് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് ചാർജുകൾ, അത് ഇക്വിലിബ്രിയം ആണ്. അപ്പോൾ ആ ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്ത് നിൽക്കുകയാണ്, പക്ഷേ ഇക്വിലിബ്രിയം ആണ്. എന്നുവെച്ചാൽ ഓരോ ചാർജിലും ആക്ട് ചെയ്യുന്ന നെറ്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? 0 ആയിരിക്കും അല്ലേ. ഇനി നമുക്ക് ഈ രണ്ട് ചാർജുകൾ തമ്മിലൊരു ഫോഴ്സോ റിപ്പൾഷൻ ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ ചാർജ് ക്യൂ ആണ്. ഇപ്പോൾ ഈ ചാർജ് ക്യൂ, ഇത് ക്യൂ ആണെങ്കിൽ ഈ ഫോഴ്സ് റിപ്പൾഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എഫ് ഈസ് ഈക്വൽ ടു 1/4πε0 q² ആയിരിക്കും. ഓക്കെ, പിന്നെ ഇവിടെ വെയിറ്റ് വരുന്നുണ്ട്. ഈ വെയിറ്റ് mg ആണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ r ആണ്. അപ്പോൾ ഹാഫ് സെപ്പറേഷൻ r/2 വരും. ഓരോ ഹാഫ് സെപ്പറേഷനും r/2 ആയിരിക്കും. ഈ ടോട്ടൽ സെപ്പറേഷൻ r ആയിരിക്കും. ഓക്കെ, ഇനി ഇതിന് ഹാഫ് ആംഗിൾ 30 വരും. 30. ടോട്ടൽ ആംഗിൾ 60 ആണ്. ഈ ലെങ്ത് 1 മീറ്റർ ആണ്. ഓക്കെ, ഇനി നമ്മുടെ ടെൻഷൻ വരുന്നത് സപ്പോർട്ടിലേക്കായിരിക്കും. ടെൻഷൻ ഇങ്ങനെ വരും. അപ്പോൾ ഈ മേളേക്കുള്ള കമ്പോണൻറ്റ്, അപ്പോൾ ഈ ഒരു ആംഗിളും 30 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പോൾ ഇത് t cos 30 വരും. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആയിരിക്കും t sin 30. ഓക്കെ, ഇത് ഇക്വിലിബ്രിയം കണ്ടീഷൻ. നമുക്ക് ആദ്യം ഈ r കണ്ടുപിടിക്കണം. അതിന് sin 30 എടുക്കുക. അപ്പോൾ sin 30 ഈസിക്കൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. അപ്പോൾ r/2/L വരും. ഈ L 1 ആണ്. അപ്പോൾ ഇത് ഈസിക്കൽ r/2 എന്ന് വരും. അപ്പോൾ r നമുക്ക് 2 sin 30 എന്ന് കിട്ടും. 2 sin 30 എന്ന് വെച്ചാൽ 2 × 1/2 നമുക്ക് 1 മീറ്റർ എന്ന് കിട്ടും. ആറിൻ്റെ വാല്യൂ കിട്ടി. ഇനി ഇത് ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. നമുക്ക് ടെൻഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആരാരെ ബാലൻസ് ചെയ്യും? t sin 30 ആരെ ബാലൻസ് ചെയ്യും? എഫിനെ ബാലൻസ് ചെയ്യും. അപ്പോൾ ഇവിടെ t sin 30, ഇപ്പോൾ t sin 30 ഈസിക്കൽ എഫ് എന്ന് വരും. അപ്പോൾ t × 1/2, sin 30 1/2 ആണ്. ദാറ്റ് ഈസ് 1/4πε0 q²/r² എന്ന് വരും. ഇപ്പോൾ t/2 ഈസ് ഈക്വൽ ടു 9 × 10⁻⁹ q². അത് 10 മൈക്രോ എന്ന് വെച്ചാൽ 10⁻⁵. അതിൻ്റെ സ്ക്വയർ/r 1² ആണ്. അപ്പോൾ t/2 എത്ര കിട്ടും? അപ്പോൾ t/2 ഈസിക്കൽ 9 × 10⁻⁻1 എന്ന് കിട്ടും. പക്ഷേ ഇത് 0.9 എന്ന് വരും. അപ്പോൾ t എത്ര കിട്ടും? t ഈസിക്കൽ 0.9 × 2 എന്ന് കിട്ടും. ആൻസർ നമുക്ക് 1.8 ന്യൂട്ടൺ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ 3. Two charges placed in air repel each other by a force of 10⁻⁴ Newton. When oil is introduced between the charges, the force becomes 2.5 into 10⁻⁵ Newton. The dielectric constant of oil is. ഇനിഷ്യലി എന്താണ് ഇവിടെ എയർ ആണ്, രണ്ട് ചാർജുകൾക്കിടയ്ക്ക് എയർ ആണ് വന്നിരിക്കുന്നത്. നമ്മൾ പിന്നെ രണ്ടാമത്തെ കേസ് ഒരു മീഡിയം ഫില്ല് ചെയ്യുന്നു. ഇപ്പോൾ ഒരു മീഡിയം ഫില്ല് ചെയ്യുമ്പോഴത്തേക്കും നമുക്കറിയാം ഒരു ഫോഴ്സ് കുറയും. അപ്പോൾ ഫോഴ്സ് ഇനിഷ്യലി വാക്യൂം ആണെങ്കിൽ സെക്കൻഡ് മീഡിയം ആയിരിക്കും. നമുക്കറിയാം ഫോഴ്സ് ഇൻ മീഡിയം ബൈ ഫോഴ്സ് ഇൻ വാക്യൂം എന്ന് പറയുന്നത് 1/k ആണ്. 1/k അല്ലെങ്കിൽ ഫോഴ്സ് ഇൻ മീഡിയം ഈസ് ഈക്വൽ ഫോഴ്സ് ഇൻ വാക്യൂം ബൈ കെ എന്നാണ്. അപ്പോൾ നമുക്ക് 1/k എത്രയാണ്? 1/k ഈസ് ഈക്വൽ ഫോഴ്സ് ഇൻ മീഡിയം എത്രയാണ്? ഫോഴ്സ് ഇൻ മീഡിയം എന്ന് പറയുമ്പോൾ 2.5 ഇൻറ്റു 10⁻⁵ ആണ്. ഫോഴ്സ് ഇൻ വാക്യൂം എന്ന് പറയുമ്പോൾ 10⁻⁴ ദാറ്റ് ഈസ് 10 ഇൻറ്റു 10⁻⁵ എന്ന് എഴുതാം. അപ്പോൾ ഇത് 1/4 എന്ന് വരും. ഫോർ കെ ഈസ് ഈക്വൽ നമുക്ക് 4 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 5. ദി ഇലക്ട്രിക് ഫീൽഡ് ഇൻ എ സർട്ടൺ റീജിയൻ ഈസ് ഗിവൺ ബൈ ഇ ഈസ് ഈക്വൽ 5i മൈനസ് അത് 3i അല്ല, അത് 3j ആണ്. 5i minus 3j volt per meter. The potential difference VB minus VA between the points A and B having coordinates 403 meter and 1030 meter respectively is equal to. ഇവിടെ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതിനെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട്. ഇവിടെ കോർഡിനേറ്റ്സ് അറിയാം. ഏതൊക്കെയാണ് കോർഡിനേറ്റ്സ് തന്നിരിക്കുന്നത്? 403യും 403യും അതുപോലെ തന്നെ കോർഡിനേറ്റ്സ് തയ്ക്കണം 1030യുമാണ്. 1030 ഓക്കെ, 1030. അപ്പോൾ നമുക്കിവിടെ രണ്ട് കമ്പോണൻസ് തന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കി R1 നമുക്ക് R1നെ 4i പ്ലസ് 0j പ്ലസ് 3k എന്ന് എഴുതാം. ഇതുപോലെ R2 ആണെങ്കിൽ 10i പ്ലസ് 3j പ്ലസ് 0k എന്ന് എഴുതാം. ഇവിടെ നമുക്ക് dr കണ്ടുപിടിക്കാം. dr എന്ന് പറയുമ്പോൾ R2 മൈനസ് R1 ഓക്കെ, ദാറ്റ് ഈസ് 6i പ്ലസ് 3j എന്ന് എഴുതാം. 6i പ്ലസ് 3j ഓക്കെ. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും പ്ലസ് മൈനസ് 3k വരും, -3k ഓക്കെ. ഇനി നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA മൈനസ് VB. ഇപ്പോൾ VA മൈനസ് VB ആണെങ്കിൽ അല്ലെങ്കിൽ VB മൈനസ് VA. ഇപ്പോൾ VB മൈനസ് VA ഈസ് ഈക്വൽ ടു മൈനസ് E ഡോട്ട് dr എന്നാണ്. E ഡോട്ട് dr ഓക്കെ, മൈനസ് E ഡോട്ട് dr ദറ്റ് ഈസ് മൈനസ് E എത്രയാണ് ഇവിടെ? E എന്ന് പറയുമ്പോൾ 5i മൈനസ് 3j. ഇപ്പോൾ 5i മൈനസ് 3j ഡോട്ട് ഏത് വരും? 6i പ്ലസ് 3j മൈനസ് 3k എന്നാണ്. -3k ഓക്കെ. ഇത് മൈനസ് 30 വരും. 30 മൈനസ് 9 വരും ഓക്കെ. അപ്പോൾ ഇത് -21 എന്ന് വരും. അത്രയും കിലോ വോൾട്ട് എന്ന് വരും. ബിക്കോസ് ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് കിലോയിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഒരു 10⁻³ ഉണ്ട്, കോമൺ ആയിട്ട് 10⁻³ ഉണ്ട്. ബിക്കോസ് ഇലക്ട്രിക് ഫീൽഡ് കിലോയിലാണ്. സോ ദ ആൻസർ ഈസ് -21 കിലോ വോൾട്ട് എന്ന് വരും. ഓപ്ഷൻ 2 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 6. An electron initially at rest falls a distance of 1.5 cm in a uniform electric field of magnitude 2 into 10⁻⁴ Newton per coulomb. The time taken by the electron to fall this distance. അപ്പോൾ ഇനിഷ്യലി ഇലക്ട്രോൺ എങ്ങനെയാണ്? റെസ്റ്റിലാണ്. അപ്പം ഇനിഷ്യൽ വെലോസിറ്റി എത്ര ആയിരിക്കും? 0 ആയിരിക്കും. ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഇങ്ങനെ ഫോളോ ചെയ്യുന്നു. അപ്പം ഇലക്ട്രോൺ ഇലക്ട്രിക് ഫീൽഡിലേക്ക് വീഴുകയെന്നായിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ മേലേക്കാന്നായിരിക്കുക. ഇലക്ട്രിക് ഫീൽഡ് മേലേക്കും ഇലക്ട്രോണിൻ്റെ വെലോസിറ്റി താഴേക്കുമാണ്. അപ്പോൾ ഈ ഇലക്ട്രോണിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ E ഇൻറ്റു E ആയിരിക്കും. അപ്പോൾ ആക്സലറേഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ മാസ് ആയിരിക്കും. ദാറ്റ് ഈസ് E/m എന്ന് വരും ഓക്കെ. ഇനി നമുക്ക് എസ്സിന് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇത് യൂണിഫോമിലി ആക്സലറേറ്റ് മോഷൻ. അപ്പോൾ S ut പ്ലസ് ഇതായിരിക്കും ut പ്ലസ് ½ AT². S ut പ്ലസ് ½ AT². ഇവിടെ u 0 ആണ്. അപ്പോൾ S = ½ AT² എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് T ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ T എത്ര കിട്ടും? അപ്പോൾ T = √2s/a എന്ന് വരും. 2s/a. അപ്പോൾ ഇത് √2 × s/e പകരം E/m ഓക്കെ. ഇവിടെ E/m em മേളിൽ പോയിട്ട് 2sm/e എന്ന് കിട്ടും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം.
ഇപ്പോൾ ഇത് എത്ര കിട്ടും? റൂട്ട് ഓഫ് 2 ഇൻറ്റു എസ് എത്രയാണ്? എസ് എന്ന് പറയുമ്പോഴത്തേക്കും 1.5 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ദാറ്റ് ഈസ് 2 ഇൻറ്റു 1.5 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 1.5 ഇൻറ്റു 10⁻²2 ഇൻറ്റു മാസ് ഓഫ് ഇലക്ട്രോൺ. മാസ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോഴത്തേക്കും 9 ഇൻറ്റു 10⁻31 ഡിവൈഡഡ് ബൈ ചാർജ് 1.6 ഇൻറ്റു 10⁻19 ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് പറയുന്നുണ്ട് എത്ര? 2 ഇൻറ്റു 10⁻4 ആണ്. ഓക്കെ, ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2.9 ഇൻറ്റു 10⁻9 എന്ന് കിട്ടും. അത്രയും സെക്കൻഡ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ 7. ഇലക്ട്രിക് ചാർജസ് ഓഫ് 10 മൈക്രോകൂളം പ്ലസ് 5 മൈക്രോകൂളം മൈനസ് 3 മൈക്രോകൂളം ആൻഡ് 8 മൈക്രോകൂളം ആർ പ്ലേസ്ഡ് അറ്റ് ദ കോർണേഴ്സ് ഓഫ് എ സ്ക്വയർ ഓഫ് സൈഡ് √2 മീറ്റർ. ദ പൊട്ടൻഷ്യൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി സ്ക്വയർ. അപ്പോൾ നമ്മുടെ സ്ക്വയറിൻ്റെ 4 കോർണറിലായിട്ട് 4 ഡിഫറെൻറ്റ് ചാർജസ് ആണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചാർജുകൾ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പൊട്ടൻഷ്യലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സൈഡ് എ ആണ്. അപ്പോൾ നമുക്കിവിടെ 4 ചാർജ് ഉണ്ട്. ഇത് Q1, ഇത് Q2, ഇത് Q3, ഇത് Q4. അപ്പോൾ എല്ലാ ചാർജിനും ഈ സെൻറ്ററിൽ നിന്നുള്ള സെപ്പറേഷൻ സെയിം ആയിരിക്കും. അത് 6 ആയിരിക്കും. അപ്പോൾ ഈ 6 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ കോർണർ മുതൽ സെൻറ്റർ വരെയുള്ള ദൂരമാണ്. അപ്പോൾ ഈ 6 എന്ന് പറയുമ്പോൾ A/√2 ആണ്. A/√2. ഇവിടെ A പറയുന്നുണ്ട് √2 ആണ്. അപ്പം √2/√2 നമുക്ക് 1 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ 6ൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 4 ചാർജുകളുടെയും പൊട്ടൻഷ്യൽസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 എന്ന് എടുക്കാം ടോട്ടൽ പൊട്ടൻഷ്യൽ. ഇതിലേതിലും എല്ലാത്തിനും ഏത് കോമൺ വരും? 1/4πε0 ഇൻറ്റു R എല്ലാത്തിനും കോമൺ വരും. പിന്നെ Q1, അവിടെ Q1 പകരം എന്ത് വരും? Q1 വരും 10 മൈക്രോ. ഇപ്പോൾ 10 ഇൻറ്റു 10⁻6. അത് അടുത്തത് -3 ഇൻറ്റു 10⁻6. അടുത്തത് 5 ഇൻറ്റു 10⁻6. അടുത്തത് പ്ലസ് 8 അല്ലേ, 8 ഇൻറ്റു 10⁻6 കേട്ടോ. ഇതിൽ ഇതാണ്, ഇത് 9 ഇൻറ്റു 10⁻9 ബൈ ആറിൻ്റെ വാല്യൂ 1 ആണ്. പിന്നെ 10⁻6 കോമൺ ആയിട്ട് വരും. പിന്നെ 10⁻3 7, 7 + 5 12, 12 + 8 20 എന്ന് വരും, 20. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 1.8 ഇൻറ്റു 10⁻5 അത്രയും വോൾട്ട് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 8. There are 2 equidistant surfaces are shown in figure. The distance between them is r. The charge of -q coulomb is taken from the surface A to B. The resultant work done will be. നമുക്ക് ഇത് 2 സർഫസുകൾ വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ സെയിം ആണ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ ഈ 2 സർഫസുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ V ആണെങ്കിൽ ഇവിടെ പൊട്ടൻഷ്യൽ V തന്നെയായിരിക്കും. അപ്പോൾ ഈ 2 സർഫസുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് പ്ലേറ്റിന് സെക്കൻഡിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകണം. ആരെയാണ്? -q കൊണ്ടുപോകണം. ഇപ്പോൾ വർക്ക് എന്ന് പറയുമ്പോൾ എന്താണ് ഇക്വേഷൻ? വർക്ക് എന്ന് പറയുമ്പോൾ ചാർജ് ഇൻറ്റു, ഇവിടെ ചാർജ് -q ആണ്, ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വർക്ക്. പക്ഷേ ഇവിടെ PD 0 ആയതുകൊണ്ട് വർക്ക് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പോയിന്റ് ചാർജസ് ഓഫ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആർ കെപ്റ്റ് അറ്റ് 0, 0 A/2 ആൻഡ് 0, 0 A/2 റെസ്പെക്റ്റീവ്ലി. ദ വർക്ക് ഡൺ ബൈ ദ ഇലക്ട്രിക് ഫീൽഡ് വെൻ അനദർ പോസിറ്റീവ് പോയിന്റ് ചാർജ് ഈസ് മൂവ്ഡ് ഫ്രം -A00 to 0A0 ഈസ്. അപ്പോൾ ഇത് നമുക്ക് 3 ആക്സ് എടുക്കാം. ഇതൊക്കെയാണ് എക്സും വൈയും ഇസഡ് ആക്സുകൾ. ഈ ചാർജ് ഇരിക്കുന്നത് എവിടെയാണ്? അപ്പം 2 ചാർജിൽ ഇരിക്കുന്നത് അത് ഇസഡ് ആക്സിലാണ് ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ആക്സിസുകൾ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ എക്സും വൈയും ഇസഡും. ഓക്കെ, ഇതിപ്പോൾ എക്സ് എടുക്കാം, ഇത് എക്സ്, ഇത് വൈ, ഇത് ഇസഡ് എടുക്കാം. അപ്പോൾ ഈ ചാർജ് ഇരിക്കുന്നത് എവിടെയാണ്? അത് ഇസഡ് ആക്സിലാണ് ചാർജ് ഇരിക്കുന്നത്. അതേത് പോയിൻ്റാണ്? 0, 0 A/2, 0, 0 A/2. അപ്പോൾ ഈ ഇരിക്കുന്ന ചാർജുകൾ ഇതാണ് നമ്മുടെ 0, 0 A/2, 0, 0 A/2 മൈനസ് അല്ലേ. ഇത് ഏതായിരിക്കും? 0, 0 A/2. ഓക്കെ, ഇനി നമ്മൾ എന്താണ് ഈക്വൽ മാഗ്നിറ്റ്യൂഡ് ആണ്. നമുക്ക് ഇവിടെ നമുക്ക് 2 Q ഉണ്ടെന്നായിരിക്കുക. ഒരു Q ഉണ്ട്, ഇവിടെ Q ഉണ്ട്. ഇപ്പോൾ 2 ചാർജ് ഉണ്ട്. ഇനി നമുക്ക് ചാർജിനെ കൊണ്ടുവരേണ്ട എവിടെയാണ്? നമുക്കൊരു പോസിറ്റീവ് ചാർജിനെ കൊണ്ടുവരേണ്ട എവിടെയാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ്, ഒരു പോയിൻ്റ് പോസിറ്റീവ് ചാർജിനെ നമുക്ക് -A00 -A00 നമ്മൾ എക്സ് ആക്സ് ആയിരിക്കും. ഇപ്പോൾ എക്സ് നോക്കി, ഇതാണ് -A00, -A ഇവിടെയാണ്, -A00 എക്സ് ആക്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ അത് കൊണ്ടുപോകുന്നത് 0A0യിലേക്കാണ്. ഇപ്പോൾ y ആക്സ്
ഇതാണ് നമ്മുടെ പോയിൻ്റ് 0A0, അത് y-x ആണ്. നിങ്ങൾ നോക്കാം, ഈ രണ്ട് പോയിൻറ്റുകൾക്കും ഈ ഒരു സെപ്പറേഷൻ, അതായത് ഈ രണ്ട് പോയിൻറ്റുകൾക്ക്, അതായത് ഫസ്റ്റ് പോയിൻറ്റിനും സെക്കൻഡ് പോയിൻറ്റും, ഈ ഫസ്റ്റ് പോയിൻറ്റിന് ഈ രണ്ട് ചാർജുകളിൽ നിന്നുള്ള സെപ്പറേഷൻ, അതായത് ഈ സെപ്പറേഷനും അല്ലേ, അത് ഈ സെപ്പറേഷൻ R ആണെങ്കിൽ ഈ സെപ്പറേഷനും R ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് V1 എന്നെടുക്കാം. അതേ സെപ്പറേഷനാണ് ഈ സെക്കൻഡ് പോയിൻറ്റിന് ഇതേ ചാർജ് എന്നുള്ളത്. അപ്പോൾ രണ്ടും ഈക്വൽ ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഈ സെപ്പറേഷൻ R ആണ്, ഈ സെപ്പറേഷൻ R ആണ്. അതേ പൊട്ടൻഷ്യലായിരിക്കും എവിടെയും വരിക, ഈ സെക്കൻഡ് പോയിന്റിൽ വരിക. ബിക്കോസ് ഈ രണ്ട് ചാർജുകളിൽ നിന്നും, ഈ ഇരിക്കുന്ന രണ്ട് ചാർജുകളിൽ നിന്നും നമ്മൾ ഈ എടുത്ത രണ്ട് പോയിൻറ്റുകളിലേക്കുള്ള സെപ്പറേഷൻ സെയിം ആയതുകൊണ്ട് ഈ രണ്ട് പോയിൻറ്റുകളിലും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് പോയിൻറ്റിൻ്റെയും സെക്കൻഡ് പോയിൻ്റെയും പൊട്ടൻഷ്യൽ സെയിം ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിൻറ്റുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആയിരിക്കും. അപ്പോൾ ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്ക് എന്ന് പറയുമ്പോൾ Q/PD എന്നാണ്. ഇവിടെ PD 0 ആയതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട വർക്ക് എത്ര ആയിരിക്കും? 0 ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. An electric dipole of moment P is placed normal to the lines of force of electric intensity E, then the work done in deflecting it through an angle of 180 degree. ഇപ്പോൾ നമുക്ക് ഒരു ഡൈപ്പോളിനെ 90 ഡിഗ്രിയിൽ നിന്ന് വീണ്ടും ഒരു അഡീഷണൽ 180 ഡിഗ്രി കറക്കാൻ വേണ്ട വർക്കാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ഡൈപ്പോളിനെ കറക്കാൻ വേണ്ട വർക്കിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? വർക്ക് ഈസ് ഇക്വൽ PE ഇൻറ്റു കോസ് θ1 മൈനസ് കോസ് θ2 എന്നാണ്. അപ്പോൾ ഇവിടെ ഇനിഷ്യലി ഡൈപ്പോൾ ഫീൽഡിന് പെർപെൻഡിക്കുലർ, അപ്പോൾ ഈ θ1 എന്ന് പറഞ്ഞാൽ 90 ആണ്. അപ്പോൾ കോസ് 90 വീണ്ടും 90 വീണ്ടും ഒരു അഡീഷണൽ 180 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ആംഗിൾ എത്രയാണ്? സെക്കൻഡ് ആംഗിൾ 90 + 180 എടുക്കണം. അപ്പോൾ സെക്കൻഡ് ആംഗിൾ 270 ആണ്. അപ്പോൾ പി ഇൻറ്റു ഇത് കോസ് 90 മൈനസ് കോസ് 270, കോസ് 90 0 ആണ്, കോസ് 270 0 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് പി ഇൻറ്റു 0 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ഇൻ എ റീജിയൻ the intensity of electric field is given by E is equal to 2I plus 3J plus K in Newton per coulomb. The electric flux through a surface AC is equal to 10I meter square in the region. ഇപ്പോൾ നമുക്ക് ഫ്ലക്സ് ആണ് വേണ്ടത്, ഇലക്ട്രിക് ഫീൽഡും അറിയാം, ഏരിയ അറിയാം. അപ്പോൾ നമുക്ക് ഫ്ലക്സിന് ഡയറക്റ്റ് ഫോർമുല ഉണ്ട്. ഫ്ലക്സ് ഈസ് ഈക്വൽ ടു E ഡോട്ട് എ അല്ലെങ്കിൽ E ഡോട്ട് എസ് എടുക്കാം. E ഡോട്ട് എ അല്ലെങ്കിൽ E ഡോട്ട് എസ് എടുക്കാം. ഇവിടെ E എത്രയാണ്? E എന്ന് പറയുമ്പോൾ 2I plus 3J plus K ആണ്. ഇപ്പോൾ 2I plus 3J plus K ഡോട്ട് 10I എന്ന് വരും. ഡോട്ട് 10I. അപ്പോൾ ഇതെത്ര വരും? ഇത് നമുക്ക് 20 എന്ന് കിട്ടും. 20 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളോം എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 12. If the electric flux entering and leaving an enclosed surface is represented by respectively is 5 and 5 the electric charge inside the surface will be. നമുക്കറിയാം എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് നെഗറ്റീവാണ്. ഓക്കെ, എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് 5 ആണ്, അത് നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ലീവ് ചെയ്യുന്ന ഫ്ലക്സ് ആണ് പോസിറ്റീവ്. അപ്പോൾ ഇവിടെ 5 പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നെറ്റ് ഫ്ലക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ലീവ് ചെയ്യുന്ന ഫ്ലക്സ് മൈനസ് എൻ്റർ ചെയ്യുന്ന ഫ്ലക്സ് ആയിരിക്കും. അപ്പോൾ 5 - 5 ആയിരിക്കും നെറ്റ് ഫ്ലക്സ്. ഇനി നെറ്റ് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ നെറ്റ് ചാർജ് ബൈ നെറ്റ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു നെറ്റ് ചാർജ് ബൈ എപ്സിലോൺ 0. അപ്പോൾ നമുക്ക് നെറ്റ് ചാർജ് എന്ന് പറയുമ്പോൾ നെറ്റ് ഫ്ലക്സ് ഇൻറ്റു എപ്സിലോൺ 0 വരും. അപ്പോൾ ആൻസർ നമുക്ക് 5 - 5 ഇൻറ്റു എപ്സിലോൺ 0 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 13. The energy stored in the capacitor as shown in figure is 4.5 × 10⁻⁶ joule. The battery is replaced by another capacitor of 900 picofarad as shown in figure. Then the total energy of the system. അപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു കപ്പാസിറ്ററിനെ ഒരു ചാർജ് കപ്പാസിറ്ററിനെ നമ്മളെന്താണ് ഡിസ്കണക്ട് ചെയ്തിട്ട് മറ്റൊരു കപ്പാസിറ്റർ ഒരു 5ാമതൊരു കപ്പാസിറ്ററോട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഹാഫ് എനർജി എന്തായി പോകും? വേസ്റ്റായി പോകും. അപ്പോൾ ഇവിടെ ഇനിഷ്യലി എനർജി പറയുന്നുണ്ട്. വാട്ട് ഈസ് ഇനിഷ്യൽ എനർജി? ഇനിഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു ½ CV² ആണ്. ½ CV² അല്ലേ? ½ CV², ദാറ്റ് ഈസ് ഈക്വൽ ടു 4.5 × 10⁻⁶ ആണ്. -6. ഓക്കെ, ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് നമ്മളിപ്പം ഇതിനെ കണക്ട് ചെയ്തു, മറ്റൊരു കപ്പാസിറ്റർ നമ്മൾ കണക്ട് ചെയ്തു. അപ്പോൾ രണ്ട് കപ്പാസിറ്റീസ് ഐഡൻറ്റിക്കലാണ്. പക്ഷേ ഇനിഷ്യലി സെക്കൻഡ് കപ്പാസിറ്റർ അൺചാർജ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാം. ലോസ് ഓഫ് എനർജി ഈസ് ഈക്വൽ ടു എന്ത് വരും? ½ C1 C2. അപ്പോൾ ½ × C × C, ½ C1 C2 /
C1 plus C2 എന്ന് വെച്ചാൽ C plus C. അപ്പോൾ നമ്മുടെ ഫോർമുല ഇതാണ് ഹാഫ് C1 C2 ബൈ C1 plus C2 ഇൻറ്റു V1 മൈനസ് V2 ദ ഹോൾ സ്ക്വയർ എന്നാണ്. ഇവിടെ ഹാഫിൻ്റെ രണ്ടും ഐഡൻറ്റിക്കൽ ആയതുകൊണ്ട് C² ബൈ 2C ഇൻറ്റു ഇവിടെ V1 Vയും V2 ഇനിഷ്യലി അൺചാർജ്ഡ് ആണ്, അപ്പം ഇതിന് വരും. അപ്പോൾ ഇത് നമുക്ക് 1/2 ഇൻറ്റു ഹാഫ് CV² എന്ന് കിട്ടും. എന്ന് വെച്ചാൽ ഇത് 1/2 ഇൻറ്റു 4.5 ഇൻറ്റു 10⁻⁻6 എന്ന് കിട്ടും. എന്ന് വെച്ചാൽ നമുക്ക് 2.5 അല്ലേ 2.25 ഇൻറ്റു 10⁻6 ജൂൾ എന്ന് കിട്ടി. ഇതാണ് ലോസ് കിട്ടിയത്, ലോസ്. അപ്പോൾ നമുക്ക് ഫൈനൽ എനർജി കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഫൈനൽ എനർജി എന്ന് പറയുമ്പോൾ ഇനിഷ്യൽ എനർജി മൈനസ് ലോസ് ആണ്. അപ്പം 4.5 ഇൻറ്റു 10⁻6 മൈനസ് 2.25 ഇൻറ്റു 10⁻6 വരും. അപ്പോൾ ആൻസർ നമുക്ക് 2.25 ഇൻറ്റു 10⁻6 ജൂൾ എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 14. എ സ്പെറിക്കൽ ഡ്രോപ്പ് ഓഫ് കപ്പാസിറ്റൻസ് 1 microfarad is broken into 8 drops of equal radius. Then the capacitance of each small drop is. ഇപ്പോൾ നമ്മൾ കണ്ടതാണ്, നമ്മൾ n ഡ്രോപ്പുകൾ കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ n ഡ്രോപ്പുകൾ കമ്പൈൻ ചെയ്ത് ഒരു വലിയ ഡ്രോപ്പ് ആകുമ്പോഴത്തേക്കും ഒരു ഡ്രോപ്പ് അല്ലേ, ഇത് റേഡിയസ് 6, ഇനി കപ്പാസിറ്റി C എന്നിരിക്കട്ടെ, നമ്മളിതിനെ കമ്പൈൻ ചെയ്തൊരു വലിയ ഡ്രോപ്പ് ആകുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ വോളിയം എങ്ങനെയായിരിക്കും? വോളിയം കൺസേർവ്ഡ് ആയിരിക്കും അല്ലേ, വോളിയം കൺസിഡർ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇനിഷ്യൽ വോളിയം എന്ന് പറയുമ്പോൾ n ഇൻറ്റു 4/3 പൈ സ്മോൾ ആർ ക്യൂബ് ആണെങ്കിൽ ഫൈനൽ വോളിയം 4/3 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് കിട്ടും അല്ലേ. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആർ ഈസ് ഈക്വൽ ടു n⁻⁻³ ഇൻറ്റു സ്മോൾ ആർ എന്ന് കിട്ടും. ക്യാപിറ്റൽ ആർ ഈസ് n⁻⁻³ ഇൻ സ്മോൾ ആർ. ഇനി കപ്പാസിറ്റിയും റേഡിയസ് എങ്ങനെയാണ്? ഇനിഷ്യൽ കപ്പാസിറ്റി പ്രൊപ്പോർഷണൽ സ്മോൾ ആറും ഫൈനൽ കപ്പാസിറ്റി പ്രൊപ്പോർഷണൽ ക്യാപിറ്റൽ ആറും ആയിരിക്കും. അപ്പോൾ ഇനിഷ്യൽ കപ്പാസിറ്റി ബൈ ഫൈനൽ കപ്പാസിറ്റി ഈസ് ഈക്വൽ ടു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ എന്ന് വരും അല്ലേ. ഇപ്പോൾ ക്യാപിറ്റൽ ആർ ഇത് 1/n⁻⁻³ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റി ഓഫ് സ്മോൾ ഡ്രോപ്പ് അതാണ് ഇനിഷ്യൽ കപ്പാസിറ്റി. ഇപ്പോൾ കപ്പാസിറ്റി ഓഫ് സ്മോൾ ഡ്രോപ്പ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഓഫ് ലാർജ് ഡ്രോപ്പ് ബൈ n⁻⁻³ എന്ന് കിട്ടും. ഇത് എത്രയാണ്? നമുക്ക് 1 microfarad ആണ്. 1 microfarad ബൈ 8⁻⁻³ എന്ന് വരും. അപ്പോൾ ആൻസർ നമുക്ക് 1/2 microfarad എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 15. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഹാസ് പ്ലേറ്റ് ഏരിയ A ആൻഡ് സെപ്പറേഷൻ D. ഇറ്റ് ഈസ് ചാർജ്ഡ് വിത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് V0. The charging battery is disconnected and the plates are pulled apart to 3 times the initial separation. The work required to separate the plates is. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു കപ്പാസിറ്റർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇനിഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഇനിഷ്യൽ എനർജി U1 എന്നെടുക്കാം. ഇത് ½ CV² ആയിരിക്കും അല്ലേ. നമുക്ക് ഈ സിക്ക് വരാൻ കൊടുക്കാം. സിക്ക് വരാം ε0A/d എന്ന് കൊടുക്കാം. ε0A/d. ഈ വിക്ക് വരാം ഇലക്ട്രിക് ഫീൽഡിൻ്റെ സെപ്പറേഷൻ കൊടുക്കാം, അതിൻ്റെ സ്ക്വയർ വരും. ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഫൈനൽ എനർജി കൊടുക്കാം. U2 എടുക്കാം. ½ ഇൻറ്റു ഇത് നോക്കുക, ഈ സെപ്പറേഷൻ നമ്മൾ 3 ടൈംസ് ആക്കി. അപ്പോൾ ε0 ഇൻറ്റു A/3d എന്ന് വരും. 3d അതിൻ്റെ അത് ഇൻറ്റു എന്താണ് E ഇൻറ്റു 3d ദ ഹോൾ സ്ക്വയർ എന്നാവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 3/2 കേട്ടും. 3/2 ഇൻറ്റു ε0A/d ഇൻറ്റു E ഇൻറ്റു d ദ ഹോൾ സ്ക്വയർ എന്നാവും. E ഇൻറ്റു d ദ ഹോൾ സ്ക്വയർ. ഓക്കെ, ഇനി നമുക്ക് വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ, വർക്ക് എന്ന് പറയുമ്പോൾ ഫൈനൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട വർക്ക് എന്ന് പറഞ്ഞാൽ ഫൈനൽ എനർജി മൈനസ് ഇനിഷ്യൽ എനർജിയാണ്. U2 മൈനസ് U1. അപ്പോൾ എന്ത് വരും? 3/2 മൈനസ് 1/2. അപ്പോൾ 3/2 മൈനസ് 1/2 ഇൻറ്റു ε0A/d ഇൻറ്റു ഈ ഇൻറ്റു d ആണ് V0. അപ്പം V0 ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ε0A/V0² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 4 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 16. ടു കണ്ടക്ടിങ് സ്പിയേഴ്സ് ഓഫ് റേഡിയസ് 5 cm and 10 cm ആർ ഗിവൺ എ ചാർജ് ഓഫ് 15 microcoulomb ഈച്ച്. ആഫ്റ്റർ ദി 2 spheres ആർ ജോയിൻഡ് ബൈ എ കണ്ടക്റ്റിംഗ് വയർ, ദ ചാർജ് ഓൺ ദി സ്മോളർ സ്പിയർ. ഇപ്പോൾ നമുക്ക് 2 കണ്ടക്റ്റിംഗ് സ്പിയേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇനിഷ്യൽ ചാർജ് Q1, ഇവിടെ ചാർജ് Q2. ഓക്കെ, ചാർജ് Q2. ഇതിവിടെ റേഡിയസ് R1, ഇവിടെ റേഡിയസ് R2. നമുക്കിതിനെ
ഒരു വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ചാർജുകൾ ഷെയർ ചെയ്യും. അപ്പോൾ ഇവിടെ ഫൈനൽ ചാർജ് Q1 ഡാഷും ഇവിടുത്തെ ഫൈനൽ ചാർജ് Q2 ഡാഷും ആയിരിക്കും. ഇപ്പോൾ ഇവിടെ റേഡിയസ് R1, ഇവിടെ റേഡിയസ് R2 എന്ന് എടുക്കാം. ഈ രണ്ട് പേർക്കും വോൾട്ടേജുകൾ സെയിം ആവും. അപ്പം ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് വോൾട്ടേജുകൾ സെയിം ആവും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ Q1 ഡാഷ്, അപ്പോൾ ഈ Q1 + Q2, നമുക്ക് ഈ Q1 + Q2നെ Q എന്ന് വിളിക്കാം. അതാണ് ടോട്ടൽ ചാർജ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫൈനൽ ചാർജ് കണ്ടുപിടിക്കാം. ഈ സ്മോൾ Q1 ഡാഷ് ആണെങ്കിൽ നമുക്കിവിടെ സ്മോൾ സ്ഫിയറിൻ്റെ റേഡിയസ് R1 എന്ന് എടുക്കുകയാണെങ്കിൽ ആ ചാർജിൻ്റെ ആ സ്ഫിയറിൻ്റെ ഫൈനൽ ചാർജ് Q1 ഡാഷാണ്. ദാറ്റ് ഈസ് അതിൻ്റെ ഫോമുലയുണ്ട് R1/R1 + R2 × Q എന്നൊരു ഫോമുലയുണ്ട്. ഇവിടെ R1 എത്രയാണ്? R1 5 ആണ്. അപ്പോൾ 5/10 + 5 അതാണ് ടോട്ടൽ റേഡിയസ്. ഇതിൻ്റെ Q എന്ന് പറയുമ്പോൾ ടോട്ടൽ ചാർജാണ്. നമുക്ക് ഓരോന്നിലേക്ക് നമ്മൾ 15 മൈക്രോ കൂളം വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 15 + 15 അത്രയും മൈക്രോ വരും. അപ്പോൾ ഇത് ആൻസർ നമുക്ക് 10 മൈക്രോ കൂളോം എന്ന് കിട്ടും. ഇതായിരിക്കും നമുക്ക് ആ സ്മോൾ സ്ഫിയറിനകത്തുള്ള ഫൈനൽ ചാർജ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 17. ഇൻ എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C, എ മെറ്റൽ ഷീറ്റ് ഈസ് inserted between the plates parallel to them. If the thickness of the sheet is half of the separation between the plates, the capacitance will be. നമുക്കറിയാം ഒരു പാരലൽ കപ്പാസിറ്ററിലേക്ക് ഒരു മെറ്റൽ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ കപ്പാസിറ്റി, ദ ഫൈനൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് ε0A/d - t എന്നാണ് എൻ്റെ ഫോർമുല. d - t. അപ്പോൾ ഇനിഷ്യൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ε0A/d ആണ്. അപ്പം നമ്മൾ മെറ്റൽ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി ε0A/d - t ആണ്. ഇപ്പോൾ ഈ ടി പറയുന്നുണ്ട്. ഈ ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ സെപ്പറേഷൻ്റെ പകുതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ താഴെ d - d/2 വരും. അപ്പോൾ താഴെ d/2 വരും. ആ 2 മേളിൽ പോയിട്ട് 2 × ε0A/d എന്ന് വരും. ഇത് 2 × c എന്ന് വരും. അപ്പോൾ കപ്പാസിറ്റി 2c ആയിരിക്കും. ആൻസർ ഓപ്ഷൻ 4 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 18. ദ ചാർജ് ഡിപ്പോസിറ്റഡ് ഓൺ ദി 4 മൈക്രോഫാരഡ് കപ്പാസിറ്റി ഇൻ ദ സർക്യൂട്ട് ഷോൺ. ഇവിടെ നമുക്ക് 12 വോൾട്ട് സെല്ലുണ്ട്. പിന്നെ 4 ഉം 2 എങ്ങനെയാണ്? അത് പാരലൽ കോമ്പിനേഷനാണ്. പിന്നെ അതിന് സീരീസ് ആയിട്ട് 6 കിടപ്പുണ്ട്. അപ്പോൾ ഈ ഫിഗർ ഇങ്ങനെയാണ്. നമുക്ക് 12 വോൾട്ട് ബാറ്ററി ഉണ്ട്. പിന്നെ ഈ 4 ഉം 2 ഉം ഈ 4 ഉം 2 ഉം എങ്ങനെയാണ്? ഈ 4 ഉം ഈ 2 ഉം പാരലാണ്. ഇതെല്ലാം മൈക്രോ ആണ്. പിന്നെ ഒരു 6 ഉണ്ട്. ആ 6 ഇതിന് സീരീസാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 6 12 വോൾട്ട്. ഇത് 4 മൈക്രോ, ഇത് 2 മൈക്രോ, ഇത് 6 മൈക്രോ എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് എന്താണ് ഈ 4 to പാരലൽ ആയതുകൊണ്ട്, ഈ 4 ഉം 2 ഉം പാരലൽ ആയതുകൊണ്ട് ഇതിൻ്റെ എഫക്റ്റീവ് എത്ര ആയിരിക്കും? നമുക്കറിയാം 4+2. ഈ എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ 4+2 വരും. ഈ 4+2 നമുക്ക് 6 മൈക്രോ എന്ന് കിട്ടും. അപ്പോൾ ഇത് രണ്ട് 6 മൈക്രോ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോമ്പിനേഷൻ 6 ആണ്, സെക്കൻഡ് കോമ്പിനേഷൻ 6 ആണ്. അപ്പോൾ ഈ രണ്ട് നമുക്ക് ഇത് 6, ഈ 6 ഉം ആദ്യത്തെ 6 ആയിട്ട് എങ്ങനെയാണ്? പാരലാണ്. അപ്പോൾ വോൾട്ടേജുകൾ എന്ത് ചെയ്യും? രണ്ട് ഐഡൻറ്റിക്കൽ കപ്പാസിറ്റീസ് ആണ്. അപ്പോൾ വോൾട്ടേജുകൾ ഈക്വലായിട്ട് ഡെവലപ്പ് ചെയ്യും. അപ്പോൾ വാട്ട്സ് എ വോൾട്ടേജ് ഓഫ് 4 പാരലൽ 2 എന്ന് പറഞ്ഞാൽ 12/2 നമുക്ക് 6 വോൾട്ട് കിട്ടും. 6 വോൾട്ട് ബിക്കോസ് ഈ രണ്ട് കപ്പാസിറ്റീസും ഐഡൻറ്റിക്കലായിട്ട് മാറും. കാരണം ഇത് 6 ആണ്, ഇത് 6 ആണ്. അപ്പോൾ ഈ വോൾട്ടേജ് ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ വോൾട്ടേജ് ഓഫ് 4 പാരലൽ 2 6 ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും വോൾട്ടേജ് ഓഫ് 4 ഉം വോൾട്ടേജ് ഓഫ് 2 ഉം എത്ര തന്നെയായിരിക്കും? അപ്പോൾ വോൾട്ടേജ് ഓഫ് 4 മൈക്രോഫാരഡ് ഈസ് ഈക്വൽ ടു പാരലൽ ആയതുകൊണ്ട് വോൾട്ടേജ് ഓഫ് 2 മൈക്രോഫാരഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വോൾട്ടേജ് കിട്ടിയാൽ ചാർജ് കണ്ടുപിടിക്കാം. സോ ചാർജ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റി ഇൻറ്റു വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ കപ്പാസിറ്റി എത്രയാണ്? കപ്പാസിറ്റി 4 മൈക്രോഫാരഡ് 4 × 10⁻6 ഇൻറ്റു വോൾട്ടേജ് 6 ആണ്. അപ്പോൾ ആൻസർ നമുക്ക് 24 × 10⁻6 അത്രയും കൂളോം എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 19. An electron enters in an electric field which is with its velocity in the direction of electric lines of force. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ റെയിലേക്ക് വരയ്ക്കുകയാണെങ്കിൽ ഇലക്ട്രോൺ എൻട്രി ചെയ്യുന്നത് ഈ ഫീൽഡിൻ്റെ അതേ ദിശയിലാണെങ്കിൽ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് ഇലക്ട്രോണിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. സോ ഇലക്ട്രോൺ വിൽ ഫേസ് റിട്ടാർഡേഷൻ ആയിരിക്കും. ഇലക്ട്രോൺ വിൽ ഗെറ്റ് റിട്ടാർഡഡ്. അപ്പോൾ അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്യും? വെലോസിറ്റി ഡിക്രീസ് ചെയ്യും. പക്ഷേ അതിൻ്റെ പാത്തിൻ്റെ ഷേപ്പ് സ്ട്രെയിറ്റ് ലൈൻ പാത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ വിൽ ഡിക്രീസ് ആയിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ആൻസർ ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 20.
In an insulated non-conducting sphere of radius r has a charge density rho. The electric field at a distance r from the center of the sphere will be. ഇതൊരു നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്. നമുക്കറിയാം ഒരു നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിനകത്ത് അപ്പോൾ നമുക്കൊരു നോൺ കണ്ടക്ടർ ഇതിനകത്തുള്ള ടോട്ടൽ ചാർജ് ക്യൂ എന്നിരിക്കണം കേട്ടോ. ചാർജ് ക്യൂവും ഇതിൻ്റെ റേഡിയസ് ആറുമാണ്. അപ്പോൾ ഇതിനകത്ത് നിറച്ചും ചാർജ് ആയിരിക്കും. ബിക്കോസ് ഇത് നോൺ കണ്ടക്ടറാണ്. നോൺ കണ്ടക്ടർ ആയതുകൊണ്ട് ചാർജ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി വോളിയം ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു പോയിൻ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് സെപ്പറേഷൻ സ്മോളാർന്ന് എടുക്കുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഫീൽഡ് എന്ന് പറയുമ്പോൾ 1/4πε0 Q ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്നാണ് ഇക്വേഷൻ. ഈ ക്യൂ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം റോ എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ വോളിയമാണ്. ചാർജ് ബൈ 4/3πr ക്യൂബാണ് റോ എന്ന് പറയുന്നത്. അപ്പോൾ ക്യൂ എന്ന് പറഞ്ഞാൽ റോ ഇൻറ്റു എന്ന് വരും 4/3πr ക്യൂബ് എന്ന് വരും. അതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഈ സിക്കൽ നമുക്ക് എന്ത് കിട്ടും? 1/4πε0 ഇൻറ്റു ക്യൂവിന് പകരം റോ ഇൻറ്റു 4/3πr ക്യൂബ് ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ക്യൂബ് എന്ന് വരും. അപ്പോൾ ഇത് ക്യാൻസലായി പോയിട്ട് നമുക്ക് ആൻസർ റോ ഇൻറ്റു r/3ε0 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 21. The work done in bringing a unit positive charge from infinity to distant to a point at a distance x from positive charge q is w. Then the potential at that point is. ഇപ്പോൾ നമുക്ക് ഒരു q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഇതിൽ നിന്ന് r അകലെ ഒരു പോയിൻ്റ് പറയുന്നുണ്ട്. ഈ പോയിന്റിലേക്ക് നമുക്ക് ആരെ കൊണ്ടുവരാൻ? ഈ പോയിന്റിലേക്ക് നമുക്ക് ഒരു +1 കൂളോമിനെ കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് വേണ്ടി വന്ന വർക്കാണ് w. അങ്ങനെയാണെങ്കിൽ പൊട്ടൻഷ്യൽ എന്തായിരിക്കും എന്ന് ചോദിച്ചു. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ എങ്ങനെ തന്നെയാണ്. ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു +1 കൂളോമിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട വർക്കാണ് ഏത്? പൊട്ടൻഷ്യൽ. ആ വർക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നത് W എന്നാണ്. അപ്പോൾ ഇവിടുത്തെ പൊട്ടൻഷ്യലും W തന്നെ ആയിരിക്കും. ബിക്കോസ് നമ്മൾ +1നെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ചെയ്ത വർക്ക് W അല്ലേ. അപ്പോൾ അത് തന്നെയാണ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. സോ ആൻസർ ഈസ് W ആയിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 22. The electric potential V is given as a function of distance x in meter by V is equal to 5x² plus 10x minus 9. Value of electric field at x is equal to 1. അപ്പോൾ നമുക്ക് വോൾട്ടേജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ അറിയാം. പൊട്ടൻഷ്യൽ ഫോർമുല എന്താണ്? 5x² plus 10x minus 9 എന്നാണ്. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു മൈനസ് dV/dx എന്നാണ്. അപ്പോൾ മൈനസ് d/dx ഓഫ് ഏത് വരും? 5x² plus 10x minus 9 എന്ന് വരും. അപ്പോൾ ഇത് മൈനസ് ഫസ്റ്റ് ടൈമിനെ ഡിവിഷൻ ചെയ്യുമ്പോഴത്തേക്കും 10x വരും. സെക്കൻഡ് ടൈം പ്ലസ് 10 വരും. തേർഡ് ടൈം 0 ആയി പോകും. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ മൈനസ് 10 × 1 + 10 ആൻസർ നമുക്ക് -20. അത്രയും വോൾട്ട് പെർ മീറ്റർ എന്നിട്ട് ഫീൽഡ് അല്ലേ. ഇപ്പോൾ വോൾട്ട് പെർ മീറ്റർ കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 23. Figure shows electric field lines in which an electric dipole is placed as shown. Which of the following statement is correct? ഇപ്പോൾ ഇത് നമുക്ക് ഏതൊരു നോൺ യൂണിഫോം ഫീൽഡാണ്. അപ്പോൾ ഈ ഫീൽഡിൻ്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ക്രൗഡഡ് ആണ്. പക്ഷേ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ സെപ്പറേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡ്, ഈ ഫീൽഡിൻ്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ റൈറ്റിലേക്ക് പോകുന്നതോറും ഫീൽഡിൻ്റെ വാല്യൂ കുറയും. ഇവിടെ നമ്മൾ ആരെ പ്ലേസ് ചെയ്തിട്ടുണ്ട്? ഒരു ഡൈപ്പോള്. ഈ ഡൈപ്പോളിന് ഇത് -q ഇത് എത്രയാണ്? +q ആയിരിക്കും. പക്ഷേ ഈ +q -q ഇരിക്കുന്ന പോയിന്റിൽ ഫീൽഡ് എന്തല്ല? ഫീൽഡ് സെയിം അല്ല. അപ്പോൾ ഇവിടെ ഫീൽഡ് E ആണെങ്കിൽ ഇവിടുത്തെ ഫീൽഡ് E' ആയിരിക്കും. അപ്പോൾ ഈ -q ആക്ട് ചെയ്യുന്ന ഫോഴ്സ് -q ആക്ട് ചെയ്യുന്ന ഫോഴ്സ് -q × E', അത് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും. +q ആക്ട് ചെയ്യുന്ന ഫോഴ്സ് q × E ആയിരിക്കും. പക്ഷേ ഇവിടെ E' ആരെക്കാളും വലുതായിരിക്കും E-യേക്കാളും. ബിക്കോസ് ആ റീജിയനിൽ, ഈ ലെഫ്റ്റ് റീജിയനിൽ ഫീൽഡ് ക്രൗഡഡ് ആണ്. അപ്പോൾ അവിടെ ഫീൽഡ് വലുതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ q × E' ആരെക്കാളും വലുതായിരിക്കും, q × E-യേക്കാളും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൈനസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും. ഇവിടെ -q ആണ്, -q. അപ്പോൾ ഈ -q ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആയിരിക്കും കൂടുതൽ. അപ്പോൾ ഈ -q ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ലെഫ്റ്റിലേക്ക് ആയതുകൊണ്ട് ഇവിടെ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? നെറ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കായിരിക്കും. ബിക്കോസ് ഈ ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സാണ് കൂടുതൽ. സോ എന്തായിരിക്കും? ദ ഡൈപോൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ് ടുവാർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും ആൻസർ. ബിക്കോസ് എന്താണ്? ലെഫ്റ്റിലാണ് ഫോഴ്സ് കൂടുതൽ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ഏതായിരിക്കും? 3 ആയിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 24. ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ദി സർഫസ്. ഇവിടെ നമുക്ക് 4 സർഫസ് ഉണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ഈ 4 സർഫസിലെയും ചാർജുകൾ സെയിം ആണ്. നമുക്ക് ഈ സർഫസ് ഏത് ഷേപ്പ് ആയിക്കോട്ടെ, ഈ 4 സർഫസിലെയും ചാർജുകൾ സെയിം ആണ്. അപ്പോൾ ഇവിടെ എല്ലാം ചാർജ് ക്യൂ ആണ്. ഇപ്പോൾ സർക്കുലർ ഷേപ്പ് ആണെങ്കിലും ഓവൽ ഷേപ്പ് ആണെങ്കിലും എന്ത് ഷേപ്പ് വന്നാലും ഇവിടെ ചാർജുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ഈ 4 സർഫസിലെ ചാർജുകൾ സെയിം ആണ്. അപ്പോൾ ഫ്ലക്സിൻ്റെ ഫോർമുല ഏതാണ്? ഫ്ലക്സ് എന്ന് പറയുമ്പോൾ നെറ്റ് ചാർജ് ബൈ എപ്സിലോൺ. അപ്പോൾ ഈ 4 ഫിഗറിലും ചാർജ് ക്യൂ ആണ്. അപ്പോൾ ഈ 4 ഫിഗറിലെയും ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഫൈ ഈസിക്കൽ ക്യൂ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പോൾ ഈ 4 ഫിഗറിലും ഫ്ലക്സിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 25. ഇക്വലൻ്റ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. അപ്പോൾ ഒരു ഫിഗറിൽ നമുക്കറിയാൻ പറ്റും, ഈ ആ ഒരു ഫിഗറിൽ ഈ ഒരു 2 4 മൈക്രോഫാഡുകൾ, ഇങ്ങനെ 2 4 മൈക്രോഫാഡുകൾ സീരീസ് ആണ്. അപ്പോൾ അതിന് പാരലായിട്ടൊരു 4 മൈക്രോഫാഡ് കൊടുത്തിട്ടുണ്ട്. ഇത് 4, ഇതെല്ലാം 4 ആണ്. ഇത് 4 ആണ്. ഇത് വീണ്ടും അടുത്ത 2 4കൾ ഇങ്ങനെ സീരീസ് ആണ്. ഇതേയും ഇത് ബിയും, ഇതേയും ഇത് ബിയും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ആദ്യം ആ ടോപ്പിൽ വരുന്ന 2 4 മൈക്രോഫാഡ്സ്. ഈ 2 4 മൈക്രോഫാഡുകൾ എങ്ങനെയാണ്? സീരീസ് ആണ്. അപ്പോൾ നമുക്ക് 4 സീരീസ് 4, നമുക്കറിയാം 4 സീരീസ് 4 ആണെങ്കിൽ ജസ്റ്റ് 4/2 വരും, 2 വരും. അപ്പോൾ ഈ കിട്ടിയത് 2 ആയി. ഈ 2ഉം ഇപ്പോൾ ഈ കിട്ടിയ 2ഉം ഈ 4ഉം എങ്ങനെ ആയിരിക്കും? ഈ 4ഉം ഇപ്പോൾ കിട്ടിയ 2 ആയിട്ട് എങ്ങനെയാണ്? അത് രണ്ടും പാരലാണ്. അപ്പോൾ നമുക്ക് 2 പാരലൽ 4 വരും, 6 വരും. ഓക്കെ, ഇനി നമുക്ക് ഈ താഴത്തെ 2 4കൾ, ഈ 4 എങ്ങനെയായിരിക്കും? സീരീസ് ആയിരിക്കും. അപ്പോൾ വീണ്ടും എന്ത് വരും? 4 സീരീസ് 4 വരും. അത് 4/2 എത്ര വരും? 2 വരും. അപ്പോൾ ഈ കിട്ടിയ 6ഉം ഇപ്പോൾ കിട്ടിയ ഈ 2ഉമായിട്ട് നമുക്കറിയാം ഇത് എത്രയാണ്? ഈ വാല്യൂ എന്ന് പറയുമ്പോൾ എത്രയാണ്? ഈ ഒരു വാല്യൂ നമുക്ക് എത്ര കിട്ടിയത്? ഈ ഒരു വാല്യൂ നമുക്ക് കിട്ടിയത് 6 ആണ്. അതുപോലെ ഈ കിട്ടിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷേ ഈ 2ഉം ഈ 6ഉമായിട്ട് എങ്ങനെ ആയിരിക്കും? എക്കും ബിക്കും ഇടയ്ക്കുന്നത് പാരലായിരിക്കും. അപ്പോൾ നമുക്ക് സി എഫക്റ്റീവ് അല്ലെങ്കിൽ കപ്പാസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6 പാരലൽ 2 എന്ന് വരും. എന്ന് വെച്ചാൽ 6 + 2 നമുക്ക് എത്ര വരും? 8 എന്ന് വരും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അതായത് ഈ 2 4കൾ എങ്ങനെയാണ്? സീരീസ്, അത് 2 ആയി. ആ 2ഉം ഈ 4ഉമായിട്ട് പാരലൽ, അത് 6 ആയി. ആ 6ഉം ഈ 2ഉമായിട്ട് പാരലായിരിക്കും. ആൻസർ 6 + 2 8 എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 26. 3 capacitors of capacitance 3 microfarad are connected in a circuit, then their maximum and minimum capacitance will be. അപ്പോൾ നമുക്ക് 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ മാക്സിമം ഇപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും പാരലായിരിക്കും. സി മാക്സിമം എന്ന് പറഞ്ഞാൽ ഓൾ ആർ പാരലൽ. അപ്പോൾ പാരലൽ കോമ്പിനേഷനിലായിരിക്കും കപ്പാസിറ്റൻസ് മാക്സിമം. അപ്പോൾ അത് NC ആയിരിക്കും. എന്ന് വെച്ചാൽ 3 × 3 മൈക്രോ വരും. അപ്പോൾ ആൻസർ നമുക്ക് 9 മൈക്രോഫാഡ് കിട്ടും. ഇനി മിനിമം എപ്പോഴായിരിക്കും? കപ്പാസിറ്റി മിനിമം എല്ലാവരും സീരീസ് ആകുമ്പോഴായിരിക്കും. സീരീസ് കോമ്പിനേഷൻ ആയിരിക്കും. അത് C/N എന്ന് വരും. അപ്പോൾ 3/3 മൈക്രോഫാഡ് എന്ന് വരും. ആൻസർ നമുക്ക് 1 മൈക്രോഫാഡ് എന്ന് കിട്ടും. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 വരും. ക്വസ്റ്റ്യൻ നമ്പർ 27. 4 capacitors are connected in a circuit are shown in following figure. Calculate the effective capacitance between the points A and B. അപ്പോൾ നമ്മൾ ആ ഫിഗറിനെ ഇങ്ങനെ നിവർത്തി വയ്ക്കുകയാണെങ്കിൽ എന്തായിരിക്കും? ഈ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇങ്ങോട്ട് വരും. ഇതാണ് നമ്മുടെ പോയിന്റ് ബി. ആ ബിയിലേക്ക് വന്നിരിക്കുന്നത് ഒരു 4 മൈക്രോഫാഡ് കപ്പാസിറ്റർ. ഇത് 4 മൈക്രോഫാഡ് കപ്പാസിറ്റർ. പിന്നെ വരുന്നത് എന്താണ്? ആ ഫിഗറിൽ ആ 2ഉം എങ്ങനെയായിരിക്കും? സീരീസ് ആയിരിക്കും. ഇവിടെ 2 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇത് 2ഉം 2ഉം. ഈ 2 മൈക്രോഫാഡും ഈ 2 മൈക്രോഫാഡും സീരീസ് ആയിരിക്കും. അതിൻ്റെ പാരലായിട്ടൊരു 1 മൈക്രോഫാഡ് കപ്പാസിറ്റർ അപ്പോൾ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ പോയിന്റ് എ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഈ 2 സീരീസ് 2 നോക്കുക. അപ്പോൾ ഈ 2 സീരീസ് 2 എങ്ങനെ ആയിരിക്കും? ഈ 2 സീരീസ് 2 എന്ന് പറയുമ്പോൾ എത്ര വരും? അത് 2/2 വരും. അപ്പോൾ ആദ്യം നമ്മൾ 2 സീരീസ് 2 എടുക്കുക. 2 സീരീസ് 2 എന്ന് പറയുമ്പോൾ 2/2 1 വരും. ഈ കിട്ടിയപ്പോൾ ഇത് 1 ആയി. ഈ 1ഉം ഈ മേളത്തെ 1ഉമായിട്ട് എങ്ങനെ ആയിരിക്കും? പാരലായിരിക്കും. അപ്പോൾ നമ്മൾ 1 പാരലൽ 1 എടുക്കുക. എന്ന് വെച്ചാൽ 1 + 1 എടുക്കണം. അത് 2 ആയി. ഓക്കെ, പിന്നെ ഈ ബിക്കും എക്കും ഇടയ്ക്ക് ഈ ഒരു കപ്പാസിറ്ററും എന്നിട്ട് ഇപ്പോൾ കിട്ടി. ഈ ഒരു കോമ്പിനേഷൻ എത്ര കിട്ടി? നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ ഇത് 2 ആണ്. ഈ ഒരു കോമ്പിനേഷൻ 2 ആണ്. ആ 2ഉം ഈ കിടക്കുന്ന 4ഉമായിട്ട് എങ്ങനെ ആയിരിക്കും? സീരീസ് ആയിരിക്കും. അപ്പം കപ്പാസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ 4 സീരീസ് 2 വരും. 4 സീരീസ് 2 എന്ന് വെച്ചാൽ 4 × 2/4 + 2 വരും. എന്ന് വെച്ചാൽ നമുക്ക് 4/3 മൈക്രോഫാരഡ് എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. Question 28. The total capacity of system of capacitors
ഷോൺ ഇൻ ദ അഡ്ജോയിനിങ് ഫിഗർ ബിറ്റ്വീൻ ദ പോയിൻറ്റ്സ് എ ആൻഡ് ബി. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയറിയാൻ പറ്റും, ഈ എയിൽ നിന്ന് നമ്മൾ ബിയിലേക്ക് പോകുന്ന സമയത്ത് ഒരു കപ്പാസിറ്റർ ഉണ്ട്. ഈ കപ്പാസിറ്ററാണ് 1 മൈക്രോഫാരഡ്. ഇതാണ് നമ്മുടെ പോയിൻറ്റ് ബി. ഇത് എയും ഇത് ബിയും. പിന്നെ വീണ്ടും ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു കപ്പാസിറ്റൻസ് ഉണ്ട്. പിന്നെ അതിന് പാരലായിട്ടൊരു സീരീസ് കോമ്പിനേഷൻ കിടപ്പുണ്ട്. ഈ രണ്ട് സീരീസാണ്, ഇത് രണ്ടുപേരും സീരീസ്. ആ സീരീസ് കോമ്പിനേഷൻ ഇതിന് പാരലായിട്ട് വരും. അപ്പോൾ ഈ 2ഉം 2 എങ്ങനെയായിരിക്കും? ഈ 2ഉം 2ഉം എങ്ങനെയാണ്? ഈ രണ്ട് കപ്പാസിറ്റേഴ്സ് എങ്ങനെയാണ്? സീരീസാണ്. ആ സീരീസ് കോമ്പിനേഷൻ ഈ 1ന് എങ്ങനെയായിരിക്കും? ഈ 1ന് പാരലായിരിക്കും. വീണ്ടും ഒരു 2 മൈക്രോഫാരഡ് ഉണ്ട്. ഈ 2 ആണ്. അപ്പോൾ ഇവിടെ ഫിഗർ നോക്കിയാൽ ഇവിടെ നോക്കിയേ, ഈ 2 ഫസ്റ്റ് ഈ രണ്ട് 2കൾ എങ്ങനെയായിരിക്കും? ഈ രണ്ട് 2കൾ സീരീസാണ്. അപ്പോൾ 2 സീരീസ് 2 എടുക്കണം. 2 സീരീസ് 2 എന്ന് പറയുമ്പോൾ അത് 2/2 നമുക്ക് 1 എന്ന് കിട്ടും. ആ 1ഉം തന്നെ ഈ ഒരു 1ഉമായിട്ട് എങ്ങനെയായിരിക്കും? ഈ രണ്ട് കപ്പാസിറ്റീസ്, ഈ രണ്ട് ബ്രാഞ്ചുകൾ പാരലായിരിക്കും. അപ്പം 1 പാരലൽ 1 എന്ന് പറയുമ്പോൾ 1 + 1 എത്ര കിട്ടും? 2 കിട്ടും. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയ്ക്ക് എത്ര കിട്ടി? 2 കിട്ടി. അപ്പോൾ നമുക്ക് ഈ രണ്ട് പോയിൻറ്റുകൾ കിട്ടി. ഈ രണ്ട് പോയിൻറ്റുകൾക്കിടയ്ക്ക് നമുക്ക് ഇത് 3 പേരോട് ചേർന്നപ്പോൾ നമുക്ക് 2 കിട്ടി. ആ രണ്ടും ഈ രണ്ടുമായിട്ട് എങ്ങനെയായിരിക്കും? നമ്മളിപ്പോൾ ഈ പോയിൻറ്റിൽ നിന്ന് ഇങ്ങനെ കറങ്ങി ഈ പോയിൻറ്റിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ കിട്ടിയ രണ്ടും ഈ രണ്ടുമായിട്ട് എങ്ങനെയായിരിക്കും? സീരീസ് ആയിരിക്കും. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ എടുക്കണം. 2 സീരീസ് 2 എന്ന് എടുക്കുക. 2 സീരീസ് 2 എത്ര ആയിരിക്കും? 2/2 1 വരും. അപ്പോൾ നമുക്ക് ഈ ഫിഗർ ഇങ്ങനെയായി. ഇവിടെ ഒരു 1 കിടപ്പുണ്ട്, ഓൾറെഡി ഒരു 1 കിടപ്പുണ്ട്. പിന്നെ ബാക്കി എല്ലാവരും കൂടെ ചേർന്നപ്പോൾ ഒരു 1 കിട്ടി. ഈ 1ഉം 1ഉം എങ്ങനെയാണ്? ഈ 1ഉം 1ഉം എക്കും ബിക്കും ഇടയ്ക്ക് എങ്ങനെയായിരിക്കും? പാരലായിരിക്കും. അപ്പോൾ വാട്ട്സ് ദ കപ്പാസിറ്റി ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ ഇവിടെ 1 പാരലൽ 1 എന്ന് വരും. എന്ന് വെച്ചാൽ 1 + 1 എന്ന് വരും. ആൻസർ നമുക്ക് എത്ര കിട്ടും? 2 മൈക്രോഫാരഡ് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 29. ടു പാരലൽ ഇൻഫിനിറ്റ് ലൈൻ ചാർജസ് വിത്ത് ലീനിയർ ചാർജ് ഡെൻസിറ്റീസ് plus lambda coulomb by meter and minus lambda coulomb per meter are placed at a distance of 2 r in free space. What is the electric field midway between the two line charges? അപ്പോൾ നമുക്ക് രണ്ട് ഇൻഫൈനൈറ്റ് ലൈൻ ഓഫ് ചാർജ് ആണ്. അപ്പോൾ അതിൽ പ്ലസ് ലാംഡ, സെക്കൻഡിൽ മൈനസ് ലാംഡ, രണ്ടാമതിൽ മൈനസ് ലാംഡയാണ്. മൈനസ് ചാർജാണ്. ഇവർ തമ്മിൽ സെപ്പറേഷൻ പറഞ്ഞുകൊണ്ട് നോക്കി. ഇവിടെ പ്ലസ് ലാംഡയാണ്, പ്ലസ് ലാംഡയും ഇവിടെ എന്താണ്? മൈനസ് ലാംഡയുമാണ്. ഈ സെപ്പറേഷൻ പറഞ്ഞുകൊണ്ട് 2r എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഓരോ ചാർജുകളുടെ സെപ്പറേഷൻ ഇത് 6 ആയിരിക്കും, ഇതും 6 ആയിരിക്കും. നമ്മളിവിടെ +1 വെച്ച് കഴിഞ്ഞാൽ ഈ +1 എന്ത് ചെയ്യും? ഈ പ്ലസ് ലൈൻ റിപ്പൽ ചെയ്യും, റൈറ്റിലേക്ക് റിപ്പൽ ചെയ്യും. ഈ മൈനസ് റൈറ്റിലേക്ക് എന്ത് ചെയ്യും? അട്രാക്റ്റ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് ഫീൽഡുകളും ഒരേ ദിശയിലായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കുമ്പോൾ പ്ലസ് ലൈൻ ഓഫ് ചാർജിൻ്റെ ഫീൽഡും മൈനസ് ലൈൻ ഓഫ് ചാർജിൻ്റെ ഫീൽഡോടെ ആഡ് ചെയ്യണം. രണ്ട് ഫീൽഡും ആഡ് ചെയ്യണം. അപ്പോൾ ഒരു ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഒരു ലൈൻ ഓഫ് ചാർജിൻ്റെ ഫീൽഡ് 1/4πε0 2 λ/r അല്ലെങ്കിൽ 1/2ε0 1/2πε0 λ/r എന്നാണ് ഒന്നിൻ്റെ ഫീൽഡ്. അതുപോലെ അടുത്തതിൻ്റെ ഫീൽഡും അപ്പം ഒരേ ദിശയിലായതുകൊണ്ട് നമുക്ക് പിന്നെ സൈൻ എടുക്കേണ്ട ആവശ്യമില്ല. രണ്ടുപേരും ഒരേ ഡയറക്ഷനാണ്. പ്ലസ് 1/2πε0 ഇൻറ്റു λ/r എന്ന് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ 2 ക്യാൻസലായി പോവും. 1/2 1/1 ആണ് അപ്പോൾ ആൻസർ. λ/πε0 ഇൻറ്റു r എന്ന് വരും. അത്രയും ന്യൂട്ടൺ പെർ കൂളോം ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ ആൻസർ. ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 30. The electric field due to a uniformly charged sphere of radius r has a function of distance from its center is represented graphically അത് എന്താണ്? അത് ഒരു യൂണിഫോംലി ചാർജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അണ്ടർസ്റ്റുഡ് ആണ്. അതൊരു ഒരു കണ്ടക്റ്റിംഗ് സ്ഫിയർ ആയിരിക്കും. അപ്പോൾ ആ സ്ഫിയറിൻ്റെ സർഫസിലായിരിക്കും ചാർജ് യൂണിഫോമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുക. അപ്പോൾ ഈ ചാർജ് ഇങ്ങനെ സർഫസിൽ യൂണിഫോം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അപ്പോൾ നമുക്കറിയാം ഇതിന് ഇൻസൈഡ് ഫീൽഡ് എന്തായിരിക്കും? ഇൻസൈഡ് ഫീൽഡ് എന്ന് പറയുമ്പോൾ 0 ആയിരിക്കും. ബിക്കോസ് ഇൻസൈഡിൽ എന്തില്ല? ചാർജ് ഇല്ല. അപ്പോൾ ഇൻസൈഡ് ഫീൽഡ് 0, ഇൻസൈഡ് ഫീൽഡ് 0 ആണ്. പിന്നെ സർഫസിൽ ഫീൽഡ് മാക്സിമം ആയിരിക്കും. അത് 1/4πε0 Q/R² ആയിരിക്കും. ഇനി ഔട്ട്സൈഡ് ഫീൽഡ് ആണെങ്കിൽ 1/4πε0 Q/r² ആയിരിക്കും. അപ്പോൾ ഔട്ട്സൈഡ് ഫീൽഡ് r² ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ
സെൻറ്റർ മുതൽ സർഫസ് വരെ എന്തായിരിക്കും? സെൻറ്റർ മുതൽ സർഫസ് വരെ ഫീൽഡ് ഇല്ല. സർഫസ് എത്തുമ്പോൾ ഫീൽഡ് മാക്സിമം ആയി അല്ലേ? പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫീൽഡ് r² ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഫീൽഡ് പ്രൊപ്പോർഷണൽ ടു 1/r² ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ 3 വരും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 31. 3 charges q plus q and minus q are placed at equal distances on a straight line. The total potential energy of system of 3 charges is 0. Then the ratio q by q is. അപ്പോൾ നമുക്ക് ഒരു ലൈനിൽ ഇങ്ങനെ 3 ചാർജ് ഉണ്ട്. ഇവിടെ q ആണ്, അടുത്തത് മൈനസ് q പ്ലസ് q മൈനസ് q, ഇത് പ്ലസ് q, ഇത് മൈനസ് q. ഓക്കെ, ഇവ തമ്മിൽ സെപ്പറേഷൻ, 2 ചാർജുകൾ തമ്മിലുള്ള സെപ്പറേഷൻ സെയിം ആയിരിക്കും. ഇപ്പോൾ 6 വരും. ഇപ്പോൾ ഇവിടുത്തെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എത്താൻ പറഞ്ഞിരിക്കുന്നത് 0 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും, ഇപ്പോൾ ഇവിടെ 3 പെയർ എടുക്കാൻ പറ്റും. ഏതൊക്കെയാണ്? 1/4πε0 ഇൻറ്റു ഫസ്റ്റ് പെയർ q ഇൻറ്റു q/r² പ്ലസ് സെക്കൻഡ് പെയർ എന്ന് പറയുമ്പോൾ 1/4πε0 ഇൻറ്റു q ഇൻറ്റു മൈനസ് q/r² വരും. തേർഡ് പെയർ ഫസ്റ്റ് ലാസ്റ്റും എന്ന് വെച്ചാൽ 1/4πε0 ഇൻറ്റു q ഇൻറ്റു മൈനസ് q ഡിവൈഡഡ് ബൈ 2r അല്ലേ, 2r ദി ഹോൾ സ്ക്വയർ അല്ലേ, 2r ദി അടുത്ത ക്വസ്റ്റ്യൻ 31. 3 charges q and minus q are placed at equal distances on a straight line. The total potential energy of the system of 3 charges is 0. Then the ratio q by q is. ഇപ്പോൾ നമുക്കിവിടെ 3 ചാർജ് ഉണ്ട്, 3 ചാർജുകൾ. ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാർജ് q, സെക്കൻഡ് ചാർജ് സ്മോൾ q, തേർഡ് ചാർജ് മൈനസ് സ്മോൾ q. ഈ സെപ്പറേഷനും സെയിം ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? 0. അപ്പോൾ ഫസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് 3 പെയർ എടുക്കാം. 1/4πε0 q ഇൻറ്റു q/r വരും. അടുത്തത് 1/4πε0 സ്മോൾ q ഇൻറ്റു മൈനസ് സ്മോൾ q/r വരും. പ്ലസ് അടുത്ത ടൈം 1/4πε0 q ഇൻറ്റു മൈനസ് സ്മോൾ q/r 2r ഈസ് ഈക്വൽ 0. ഓക്കെ, അപ്പോൾ ഇത് കോമൺ ആയിട്ട് 1/4πε0യും ഒരു സ്മോൾ ക്യൂം ക്യാൻസലായി പോയിട്ട് ഫസ്റ്റ് ടൈം എന്ത് വരും? ഫസ്റ്റ് ടൈം നമുക്ക് ക്യാപിറ്റൽ ക്യൂ തന്നെ ഫസ്റ്റ് ടൈം എന്നൊക്കെ ഇതിപ്പം ക്യാൻസലായി പോകും. ഈ ആറും ഇത് കോമൺ ആയിട്ട് ക്യാൻസലായി പോകും. ഓക്കെ, പിന്നെ സ്മോൾ ക്യൂ ക്യാൻസലായി പോകും. അപ്പോൾ ക്യൂ, പിന്നെ ഇവിടെ ഒരു സ്മോൾ ക്യൂ വരും. വീണ്ടും എന്ത് വരും? ഒരു പ്ലസ് മൈനസ് q/2 ഈസ് ഈക്വൽ 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ q - q/2, അപ്പോൾ q - q/2 ഈസ് ഈക്വൽ ടു q എന്ന് വരും. അപ്പോൾ q/2 നമുക്ക് q എന്ന് വരും. അപ്പോൾ നമുക്ക് റേഷ്യോ വേണം, നമുക്ക് ക്യാപിറ്റൽ q/ സ്മോൾ q ആണ് വേണ്ടത്. ആ റേഷ്യോ നമുക്ക് 2:1 എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 32. 2 equal and opposite charges are placed at a certain distance apart and force effective between them is F. If 75% charge of one is transferred to another, then the force effective between the charges becomes. ഇപ്പോൾ 2 equal and opposite പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനിഷ്യലി ഈ 2 ചാർജുകൾ ഈക്വലും ഓപ്പോസിറ്റും ആണ്. നോക്കിയാൽ ഒന്ന് q ആണെങ്കിൽ അടുത്തത് മൈനസ് q ആയിരിക്കും, സെപ്പറേഷൻ r ആണ്. അപ്പോൾ ഇനിഷ്യൽ ഫോഴ്സ് നമുക്ക് F ഈസ് ഈക്വൽ ടു 1/4πε0 q ഇൻറ്റു മൈനസ് q/r² എന്നെടുക്കാം. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്ത കേസിൽ 1ൻ്റെ 75% ചാർജ് അടുത്തതിന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന 75% 3/4 അല്ലേ, ഫസ്റ്റ് ചെയ്യുന്ന 3/4. അപ്പോൾ നമുക്കറിയാം 75% എത്രയാണ്? 75% എന്ന് പറയുമ്പോൾ എത്ര വരും അല്ലേ? 75/100 അല്ലേ? 75/100 ആണെന്ന് വെച്ചാൽ 3/4 ആണ്, 3/4. അപ്പം ഫസ്റ്റിൻ്റെ 3/4 ചാർജ് പോയി എന്നായിരിക്കും. അപ്പം ഇവിടെ എന്തായി? q - 3q/4 ആയി. q - 3q/4 എന്ന് പറയുമ്പോൾ ഇത് q/4 ആയി. എന്നാൽ സെക്കൻഡ് എത്ര കിട്ടി? സെക്കൻഡ് -q ആയിരുന്നു. ഈ -qയിലേക്ക് എത്ര വന്നു? 3q/4 വന്നു. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ചാർജ് എന്തായി? സെക്കൻഡ് ചാർജ് -q/4 ആയി.
minus q by 4. Okay. അപ്പോൾ the new force between them, നമുക്ക് എഫ് ഡാഷ് നൽകാം. എഫ് ഡാഷ് ഈസ് ഈക്വൽ ടു 1/4 pi epsilon 0 ഇൻറ്റു ഫസ്റ്റിൻ്റെ ചാർജ് q by 4, സെക്കൻഡിൻ്റെ ചാർജ് മൈനസ് q by 4 ബൈ ആർ സ്ക്വയർ. ഇത് അഡീഷണൽ ആയിട്ടെന്ന് വരും. അഡീഷണൽ ആയിട്ട് ഒരു 1/16 വരെ. അപ്പോൾ 1/16 ഇൻറ്റു 1/4 pi epsilon 0 ഇൻറ്റു q ഇൻറ്റു മൈനസ് q ബൈ ആർ സ്ക്വയർ. ഈ ഒരു ബ്രാക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ആണ്. സോ ദ ആൻസർ ഈസ് നമുക്ക് f/16 എന്ന് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 വരും. അടുത്ത ക്വസ്റ്റൻ 33. An electric dipole is placed at an angle of 30 degree with electric field intensity 2 × 10⁵ Newton per coulomb. It experiences a torque equal to 4 Newton meter. The charge on the dipole, if the dipole length is 2 cm is, അപ്പോൾ ഇവിടെ ടോർക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോർക്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം P × E × sin θ എന്നാണ്. ഈ പി എന്ന് പറയുമ്പോൾ ചാർജ് ഇൻറ്റു ഡൈപോൾ ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് ഡൈപോൾ ലെങ്ത് എല്ലാം എടുക്കുകയാണെങ്കിൽ ഈ പി എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു എൽ ആണ് ഇൻറ്റു ഇ ഇൻറ്റു സൈൻ തീറ്റ. സൈൻ തീറ്റ അല്ലേ? ഇവിടെ സൈൻ തീറ്റ. ഇപ്പോൾ നമുക്ക് ക്യൂ ആണ് വേണ്ടത്. ക്യൂ ഈസ് ഈക്വൽ ടു ടോ ഡിവൈഡഡ് ബൈ എൽ ഇൻറ്റു ഇ സൈൻ തീറ്റ എന്ന് വരും. ടോർക്ക് എത്ര ആവശ്യമാണ്? ടോർക്ക് 4 ആണ്. ഡൈപോൾ ലെങ്ത് 2 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 2 × 10⁻². പിന്നെ ഇലക്ട്രിക് ഫീൽഡ് 2 × 10⁵. ഇവിടെ സൈൻ 30 ആണ്. അത് 1/2 ആണ്. അപ്പോൾ ഈ 2 ക്യാൻസൽ. നമുക്കിത് 4/2 2 വരും. അപ്പോൾ 2 × 10⁻³ കൂളോം എന്ന് വരും. അപ്പോൾ ആൻസർ 2 മില്ലി കൂളോം എന്ന് വരും. 2 മില്ലി കൂളോം. സോ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റൻ 34. എ പോയിന്റ് ചാർജ് ഈസ് surrounded symmetrically by 6 identical charges at a distance r are shown in the figure. How much work is done by the force or electrostatic repulsion when the point charge at its center is removed at infinity? ഓക്കെ, നമുക്ക് ഈ സെൻറ്റർ ഇരിക്കുന്ന ചാർജിനെ എങ്ങോട്ട് കൊണ്ടുപോകണം? ഇൻഫിനിറ്റിയായി കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് വർക്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വർക്ക് എന്ന് പറഞ്ഞാൽ ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഈ സെൻറ്ററിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 6 ഐഡൻറ്റിക്കൽ ചാർജ് ഇരിപ്പുണ്ട് അല്ലേ? 6 ചാർജാണ്. ഈ ഓരോ ചാർജിനും സെൻറ്ററിൽ നിന്നുള്ള സെപ്പറേഷൻ 6 ആണ്. അപ്പോൾ ഇങ്ങനെ 6 ചാർജുകൾ ഈ എല്ലാ സെപ്പറേഷനും 6 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 6 ഐഡൻറ്റിക്കൽ ചാർജ് മൂലം ഈ സെൻറ്ററിൽ പൊട്ടൻഷ്യൽ എത്ര ആയിരിക്കും? പൊട്ടൻഷ്യൽ പറയുമ്പോൾ 6 ഇൻറ്റു എന്ന് വരും 1/4 pi epsilon 0 q/r എന്ന് വരും. അപ്പോൾ നമുക്ക് ഈ സെൻറ്ററിൽ നിന്ന് ആരെ കൊണ്ടുപോകണം? ഈ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഒരു ക്യൂവിനെ ഇൻഫിനിറ്റിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ട വർക്ക് എന്ന് പറയുമ്പോൾ q ഇൻറ്റു വി ആയിരിക്കും. അപ്പോൾ ആൻസർ നമുക്ക് 6/4 pi epsilon 0 r ഇൻറ്റു q² എന്ന് വരും. അപ്പോൾ ആൻസർ 6q²/4 pi epsilon 0 r എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ്. അടുത്ത ക്വസ്റ്റൻ 35. എ ചാർജ് പാർട്ടിക്കിൾ ഓഫ് മാസ് m and ചാർജ് q is released from rest in an electric field of constant magnitude E. The kinetic energy of particle after time t is. ഇപ്പോൾ ഒരു ചാർജ് ഇനിഷ്യലി റെസ്റ്റ് ആണ്. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി എത്ര ആയിരിക്കും? u0 ആയിരിക്കും. ഓക്കെ, ഇനി ചാർജിന് നമ്മൾ ഫീൽഡിലേക്ക് പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ ഫീൽഡ് എങ്ങനെയാണ്, ചാർജ് വരുന്നത് എങ്ങനെയാണെന്ന് ഇരിക്കട്ടെ. അപ്പോൾ ഈ ചാർജിന് വെലോസിറ്റി കിട്ടും. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി 0 ആയിരിക്കും. ഇവിടെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഈ ബോഡിക്ക് ഒരു ആക്സേഷൻ ഉണ്ടാവും. അപ്പോൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ഇ ആണ്. ആക്സേഷൻ എന്ന് പറയുമ്പോൾ ഫോഴ്സ് ബൈ മാസ് ആയിരിക്കും. ദാറ്റ് ഈസ് QE/m വരും. QE/m. ഇനി ഫൈനൽ വെലോസിറ്റി പറയുമ്പോൾ u+at ആണ്. u+at. ഇത് u0 ആയതുകൊണ്ട് a എത്രയാണ്? QE/m ഇൻറ്റു t എന്ന് വരും. ഇനി നമുക്ക് കൈനറ്റിക് എനർജിയാണ് വേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ½ ഇൻറ്റു m ഇൻറ്റു v². ദാറ്റ് ഈസ് ½ ഇൻറ്റു m ഇൻറ്റു വിക്ക് പകരം എന്താണ്? QE/t/m ദ ഹോൾ സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഇത് q² e² t²/2m എന്ന് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 36. In a certain region of surface, there exists a uniform electric field of 2 × 10⁻³ K volt per meter. A rectangular coil of dimensions 10 × 20 cm is placed in the xy plane. ഒരു
സർഫസ് നമുക്കൊരു പ്ലെയിൻ ഉണ്ട്, ആ പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ ആണ്. നമുക്കറിയാം എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എലോങ് എന്തായിരിക്കും? എക്സ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഏരിയ നോർമലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ എലോങ് ഇസഡ് ആയിരിക്കും. അപ്പോൾ ഈ ഏരിയ എന്ന് പറയുമ്പോൾ പറയുന്നുണ്ട് എത്ര 10x20 എന്ന് വെച്ചാൽ 200 cm² ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ 200 × 10⁻⁴ വരും. അത്രയും m² ആയിരിക്കും ഏരിയ. അത് എലോങ് ഇസഡ് ആയതുകൊണ്ട് കെ ക്യാപ്പ് വരും. അപ്പോൾ നമുക്ക് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കണം. ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ എന്താണ്? ഈ ഇലക്ട്രിക് ഫ്ലക്സ് ഫൈ എടുക്കുകയാണെങ്കിൽ ഫൈ ഈസിക്കൽ ഇ ഡോട്ട് എ എന്നല്ല, ഇ ഡോട്ട് എ. ഇവിടെ ഇ എത്രയാണ്? ഇ എന്ന് പറയുമ്പോൾ 2 × 10⁻³ കെ ആണ്. 2 × 10⁻³ കെ ക്യാപ്പ് ഡോട്ട് എന്ത് വരും? ഡോട്ട് 200 × 10⁻⁴ ഇത്രയും കെ ആണ്. ഓക്കെ, അപ്പോൾ ഇത് 4 പിന്നെ പവർ എടുക്കുമ്പോഴത്തേക്ക് വരും, പവർ ആകുമ്പോഴത്തേക്കും 10⁻⁴ വരും. അപ്പോൾ 40 എന്ന് വരും. അത്രയും വോൾട്ട് മീറ്റർ ആയിരിക്കും, വോൾട്ട് മീറ്റർ ആയിരിക്കും ആൻസർ. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 37. ഇൻ എ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദി കപ്പാസിറ്റർ ഓഫ് 2 ഫാരഡ്. അപ്പോൾ നമുക്ക് 2 കപ്പാസിറ്റർ, ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, 12 വോൾട്ടാണ്. 12 വോൾട്ടും പിന്നെ നമുക്ക് 2 ഫാരഡ് ഉണ്ട്, 1 ഫാരഡ് ഉണ്ട്. അപ്പോൾ 2 ഫാരഡ്, ഇത് 1 ഫാരഡ്. അപ്പോൾ നമുക്കിത് C1 C2 ആണ്. നമുക്ക് ഇത് C1, ഇത് C2. അപ്പോൾ നമുക്ക് ഈ C1ൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കണം. ഇത് V1 നിൽക്കുന്നത്, ഇവിടുത്തെ വോൾട്ടേജ് V1 ആണ്. അപ്പോൾ നമുക്ക് ഈ V1 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? C2V/C1 + C2 എന്നാണ്. C2 എത്ര? C2 എന്ന് പറയുമ്പോൾ ഇവിടെ 1 മൈക്രോ ആണ്. അപ്പോൾ 1/1 + 2 വരും. C1 + C2 1 + 2 × V. V എത്ര? 12 ആണ്. അപ്പോൾ 12/3 നമുക്ക് 4 വോൾട്ട് എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 38. എ 10 മൈക്രോഫാരഡ് കപ്പാസിറ്റി is charged with a potential difference 50 volt and is connected to another uncharged capacitor in parallel. Now the common potential difference becomes 20 volt. The capacitance of second capacitor. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു കപ്പാസിറ്റി ചാർജ് ചെയ്തു, പിന്നെ ഒരു അൺചാർജ്ഡ് കപ്പാസിറ്ററുമായിട്ട് നമ്മൾ പാരലൽ കണക്ട് ചെയ്തു. അപ്പോൾ കോമൺ പൊട്ടൻഷ്യൽ ഇക്വേഷൻ എന്തായിരിക്കും? ഈ കോമൺ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല എന്ന് പറയുമ്പോൾ എന്താണ്? C1V1. ഇപ്പോൾ സെക്കൻഡ് അൺചാർജ് ആയതുകൊണ്ട് നമുക്ക് ആക്ച്വലി നമുക്ക് 2 ഫോർമുലയുണ്ട്, C1V1 - C2V2. പക്ഷേ ഇനിഷ്യലി സെക്കൻഡ് അൺചാർജ് ആയതുകൊണ്ട് നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? C1V1 + C2V2/C1 + C2 എന്നുള്ള ഫോർമുല യൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ആ സെക്കൻഡ് കപ്പാസിറ്റർ ഉണ്ട്. ഇവിടെ കോമൺ പൊട്ടൻഷ്യൽ പറയുന്നുണ്ട് എത്ര? 20 ആണ്. അപ്പോൾ ഈ 20 ആണ് കോമൺ പൊട്ടൻഷ്യൽ. ഇപ്പോൾ 20 ഈസിക്കൽ C1. ഈ C1 എത്രയാണ്? 10 മൈക്രോ. ഇതെല്ലാം മൈക്രോ ആണ്. നമുക്ക് താഴെ മേളിൽ മൈക്രോ ക്യാൻസൽ ആയി പോകും. അപ്പോൾ 10 × 50 സെക്കൻഡ്. C2 അൺചാർജ് ആണ്, പഠിച്ച വോൾട്ടേജ് 0 ആയിരിക്കും. താഴെ 10 + C2 എന്ന് വരും. ഓക്കെ, ഇത് 200 + 20 C2 = 500 എന്ന് വരും. അപ്പം 20 C2 നമുക്ക് 300 എന്ന് കിട്ടി. അപ്പോൾ C2 നമുക്ക് 15 മൈക്രോ ഫാരഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ആൻസർ നമുക്ക് ഓപ്ഷൻ 1 ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 39. A capacitor of 1 microfarad is charged to 30 volt and the battery is then disconnected. It is then connected across a 2 microfarad capacitor. The energy lost by the system. ഇപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്റർ മറ്റൊരു കപ്പാസിറ്ററോട് പാരലൽ കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഉണ്ടാകുന്ന എനർജി ലോസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ എനർജി ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഫോർമുലയുടെ ΔU ഈസിക്കൽ, ഇത് ഇനിഷ്യലി അൺചാർജ്ഡ് ആണല്ലേ. ഓക്കെ, ΔU ഈസിക്കൽ ½ × C1 C2/C1 + C2 × V1 - V2 the whole square. ഇവിടെ ½ × C1 എത്ര? 1 മൈക്രോ അല്ലേ, 10⁻⁶. C2 എത്രയാണ്? C2 എന്ന് പറയുമ്പോൾ 2 മൈക്രോ. അപ്പോൾ 2 × 10⁻⁶. താഴെ സമ്മാണ്. അപ്പോൾ അത് 3 × 10⁻⁶ എന്ന് വരും. ഇൻറ്റു 30 വോൾട്ടാണ്. സെക്കൻഡ് അൺചാർജ്ഡ് ആണ്. അപ്പോൾ 30 - 0 the whole square. ഓക്കെ, അപ്പോൾ ഈ 10⁻⁶ 10⁻⁶ ക്യാൻസൽ, ഈ 2ഉം 2ഉം ക്യാൻസൽ. ഓക്കെ, ഇത് 10⁻⁶/3 ഇൻറ്റു ഇത് 900 എന്ന് വരും. അപ്പോൾ നമുക്കിത് 300 × 10⁻⁶ ജൂൾ എന്ന് കിട്ടും. അപ്പോൾ ആൻസർ 300 മൈക്രോ ജൂൾ എന്ന് കിട്ടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. 2 insulated charged conducting spheres of radii 20 cm and 50 cm respectively and having an equal charge of 10 microcoulomb are connected by a copper wire and then they are separated. Then ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ 2 സ്പിയേഴ്സ് ഉണ്ട്. ആ 2 സ്പിയേഴ്സും ഇനിഷ്യലി ചാർജ് എങ്ങനെയായിരിക്കും? ഇനിഷ്യലി നമ്മൾ കണക്ട് ചെയ്യുന്നതിന് മുന്നേ
കണക്ട് ചെയ്യുന്നതിന് മുന്നേ ഇവിടെ റേഡിയസ് R1, ഇവിടെ ചാർജ് Q1. സെക്കൻഡിന് റേഡിയസ് R2, ചാർജ് Q2. ഈ രണ്ട് ചാർജുകളുടെ സം ആയിരിക്കും Q. അപ്പോൾ Q1 + Q2 ആണ് Q എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഇതിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചാർജുകൾ ഷെയർ ചെയ്യും. ചാർജ് ഷെയർ ചെയ്താൽ ഇവിടെ ചാർജ് എത്രയായി മാറി? Q1 ഡാഷായി മാറി. ഇവിടുത്തെ ചാർജ് Q2 ഡാഷായി മാറി. റേഡിയസ് മാറ്റമില്ല, R1 R2 മാറ്റമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ Q1 ഡാഷും Q2 ഡാഷും കണ്ടുപിടിക്കാം. അപ്പോൾ ഈ Q1 ഡാഷ് കണ്ടുപിടിക്കുന്ന ഫോർമുല എന്ന് പറയുമ്പോൾ Q1 ഡാഷ് ഈസ് ഈക്വൽ ടു R1/R1 + R2 ഇൻറ്റു Q എന്നാണ്. ഈ Q ടോട്ടൽ ചാർജാണ്. ഇവിടെ R1 ഇനിഷ്യൽ നമുക്ക് റേഡിയസ് ചെയ്തൊക്കെയാണ് 15ഉം 20ഉം 50ഉമാണ്. 15ഉം അപ്പോൾ 20/35 ഇൻറ്റു Q എത്രയാണ്? ഇനിഷ്യലി രണ്ടുപേർക്കും ഒരേ ചാർജ് 10 മൈക്രോ + 10 മൈക്രോ. Q എന്ന് പറയുമ്പോൾ എത്ര വരും? ഈ Q എന്ന് പറഞ്ഞാൽ 20 മൈക്രോ വരും, ശരിയല്ലേ? 20 മൈക്രോ. അപ്പോൾ ഇത് 20 മൈക്രോ ആണ്, 20 മൈക്രോ. ഓക്കെ, അപ്പോൾ ഇത് 40 നമുക്കിത് 400/35 വരും അല്ലേ? 400/35 അല്ലെങ്കിൽ നമ്മളിതിനെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഇത് 4 ടൈംസ് അല്ലേ? ഇപ്പോൾ 40/7 മൈക്രോ എന്ന് കിട്ടി. 40/7 മൈക്രോ Q1 ഡാഷ്. ഇതുപോലെ നമുക്ക് Q2 ഡാഷ് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് Q2 ഡാഷ്? സെക്കൻഡിൻ്റെ ഫൈനൽ ചാർജ് അത് R2/R1 + R2 ഇൻറ്റു Q എന്നായിരിക്കും. ഇവിടെ R2 എത്ര? 15. അപ്പോൾ 15/35 ഇൻറ്റു Q എന്ന് പറഞ്ഞാൽ 20 ആണ്, 20 മൈക്രോ. ഓക്കെ, അപ്പോൾ ഇത് 300 അല്ലേ? 300/35 അല്ലേ? 300/35. ഇത് 400 ഓക്കെ, നമുക്ക് ഈ Q1 ഡാഷ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ Q1 ഡാഷിൻ്റെ ഫോർമുല എന്താണ്? Q1 ഡാഷ് എന്ന് പറയുമ്പോഴത്തേക്കും R1/R1 + R2 ഇൻറ്റു Q. ഈ Q ടോട്ടൽ ചാർജാണ്. ഈ R1 എത്രയാണ്? R1 20. ഇപ്പോൾ 20/R1 + R 35. ഇപ്പോൾ 20/35 ഇൻറ്റു Q എത്രയാണ്? 10 + 10 20 മൈക്രോ. അപ്പോൾ ഇത് എത്രയാണത്? 4/7 അല്ലേ? 4/7 എന്ന് വെച്ചാൽ 80/7 മൈക്രോ എന്ന് വരും. 80/7 മൈക്രോ. ഓക്കെ, ഇതാണ് Q1 ഡാഷ്. ഇതുപോലെ Q2 ഡാഷ് കണ്ടുപിടിക്കാം. Q2 ഡാഷ് ഈസ് ഈക്വൽ ടു R2/R1 + R2 ഇൻറ്റു Q. ഈ R2 എത്ര? 15. അപ്പോൾ 15/35 ഇൻറ്റു Q എത്ര? 20 മൈക്രോ. ഇത് 60/7 മൈക്രോ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നോക്കേ, σ1 ഡാഷ് എടുക്കാം. അപ്പോൾ σ1 ഡാഷ് ഈസ് ഈക്വൽ ടു എന്ന് വരും. σ1 ഡാഷ് ഈസ് ഈക്വൽ ടു ആഫ്റ്റർ ഷെയറിങ് ഇറ്റ് ഈസ് Q1 ഡാഷ് ബൈ 4πR1² എന്ന് വരും അല്ലേ? അപ്പോൾ Q1 ഡാഷ് എത്രയാണ്? Q1 ഡാഷ് 80/7 ആണ്. അപ്പോൾ 80/7 അത്രയും മൈക്രോ ആണ്. -6 ഡിവൈഡഡ് ബൈ 4π ഇൻറ്റു R1². എത്ര? R1 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 20². ഇപ്പോൾ 400 ഇൻറ്റു 10⁻⁴ എന്ന് വരും. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് നീണ്ടെഴുതാം. നമുക്ക് 20/7π അല്ലേ? 20/7π ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ എന്ത് വരും? 4 ഇൻറ്റു 10⁻² എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് 5 ഇൻറ്റു 10⁻⁴ ഡിവൈഡഡ് ബൈ 27π എന്ന് വരും. 7π. അപ്പോൾ 5/7π ഇൻറ്റു 10⁻⁴ എന്ന് വന്നു. ഓക്കെ, ഇതുപോലെ നമുക്ക് σ2 ഡാഷ് കണ്ടുപിടിക്കാം. σ2 ഡാഷ് ഈസ് ഈക്വൽ Q2 ഡാഷ് ബൈ 4πR2². Q2 ഡാഷ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60/7 ഇൻറ്റു 10⁻⁶ ഡിവൈഡഡ് ബൈ റേഡിയസ്. അപ്പോൾ 4π ഇൻറ്റു എത്രയാണ്?
15 സ്ക്വയർ 225 ഇൻറ്റു 10⁻⁴ എന്ന് വരും. ഓക്കെ, ഇത് നമുക്ക് 15/7 ഇതിങ്ങനെ 15/7 പൈ ഇൻറ്റു 10⁻⁶ താഴെ എന്ത് വരും 225 ഇൻറ്റു ഇപ്പോൾ 2.25 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് 15 അല്ലെങ്കിൽ 15/2.25 എന്ന് പറയുമ്പോഴത്തേക്കും അറൗണ്ട് ഗ്രേറ്റർ ദാൻ 5 ആണ്. അപ്പോൾ ഇത് ഈ ഒരു ആൻസർ ഇവിടെ നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് σ2' ആരേക്കാളും കൂടുതലായിരിക്കും σ1-നേക്കാളും. അപ്പോൾ ഈ സെക്കൻഡ് ആൻസർ ഫസ്റ്റിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ σ2' ഗ്രേറ്റർ ദാൻ σ1' ആയിരിക്കും. അപ്പം നമുക്ക് രണ്ടാമത്തെ സ്പിയറിൻ്റെ കേസിൽ സർഫസ് ചാർജ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ നോക്കുക, ബോത്ത് സ്പിയേഴ്സ് വിൽ ഹാവ് ഈക്വൽ ചാർജ്. നമുക്കറിയാം ഈ രണ്ട് ചാർജ് നമുക്ക് വ്യത്യാസമായി കിട്ടി. അപ്പോൾ ആദ്യത്തെ ചാർജ് 80/7 രണ്ടാമത്തെ ചാർജ് 60/7 കിട്ടി. അപ്പോൾ രണ്ട് സ്പിയറുകൾ ചാർജ് വ്യത്യാസമായിരിക്കും. പിന്നെ ആർക്കാണ് കൂടുതൽ സർഫസ് ചാർജ് ഡെൻസിറ്റി? നമുക്ക് σ2' എന്ന് വെച്ചാൽ സെക്കൻഡ് സ്പിയറിന് വെച്ചാൽ ആ 15 സെൻറ്റിമീറ്റർ റേഡിയസുള്ള സ്പിയറിന് സിഗ്മ കൂടുതലായിരിക്കും. അപ്പോൾ σ2' ആരേക്കാളും വലുതാണ്, σ1'നേക്കാളും വലുത് കിട്ടി. അപ്പോൾ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ 3 ആയിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 41. ടു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റീസ് ഓഫ് കപ്പാസിറ്റൻസ് C1 100 picofarad and C2 200 picofarad are connected in series with a 100 volt battery. The PD across each capacitor is respectively. അപ്പോൾ ഫസ്റ്റിന് 100 picofarad, സെക്കൻഡിന് 200 picofarad. ഈ രണ്ട് പേരും സീരീസ് ആണ്. ടോട്ടൽ വോൾട്ടേജ് 100 വോൾട്ടാണ്. ഇവിടെ വോൾട്ടേജ് V1, ഇവിടെ വോൾട്ടേജ് V2. നമുക്കിപ്പം V1 കണ്ടുപിടിക്കാം. V1 = C2V/C1 + C2 എന്നായിരിക്കും. ഇവിടെ C2 എത്രയാണ്? 200 പൈക്ക്. അപ്പോൾ 200/300 × 100 എന്ന് വരും. അപ്പോൾ ഇത് 200/3 വോൾട്ട് എന്ന് കിട്ടും. ടോട്ടൽ വോൾട്ടേജ് 100 ആയതുകൊണ്ട് V2 എത്ര ആയിരിക്കും? V2 = 100 - V1 ആയിരിക്കും. ഇത് 100/3 വരും. 100/3. അപ്പോൾ ഫസ്റ്റിന് 200/3 സെക്കൻഡിന് 100/3 വോൾട്ടും ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 42. എ സ്മോൾ ഓയിൽ ഡ്രോപ്പ് ഓഫ് മാസ് 10⁻⁶ kg is hanging in at rest between two plates separated by 1 millimeter having a PD of 490 volt. The charge on the plates. ഇപ്പോൾ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഒരു ഡ്രോപ്പ് ഇങ്ങനെ റെസ്റ്റിലാണ്. എന്ന് വെച്ചാൽ ഈ ഡ്രോപ്പിന് വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ഒരു വെയിറ്റ് ഉണ്ട്. ഈ വെയിറ്റ് mg താഴേക്കായിരിക്കും. അപ്പോൾ ഇതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു ഫോഴ്സ് QE എന്ന് പറയുന്നൊരു ഫോഴ്സ്. ഇവിടെ ഫീൽഡ് എങ്ങോട്ട് വരണം? ഫീൽഡ് മേലേക്കാണെങ്കിൽ QE മേലേക്കായിരിക്കും. അപ്പം ഈ ഒരു ഫോഴ്സ് മേലേക്ക് വരണം. അപ്പോൾ ഇവിടെ ബാലൻസ് കണ്ടീഷനിൽ ഈ QE ആരെ ബാലൻസ് ചെയ്യും? mg ബാലൻസ് ചെയ്യും. നമുക്ക് ഇവർ തമ്മിൽ ഈ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ സെപ്പറേഷൻ വോൾട്ടേജ് Vയും സെപ്പറേഷൻ Dയുമാണ്. അപ്പോൾ നമുക്ക് ഈ ഇക്ക് പകരം V/D എന്ന് കൊടുക്കാം. V/D = mg എന്ന് വരും. ഓക്കെ, നമുക്ക് Q ആണ് വേണ്ടത്. അപ്പോൾ mg/D / V എന്ന് വരും. അപ്പോൾ മാസ് എത്രയാണ്? മാസ് 10⁻⁶, ജിയുടെ വാല്യൂ 10, സെപ്പറേഷൻ 1 millimeter 10⁻³ വോൾട്ടേജ് എത്രയാണ്? നമുക്ക് ജിക്ക് വേണമെങ്കിൽ 9.8 കൊടുക്കുക. അപ്പോൾ കറക്റ്റ് കിട്ടും. ജിക്ക് 9.8 കൊടുക്കുക. ഇപ്പോൾ നമുക്ക് Q എത്ര കിട്ടും? Q = mg/D / V എന്ന് കിട്ടും. മാസ് എത്രയാണ്? മാസ് 10⁻⁶, ജിയുടെ വാല്യൂ 9.8, ഡി എത്രയാണ്? ഡി 10⁻³ / 490 ആണ് വോൾട്ടേജ്. ഇത് നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ 2 × 10⁻11 കൂളോം ഇത് കിട്ടും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 43. The electric field E between 2 points is constant in both magnitude and direction. Consider a path of length D at an angle theta 60 degree with respect to field lines as shown in figure. The potential difference between the points 1 and 2 is. ഇപ്പോൾ നമുക്കൊരു ഫീൽഡ് പറയുന്നുണ്ട്. ആ ഫീൽഡ് ഇങ്ങനെ റൈറ്റിലേക്ക് വരച്ചിരിക്കുന്നത്. നമുക്ക് രണ്ട് പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഈ രണ്ട് പോയിന്റുകൾ എങ്ങനെയാണ്? ഈ ഫീൽഡിനകത്ത് ഈ രണ്ട് പോയിന്റുകൾ 1 ഉം 2 ഉം. ഇപ്പോൾ ഒരു പോയിന്റ് ഇവിടെയാണ്. ഇതാണ് 2.
ഇതാണ് നമ്മുടെ 1 എന്ന് പറഞ്ഞ പോയിന്റ്. പക്ഷേ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറയുമ്പോഴത്തേക്കും ഈ ഫീൽഡിൻ്റെ ഈ 2 പോയിന്റുകൾ തമ്മിൽ, അതായത് ഈ 2 പോയിന്റുകൾ തമ്മിൽ ഫീൽഡിന് പാരലായിട്ട് വരുന്ന സെപ്പറേഷനാണ് എടുക്കേണ്ടത്. ഇത് ഫസ്റ്റ് പോയിന്റ്, സെക്കൻഡ് പോയിന്റ്. അതായത് ഈ 2 പോയിന്റുകൾ തമ്മിലുള്ള സെപ്പറേഷൻ എത്ര ആയിരിക്കും? ഇതായിരിക്കും എന്താണ് ഈ 2 പോയിന്റുകൾ ഫീൽഡിന് പാരലായിട്ട് വരുന്ന സെപ്പറേഷൻ. അപ്പോൾ ഇത് ഡി അല്ലേ, ഇത് ഡി ആണ്. ഈ ഒരു ആംഗിൾ എത്രയാണ്? ഈ ഒരു ആംഗിൾ 60 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഡി ആർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഡി ആർ ഈസ് ഈക്വൽ ടു, ഇത് അഡ്ജസ്റ്റ് സൈഡ് ആയതുകൊണ്ട് ഈ ഡി കോസ് 60 ആയിരിക്കും. ഡി ആർ ഈസ് ഈക്വൽ ഡി കോസ് 60. ഓക്കെ, നമുക്ക് എപ്പോഴും ഈ ഡി വി ബൈ ഡി ആർ പറയുമ്പോൾ അപ്പോൾ നമ്മുടെ ഫോമുല എന്താണ്? ഇ ഈസ് ഈക്വൽ ടു മൈനസ് പോയിട്ട് ഡി വി ബൈ ഡി ആർ എന്നാണ് ഫോമുല. ഈ ഡി ആർ എന്ന് പറഞ്ഞാൽ ഫീൽഡിന് പാരലായിട്ട് വരുന്ന സെപ്പറേഷനാണ്. വെച്ചാൽ ആ 2 പോയിന്റുകൾ നമ്മൾ സെപ്പറേഷൻ ഫീൽഡിന് പാരലായിട്ട് വരുന്ന സെപ്പറേഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാൻ പറ്റും ഇ ഈസ് ഈക്വൽ ടു ഡി വി ബൈ ഡി ആറിന് പകരം ഡി കോസ് 60 എന്ന് കൊടുക്കാം. ദെർഫോർ ഡി വി എത്ര കിട്ടും? ഇ ഇൻറ്റു ഡി കോസ് 60 എന്ന് വരും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 44. The figure shows that 4 capacitors connected to an 8 volt power supply. What is the potential difference across each 1 microfarad capacitor? ഇവിടെ നമുക്ക് ആ 1 microfarad കപ്പാസിറ്റർ രണ്ട് പേരുണ്ട്, രണ്ടുപേരും പാരലൽ ആയിരിക്കും. അതും ആ 2ഉം ആ 3ഉം എങ്ങനെയായിരിക്കും? സീരീസാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഫിഗർ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ ആദ്യമുള്ളത് ഒരു 2 microfarad കപ്പാസിറ്റർ, ഇത് 2 ആണ്. പിന്നെ 1ഉം 1ഉം പാരലൽ, അത് 2 ആണ്. ഈ 1ഉം പാരലൽ. പിന്നെ ഒരു 3 ഉണ്ട്, 3 മൈക്രോഫാരഡ്. ഓക്കെ, പിന്നെ ഇവിടെ സെല്ല്. അപ്പോൾ സെല്ല് 8 വോൾട്ടാണ്, 8 വോൾട്ട്. ഓക്കെ, ഇവിടെ നമ്മൾ ചെയ്ത് നമുക്ക് ഈ 2നെ വേണമെങ്കിൽ നമുക്ക് ഈ 2നെ 3 നമുക്ക് എന്താക്കി മാറ്റാം? ഈ 2ഉം 3ഉം കൂടെ നമുക്ക് സീരീസാണ്. അപ്പോൾ ഇത് 2 സീരീസ് 3 വരും. അപ്പോൾ ഇത് 2 × 3/2 + 3 എന്ന് വരും. അപ്പോൾ ഇത് 6/5 എന്ന് വരും അല്ലേ, 6/5. ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഈ 6/5ഉം ഈ 1 പാരലൽ 1ഉം, ഈ 1 പാരലൽ 1 എന്ന് പറഞ്ഞാൽ 2 അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വോൾട്ടാണ് വേണ്ടത്. അപ്പോൾ ഈ 1 പാരലൽ 1 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഇപ്പോൾ ഈ 1 പാരലൽ 1 2 ആയിട്ട് മാറും. അപ്പോൾ ഇത് 1ഉം ഇത് 1ഉം ആണെങ്കിൽ ഇത് 2 പാരലൽ ആയതുകൊണ്ട് എത്ര ആയിരിക്കും? ഇത് 2 ആയിട്ട് മാറും. പിന്നെ നമുക്ക് ഈ 2ഉം 3ഉം എങ്ങനെയാണ്? സീരീസാണ്. അത് 6/5 ആയിട്ട് മാറി. ഈ 2 പേരും സീരീസാണ്. അപ്പോൾ നമുക്ക് ഈ 1 പാരലൽ 1ൻ്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ വോൾട്ടേജ് V1 എടുക്കുകയാണെങ്കിൽ ഇത് C1, ഇത് C1ഉം ഇത് C2ഉമാണ്. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് V1? V1 ഈസ് ഈക്വൽ ടു C2V ബൈ C1 + C2 എന്നായിരിക്കും. ഇവിടെ C2 എത്ര ആയിരിക്കും? C2 6/5 ആണ്. അപ്പോൾ 6/5 ഇൻറ്റു വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് 8 അല്ലേ, 8/C1 + C2. അപ്പോൾ 6/5 + 2 അല്ലേ. അപ്പോൾ ഇത് 48/16 വരും. വരും. അപ്പോൾ ആൻസർ നമുക്ക് 3 വോൾട്ട് എന്ന് കിട്ടും. ഇതാണ് 1 പാരലൽ 1ൻ്റെ വോൾട്ടേജ്. അപ്പോൾ ആ 2 1കൾക്കും എത്ര വോൾട്ടേജ് ആയിരിക്കും? 3 വോൾട്ട് വെച്ചായിരിക്കും. സോ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 45. The plates of a parallel plate capacitor are charged up to 100 volts. A dielectric substance 2 mm thickness is inserted between the plates. Then to maintain the same capacitance, the distance between the capacitor plates is increased by 1.6 mm. The dielectric constant of the plate is. ഇപ്പോൾ നമ്മൾ ഒരു കപ്പാസിറ്ററിലേക്ക് എന്ത് വെച്ചു? ഇപ്പോൾ ഇനിഷ്യലി കപ്പാസിറ്റർ ഇങ്ങനെയൊക്കെയാണ്. ഈ ഒരു സെപ്പറേഷൻ, ഇത് പ്ലസ് പ്ലേറ്റ് ആണ്, മൈനസ് ആണ്, ഇതിനിടയ്ക്ക് എയർ അല്ലെങ്കിൽ വാക്യൂം ആണ്. അപ്പോൾ ഈ ഒരു സെപ്പറേഷൻ ഡി ആണ്. നമ്മൾ രണ്ടാമത്തെ കേസിൽ ഇതിനിടയ്ക്കൊരു ഡയലക്ട്രിക് വെച്ചത് മാത്രമല്ല, കപ്പാസിറ്റി ആ പഴയ കപ്പാസിറ്റി ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സെപ്പറേഷൻ കൂട്ടി. ഈ സെപ്പറേഷൻ ഉള്ളത് എത്ര ആക്കി മാറ്റി? ഈ ഡി എന്നുള്ള സെപ്പറേഷൻ നമ്മൾ ഡി ഡാഷ് ആക്കി മാറ്റി. പക്ഷേ നമ്മൾ എന്ത് വെച്ചു? ഡയലക്ട്രിക് വെച്ചു. അപ്പോൾ ഈ 2 കേസിലും കപ്പാസിറ്റി സെയിം ആണ്. അപ്പോൾ ഇനിഷ്യലി എയർ കപ്പാസിറ്റി അല്ലെങ്കിൽ വാക്യൂമാണ് പ്ലേറ്റുകൾക്കിടയിൽ. രണ്ടാമത്തെ കേസിൽ ഒരു ഡയലക്ട്രിക് മീഡിയമാണ്. പക്ഷേ ഇനിഷ്യൽ കപ്പാസിറ്റി എത്രയാണ്? ε0A/Dയും ഫൈനൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ ε0A/Dക്ക് വരാൻ ഡി ഡാഷ് മൈനസ് T + T/K എന്ന് വരും. ഈ 2 വാല്യൂവും സെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെപ്പറേഷൻ കൂട്ടിയാലും ആ കപ്പാസിറ്റി സെയിം ആയി മാറി. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഡി എത്ര കിട്ടും? D = D' - T + T/K എന്ന് വരും.
അപ്പോൾ നമുക്ക് d ഡാഷ് മൈനസ് d ഈസ് ഈക്വൽ ടു t ഇൻറ്റു 1 മൈനസ് 1/k എന്ന് കിട്ടും. ഈ d ഡാഷ് മൈനസ് d ആണ് നമ്മൾ കൂട്ടിയ സെപ്പറേഷൻ. അത് 1.6 മില്ലിമീറ്റർ ആണ്. അപ്പോൾ 1.6 ഇൻറ്റു 10⁻³ ഈസ് ഈക്വൽ ടു ഈ ടി എത്രയാണ് നമ്മൾ വെച്ചാൽ മീഡിയത്തിന് 2 മില്ലിമീറ്റർ ആണ് തിക്നെസ്. അപ്പോൾ 2 ഇൻറ്റു 10⁻³ ഇൻറ്റു 1 മൈനസ് 1/k എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ നമുക്ക് 1 മൈനസ് 1/k എത്ര കിട്ടും? 1 മൈനസ് 1/k ഈസ് ഈക്വൽ ടു 0.1 അല്ലേ 0.8 1.6/2 എന്ന് വരും. അപ്പോൾ 0.8 വരും. അപ്പോൾ 1/k എന്നുള്ളത് നമുക്ക് 1 മൈനസ് 0.8 എന്ന് വരും. വെച്ചാൽ 0.2 എന്ന് വരും. 0.2. ഓക്കെ, അപ്പോൾ k എന്ന് പറഞ്ഞാൽ നമുക്ക് 1/0.2 വരും. k ഈസ് ഈക്വൽ ടു 1/0.2. ആൻസർ നമുക്ക് 5 എന്ന് കിട്ടും. അപ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ്. ഇപ്പോൾ നിങ്ങൾ ആ ഒരു 45 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് ഒന്നുകൂടെ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾ അതിൽ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തിട്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആ വീഡിയോ നോക്കിയിട്ട് ആ സൊല്യൂഷൻ നോക്കിയിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക, സ്വന്തമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുക. അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസിൻ്റെ സൊല്യൂഷൻസ് വീഡിയോ നോക്കി മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. ഗുഡ് മോർണിംഗ് ടു എവരിബഡി. നമ്മളിന്ന് ആദ്യത്തെ ZEOTS-ൻ്റെ കെമിസ്ട്രിയുടെ ഡിസ്കഷനാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 20 gram of a solute of molar mass 50 is dissolved in 100 ml of solution which has a density 1.1 gram per centimeter cube. Molality of the solution. Molality കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. Molality equal to WB into 1000 divided by MB into WE. ഇതിൽ സൊല്യൂട്ടിൻ്റെ മാസ് തന്നിട്ടുണ്ട് 20 gram. 20 into 1000 divided by മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് അതും തന്നിട്ടുണ്ട് 50. മാസ് ഓഫ് സോൾവെൻ്റ് ആണ് വേണ്ടത്. പക്ഷേ നമുക്ക് മാസ് ഓഫ് സോൾവെൻ്റ് തന്നിട്ടില്ല. അതിന് പകരം വോളിയം ഓഫ് സൊല്യൂഷനാണ് തന്നിട്ടുള്ളത്. വോളിയം ഓഫ് സൊല്യൂഷൻ 100 ml തന്നിട്ടുണ്ട് അല്ലേ. വോളിയം ഓഫ് സൊല്യൂഷൻ 100 ml തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഡെൻസിറ്റി 1.1 gram per centimeter ക്യൂബും തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ മാസ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു W equal to B into D, that is 100 into 1.1 110 എന്ന് വരും. നമുക്ക് ഈ മാസ് ഓഫ് സൊല്യൂഷൻ ഇരുന്ന് മാസ് ഓഫ് സോൾവെൻ്റ് കണ്ടുപിടിക്കണം. മാസ് ഓഫ് സോൾവെൻ്റ് ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ 110 മൈനസ് മാസ് ഓഫ് സൊല്യൂട്ട് ദറ്റ് ഈസ് 20. അപ്പോൾ നോക്കുവാണെങ്കിൽ 90 എന്ന് കിട്ടും. ഈ 90 ആണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വോളിയം ഓഫ് സൊല്യൂഷനാണ് തന്നിരിക്കുന്നത്. ആ വോളിയം ഓഫ് സൊല്യൂഷൻ ഉപയോഗിച്ച് മാസ് ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിച്ചു. ആ മാസ് ഓഫ് സൊല്യൂഷനിൽ നിന്ന് മാസ് ഓഫ് സൊല്യൂട്ട് സബ്സ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് മാസ് ഓഫ് സോൾവെൻ്റ് കിട്ടി. അപ്പോൾ ഇത് ചെയ്താൽ മതി. നോക്കുവാണെങ്കിൽ 40/9 that is 4.444. That is fourth option is the correct answer. Fourth option. Next one. Question number 2. We have 3 aqueous solutions of NaCl labeled as A, B and C with concentrations 0.1 molar, 0.01 molar and 0.001 molar respectively. The value of Van der Waals factor for this solution will be in the order. നമുക്കൊരു 3 സൊല്യൂഷൻ തന്നിട്ടുണ്ട് എ ബി സി. അതിൻ്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. ഈ NaCl എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ ആകുന്ന ഒരു ഇലക്ട്രോലൈറ്റ് അല്ലേ. ഡിസോസിയേഷൻ്റെ കേസിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും വാൻ ഡെർ വാൾസ് ഫാക്ടർ കോൺസെൻട്രേഷൻ കുറയും തോറും കൂടുകയാണ് ചെയ്യുന്നത്. കോൺസെൻട്രേഷൻ കുറയും തോറും കൂടുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ കോൺസെൻട്രേഷൻ ഏറ്റവും കുറവായിട്ടുള്ളത് 0.001 മോളാർ. ദാറ്റ് ഈസ് സി. അതിന് വാൻ ഡെർ വാൾസ് ഫാക്ടർ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് വാല്യൂ ഓഫ് I ഇൻക്രീസസ് വിത്ത് ഡിക്രീസ് ഓഫ് കോൺസെൻട്രേഷൻ. അപ്പോൾ സി എന്ന് പറഞ്ഞ സൊല്യൂഷനാണ് കോൺസെൻട്രേഷൻ ഏറ്റവും കുറവ്. അതിൻ്റെ വാൻ ഡെർ വാൾസ് ഫാക്ടർ ഏറ്റവും കൂടുതലായിരിക്കും. അടുത്തത് ബി എന്ന് പറഞ്ഞ സൊല്യൂഷനാണ്. അതിൻ്റെ വാൻ ഡെർ വാൾസ് ഫാക്ടർ അടുത്തതായിരിക്കും. ഏറ്റവും വാൻ ഡെർ വാൾസ് ഫാക്ടർ കുറവ് എ എന്ന് പറഞ്ഞ സൊല്യൂഷൻ ആയിരിക്കും. അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Question number 3.
1 gram of a non-electrolyte solute is dissolved in 50 gram of benzene, which lower the freezing point of benzene by 0.4 Kelvin. The freezing point depression constant of benzene is 5.12 Kelvin kilogram per mole. The molar mass of the solute is. Depression of freezing point method solute in a molar mass കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ്. അപ്പോൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് മെത്തേഡിൽ അതിൻ്റെ ഫോർമുല ഏതാണ്? ഡെൽറ്റ ടി എഫ് ഈക്വൽ ടു കെ എഫ്, ദറ്റ് ഈസ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ഇൻറ്റു മൊലാലിറ്റി, അതിൻ്റെ എക്സ്പാൻഷൻ ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം ബി ഇൻറ്റു ഡബ്ല്യു ഇ. Depression of freezing point lower the freezing point of benzene by 0.4 Kelvin. അപ്പോൾ ഡെൽറ്റ ടി എഫിൻ്റെ വാല്യൂ 0.4, കെ എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 5.12 ഇൻറ്റു ഡബ്ല്യു ബി 1 gram of നോൺ ഇലക്ട്രോലൈറ്റ് സൊല്യൂട്ട് ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഇൻറ്റു ഡബ്ല്യു എ 50 gram ബെൻസീനിലാണ് ഡിസോൾവ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് സോൾവ് ചെയ്താൽ മതി, എം ബി കിട്ടും. ദറ്റ് ഈസ് 20, that is MB equal to 5.12 into 20 divided by 0.4. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിൽ ഈ 10 കൊണ്ട് ഇത് കുടിക്കുകയാണെങ്കിൽ 51.2, എന്നിട്ട് ഈ പോയിൻറ്റും കളഞ്ഞാൽ മതി. ഇപ്പം ഇങ്ങനെ വരും. ദറ്റ് ഈസ് ക്യാൻസൽ ചെയ്ത് 2, ദറ്റ് ഈസ് 256. ദറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 4. A 0.004 molar solution of K2SO4 is isotonic with a 0.010 molar solution of glucose at the same temperature. The apparent percentage degree of dissociation of K2SO4. K2SO4ൻ്റെ ഒരു സൊല്യൂഷനും ഗ്ലൂക്കോസിൻ്റെ ഒരു സൊല്യൂഷനും ഐസോട്ടോണിക് ആയിട്ട് വരുന്നു. ഐസോട്ടോണിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഓസ്മാറ്റിക് പ്രഷർ സെയിം ആയിട്ട് വരുന്നതാണ്. ഓസ്മാറ്റിക് പ്രഷർ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഏതാണ്? ഓസ്മാറ്റിക് പ്രഷർ ഈക്വൽ ടു ഐ വാൻ ഡു ഫാക്ടർ ഇൻറ്റു സി ഇൻറ്റു ആർട്ട്. ഇതാണ് ഓസ്മാറ്റിക് പ്രഷർ കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇതിൽ ടി സെയിം ടെമ്പറേച്ചറാണ്, ഇനി ആർ ഗ്യാസ് കോൺസ്റ്റന്റ്. അപ്പോൾ ഇത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ പൊട്ടാസ്യം സൾഫേറ്റിൻ്റെ കേസിൽ ഐ ഇൻറ്റു സി, ഗ്ലൂക്കോസിൻ്റെ കേസിൽ ഐ ഇൻറ്റു സി നമ്മൾ ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം സൾഫേറ്റിൻ്റെ എന്തോന്ന് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കാം. ഈ പൊട്ടാസ്യം സൾഫേറ്റ് ഒരു ഇലക്ട്രോലൈറ്റ് ആണ്, അതിൽ നിന്ന് 3 അയോൺസ് ഉണ്ടാകും. പക്ഷെ അത് കംപ്ലീറ്റ് അയണൈസ് ആകണമെന്നില്ല. കംപ്ലീറ്റ് അയണൈസ് ആയിരുന്നാൽ ഇങ്ങനെ പെർസെൻറ്റേജ് കംപ്ലീറ്റ് അയണൈസ് ആയിട്ടുണ്ടോ എന്നും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 100% നമുക്കൊരു ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടാസ്യം സൾഫേറ്റിൻ്റെ ഐയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അതിൻ്റെ കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ട് 0.004 ഈക്വൽ ടു ഗ്ലൂക്കോസിൻ്റെ ഐയുടെ വാല്യൂ, അത് നോൺ ഇലക്ട്രോലൈറ്റ്, അപ്പോൾ 1 വാൻ ഡു ഫാക്ടറിൻ്റെ വാല്യൂ. അതിൻ്റെ കോൺസെൻട്രേഷൻ 0.01. ഇതിൽ നിന്ന് ഐയുടെ വാല്യൂ കണ്ടുപിടിക്കുമ്പം 0.01 ഡിവൈഡഡ് ബൈ 0.004 അല്ലേ, 10/4 എന്ന് വരും. ദറ്റ് ഈസ് 2.5. വാൻ ഡു ഫാക്ടർ 2.5 ആണ്. നമുക്ക് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കണ്ടുപിടിക്കണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും വാൻ ഡു ഫാക്ടറും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. ആൽഫ ഈക്വൽ ടു I-1 divided by N-1. That is 2.5 minus 1 divided by N. K2SO4ൻ്റെ കേസിൽ N-ൻ്റെ വാല്യൂ 3 ആണ്. K2SO4 അയണൈസ് ആകുമ്പം 2 K പ്ലസും ഒരു SO4 2- ഉണ്ടാകും. സോ നമ്പർ ഓഫ് അയോൺസ് 3 minus 1. That is 1.5 divided by 2. That is 0.75. Percentage, that is 100 കൊണ്ട് ഗുണിക്കുമ്പം 75%. So the correct answer is third option is the correct answer. Next one. Question number 5. Determination of molecular mass of proteins, polymers and other macromolecules by osmotic pressure measurement has advantage than other colligative properties. This is because എല്ലാ colligative പ്രോപ്പർട്ടിയും നോൺ വോളറ്റൈൽ സൊല്യൂട്ടിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ ഹൈ മോളിക്കുലർ മാസ് സബ്സ്റ്റൻസിൻ്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ ഏറ്റവും നല്ല മെത്തേഡാണ് ഓസ്മോട്ടിക് പ്രഷർ മെത്തേഡ്. അതിന് കാരണം എന്താണ്? അതാണ് ഫസ്റ്റ് വൺ. ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് ഈസ് ഡൺ അറ്റ് റൂം ടെമ്പറേച്ചർ. എക്സാക്ട്ലി കറക്റ്റ്. അതിനാൽ ഓസ്മോട്ടിക് പ്രഷർ മെഷർമെൻറ്റ് റൂം ടെമ്പറേച്ചറിലാണ് നടക്കുന്നത്. മറ്റുള്ളതൊക്കെ അങ്ങനെയല്ല, ബോയിൽ ചെയ്ത് ഫ്രീസ് ചെയ്തൊക്കെയാണ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ. മൊളാരിറ്റി ഓഫ് ദ സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി.
ശരിയാണ്. ഓസ്മാറ്റിക് പ്രഷർ മെത്തേഡിൽ മോളാർ കോൺസെൻട്രേഷൻ ആണ് ഉപയോഗിക്കുന്നത്, മറ്റെല്ലാത്തിലും മൊലാലിറ്റി ആണ് ഉപയോഗിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾസോ ദ റീസൺ. തേർഡ് വൺ, the magnitude of osmotic pressure is large even for very dilute solution. വളരെ ഡയലൂട്ട് സൊല്യൂഷൻ ആയിരുന്നാൽ പോലും ഓസ്മാറ്റിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് തീരെ തരക്കേടില്ലാതെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു വാല്യൂ ആണ്. സോ ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഫോർത്ത് വൺ, ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ ബയോമോളിക്യൂൾസ് ആസ് ദേ ആർ ജനറലി നോട്ട് സ്റ്റേബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ബയോമോളിക്യൂൾസ് എല്ലാം ജനറലി നോട്ട് സ്റ്റേബിൾ അറ്റ് ഹയർ ടെമ്പറേച്ചർ. ഹയർ ടെമ്പറേച്ചറിൽ പ്രോട്ടീൻ പോലെയുള്ള ബയോമോളിക്യൂൾ ഡീനാച്ചുറേഷൻ ആകും. അപ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാൻ റൂം ടെമ്പറേച്ചറിൽ കണ്ടുപിടിക്കുന്നതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ആൻഡ് ഫോർ പോളിമേഴ്സ് ഹാവിങ് പുവർ സോലബിലിറ്റി, പോളിമേഴ്സിന് സോലബിലിറ്റി തീരെ കുറവായിരിക്കും. അപ്പോൾ അതിൽ ഡയലൂട്ട് സൊല്യൂഷൻ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഓസ്മാറ്റിക് പ്രഷറിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഡയലൂട്ട് സൊല്യൂഷനും ഹൈ എന്നാണ് പറഞ്ഞത്. സോ ദാറ്റ് ഈസ് ഓൾസോ ദ കറക്റ്റ് വൺ. ഇത് നാലും അതിൻ്റെ റീസണാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് എ, ബി, സി ആൻഡ് ഡി. ഓസ്മാറ്റിക് പ്രഷർ മെത്തേഡ് മാക്രോമോളിക്യൂൾസിനും ബയോമോളിക്യൂൾസിനും പോളിമേഴ്സിനൊക്കെ ഉപയോഗിക്കുന്നതിന് കാരണം ഈ 4 റീസണാണ്. ഓക്കെ, ഒരു തിയറി ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, an aqueous solution has molality 1.5. the mole fraction of solute in the solution is. ഒരു aqueous സൊല്യൂഷൻ്റെ മൊലാലിറ്റി 1.5 ആണ്. 1.5. നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് വേണം. മൊലാലിറ്റി 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം 1.5 മോൾ solute is present in 1 kilogram solvent, that is 1000 gram solvent. Here aqueous solution, so solvent is water. അപ്പം മൊലാലിറ്റിയുടെ ഡെഫിനേഷൻ വെച്ചിട്ടാണ് എഴുതിക്കുന്നത്. മൊലാലിറ്റി 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 1.5 മോൾ സൊല്യൂട്ട് ഈസ് പ്രസൻറ്റ് ഇൻ 1000 ഗ്രാം വാട്ടർ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ടു ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂഷൻ. സോ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഉണ്ടല്ലേ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് കണ്ടുപിടിക്കാൻ Na ഈക്വൽ ടു മാസ് ഓഫ് സോൾവെൻറ്റ്, ദാറ്റ് ഈസ് 1000 ഡിവൈഡഡ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെൻറ്റ് 18, ദാറ്റ് ഈസ് 55.5. ഇതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാമല്ലോ. കൈ ബി, ദാറ്റ് ഈസ് NB ബൈ Na പ്ലസ് NB. NB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.5, Na 55.5 പ്ലസ് 1.5, ദാറ്റ് ഈസ് 1.5 ഡിവൈഡഡ് ബൈ 56, 57, ദാറ്റ് ഈസ് 15 ഡിവൈഡഡ് ബൈ 570. ഇത് ചെയ്യുക, 15 ഡിവൈഡഡ് ബൈ 570, 570, ദാറ്റ് ഈസ് 2.02. 2 ആൻസർ ഉണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ 0, 14, 1, 11. That is 6. So the correct answer is 0.026. 0.026. Okay, next one. Question number 7. A binary solution contains 4 mole of A and 6 mole of B. Its vapor pressure is found to be 460 mm mercury. To this solution, when 10 mole of B is added, its vapor pressure becomes 480 mm mercury. The vapor pressures of pure A and pure B respectively are. ആദ്യത്തെ കണ്ടീഷനിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ 4ഉം നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി 6ഉമാണ്. ഈ രണ്ടും ചേർത്തിട്ട് ഒരു ബൈനറി സൊല്യൂഷൻ ഫോം ചെയ്യുമ്പം അതിൻ്റെ വേപ്പർ പ്രഷർ 460 mm മെർക്കുറി. 2 വോളട്ടൈൽ ലിക്വിഡ് ചേർന്നുണ്ടാക്കുന്ന ഒരു സൊല്യൂഷൻ്റെ റവോൾസ്ലയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അനുസരിച്ച് അതിൻ്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പി ടോട്ടൽ ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വെച്ചിട്ട് 460 mm മെർക്കുറി ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ, ദറ്റ് ഈസ് 4/4 പ്ലസ് 6, 4/10 പ്ലസ് P0B ഇൻറ്റു കൈ ബി NB ബൈ NA പ്ലസ് NB, 6/10. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് കണ്ടീഷൻ, ടു ദി സൊല്യൂഷൻ വെൻ 10 മോൾ ഓഫ് ബി ഈസ് ആഡഡ്, ഇതിൻ്റെ കൂടെ 10 മോൾ ബിയും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ 4 തന്നെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് ബി ദറ്റ് ഈസ് 10 പ്ലസ് 6, 16. അപ്പോൾ സെക്കൻഡ് കണ്ടീഷൻ അനുസരിച്ച്
അതിൻ്റെ വേപ്പർ പ്രഷർ 480 മില്ലിമീറ്റർ മെർക്കുറി ആകുന്നു അല്ലേ. അപ്പോൾ 480 ഈക്വൽ ടു P0A ഇൻറ്റു എയുടെ നമ്പർ മോൾസ് അവിടെ 4N, ടോട്ടൽ നമ്പർ മോൾസ് പക്ഷേ 20 പ്ലസ് P0B നമ്പർ മോൾസ് ഓഫ് B 16 ആണ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ മോൾസ് 20, ദാറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ ഓഫ് B. അപ്പോൾ ഇത് സെക്കൻഡ് കേസ്. ഈ രണ്ട് ഇക്വേഷനെയും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് P0A P0B കിട്ടും. ഫസ്റ്റ് വണ്ണിന് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് ഇക്വേഷൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും 4600 പ്ലസ് ഈക്വൽ ടു 4P0A പ്ലസ് 6P0B. സെക്കൻഡ് ഇക്വേഷന് നമ്മൾ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഈ ഡിനോമിനേറ്ററിലുള്ളത് പോകും, അതിനാണ് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 9600 ഈക്വൽ ടു 4P0A പ്ലസ് 16P0B. എന്നിട്ട് ഇതിൽ ഫസ്റ്റ് വണ്ണിൽ നിന്ന് സെക്കൻഡ് വൺ നമ്മൾ മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പം ഇത് രണ്ടും ക്യാൻസലായി പോകും. -5000 ഈക്വൽ ടു -10P0B. ഇതിലിരുന്ന് P0B കണ്ടുപിടിക്കുമ്പം 500 എന്ന് വരും. P0B 500 വരുന്ന രണ്ട് ഓപ്ഷനുണ്ട്, തേർഡും ഫോർത്തും. അപ്പോൾ P0A കണ്ടുപിടിക്കണം. നമുക്ക് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം 4600 ഈക്വൽ ടു 4P0A പ്ലസ് 6 ഇൻറ്റു P0B, 6 ഇൻറ്റു 500, 6 ഇൻറ്റു 500 ദാറ്റ് ഈസ് 3000. അപ്പോൾ 4P0A ഈക്വൽ ടു 4600 മൈനസ് 3000, ദാറ്റ് ഈസ് 1600. ദാറ്റ് ഈസ് P0A ഈക്വൽ ടു 1600 by 4, 400 millimeter. So P0A 400 millimeter mercury, P0B 500 millimeter mercury. Fourth option is the correct answer. Next one. Question number 8. Match list 1 with list 2. List 1 is types of solution, list 2 is common example. Gas in gas. Gas in gas solution എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൊല്യൂട്ടും ഗ്യാസ് തന്നെ സോൾവെൻറ്റും ഗ്യാസാണ്. ദാറ്റ് ഈസ് mixture of oxygen and nitrogen. Mixture of oxygen and nitrogen. That is 2. A2. A2 വരുന്ന 4 ഓപ്ഷൻ ഉണ്ട്. സോളിഡ് ഇൻ ഗ്യാസ്. സോളിഡ് ഇൻ ഗ്യാസ് സബ്ലിമേഷൻ ആകുന്ന ഏതൊരു സബ്സ്റ്റൻസിൻ്റെയും ഇത് ഒരു ഗ്യാസിൽ പ്രസൻ്റ് ആയിരിക്കുന്നതാണ്. ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്, ദാറ്റ് ഈസ് തേർഡ് വൺ. അപ്പോൾ 2, 3 ദാറ്റ് ഈസ് അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളൂ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. 2, 3 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ. നമുക്ക് അടുത്ത രണ്ടെണ്ണം കൂടെ നോക്കാം. ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡ്, ഒരു ലിക്വിഡിൽ ഗ്യാസ് ഡിസോൾവ് ചെയ്തിരിക്കുന്നു. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുമ്പോൾ ലിക്വിഡ് സോൾവെൻറ്റും ഗ്യാസ് സൊല്യൂട്ടും ആണ്. ഓക്സിജൻ ഡിസോൾവ് ഇൻ വാട്ടർ. ഫോർത്ത് വൺ ഗ്യാസ് ഇൻ സോളിഡ്. അവിടെ സോളിഡ് സോൾവെൻറ്റും ഗ്യാസ് സൊല്യൂട്ടും ആണ്. സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫസ്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 9. Which one of the following are examples for solution showing negative deviation? Negative deviation കാണിക്കുന്ന സൊല്യൂഷൻ എക്സാമ്പിൾ ഏതാണ്? ക്ലോറോഫോം ആൻഡ് അസറ്റോൺ, ദാറ്റ് ഈസ് നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ്. ക്ലോറോഫോം ആൻഡ് അസറ്റോൺ എന്ന് പറഞ്ഞാൽ ക്ലോറോഫോമും അസറ്റോണും ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതിനിടയ്ക്കുള്ള ഇൻ്റർ പാർട്ടിക്കൽ അട്രാക്ഷൻ ക്ലോറോഫോം മാത്രം ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ അസറ്റോൺ മാത്രം ഇരിക്കുമ്പോഴോ ഉള്ളതിനേക്കാളും വളരെ കൂടുതലായിട്ട് വരും. സോ അത് ഇൻ്റർ പാർട്ടിക്കൽ അട്രാക്ഷൻ കൂടുമ്പോൾ അത് റിവോൾസിലായി നിന്ന് പ്രതീക്ഷിക്കുന്ന അത്ര വേപ്പർ പ്രഷർ കിട്ടത്തില്ല, അപ്പം കുറവായിരിക്കും കിട്ടുന്നത്. സോ നെഗറ്റീവ് ഡിവിയേഷൻ. കാർബൺ ഡൈസൾഫേറ്റ് ആൻഡ് അസറ്റോൺ അത് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിളാണ്. പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ. എത്തനോൾ ആൻഡ് അസറ്റോൺ അതും പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിളാണ്. ഫീനോൾ ആൻഡ് അനലീൻ ദർ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഡിവിയേഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിൽ പി ആൻഡ് എസ് ഇത് രണ്ടുമാണ് നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾ. സോ ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ പി ആൻഡ് എസ്. ഇത് കൂടാതെ നമ്മളെ ടെക്സ്റ്റിലുള്ള നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ അതാണ് നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ. ഒരു ഇൻഓർഗാനിക് ആസിഡും വാട്ടർ വരുമ്പോൾ നെഗറ്റീവ് ഡിവിയേഷൻ ആയിരിക്കും കാണിക്കുക. നമ്മൾ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള പോസിറ്റീവ് ഡിവിയേഷൻ വരുന്ന എക്സാമ്പിളായിട്ട് ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. നമ്മൾ ആൻസർ അല്ല, ക്വസ്റ്റ്യൻ അല്ല. എന്തായാലും പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന മറ്റൊരു എക്സാമ്പിൾ ഉണ്ട്, എത്തനോളും വാട്ടറും. അത് പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്നത്. അപ്പോൾ പോസിറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്നതും നെഗറ്റീവ് ഡിവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾസ് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കണം. ഐഡിയൽ സൊല്യൂഷൻ വളരെ ഈസിയാണ്. രണ്ട് കമ്പോണൻറ്റും ഐഡൻറ്റിക്കൽ സ്ട്രക്ചറായിട്ടും ഐഡൻറ്റിക്കൽ പൊളാരിറ്റി ആയിട്ടേ വരത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കി തന്നെ കണ്ടുപിടിക്കാൻ പറ്റും, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 10. 0.15 gram of a substance dissolved in 15 gram of solvent boiled at a temperature higher by
0.216 degrees Celsius than that of pure solvent. What is the molar mass of the substance? Kb for solvent is 2.16 Kelvin kilogram per mole. That is, elevation in boiling point method molar mass കണ്ടുപിടിക്കുന്ന പ്രോബ്ലമാണ്. Delta TB equal to Kb into m, that is Wb into 1000 divided by mb into We. Elevation in boiling point തന്നിട്ടുണ്ട് 0.216. Kb യുടെ വാല്യൂ 2.16. Wb 0.15 into 1000 divided by molar mass of solute ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 15 gram solvent. 15 gram solvent അത്രയേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ 10 ടൈംസ് ആണ് ഇത്. ഇതിൻ്റെ 100 ടൈംസ് ആണ് ഇത്. That is mb equal to 10 into 10, 100. So the correct answer is 100. Fourth option is the correct answer. Next one, question number 11. At 88 degrees Celsius, benzene has a vapor pressure of 900 torr and toluene has a vapor pressure of 360 torr. What is the mole fraction of benzene in the mixture with toluene that will boil at 88 degrees Celsius at 1 atmospheric pressure? Benzene, toluene form an ideal solution. ബെൻസീനും ടൊളുവീനും ഒരു ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കേണ്ട ഫോർമുല ഇതാണ്. പി ടോട്ടൽ ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. നമ്മൾ എ ബെൻസീനും ബി ടൊളുവീനുമായിട്ട് എടുക്കുന്നു. ടോട്ടൽ വേപ്പർ പ്രഷർ ഓഫ് ദി സൊല്യൂഷൻ ഇവിടെ തന്നിട്ടില്ല, പക്ഷേ അതിന് ഒരു ക്ലൂ തന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ബെൻസീനും ടൊളുവീനും 88 ഡിഗ്രി സെൽഷ്യസ് 1 അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ ബോയിൽ ചെയ്യുന്നു. 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ 760 ടോറാണ്. ആ ബോയിലിംഗ് ടെമ്പറേച്ചറിലാണ് അതിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ളതെല്ലാം തന്നിട്ടുള്ളത്. സോ 1 അറ്റ്മോസ്ഫിയർ ദാറ്റ് ഈസ് 760. ബോയിലിംഗ് പോയിന്റിൽ അതിൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ 760 ആണ്. P0A ദാറ്റ് ഈസ് 900. കൈ എ അതാണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ, അത് കണ്ടുപിടിക്കണം. P0B ദാറ്റ് ഈസ് 360 ടോറാണ്. കൈ ബിക്ക് പകരം 1 മൈനസ് കൈ എ എന്ന് എഴുതും. 1 മൈനസ് കൈ. ഓക്കെ, ദാറ്റ് ഈസ് 760 ഈക്വൽ ടു 900 കൈ എ പ്ലസ് 360 minus 360 kA. That is 900 kA minus 360 kA. That is 540. Alle, kA equal to 360 left side varumbo nokkanengil 400 varum. 400. That is kA equal to 400 divided by 540. 20 by 27. 20 by 27. 20 by 27. പോകത്തില്ല, 0. That is 7 49 4 14 18 189. That is 11 0. 0.7 വരുന്ന ഒരു ആൻസറേ ഉള്ളൂ. That is 0.74. 0.74. That is second option is the correct answer. Okay, next one. Question number 12. A non-volatile solute, molar mass 58 gram per mole of 0.5 gram was dissolved in 90 gram benzene. Boiling point of benzene 353.23 Kelvin. The boiling point of the solution is Kb for benzene is 2.53 Kelvin kilogram per mole. അപ്പോൾ നമ്മൾ ആ സൊല്യൂഷൻ്റെ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിക്കണം. Delta TB equal to Kb into molarity, that is Wb into 1000 divided by mb into Wa. That is Kb യുടെ വാല്യൂ 2.53 into Wb, non volatile solute of 9.9 gram, 0.9 into 1000 divided by molar mass 58 into Wa 90 gram benzene. 90 gram benzene. It is 10. പോയി. അപ്പോൾ നോക്കുകയാണെങ്കിൽ 25.3 ഡിവൈഡഡ് ബൈ 58 എന്ന് വരും. 25.3 ഡിവൈഡഡ് ബൈ 58 എന്ന് വരും. ദാറ്റ് ഈസ് 253 ഡിവൈഡഡ് ബൈ 580 അല്ലേ? 253 ഡിവൈഡഡ് ബൈ 580.
580. അപ്പോൾ 4 ആകുമ്പോൾ 0, 32, 3, 23, 0, 1, 2, 2, 1, 0, 0. That is 43, 0.43. It is elevation in boiling point. നമുക്ക് boiling point of solution ആണ് വേണ്ടത്. Boiling point of solution. That is TB equal to boiling point of pure solvent plus delta T. ഇതാണ്. T0B തന്നിട്ടുണ്ട് 353.23 plus 0.43. That is 6.353. 353.66. That is 353.67 approximately. Second option is the correct answer. Next one. Which of the following is correct increasing order of freezing point of for these 4 solutions? Freezing point. 4 solution. എല്ലാത്തിൻ്റെയും molarity same. ഇത് നോൺ ഇലക്ട്രോലൈറ്റ്. ഇതിൻ്റെ ഐയുടെ വാല്യൂ 1 ആണ്. ഇത് ഇലക്ട്രോലൈറ്റ്. ഇത് അയോൺസ് 3 Na+, ഒരു PO4 3-ഉം. ഐയുടെ വാല്യൂ 4. വാൻഡോ ഫാക്ടർ. NaCl ബൈനറി ഇലക്ട്രോലൈറ്റ് ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 2. K4FeCN 6 times. അവിടെ 4K+, FeCN6 4- എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് അയോൺ. ഐയുടെ വാല്യൂ 5. അപ്പോൾ ഞാൻ ഓരോ ഇതിലിരുന്നും ഇലക്ട്രോലൈറ്റിൽ നിന്ന് ഉണ്ടാകുന്ന അയോൺസ് വെച്ചിട്ട് അതിൻ്റെ വാൻഡോ ഫാക്ടറിൻ്റെ വാല്യൂ എഴുതിയിട്ടുണ്ട്. ഗ്ലൂക്കോസ് മാത്രമാണ് നോൺ ഇലക്ട്രോലൈറ്റ്. അതിൻ്റെ വാൻഡോ ഫാക്ടറിൻ്റെ വാല്യൂ 1. ദാറ്റ് ഈസ് I ഇൻറ്റു കോൺസെൻട്രേഷനാണ് നമ്മൾ എടുക്കേണ്ടത്. ശരിക്കും നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനാണ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി ഡിപ്പെൻഡ്. ഇവിടെ ഫ്രീസിംഗ് പോയിൻ്റ് ആണ് തന്നിട്ടുള്ളത്. ഫ്രീസിംഗ് പോയിൻറ്റ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി അല്ല. അപ്പോൾ അവിടെ ഫ്രീസിംഗ് പോയിൻറ്റ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി അല്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പം ഫ്രീസിംഗ് പോയിൻറ്റ് എന്തോന്നാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറയുവാണ് ചെയ്യുക. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പം ഫ്രീസിംഗ് പോയിൻറ്റ് എന്തോന്നാണ് ചെയ്യുക? കുറയുവാണ് ചെയ്യുക. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏറ്റവും കൂടുതലുള്ളത് ഇതിലാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീസിംഗ് പോയിൻറ്റ് ഏറ്റവും കുറവായിരിക്കും. ദാറ്റ് ഈസ് 4 ആണ് ഫ്രീസിംഗ് പോയിൻറ്റ് ഏറ്റവും കുറവുള്ള സൊല്യൂഷൻ 4. അടുത്തത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ളത് Na3PO4 ആണ്. അപ്പോൾ 2 ആണ് അടുത്തത് ഫ്രീസിംഗ് പോയിൻറ്റ് കുറവായിട്ടുള്ളത്. അടുത്തത് 3 NaCl. ഫ്രീസിംഗ് പോയിൻറ്റ് ഏറ്റവും കൂടുതലുള്ളത് 1 ആയിരിക്കും. ഗ്ലൂക്കോസ് അതിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുമ്പം ഫ്രീസിംഗ് പോയിൻറ്റ് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കൂടും. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പം ഫ്രീസിംഗ് പോയിൻറ്റ് കുറയും. അതാണ് അപ്പോൾ 4, 2, 3, 1. 4, 2, 3, 1. ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Question number 14. 0.6 gram of a solute is dissolved in 0.1 liter of a solvent which develops an osmotic pressure of 1.23 atmosphere at 27 degrees Celsius. The molecular mass of the substance is. Osmotic pressure മെത്തേഡിൽ മോളാർ മാസ് കണ്ടുപിടിക്കുന്ന ഫോർമുല pi equal to WB RT divided by MB into V. ഇതാണ്. ഓസ്മോട്ടിക് പ്രഷർ തന്നിട്ടുണ്ട് 1.23 അറ്റ്മോസ്ഫിയർ. 1.23. WB 0.6 ഗ്രാം. ആറിൻ്റെ വാല്യൂ അറ്റ്മോസ്ഫിയറിൽ 0.081. ടെമ്പറേച്ചർ 27 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 273 ചേർത്തിട്ട് 300 കെൽവിൻ. മോളാർ മാസ് കണ്ടുപിടിക്കണം. വോളിയം ഇൻ ലിറ്റർ 0.1 ലിറ്റർ. സോ മോളാർ മാസ് ഈക്വൽ ടു ഇവിടെ 2 ഡിജിറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഒരു ഡിജിറ്റ് 6 എന്ന് എഴുതാം. എന്നിട്ട് ഇത് 0.8 എന്ന് എഴുതാം. 123. 0.8 അതിൽ 300 ഉണ്ട്. ഇവിടെ ഒരു ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ 821 × 3 എന്ന് എഴുതാം. ഇത് 1 തന്നെ. ഓക്കെ. അപ്പോൾ നമ്മൾ പോയിൻ്റൊക്കെ മാറ്റി. എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഡിജിറ്റ് ഉണ്ട്. ഇതിൽ 1, 2, 3, 4, 5 ഡിജിറ്റ് ഉണ്ട്. ഈ 2 3 × 100 ആണല്ലോ. 100ഉം കൂടെ ചേർത്തിട്ട് എല്ലാ പോയിൻറ്റും മാറ്റി 3 എന്ന് മാത്രമേ എഴുതൂ. ഓക്കെ. 3 ക്യാൻസൽ ചെയ്യുമ്പം 4, 1 എന്ന് വരും. 821 41 നോക്കുവാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 20 ആണ്. എന്ന് പറഞ്ഞാൽ 41 × 2 82. പിന്നെ 1 പോകത്തില്ല 0. ഇനി അടുത്തതും പോകത്തില്ല. അപ്പോൾ 20.0 തന്നെയായിരിക്കും വരുന്നത്. 20 × 6 120. That is 120 gram per mole. Second option is the correct answer. 120 gram per mole. Next one. Question number 15. 2% mass by volume percentage solutions of A is isotonic with 8 gram in 200 ml solution of B. Then the ratio of molecular weight of A and B. A, B എന്ന് പറഞ്ഞാൽ 2 സൊല്യൂഷൻ ഇരിക്കുന്നു. രണ്ടും ഐസോട്ടോണിക് ആണ്.
അപ്പോൾ രണ്ടിൻ്റെ ഓസ്മാറ്റിക് പ്രഷർ എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കണം. ഓസ്മാറ്റിക് പ്രഷർ ഈക്വൽ ടു CRT ആണ്. സി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ, ദാറ്റ് ഈസ് മൊളാരിറ്റി ഉണ്ട്. അപ്പോൾ രണ്ട് സൊല്യൂഷനെയും മൊളാരിറ്റി ഇക്വേറ്റ് ചെയ്താൽ മതി. ഇത് രണ്ടും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുമല്ലോ. അപ്പോൾ മൊളാരിറ്റി ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ മൊളാരിറ്റിയുടെ ഫോർമുല നമുക്കറിയാം, M ഈക്വൽ ടു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു B ഇൻ മില്ലി ലിറ്റർ. ഇതാണ് മൊളാരിറ്റി കണ്ട ഫോർമുല. സിയുടെ എക്സ്പാൻഷൻ. ആറും ടിയും കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അപ്പോൾ എയുടെയും ബിയുടെയും മൊളാരിറ്റി ഇക്വേറ്റ് ചെയ്താൽ മതി. ഇവിടെ എ 2%, 2% മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 2 ഗ്രാം 100 ml ഇരിക്കുക. അപ്പോൾ WB 2 ആണ് ഇൻറ്റു 1000 100 ml ആണ് ഇരിക്കുക. ഇനി മോളാർ മാസ് ഓഫ് എ ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ സൊല്യൂട്ട് എന്നുള്ള രീതിയാണ് MB എന്ന് എഴുതുന്നത്. ഇവിടെ എയും ബിയും അപ്പോൾ MA എന്ന് തന്നെ എഴുതുക. അതാണ് കണ്ടുപിടിക്കേണ്ട അതിൻ്റെ റേഷ്യോ. ഈക്വൽ ടു ബിയുടെ മൊളാരിറ്റി ഇക്വേറ്റ് ചെയ്യണം. ബി ദാറ്റ് ഈസ് 8 ഗ്രാം 200 ml ആണ് ഇരിക്കുന്നത്. അപ്പോൾ 8 ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 200 ml ആണ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് മോളാർ മാസ് ഓഫ് ബി MB. ഇനി MA ബൈ MB കണ്ടുപിടിച്ചാൽ മതി. MA ബൈ MB ഈക്വൽ ടു, നോക്കിയേ, ഈ 1000 ക്യാൻസൽ ചെയ്യാം. ഈ 100ഉം 200ഉം ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാം. ഈ 2ഉം ഇതും ക്യാൻസൽ ചെയ്ത് 4 എന്ന് എഴുതാം. ഇതും ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ MA ബൈ MB ഈക്വൽ ടു, ഇവിടെ 1 ആണുള്ളത്, 1, ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ 2, 1:2 എന്ന് വരും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 1:2. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 60. If elevation in boiling point of 0.01 molal solution of a non-electrolyte is 0.05 Kelvin, the molal elevation constant of the solvent is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഡെൽറ്റ TB ഈക്വൽ ടു KB ഇൻറ്റു M ആണ്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് തന്നിട്ടുണ്ട് 0.05 ആണ്. KB യുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊലാലിറ്റിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 0.01 ആണ്. അപ്പോൾ KB ഈക്വൽ ടു 0.05 divided by 0.01, that is 5. That is second option is the correct answer. Okay, next one. Question number 17. A solute forms a dimer when dissolved in a solvent. The Van der Waals factor I for the solute will be. Association case, in case of association case, Van der Waals factor കണ്ടുപിടിക്കുന്ന ഫോർമുല I equal to 1 by N ആണ്. എന്നു പറഞ്ഞാൽ ഡൈമർ ആണെങ്കിൽ 2 എന്ന് എഴുതണം, ട്രൈമർ ആണെങ്കിൽ 3 എന്ന് എഴുതണം, ടെട്രാമർ ആണെങ്കിൽ 4 എന്ന് എഴുതണം. അപ്പോൾ ഇവിടെ I ഈക്വൽ ടു 1 ബൈ ഡൈമർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ N പകരം 2 ആണ്. N ഈക്വൽ ടു 2 ഡൈമർ ആയത് കാരണം. അപ്പോൾ 1 by 2 ദർ ഈസ് 0.5. അതിൻ്റെ ആൻസർ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.5. തേർഡ് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 18. ഫോർ എ നോൺ ഐഡിയൽ സൊല്യൂഷൻ ഷോയിങ് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ AB ഇൻട്രാക്ഷൻ AA-BB ഇൻട്രാക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കണം? ഐഡിയൽ സൊല്യൂഷനിൽ AB ഇൻട്രാക്ഷനും AA-BB ഇൻട്രാക്ഷനും സിമിലർ ആയിരിക്കും. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതാണ് നമുക്ക് വേണ്ടത്. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കണമെങ്കിൽ എപ്പോഴും AB ഇൻട്രാക്ഷൻ പ്യുവർ AA പ്യുവർ BB ഇൻട്രാക്ഷനേക്കാളും കൂടുതലായിരിക്കും. അങ്ങനെ കൂടുതലായിരുന്നാൽ മാത്രമേ നമുക്ക് വേപ്പറൈസ് ആകുന്ന ടെൻഡൻസി കുറയത്തുള്ളൂ. അപ്പോൾ റവോൾസിലായിരുന്നു പ്രതീക്ഷിക്കുന്ന അത്ര വേപ്പർ പ്രഷർ കിട്ടത്തില്ല, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കും. സോ AB ഇൻട്രാക്ഷൻസ് ആർ ഗ്രേറ്റർ ദാൻ AA ആൻഡ് BB ഇൻട്രാക്ഷൻ. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 19. The relative lowering of vapor pressure of a solution containing non-volatile solute is. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ കണ്ടെയ്നിങ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് P0A minus PA divided by P0A, that is equal to chi B, mole fraction of solute. That is equal to mole fraction of solute, equal to the mole fraction of solute. That is statement ആണ്. Theory question. Next one, question number 20. The partial pressure of nitrogen in air is 0.76 atmosphere and its Henry's law constant is 7.6 into 10 raised to 4 atmosphere at 300 Kelvin. What is the mole fraction of N2 in the solution obtained when air is bubbled through water at 300 Kelvin? ഇവിടെ ഹെൻറീസ് ലോ കോൺസ്റ്റന്റ്, ഹെൻറീസ് ലോ അതിനെ ബേസ് ചെയ്തുള്ള ഇതാണ് P equal to KH into chi. ഇതാണ് ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ. പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ ഇൻ എയർ 0.76. ഹെൻറീസ് ലോ കോൺസ്റ്റന്റ് that is 7.6 into 10 raised to 4.
What is the mole fraction of nitrogen? Mole fraction Chi equal to 0.76 divided by 7.6 into 10 raised to 4. That is 10. 10 raised to 5. Mole 10 raised to minus 5. That is 1 into 10 raised to minus 5. That is third option is the correct answer. Next one. Question number 21. The volume of water to be added to 100 centimeter cube of 0.5 molar sulfuric acid to get decimolar concentration. That is molarity on dilution. Molarity on dilution the formula is V1M1 equal to V2M2. Initial volume is 100 centimeter cube. Initial molarity is 0.5 molar. We can calculate the final volume. Final molarity is decimolar. Decimolar means 0.1 molar. Decimolar means 0.1 molar. That is V2 we get 100 into 0.5 divided by 0.1. That is 500. It is the final volume. Here we can calculate the volume of water added. That is volume of water equal to final volume, that is 500 minus initial volume 100. That is 400 centimeter cube is the correct answer. So fourth option is the correct answer. Okay, next one. Question number 22. Concentrated nitric acid is 70% by mass. The volume of the solution which contains 17.5 gram HNO3 is nearly. The density of concentrated HNO3 solution is 1.25 gram per cc. That is 70% by mass concentrated nitric acid solution. 70% by mass. That means 70 gram nitric acid is present in 100 gram solution. This is the mass percentage. Mass percentage meaning is 70% mass 70 gram HNO3 100 gram solution. The volume of this solution which contains 17.5 gram HNO3 is nearly 17.5 gram HNO3 varanangil solution weight x gram nokkiya. Appo x into 70 equal to 100 into 17.5. That is x equal to 100 into 17.5 divided by 70. This is mass of solution. നമുക്ക് വേണ്ടത് വോളിയം ഓഫ് സൊല്യൂഷൻ ആണ് വേണ്ടത്. മാസ് അറിയുവാണെങ്കിൽ വോളിയം കണ്ടുപിടിക്കാൻ എന്തോ ചെയ്താൽ മതി, മാസ് ബൈ ഡെൻസിറ്റി. ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ വോളിയം ഓഫ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഈ മാസിന് ഇത് മാസ് ഓഫ് സൊല്യൂഷനാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ എന്തോന്ന് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഡെൻസിറ്റി ദാറ്റ് ഈസ് 1.25. ഓക്കെ, 175 വരും. 7 ഇൻറ്റു 1.25 അല്ലെങ്കിൽ 1.25 മാറ്റിയിട്ട് നമുക്ക് 2 0 ഇട്ടിട്ട് 125 നേടാം. ഇനി 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 2 5. ഇത് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 3 5 0 0. 7 കൊണ്ട് ഇതിനൊക്കെ ക്യാൻസൽ ചെയ്യുമ്പം 5 0 0. 25 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പം 2 0. ദാറ്റ് ഈസ് 20 ml. Fourth option is the correct answer. Next one. Which of the following statement is correct? 1 molar solution contains 1 mole of solute per 1000 ml of solvent. That is wrong. That's wrong. 1 molar solution contains 1 mole of solute per 1000 gram of solution. That is also wrong. Molality. Third one, 1 molar solution contains 1 equivalent of solute per 1000 gram of solvent. That is also wrong. 1 molar solution contains 1 mole of solute per 1000 gram of solvent. That is the correct answer. Molality is the only one concentration term. That is amount of number of moles of solute present in particular amount of solvent. Solvent, particular amount of solvent present ആയിരിക്കുന്ന ഒരു സൊല്യൂട്ടിൻ്റെ എമൗണ്ടിനെ പറയുന്ന, ദാറ്റ് ഈസ് സോൾവെൻറ്റിൻ്റെ ഇത് വെയിറ്റിൽ വേണം പറയേണ്ടത്. ഇവിടെ സോൾവെൻറ്റ് വോളിയമിൽ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് കറക്റ്റ് ആവാത്തത്. സോ ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് മൊലാലിറ്റി. അത്രയേ ഉള്ളൂ. Question number 24. Two liquids A and B have vapor pressures in the ratio P0A is to P0B, that is 1:3 at a certain temperature. Assume A and B form an ideal solution.
and the ratio of mole fractions of A to B in the vapor phase is 4:3. Then the mole fraction of B in the solution at the same temperature. രണ്ട് സൊല്യൂഷൻ എയും ബിയും ഐഡിയൽ സൊല്യൂഷൻ ഫോം ചെയ്യും. P0A is to P0B തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 1:3. അതുപോലെ വേപ്പർ ഫേസിലെ മോൾ ഫ്രാക്ഷൻ്റെ റേഷ്യോ YA is to YB തന്നിട്ടുണ്ട്, ദറ്റ് ഈസ് 4:3. മോൾ ഫ്രാക്ഷൻ ഓഫ് ബി ഇൻ ദി സൊല്യൂഷൻ കൈ ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. വേപ്പർ ഫേസിലെ ഒരു കമ്പോണൻറ്റിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ടാകും. മോൾ ഫ്രാക്ഷൻ ഓഫ് എ ഇൻ വേപ്പർ ഫേസ് ഈക്വൽ ടു PA by P total, that is P0A into chi A divided by P total. ഇതാണ്. Similarly, mole fraction of B in vapor phase equal to PB, that is P0B into chi B divided by P total. ആണല്ലോ. This is 1, this is 2. 1/2 എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. YA by YB, there is mole fraction of A and mole fraction of B in vapor equal to P total cancel ചെയ്ത് പോകും. P0A into chi A divided by P0B into chi B. YA is to YB അതാണ് തന്നിട്ടുള്ളത് 4/3 equal to P0A is to P0B തന്നിട്ടുണ്ട് 1/3. chi B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ chi Aക്ക് പകരം 1 minus chi A ഇടുക, chi B ഇടുക. chi Aക്ക് പകരം 1 minus chi B, ഇത് chi B. ഓക്കെ, ഇത് സോൾവ് ചെയ്താൽ മതി, ആൻസർ കിട്ടും. ദാറ്റ് ഈസ് 3 ക്യാൻസൽ ചെയ്യാം. 4 chi B ഈക്വൽ ടു 1 minus chi B, ദാറ്റ് ഈസ് 5 chi B ഈക്വൽ ടു 1. chi B ഈക്വൽ ടു 1/5, ദാറ്റ് ഈസ് സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, question number 25. HCl solutions in A and B alone have concentrations 5 molar and 2 molar respectively. The volumes of solution A and B required to make 1 liter of a 4 molar HCl solution A and B together will be. രണ്ട് HCl solution ഇരിക്കുന്നു, ഒന്ന് A ഒന്ന് B. ഒന്ന് 5 molar ഒന്ന് 2 molar. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് 1 ലിറ്റർ 4 molar HCl ഉണ്ടാക്കണം. എയിലിരുന്ന് എത്ര വോളിയം എടുക്കണം, ബിയിലിരുന്ന് എത്ര വോളിയം എടുക്കണം, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. മൊളാരിറ്റി ഓൺ മിക്സിംഗ് അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. മൊളാരിറ്റി ഓൺ മിക്സിംഗ് M ഈക്വൽ ടു V1 M1 പ്ലസ് V2 M2 ഡിവൈഡഡ് ബൈ V1 പ്ലസ് V2, അല്ലെങ്കിൽ V3 M3 എന്ന് വേണമെങ്കിൽ പഠിക്കാം, എല്ലാം കണക്കായിരുന്നു. റിസൾട്ടിംഗ് സൊല്യൂഷൻ്റെ മൊളാരിറ്റി തന്നിട്ടുണ്ട് 4. V1 അറിയത്തില്ല, M1 അറിയാം 5, V2 അറിയത്തില്ല. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, V1 പ്ലസ് V2 1 ലിറ്റർ ആണ്. അപ്പോൾ V2ന് പകരം 1 മൈനസ് V1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. M2 2 മോളാർ, V1 പ്ലസ് V2 ഈക്വൽ ടു ടോട്ടൽ വോളിയം 1 ലിറ്റർ. ദാറ്റ് ഈസ് സോൾവ് ചെയ്താൽ V1 കിട്ടും, അതിൽ നിന്ന് V2 കണ്ടുപിടിക്കാം. 4 ഈക്വൽ ടു 5V1 പ്ലസ് 2 മൈനസ് 2V1, 5V1 മൈനസ് 2V1 3V1, 3V1 ഈക്വൽ ടു 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 4 മൈനസ് 2 2, ദാറ്റ് ഈസ് V1 ഈക്വൽ ടു 2/3. അപ്പോൾ V2 എന്ന് പറഞ്ഞാൽ 1 മൈനസ് 2/3, ദാറ്റ് ഈസ് 1/3. 2/3 ലിറ്ററും 1/3 ലിറ്ററും. 2/3 ലിറ്റർ ഓഫ് എ, V1 എന്ന് പറഞ്ഞാൽ എ ആണ്, V2 എന്ന് പറഞ്ഞാൽ 1/3 ലിറ്റർ, അതും തിരിഞ്ഞു പോകരുത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, 2/3 ലിറ്റർ ഓഫ് എ പ്ലസ് 1/3 ലിറ്റർ ഓഫ് ബി. ഓക്കെ, നെക്സ്റ്റ് വൺ, question number 26. Freezing point of an aqueous solution is minus 0.186 degrees Celsius. If the values of Kb and Kf of water are respectively 0.52 Kelvin kilogram per mole and 1.86 Kelvin kilogram per mole, then the elevation in boiling point of the solution in Kelvin is. Elevation boiling point delta Tb equal to Kb into M. Depression of freezing point delta Tf equal to Kf into M. ഫസ്റ്റ് വണ്ണിനെ സെക്കൻഡ് വൺ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഫോർമുല കിട്ടും, Kb/Kf. M ക്യാൻസൽ ആയിപ്പോൾ. ഇവിടെ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റിന് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് ആൻ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ വാട്ടറിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് ഇത്രയും കുറയുന്നു. ഇപ്പോൾ 0-ലിരുന്ന് ഇത്രയും കുറയുക എന്ന് പറഞ്ഞാൽ 0.186, അത് തന്നെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 0.186. ഇത് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് അക്വസ് സൊല്യൂഷനാണ് തന്നിട്ടുള്ളത് -0.186, 0-ലിരുന്ന് കുറയുന്നു.
അപ്പോൾ 0-ൽ നിന്ന് എത്ര കുറയുന്നു? 0.186 കുറയുന്നു. അത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. കെ ബിയുടെയും കെ എഫിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. കെ ബി 0.52, കെ എഫിൻ്റെ വാല്യൂ 1.86. ഇത് ചെയ്താൽ മതി, ഡെൽറ്റ ടി ബി കിട്ടും. ഇതിൻ്റെ 10 ടൈംസ് ആണ് ഇത്. സോ 10 കൊണ്ട് ഇവിടെ ഇപ്പം 0.052 എന്ന് കിട്ടും. അത് തന്നെ ഡെൽറ്റ ടി ബി. നമുക്ക് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് തന്നെ ചോദിച്ചിട്ടുള്ളത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 0.052. ബോയിലിംഗ് പോയിന്റ് ആണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് കൂടെ ആഡ് ചെയ്ത് വേണം എഴുതേണ്ടത്. പക്ഷേ നമുക്ക് തന്നിരിക്കുന്ന ഫ്രീസിംഗ് പോയിന്റ് ആണ്, സൊല്യൂഷനാണ് തന്നിട്ടുള്ളത്. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്, മൈനസ് ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 27. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് ആൻ അക്വ സൊല്യൂഷൻ ഓഫ് 0.2 മോളാർ Al2SO4 thrice, Kb 0.52, assuming 100% dissociation. Boiling point delta TB equal to, ഇവിടെ ഒരു ഇലക്ട്രോലൈറ്റ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ വാൻ ഡു ഫാക്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഫോർമുല വേണം എഴുതേണ്ടത്. I into Kb into M. I Al2SO4 thrice, assuming complete dissociation. Al2SO4 thrice dissociation ആകുമ്പം 2Al3 പ്ലസും 3SO4 2 മൈനസും ആണ് ഉണ്ടാകും. നമ്പർ ഓഫ് അയൺസ് 5. സോ ഐയുടെ വാല്യൂ 100% ആകുമ്പോൾ I equal to N 5 ഇൻറ്റു കെ ബിയുടെ വാല്യൂ 0.52, മൊലാലിറ്റി 0.2, ദറ്റ് ഈസ് 5 into 0.2 1, ദറ്റ് ഈസ് 0.52 എന്ന് വരും. നമുക്ക് ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷനാണ് വേണ്ടത്. ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ ഈക്വൽ ടു T0B പ്ലസ് ഡെൽറ്റ ടി ബി ആണ്. ബോയിലിംഗ് പോയിന്റ് ഓഫ് അക്വ സൊല്യൂഷൻ ആണ് വാട്ടർ 373 പ്ലസ് 0.52, 373.52 കെൽവിൻ. ദാറ്റ് ഈസ് തേർഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഇവിടെ 373യുടെ കൂടെ അതിന് ചേർത്ത് എഴുതിയിട്ടുണ്ട്. നമ്മൾ കൃത്യമായിട്ട് 373.15 എന്നും വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നോക്കി അറിയാം. 0.52നേക്കാളും മുകളിൽ വരുന്ന ഇത് 0.0052 കുറവാണ്, ഇതെല്ലാം കുറവാണ്. സോ അത് തന്നെ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ, ദ പെർസെൻറ്റേജ് കോമ്പോസിഷൻ ഓഫ് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ്. 2 മോളാർ അക്വ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. 2 മോളാർ അക്വ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. 2 മോളാർ അക്വ സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസന്റ് ഇൻ 1 ലിറ്റർ ഓഫ് സൊല്യൂഷൻ. അപ്പോൾ 2 മോളാർ അക്വ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലിറ്റർ സൊല്യൂഷനിൽ 2 മോൾ ഗ്ലൂക്കോസ് ഇരിക്കുന്നു. 1 ലിറ്റർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ 1000 ml സൊല്യൂഷൻ. 1000 ml സൊല്യൂഷനിൽ 2 മോൾ ഗ്ലൂക്കോസ് ഇരിക്കും. 1 മോൾ ഗ്ലൂക്കോസിൻ്റെ മോളാർ മാസ് 180 ആണ്. C6H12O6 ഇതാണ് ഗ്ലൂക്കോസ്. ഇതിൻ്റെ മോളാർ മാസ് 180 ആണ്. അറ്റോമിക് മാസുകൾ ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും. അപ്പം മോളാർ മാസ് 180, 1 മോളിൻ്റെ ആണ്. അപ്പം 2 മോളിൻ്റെ എന്ന് പറഞ്ഞാൽ 2 into 180 ഗ്രാം ഗ്ലൂക്കോസ് എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1000 ml സൊല്യൂഷനിൽ 1000 ml സൊല്യൂഷനിൽ 360 ഗ്രാം ഗ്ലൂക്കോസ് ഇരിക്കുന്നു അല്ലേ. നമുക്ക് മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് ആണ് വേണ്ടത്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്. മാസ് ബൈ വോളിയം പെർസെൻറ്റേജ് മീൻസ് amount of solute present in 100 ml solution. അപ്പോൾ 1000 ml solution 360 gram, 100 ml solution contains x gram. That is x is the correct answer. 100 ml എത്ര ഇരിക്കണം കണ്ടുപിടിച്ചാൽ പോരെ. അപ്പോൾ 1000 into x equal to 360 into 100. x equal to 360 into 100 divided by 1000. 36. So the answer is 36. Next one. Question number 29. The Van der factor I for an aqueous solution of barium chloride is 2.8. Its degree of dissociation is. Barium chloride on dissociation yield 1 Ba2 plus ion and 2 Cl minus ion. So the number of ions is 3. 1 cation and 2 anion. There is a relationship between Van der factor and degree of dissociation. The relationship is alpha equal to I minus 1 divided by N minus 1. I, that is 2.8 minus 1 divided by N 3 minus 1. That is 1.8 divided by 2. That is 0.9. That is degree of dissociation. Correct answer is third option, 0.9. Next one. Question number 30. Among the following, a method to convert sea water into fresh water is.
That is reverse osmosis, a theory question. If നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതലാണെങ്കിൽ റിവേഴ്സ് പ്രോസസ്സിൽ നടക്കും എന്ന് പറഞ്ഞാൽ മോർ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ഇരുന്ന് ലെസ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിലേക്ക് എന്തോ ചെയ്യുന്നു പറഞ്ഞാൽ സോൾവെൻറ്റ് ഫ്ലോ ആകും നെറ്റായിട്ട്. അതിനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ സീ വാട്ടറിനെ ഫ്രഷ് വാട്ടറായിട്ട് മാറ്റാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് എന്തോന്ന് റിവേഴ്സ് ഓസ്മോസിസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 31. Out of molarity and mole fraction, those which are independent of temperature. Temperature independent ആയിട്ട് വരണമെങ്കിൽ വോളിയം ഇല്ലാത്ത കോൺസെൻട്രേഷൻ ടേം ആയിരിക്കണം. That is molarity, number of moles of solute present in 1 kilogram solvent. അവിടെ വോളിയം ഇല്ല. Capital M, molarity, number of moles of solute present in 1 liter of solution. അവിടെ വോളിയം ഉണ്ട്. അപ്പോൾ അത് എന്തോന്നല്ല, ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് അല്ല. And mole fraction എന്ന് പറഞ്ഞാൽ it is the ratio of number of moles of one component to total number of moles of all the components present in the solution. അപ്പോൾ അതും ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ടെമ്പറേച്ചർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്, മൊലാലിറ്റി ആൻഡ് മോൾ ഫ്രാക്ഷൻ. സോ സെക്കൻഡ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് വൺ. Question number 32. In a binary solution containing non-volatile solute, the mole fraction of the solute is 0.2 and the vapor pressure of the solution is 40 millimeter. The vapor pressure of the pure solvent is. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഇരിക്കുന്ന ബൈനറി സൊല്യൂഷനാണ്. റവോൾസ്ലായുടെ രണ്ട് കേസുകളുണ്ട്, ലിക്വിഡ് സൊല്യൂഷനുണ്ട്, അതുപോലെ സോളിഡ് ലിക്വിഡ് സൊല്യൂഷനുണ്ട്. ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഡിസോൾവ് ചെയ്ത് ഉണ്ടാക്കുന്ന സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞാൽ റവോൾസ്ലായുടെ ഇതനുസരിച്ച് പി ടോട്ടൽ ഈക്വൽ ടു അത് പി എ തന്നെ ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ. ഇതാണ് ഫോർമുല. അങ്ങനത്തെ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷറാണ് തന്നിട്ടുള്ളത് 40 ഈക്വൽ ടു P0A കണ്ടുപിടിക്കണം. കൈ എ ഇവിടെ തന്നിരിക്കുന്നത് മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ടാണ് തന്നിട്ടുള്ളത് 0.2. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെൻറ്റ് ഈക്വൽ ടു 1 മൈനസ് 0.2, ദാറ്റ് ഈസ് 0.8. ദാറ്റ് ഈസ് P0A ഈക്വൽ ടു 40 by 0.8, that is 400 divided by 8, that is 50. So the correct answer is fourth option, 50 millimeter mercury. Okay, next one. Question number 33. The vapor pressure of two liquids P and Q are 80 and 60 torr respectively. The total vapor pressure of solution obtained by mixing 3 mole of P and 2 mole of Q will be. രണ്ട് വോളറ്റൈൽ ലിക്വിഡ് ചേർന്നുണ്ടാകുന്ന ഐഡിയൽ സൊല്യൂഷൻ്റെ റവോൾസ് ലോ അനുസരിച്ച് ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P total equal to P0A into chi A plus P0B into chi B. That is P0A, that is 80 എന്ന് പറഞ്ഞാൽ P എന്ന് പറയുന്നത് A എന്നും Q എന്ന് പറയുന്നത് B ആയിട്ട് എടുക്കുന്നു നമ്മൾ 80. That is 3 mole of P, number of moles of A, that is P എന്ന് പറയുന്നത് 3, number of moles of B, that is Q എന്ന് പറയുന്നത് 2. So mole fraction of A എന്ന് പറഞ്ഞാൽ 3/5 ആണ്, പ്ലസ് P0Bയുടെ വാല്യൂ 60, മോൾ ഫ്രാക്ഷൻ ഓഫ് ബി എന്ന് പറഞ്ഞാൽ 2/5 ആണ്. ദാറ്റ് ഈസ് 16 into 3, 12 into 2, 16 into 3 48 plus 12 into 2 24, that is 272 torr. First option is the correct answer. Next one. Question number 34. At a given temperature, the vapor pressure in millimeter of mercury of a solution of two volatile liquids A and B is given by the equation. A, B എന്ന് പറഞ്ഞാൽ രണ്ട് വോളറ്റൈൽ ലിക്വിഡ് ചേർന്നുണ്ടാകുന്ന സൊല്യൂഷൻ്റെ ടോട്ടൽ പ്രഷർ കണ്ടുപിടിക്കുന്ന ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. 120 minus 80 chi B. Chi B is the mole fraction of B. Vapor pressures of pure A and B at the same temperature. രണ്ട് വോളറ്റൈൽ ലിക്വിഡ് ചേർന്നുണ്ടാകുന്ന സൊല്യൂഷൻ്റെ ടോട്ടൽ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കുന്ന ഫോർമുല നമുക്കറിയാം, P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ. ഇതിൽ കൈ എക്ക് പകരം 1 മൈനസ് കൈ ബി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി ടോട്ടലിന് പി എന്ന് എഴുതിയിരിക്കുന്നു, 1 മൈനസ് കൈ ബി പ്ലസ് P0B ഇൻറ്റു കൈ ബി. ദാറ്റ് ഈസ് P ഈക്വൽ ടു P0A മൈനസ് P0A ഇൻറ്റു കൈ ബി പ്ലസ് P0B ഇൻറ്റു കൈ ബി. That is P equal to P0A മൈനസ് കൈ ബി പുറത്തെടുക്കും, അപ്പോൾ P0A മൈനസ് P0B എന്ന് വരും. ഓക്കെ, ഇത് രണ്ടും കമ്പയർ ചെയ്യും, ഇതും ഇതും.
അപ്പോൾ അതിൽ P0Aയുടെ വാല്യൂ 120 അല്ലേ, 120 മൈനസ് കൈ ബി. P0A മൈനസ് P0B എന്ന് പറയുന്നത് 80 എന്ന് വരും. 80 അല്ലേ, 80. ഇതിൽ P0Aക്ക് പകരം 120 ഇട്ട് കഴിഞ്ഞാൽ P0B ഈക്വൽ ടു 120 മൈനസ് 80, 40 വരും. സോ 120 and 40 is the correct answer. 120 and 40. Third option is the correct answer. Okay. Next one. Question number 35. KH value for argon, carbon dioxide, HCHO and methane are 40.39, 1.67, 1.83 into 10 raised to minus 5 and 0.413 respectively. Arrange these gases in the order of their increasing solubility. KHന്റെ വാല്യൂ, ഹെൻറീസ് ലോ കോൺസ്റ്റന്റിന്റെ വാല്യൂ തന്നിട്ടുണ്ട്, സോലുബിലിറ്റിയുടെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാൻ പറയുന്നു. ഹയർ ദ വാല്യൂ ഓഫ് KH, ലോവർ ഈസ് ദ സോലുബിലിറ്റി. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഹയർ ദ വാല്യൂ ഓഫ് KH, ലോവർ ഈസ് ദ സോലുബിലിറ്റി. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നതിൽ ഏറ്റവും KHന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് ഓർഗനാണ്, 40.39. അപ്പോൾ അതിനാണ് സോലുബിലിറ്റി തീരെ കുറവ്. അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ KHന്റെ വാല്യൂ ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഈസ് 1.67. അപ്പോൾ അടുത്തത് ഇതാണ് സോലുബിലിറ്റി ഉള്ളത്. അടുത്ത് നോക്കുകയാണെങ്കിൽ മീഥേനാണ്, ദാറ്റ് ഈസ് 0.413 മീഥേൻ. ഏറ്റവും KHന്റെ വാല്യൂ കുറവുള്ളത് ഫോർമാൽഡിഹൈഡ്, 1.83 into 10 raised to minus 5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഫോർമാൽഡിഹൈഡിന് ഏറ്റവും സോലുബിലിറ്റി കൂടുതലായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമ്മളെ ക്വസ്റ്റ്യനിലില്ല. അവിടെ ഈ ഫോർത്ത് ഓപ്ഷനിൽ മീഥേനും കാർബൺ ഡൈ ഓക്സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രിൻറ്റിംഗ് മിസ്റ്റേക്കിൽ തിരിഞ്ഞു പോയി. സോ ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ ഇല്ല. നമ്മൾ ഈ ക്വസ്റ്റ്യൻ വാല്യുവേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ് കറക്റ്റ് ആൻസർ. അതാണ് നിങ്ങൾക്ക് തന്ന ആൻസർക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ സ്റ്റാർ ആയിരിക്കും ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ ഇതാണ്. നമ്മൾ ഓപ്ഷനിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കാരണം ഫോർത്ത് ഓപ്ഷനാണ് വരേണ്ടതായിരുന്നു. അത് കാർബൺ ഡൈ ഓക്സൈഡ് മീഥേനും പ്രിൻറ്റിംഗ് മിസ്റ്റേക്കിൽ ഇതായിപ്പോയി. സോ ഈ ക്വസ്റ്റ്യൻ നമ്മളെ വാല്യുവേഷനിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 36. The relative lowering of vapor pressure of a solution containing 30 gram urea dissolved in 450 gram water. Relative lowering of vapor pressure of a solution containing non-volatile solute is equal to mole fraction of solute. അപ്പോൾ അതിനെ നമ്മൾ NB ഡിവൈഡഡ് ബൈ NA പ്ലസ് NB എന്ന് എഴുതും. വളരെ ഡയലൂട്ട് സൊല്യൂഷൻ ആകുമ്പം NB ബൈ NA ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ. ഇവിടെ NB എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ദാറ്റ് ഈസ് 30 gram യൂറിയ, 30 ഡിവൈഡഡ് ബൈ യൂറിയയുടെ മോളാർ മാസ് 60 ആണ്. NH2CO NH2 യൂറിയ മോളാർ മാസ് 60 ആണ്. അപ്പോൾ 30 gram നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഗിവൺ മാസിന് മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് സോൾവൻ 450 gram വാട്ടർ, 450 ഡിവൈഡഡ് ബൈ വാട്ടർ 18 ആണ് മോളാർ മാസ്, ദാറ്റ് ഈസ് 1/2. അത് നോക്കുകയാണെങ്കിൽ 25. അപ്പം 1/2 0.5 ഡിവൈഡഡ് ബൈ 25 എന്നായിരിക്കും. 0.5 ഡിവൈഡഡ് ബൈ 25, ദാറ്റ് ഈസ് 5 ഡിവൈഡഡ് ബൈ 250, 50. 1/50, that is 0.02. So the correct answer is fourth option. Next one. Equal masses of C6H12O6 and CH3COH are mixed. The mole fraction of acetic acid in the mixture is C6H12O6 and acetic acid are mixed. രണ്ടും ഈക്വൽ മാസാണ് മിക്സ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് ഇതിൻ്റെ മോളാർ മാസ് 180 ആണ്, മോളാർ മാസാണ് 180. അസറ്റിക് ആസിഡ് ഇതിൻ്റെ മോളാർ മാസ് 60 ആണ്. അറ്റോമിക് മാസുകൾ ആഡ് ചെയ്ത് കണ്ടുപിടിക്കുമ്പം കിട്ടും. ഇവിടെ ഈക്വൽ മാസാണ് ആഡ് ചെയ്യുന്നത്. മോൾ ഫ്രാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മോൾ ഫ്രാക്ഷൻ ഓഫ് അസറ്റിക് ആസിഡ് നോക്കുകയാണെങ്കിൽ കൈ എ എന്ന് വയ്ക്കുക, കൈ എ. അപ്പോൾ കൈ എ എന്ന് പറഞ്ഞാൽ NA നമ്പർ ഓഫ് മോൾസ് ഓഫ് എ, ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് ആണ് എടുക്കേണ്ടത്. W/60 എന്ന് പറഞ്ഞാൽ ഈക്വൽ മാസ് W എന്ന് എടുക്കുന്നത്. ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മോൾ ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കേണ്ടത്, അസറ്റിക് ആസിഡ്, അത് എ എന്ന് എടുത്തു. അപ്പം W/60 പ്ലസ് W/180 ഇത് ചെയ്താൽ മതി. W/60 ഡിവൈഡഡ് ബൈ LCM 180, അപ്പോൾ 3W പ്ലസ് W എന്ന് വരും. അപ്പോൾ നോക്കുകയാണെങ്കിൽ W/60
180 divided by 4W. W cancel ആയിപ്പോയി. 3 by 4, that is 0.75 is the correct answer. 0.75. Okay. Next one. Question number 38. What is the effect of the addition of sugar on the boiling and freezing point of water? Sugar addition ചെയ്യുമ്പം boiling point of freezing point of water എന്ത് സംഭവിക്കും? ഷുഗർ ആണ് അഡീഷൻ ചെയ്യുന്നത്. ഷുഗർ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണ്. വാട്ടറിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. ദറ്റ് ഈസ് എലിവേഷൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. അതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബോത്ത് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഇൻക്രീസസ് തെറ്റാണ്. ബോത്ത് ബോയിലിംഗ് പോയിന്റ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ് തെറ്റാണ്. ബോയിലിംഗ് പോയിന്റ് ഡിക്രീസസ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഇൻക്രീസസ് അത് തെറ്റാണ്. ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസസ് ആൻഡ് ഫ്രീസിംഗ് പോയിന്റ് ഡിക്രീസസ്. ദാറ്റ് ഈസ് ഫോർത്ത് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. ഒരു തിയറി ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് വൺ. Question number 39. The relationship between osmotic pressure at 273 Kelvin when 10 gram glucose pi1, 10 gram urea pi2 and 10 gram sucrose pi3 are dissolved in 250 ml water. അവിടെ നമ്മൾ ഡിസോൾവ് ചെയ്യുന്ന വാട്ടറിൻ്റെ വോളിയം സെയിം ആണ്. അപ്പോൾ വാട്ടറിൻ്റെ വോളിയം ഒന്നും നമ്മൾ എടുക്കണ്ട. നമ്മൾ 3 സൊല്യൂട്ടാണ് ആഡ് ചെയ്യുന്നത്. ഒന്ന് നോക്കുകയാണെങ്കിൽ 10 gram ഗ്ലൂക്കോസ്, 10 gram ഗ്ലൂക്കോസ്. 2 10 gram യൂറിയ. 3 10 gram സൂക്രോസ്. ഇതിനെ നമ്മൾ നമ്പർ ഓഫ് മോൾസ് ആക്കണം. 10 ബൈ ഗ്ലൂക്കോസിനത് 180 ആണ് അതിൻ്റെ മോളാർ മാസ്. ഇവിടെ 10 ബൈ യൂറിയയുടെ മോളാർ മാസ് 60 ആണ്. രണ്ടും നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ തന്നെ ഡിസ്കസ് ചെയ്തതാണ്. 10 ബൈ സൂക്രോസ് C12H22O11, C12H22O11 അതാണ് സൂക്രോസിൻ്റെ മോളിക്കുലർ ഫോർമുല എന്ന് പറയുന്നത്. അവിടെ അതിൻ്റെ ഇത് 342 വരും. C342 വരും. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് നമ്മൾ ഇതിൻ്റെ വാല്യൂ ഒന്നും കണക്കാക്കേണ്ട. ഇതിൽ ഏറ്റവും വാല്യൂ കൂടുതലുള്ളത് ആരാണെന്ന് പറഞ്ഞാൽ ഇതാണ് 10/6. ഡിനോമിനേറ്ററിലെ വാല്യൂ കുറയുമ്പോഴാണല്ലോ, ഡിനോമിനേറ്ററിൽ ഇരിക്കുന്നതെല്ലാം സെയിം വാല്യൂ അല്ലേ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആയിരിക്കും ഹയസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പം ഓസ്മാറ്റിക് പ്രഷറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓസ്മാറ്റിക് പ്രഷർ ഈസ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പം കൂടും. ഇത് pi1, ഇത് pi2, ഇത് pi3 ആണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓസ്മാറ്റിക് പ്രഷർ ഏറ്റവും കൂടുതലുള്ളത് pi2നായിരിക്കും. അടുത്തത് ഓസ്മാറ്റിക് പ്രഷർ കൂടുതലുള്ളത് ഇതായിരിക്കും pi1. ഏറ്റവും കുറവ് pi3. ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഏറ്റവും കുറവാണ്, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഇവിടെ മോളാർ മാസ് മാത്രം നോക്കിയാൽ മതി. ഇതൊന്നും എഴുതേണ്ട കാര്യമില്ല. എല്ലാം ഈക്വൽ വെയിറ്റ് ആണ്. 250 ml വാട്ടർ ആകുമ്പം നമ്മൾ മോളാർ മാസ് കുറവായിട്ടുള്ളതിന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലായിരിക്കും. അതാണ് യൂറിയ. അപ്പോൾ അതിന് ഓസ്മാറ്റിക് പ്രഷർ കൂടുതലായിരിക്കും. മോളാർ മാസ് ഏറ്റവും കൂടുതലുള്ള സൂക്രോസ്, അതിന് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറവായിരിക്കും, ഓസ്മാറ്റിക് പ്രഷർ തീരെ കുറവായിരിക്കും. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഫോർത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് വൺ. Question number 40. 31 gram of ethylene glycol C2H6O2 is mixed with 500 gram of solvent. Kf of solvent is 2 Kelvin kilogram per mole. What is the freezing point of the solution in Kelvin? Freezing point of solvent is 273 Kelvin. Depression of freezing point. Delta Tf equal to Kf into Wb into 1000 divided by Mb into W. 31 gram of ethylene glycol. Kf value തന്നിട്ടുണ്ട് 2 Kelvin kilogram. 2. 31 gram of ethylene glycol into 1000. And molar mass തന്നിട്ടുണ്ട് 62. അല്ല, മോളാർ മാസ് C2H6O2 നിന്ന് കണ്ടുപിടിക്കണം. ശരിയാണ്. C2H6O2 62 മോളാർ മാസ് വരും 24 6 32 62 വരും. ഇൻറ്റു WA 500. ഇത് ചെയ്യുമ്പോൾ 2, ഇത് 2, ഈ 2 പോയി. അപ്പം ഡെൽറ്റ TF 2 എന്ന് കിട്ടും. ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിൻ്റ് ആണ് 2. ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സോൾവെൻറ്റ് 273 എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് സൊല്യൂഷനാണ് വേണ്ടത്. ഫ്രീസിംഗ് പോയിൻ്റ് ഓഫ് പ്യുവർ സോൾവെൻറ്റ് ഇരുന്ന് ഡെൽറ്റ TF കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം 273 മൈനസ് 2, ദറ്റ് ഈസ് 271. അതാണ് ആൻസർ. 270. That is second option is the correct answer. Next one. Question number 41. Given below are two statements. One is labeled as assertion A and another is labeled as reason R. Assertion A. The preservation of meat by salting and
fruits by adding sugar is done to protect them from bacterial action. Reason are due to the reverse osmosis. In the light of above statement, choose the correct answer from the options given below. First option, both A and R are true and R is the correct explanation of A. അതല്ല എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്യൂർലി കറക്റ്റ് ആണ്. ദ പ്രിസർവേഷൻ ഓഫ് അസർഷൻ കറക്റ്റ് ആണ്. ദ പ്രിസർവേഷൻ ഓഫ് മീറ്റ് ബൈ സോൾട്ടിങ് ആൻഡ് ഫ്രൂട്ട്സ് ബൈ ആഡിങ് ഷുഗർ ഈസ് ഡൺ ടു പ്രൊട്ടക്ട് ദം ഫ്രം ബാക്ടീരിയൽ ആക്ഷൻ. ബാക്ടീരിയൽ ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ ആഡ് ചെയ്യുന്നത് തന്നെ ശരി തന്നെ. ഓസ്മോസിസ് ആണ് അതിന് കാരണം. എന്തോന്നല്ല, റിവേഴ്സ് ഓസ്മോസിസ് അല്ല. ഓസ്മോസിസ് കാരണം ഈ ബാക്ടീരിയയിൽ ഇരുന്ന് എക്സോ ഓസ്മോസിസ് ആയിട്ട് പുറത്തിരിക്കുന്ന സോൾട്ട് ഷുഗറൊക്കെ വരുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂടുതലാകുമ്പം ഇങ്ങനെ ബാക്ടീരിയയിൽ നിന്ന് ഫ്ലൂയിഡ് പുറത്തേക്ക് എക്സോ ഓസ്മോസിസ് വരെ ആയി ബാക്ടീരിയ ഇതായി പോകും. അങ്ങനെയാണ് നമ്മൾ പ്രിസർവ് ചെയ്യുന്നത്. അത് ഓസ്മോസിസ് ആണ്, എന്തോന്നല്ല, റിവേഴ്സ് ഓസ്മോസിസ് അല്ല. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ അല്ല. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഈസ് നോട്ട് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ. എയും ആറും ട്രൂ ആണ്. അല്ല, ആറ് ട്രൂ അല്ലല്ലോ. അപ്പോൾ തേർഡ് ഓപ്ഷൻ എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫാൾസ്. അതാണ് കറക്റ്റ് ആൻസർ. എ ട്രൂ ആണ്, പക്ഷേ എന്തോന്ന്, ആറ് ഫാൾസ് ആണ്. എന്ന് പറഞ്ഞാൽ അത് റിവേഴ്സ് ഓസ്മോസിസ് അല്ല, ഓസ്മോസിസ് കാരണമാണ് സംഭവിക്കുന്നത്. അപ്പം ഈ ആറെന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് എന്തോന്നാണ്, ഫാൾസ് ആയിട്ടുള്ള ഇതാണ് റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ. If molality of the dilute solution is doubled, the value of molar depression constant Kf will be. ഈ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് കെ എഫ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു സോൾവെൻറ്റിൻ്റെ ഇതാണ്. സോൾവെൻറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓരോ സോൾവെൻറ്റും കെ എഫിൻ്റെ വാല്യൂ മാറും. അവിടെ നമ്മൾ മൊലാലിറ്റി കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഈ മോളാർ എലിവേഷൻ കോൺസ്റ്റൻറ്റോ അല്ലെങ്കിൽ മോളാർ ഡിപ്രഷൻ കോൺസ്റ്റൻറ്റ് കെ ബി കെ എഫ് അതൊന്നും എന്തോന്നും ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. സോ ദ കറക്റ്റ് ആൻസർ ഈസ് അൺചേഞ്ച്ഡ്. അത് ഓരോ സോൾവെൻറ്റിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. മൊലാലിറ്റി ചേഞ്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരിക്കലും എന്തോന്നും ചെയ്യത്തില്ല, ചേഞ്ച് ചെയ്യത്തില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 43. A solution of A and B has a composition of 0.4:0.6, that is mole fraction then. The vapor pressure of A and B are 500 and 200 millimeter mercury respectively at 25 degrees Celsius. If the pressure of the solution is 300 millimeter mercury, it is exhibit T. A, B എന്ന് പറഞ്ഞ രണ്ട് ലിക്വിഡ് ഇരിപ്പുണ്ട്. അതിൻ്റെ കോമ്പോസിഷൻ 0.4:0.6 ആണ്. വേപ്പർ പ്രഷർ ഓഫ് A and B are 500 millimeter mercury and 200 millimeter mercury respectively at 25 degrees Celsius. The pressure of the solution is 300 millimeter of mercury. ഇത് രണ്ടും കൂടെ ചേർന്ന് ഫോം ചെയ്യുന്ന സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ 300 millimeter mercury. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ ഐഡിയൽ ആണോ, പോസിറ്റീവ് ഡീവിയേഷൻ ആണോ, നെഗറ്റീവ് ഡീവിയേഷൻ ആണോ എന്നാണ് ചോദ്യം. അക്കോർഡിംഗ് ടു റവോൾസ് ലോ അനുസരിച്ച് നമ്മൾ ആ സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ കണ്ടുപിടിക്കാം. റവോൾസ് ലോ അനുസരിച്ച് കണ്ടുപിടിക്കുമ്പം പി ടോട്ടൽ ഈക്വൽ ടു P0A ഇൻറ്റു കൈ എ പ്ലസ് P0B ഇൻറ്റു കൈ ബി. P0A 500 ഇൻറ്റു കൈ എ 0.4 പ്ലസ് P0B 200 ഇൻറ്റു കൈ ബി 0.6. ദാറ്റ് ഈസ് 200 പ്ലസ് 6 ഇൻറ്റു 20 120, ദാറ്റ് ഈസ് 320. ഇപ്പോൾ റവോൾസ് ലോ അനുസരിച്ച് 320 millimeter മെർക്കുറിയാണ് വരേണ്ടത്. പക്ഷെ നമുക്ക് യഥാർത്ഥത്തിൽ ആ സൊല്യൂഷൻ കാണിക്കുന്നത് 300 ആണ്. അപ്പോൾ റവോൾസ് ലോ അനുസരിച്ച് വരുന്നതിനേക്കാളും കുറവായിട്ടാണ് ആ സൊല്യൂഷൻ കാണിക്കുന്നത്. സോ ഇറ്റ് ഈസ് നെഗറ്റീവ് ഡിവിയേഷൻ ഫ്രം റവോൾസ് ലോ. നെഗറ്റീവ് ഡിവിയേഷൻ ഫ്രം റവോൾസ് ലോ. ഇതാണ് നമ്മൾ റവോൾസ് ലോ അനുസരിച്ച് കണ്ടുപിടിക്കുന്നത്. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ ആ സൊല്യൂഷൻ കാണിക്കുന്നത് കുറവാണെങ്കിൽ അത് നെഗറ്റീവ് ഡിവിയേഷൻ, കൂടുതലാണെങ്കിൽ പോസിറ്റീവ് ഡിവിയേഷൻ. ഇതിന് ഈക്വൽ ആയിട്ടാണ് സൊല്യൂഷൻ കാണിക്കുന്നതെങ്കിൽ ഐഡിയൽ സൊല്യൂഷൻ. അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. Question number 44. A 0.1 molar aqueous solution of a solute has an elevation in boiling point of 0.078 degrees Celsius. The Van der factor of the solute is. Elevation boiling point ആണ്. അപ്പോൾ ഡെൽറ്റ ടി ബി ഈക്വൽ ടു I ഇൻറ്റു കെ ബി ഇൻറ്റു എം. ഇതാണ് ഫോർമുല. ഡെൽറ്റ ടി ബിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് 0.078. വാൻ ഡർ ഫാക്ടർ കണ്ടുപിടിക്കണം. കെ ബിയുടെ വാല്യൂ അക്വസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വാട്ടറിൻ്റെ കെ ബിയുടെ വാല്യൂ 0.52 ആണ്. മൊലാലിറ്റി 0.1. ദാറ്റ് ഈസ് I ഈക്വൽ ടു 0.078 ഡിവൈഡഡ് ബൈ 0.52 ഇൻറ്റു 0.1. നമ്മൾ പോയിൻ്റൊക്കെ കളയുവാണെങ്കിൽ 78 ഡിവൈഡഡ് ബൈ 52 ഇൻറ്റു 1 എന്ന് വരും. ദാറ്റ് ഈസ്
26 കൊണ്ട് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 3 ഇത് 2 എന്ന് വരും. 3/2 that is 1.5. Van der factor is 1.5. Fourth option is the correct answer. Okay, next one. The last question. Question number 45. Consider 0.1 molar solutions of two solutes X and Y. രണ്ട് solutes X and Y. രണ്ടും 0.1 molar solute. The solute X behaves as a univalent electrolyte. Univalent ആണ്. Univalent എന്ന് പറഞ്ഞാൽ അത് ഒരു പാർട്ടിക്കിളേ ഉള്ളൂ. Univalent electrolyte. While the solute Y dimerizes in solution. Dimerizes ആകുമ്പോൾ ഐയുടെ വാല്യൂ നോക്കുവാണെങ്കിൽ പകുതിയാകും എന്ന് പറഞ്ഞാൽ I equal to 1/n ആണ്. 1/n എന്ന് പറയുമ്പോൾ 1/2 അതാണ്. That is I equal to 0.5. Which of the following statements are correct regarding the solution? അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ളത് എക്സിനാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ളത് എക്സിനാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇവിടെ ഡൈമറൈസേഷൻ ആകുന്നതാണ് കുറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിലാണ് നമ്മൾ ബാക്കിയുള്ളത് നോക്കേണ്ടത്. ദ ബോയിലിംഗ് പോയിന്റ് ഓഫ് സൊല്യൂഷൻ എക്സ് വിൽ ബി ഹയർ ദാൻ ദാറ്റ് ഓഫ് വൈ. ശരിയാണ്. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പം ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യും? കൂടും. ബോയിലിംഗ് പോയിന്റ് ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി അല്ലെങ്കിലും എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് വരുന്ന കാരണം അവിടെ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടി കൂടും. ദാറ്റ് ഈസ് കറക്റ്റ്. ദി ഓസ്മോട്ടിക് പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ വൈ വിൽ ബി ലോവർ ദാൻ ദാറ്റ് ഓഫ് എക്സ്. അതും ശരിയാണ്. ഓസ്മോട്ടിക് പ്രഷർ ക്വാളിറ്റേറ്റീവ് പ്രോപ്പർട്ടിയാണ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുമ്പോൾ കൂടും, നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കുറയുമ്പോൾ കുറയും. അപ്പോൾ വൈയുടെ ഓസ്മോട്ടിക് പ്രഷർ എക്സിനേക്കാളും കുറവെന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഓൾസോ കറക്റ്റ്. തേർഡ് വൺ, the freezing point of the solution X will be lower than that of Y. That is also correct. Freezing point number of particles കൂടുമ്പോൾ കുറയുവാണ് ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ ഫ്രീസിംഗ് പോയിന്റ് വൈനേക്കാളും കുറവായിരിക്കും. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. The freezing point of X will be lower than that of Y. That is also correct. The last one statement, the relative lowering of vapor pressure of both the solution will be same. അത് ഒരിക്കലും അല്ല. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഡിഫറൻ്റ് ആണെങ്കിൽ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഒരിക്കലും സെയിം ആകാൻ പറ്റത്തില്ല. അപ്പം സ്റ്റേറ്റ്മെൻറ്റ് ഡി റോങ് ആണ്. മറ്റെല്ലാം കറക്റ്റ് ആണ്. എ ബി സി ആർ ദ കറക്റ്റ് വൺ. എ ബി ആൻഡ് സി. ദാറ്റ് ഈസ് ഫസ്റ്റ് ഓപ്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇത്രയാണ് ഈ കെമിസ്ട്രി ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ അത് ഫിസിക്കൽ കെമിസ്ട്രി ആയത് കാരണമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലവണ്ണം സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഗുഡ് ഈവനിങ് ടു ഓൾ. നമ്മളിന്ന് സിയോട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബോട്ടണി ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ് ഇൻ ആൻ ആൻജിയോസ്പെർമിക് എംബ്രിയോ സാക്ക്? എംബ്രിയോ സാക്കിനകത്തുള്ള ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ, brings about opening of the pollen tube. Second option, guide the pollen tube into a synergid. Third option, prevent entry of more than one pollen tube into a synergid. Fourth one, none of this. അപ്പോൾ നമ്മൾ ഇവിടെ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു ആൻജിയോസ്പേംസിൻ്റെ കേസിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് അല്ലെങ്കിൽ എംബ്രിയോ സാക്ക് എടുക്കുകയാണെങ്കിൽ, ആൻജിയോസ്പേംസിൻ്റെ കേസിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓവ്യൂളിൻ്റെ മൈക്രോപൈലാർ റീജിയനിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന 3 സെല്ലുകൾ നമ്മൾ പറഞ്ഞു എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു അല്ലേ. ആ സെൽസിൻ്റെ ഓർഗനൈസേഷൻ നമ്മൾ നോക്കുമ്പോൾ മൈക്രോപൈലാർ റീജിയനിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള 3 സെല്ലുകൾ എന്തായിട്ട് മാറും? എഗ് അപ്പാരറ്റസ് ആയിട്ട് മാറുമെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു എഗ് അപ്പാരറ്റസ് എടുക്കുകയാണെങ്കിൽ, എഗ് അപ്പാരറ്റസ് എടുക്കുമ്പോൾ എഗ് അപ്പാരറ്റസിൻ്റെ സെൻട്രലായിട്ട് ഒരു സിംഗിൾ എഗ് സെല്ല്, എഗ് അപ്പാരറ്റസിനകത്ത് ഒരു സിംഗിൾ എഗ് സെല്ലുണ്ട്. സെൻട്രലായിട്ടാണ് ആ സിംഗിൾ എഗ് സെല്ല് കാണുന്നത്. എഗ് സെല്ലിൻ്റെ പ്ലോയിഡി എന്ന് പറയുന്നത് ഹാപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ്. അതുപോലെ തന്നെ ആ എഗ് സെല്ലിൻ്റെ 2 സൈഡിലായിട്ട് 2 സിനർജിഡ് സെൽസ് ഉണ്ട് അല്ലേ.
സിനർജിഡ് സെൽസ്. ഇപ്പോൾ എഗ് അപ്പാരറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു സിംഗിൾ എഗ് സെല്ല് കാണും, അതുപോലെ തന്നെ 2 സിനർജിഡ് സെൽസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ഈ സിനർജിഡ് സെൽസിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. ഈ സിനർജിഡ് സെൽസിൻ്റെ അകത്ത് സിനർജിഡ് സെല്ലിൻ്റെ മൈക്രോപൈലാർ റീജിയനിൽ ഒരു സ്പെഷ്യൽ തിക്കനിങ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സിനർജിഡ് സെൽസിൻ്റെ മൈക്രോപൈലാർ റീജിയനിൽ ഒരു തിക്കനിങ് ഉണ്ട്. ആ തിക്കനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഫിലിഫോം അപ്പാരറ്റസ്. എന്താണ് ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫങ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പോളൻ ട്യൂബിന് പോളിനേഷൻ നടന്നു, പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും, സ്റ്റിഗ്മയിൽ പോളൻ ജെർമിനേഷൻ നടക്കും. ജെർമിനേഷൻ നടന്നതിന് ശേഷം പോളൻ ട്യൂബ് ഉണ്ടാകും. പോളൻ ട്യൂബ് ജേം പോർ വഴി പോളൻ ഗ്രെയിനിൽ നിന്ന് പുറത്തേക്ക് വരും. ആ ജേം ട്യൂബ് അല്ലെങ്കിൽ ആ പോളൻ ട്യൂബിനകത്തേക്ക് പോളൻ ഗ്രെയിനകത്തുള്ള മെയിൽ ഗാമേറ്റ്, മെയിൽ സെൽസുകൾ മൈഗ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പോളൻ ട്യൂബ് ആ സ്റ്റിഗ്മ വഴി, സ്റ്റൈൽ വഴി ഓവറിക്കകത്തുള്ള ഓവ്യൂളുടെ മൈക്രോപൈലാർ റീജിയൻ വഴി അകത്തേക്ക് വരുമെന്ന് പറഞ്ഞു. ആ വരുന്ന പോളൻ ട്യൂബിന് സിനർജിഡ് സെൽസിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഫങ്ഷനാണ് ആർക്കുള്ളത്? ഫിലിഫോം അപ്പാരറ്റസിനുള്ളത്. അപ്പോൾ നമുക്കറിയാം, വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്? എന്താണ്? ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു എ സിനർജിഡ്സ്. ഏതെങ്കിലും ഒരു സിനർജിഡ് സെല്ലിലേക്കായിരിക്കും ആര് വരുന്നത്? പോളൻ ട്യൂബ് എൻട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആ അകത്തേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനർജിഡ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്കായിരിക്കും ആ മെയിൽ ഗാമേറ്റിന് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ആ പോളൻ ട്യൂബിന് ആ സിനർജിഡ് സെൽസിലേക്ക്, ഏതെങ്കിലും ഒരു സിനർജിഡ് സെൽസിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഫങ്ഷനാണ് ആർക്കുള്ളത്? ഫിലിഫോം അപ്പാരറ്റസിനുള്ളത്. സോ ആൻസർ, ഗൈഡ് ദ പോളൻ ട്യൂബ് ഇൻ ടു എ സിനർജിഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബോത്ത് ചാസ്മോഗാമസ് ആൻഡ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ. നമ്മൾ പോളിനേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? പോളിനേഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, ആൻജിയോസ്പോംസ് ഓർ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിനകത്തും മെയിൽ ഗാമേറ്റ് പോളൻ ഗ്രെയിനിലും, അതുപോലെ തന്നെ ഫീമെയിൽ ഗാമേറ്റ് എംബ്രിയോ സാക്കിലും ഫോം ചെയ്യും. ഫീമെയിൽ ഗാമേറ്റ് എവിടെ ഫോം ചെയ്യും? ഫീമെയിൽ ഗാമേറ്റ് എംബ്രിയോ സാക്കിനകത്ത് ഫോം ചെയ്തു. ഈ ഫോം ചെയ്ത 2 ഗാമേറ്റ്സുകളും ആൻജിയോസ്പോംസിൻ്റെ കേസിൽ, ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഫോം ചെയ്ത ഈ 2 ഗാമേറ്റ്സുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് നോൺ മോട്ടൈലായിട്ടുള്ള ഗാമേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ നോൺ മോട്ടൈലായിട്ടുള്ള ഗാമേറ്റ്സുകൾ തമ്മിൽ കോണ്ടാക്റ്റിൽ വന്നാൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ ഗാമേറ്റ്സിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്നത്, അപ്പോൾ ആ ഫെർട്ടിലൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ ഏത് മെത്തേഡ് വഴിയാണെന്ന് പറഞ്ഞു? പോളിനേഷൻ വഴിയാണ് ഫെർട്ടിലൈസേഷൻ അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്താണ് പോളിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആന്തർ ഡെഹിസ് ചെയ്ത് പുറത്തേക്ക് വരുന്ന പോളൻ ഗ്രെയിൻസ് ഫ്ലവറിൻ്റെ ആ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മൾ പറഞ്ഞു പോളിനേഷൻ എന്ന് പറഞ്ഞു. പോളൻ ഗ്രെയിൻസിൻ്റെ സോഴ്സിൻ്റെ ബേസിൽ പോളിനേഷന് നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് പഠിച്ചു. ഏതൊക്കെയായിരുന്നു? ഓട്ടോഗമി ഉണ്ട്, സെക്കൻഡ് ജീറ്റിനോഗമി ഉണ്ട്, ജീറ്റിനോഗമി ആൻഡ് തേർഡ് വൺ സെനോഗമി. 3 ടൈപ്പായിട്ട് നമ്മൾ പഠിച്ചു. സോഴ്സ് ഓഫ് പോളൻ ഗ്രെയിൻ, സെനോഗമി. പോളൻ ഗ്രെയിൻ്റെ സോഴ്സിൻ്റെ ബേസിൽ പോളിനേഷൻ നമ്മൾ 3 ഡിവൈഡ് ചെയ്ത് പഠിച്ചു. ഓട്ടോഗമി ഉണ്ട്, ജീറ്റ്നോഗമി ഉണ്ട്, സെനോഗമി ഉണ്ട്. ഓട്ടോഗമിയുടെ കേസിൽ നമ്മൾ പറഞ്ഞു, ഇൻ ദിസ് ടൈപ്പ് പോളിനേഷൻ ഈസ് അച്ചീവ്ഡ് വിത്തിൻ ദ സെയിം ഫ്ലവറിൽ തന്നെയാണ് പോളിനേഷൻ അച്ചീവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് സെയിം ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻസ് സെയിം ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലാണ് വന്ന് ലാൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ? അതാണ് നമ്മൾ പറഞ്ഞു ഓട്ടോഗമിയുടെ കേസ് പറഞ്ഞു. ജീറ്റ്നോഗമി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റിൽ തന്നെയുള്ള 2 ഫ്ലവേഴ്സ് തമ്മിലുള്ള പോളിനേഷനാണ് ജീറ്റ്നോഗമി എന്ന് പറഞ്ഞു. സെനോഗമിയുടെ കേസ് നമ്മൾ പറഞ്ഞു 2 ഡിഫറെൻറ്റ് പ്ലാന്റ്സുകൾ തമ്മിലാണ് പോളിനേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഓട്ടോഗമിയുടെ കേസ് പറഞ്ഞ സമയത്ത് നമ്മളവിടെ 3 പ്ലാന്റ്സുകളുടെ പേര് പറഞ്ഞായിരുന്നു. ഓക്സാലിസ്, വയോള ആൻഡ് കോമലീന. ഓക്സാലിസ്,
വയോള ആൻഡ് കോമലീന. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇവർ 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഏതൊക്കെ ടൈപ്പാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും പ്രൊഡ്യൂസ് ചെയ്യും, ചാസ്മോഗ്യാമസ് ടൈപ്പ് ഫ്ലവേഴ്സും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് നമ്മൾ പറഞ്ഞു ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ, ഫ്ലവർ ഒരിക്കലും ഓപ്പൺ ചെയ്യത്തില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിനകത്ത് എപ്പോഴും സെൽഫ് പോളിനേഷൻ, സെയിം ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ തന്നെയായിരിക്കും സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്ത്. സോ നമ്മൾ പറഞ്ഞു ഇൻവേരിയബിളി ഓട്ടോഗ്യാമസ് ആണെന്ന് പറഞ്ഞു. ചാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്പൺ ഫ്ലവേഴ്സ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബോത്ത് ചാസ്മോഗ്യാമസ് ആൻഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ, ആൻസർ ഏതാണ്? കോമലീനയാണ് ആൻസർ. ബാക്കി എക്സാമ്പിൾസ് അറിയാം, ഓക്സാലിസ്, വയോള ആൻഡ് കോമലീന. ഈ 3 പ്ലാന്റ്സുകളുടെ എക്സാമ്പിൾസ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, ഓക്സാലിസ്, വയോള, കോമലീന. ഈ പ്ലാന്റ്സുകളുടെ കേസിൽ ഏതൊക്കെ ടൈപ്പ് ഫ്ലവേഴ്സ് കാണും? ചാസ്മോഗ്യാമസ് ഫ്ലവേഴ്സും പ്രൊഡ്യൂസ് ചെയ്യും, ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ ആൻസർ കോമലീനയാണ്. Then next question, which of the following statement is correct or wrong? ഇനി ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട്. 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, എത്ര സ്റ്റേറ്റ്മെൻറ്റുകൾ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, എംബ്രിയോ ഡെവലപ്മെൻറ്റ് പ്രിസീഡ്സ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്. നമ്മൾ പഠിച്ചായിരുന്നു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനകത്ത് 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ആ പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്ന് എൻഡോസ്പേം ഫോം ചെയ്യുന്നതും, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറുന്ന പ്രോസസ്സ്, അതുപോലെ തന്നെ ഓവ്യൂള് സീഡായിട്ട് മാറുന്നതും ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നതും. ഈ 4 കാര്യങ്ങളാണ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സിനകത്ത് നമ്മൾ പഠിച്ചത്. അതിനകത്ത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ പഠിച്ചത് പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്ന് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്യുന്നതാണ് പഠിച്ചത് അല്ലേ, എൻഡോസ്പേം ടിഷ്യൂ. അപ്പോൾ അവിടെ തന്നെ ഈ സെൻറ്റൻസ് പറയുന്നുണ്ട് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ് പ്രിസീഡ്സ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് അല്ലേ. നമ്മൾ പഠിച്ചു എൻഡോസ്പേം ടിഷ്യൂ, പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്ന് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ചു സഫിഷ്യൻ്റ് എമൗണ്ട് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ മോസ്റ്റ് സൈഗോട്ടുകൾ ഡിവൈഡ് ചെയ്യുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു. കാരണം അതൊരു അഡാപ്റ്റേഷൻ ആണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയുള്ള അഡാപ്റ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്ക് നറിഷ്മെൻറ്റ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എൻഡോസ്പേം ടിഷ്യൂവിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ സഫിഷ്യൻ്റ് എമൗണ്ട് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ മോസ്റ്റ് സൈഗോട്ടുകളുടെ കേസിൽ ഡിവിഷൻ നടക്കുള്ളൂ. എന്നാൽ അതൊരു അഡാപ്റ്റേഷനാണ്. എന്തിനു വേണ്ടിയുള്ള അഡാപ്റ്റേഷൻ? അഷ്വേർഡ് ന്യൂട്രീഷൻ, അതായത് ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോയ്ക്ക് അഷ്വേർഡ് ന്യൂട്രീഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്റേഷനാണത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എംബ്രിയോ ഡെവലപ്മെൻറ്റ് പ്രൊസീഡ്സ് എൻഡോസ്പേം ഡെവലപ്മെൻറ്റ്, തെറ്റല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എംബ്രിയോയുടെ ഡെവലപ്മെൻ്റ് അല്ല അവിടെ ആദ്യം നടക്കുന്നത്. പ്രൈമറി എൻഡോസ്പേം സെല്ലിൽ നിന്ന് സഫീഷ്യൻ്റ് എമൗണ്ട് എൻഡോസ്പേം ടിഷ്യൂ ഫോം ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ? സൈഗോട്ട് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, യൂക്ക നീഡ്സ് മോത്ത് ഫോർ കംപ്ലീറ്റിംഗ് ദെയർ ലൈഫ് സൈക്കിൾ, ശരിയല്ലേ? നമ്മൾ പോളിനേഷൻ പഠിക്കുന്ന സമയത്ത്, ഇൻസെക്റ്റ് പോളിനേഷൻ പറഞ്ഞ സമയത്ത് നമ്മളവിടെ ഫ്ലോറൽ റിവാർഡ് പറഞ്ഞായിരുന്നു അല്ലേ. ആനിമൽ വിസിറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഫ്ലവർ വിസിറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റിന് ഫ്ലോറൽ റിവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. യൂഷ്വലി ഫ്ലവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് നെക്ടറും പോളൻ ഗ്രെയിനുമാണ് എന്ന് നമ്മൾ പറഞ്ഞു. യൂഷ്വൽ ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് നെക്ടറും പോളൻ ഗ്രെയിനും ആണെന്ന് പറഞ്ഞു. പക്ഷെ ചില കേസിൽ നമ്മൾ പറഞ്ഞു, ചില സ്പീഷീസിൻ്റെ കേസിൽ നമ്മൾ ഫ്ലോറൽ റിവാർഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് സേഫായിട്ട് ഇൻസെക്റ്റിന് സേഫായിട്ട് എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു അമോർഫോഫാലസ് അല്ലേ, ടോളസ്റ്റ് ഫ്ലവർ ഓഫ് അമോർഫോഫാലസ്. അത് നമ്മൾ പറഞ്ഞു എബൌട്ട് 6 feet ഹൈറ്റുള്ള പ്ലാന്റ് ആണെന്ന് പറഞ്ഞു. ഇതേപോലെ തന്നെ ഒരു സെയിം റിലേഷൻഷിപ്പ് ആരൊക്കെ തമ്മിലുണ്ടെന്ന് പറഞ്ഞായിരുന്നു? ഈ ഒരു യൂക്ക എന്ന് പറയുന്ന പ്ലാന്റും ഒരു പർട്ടിക്കുലർ മോത്തും തമ്മിലുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഇവർ 2 പേരിൽ ഒരാളില്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിൻ്റെ റീസൺ യൂക്ക എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഓവറിയുടെ ലോക്യൂളാണ് ആ പർട്ടിക്കുലർ മോത്ത് അതിൻ്റെ എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ യൂക്ക പ്ലാന്റിൻ്റെ പോളിനേഷൻ നടക്കണമെങ്കിൽ ആ പർട്ടിക്കുലർ മോത്ത് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇവർ 2 പേരിൽ ഏതെങ്കിലും ഒരാളില്ലെങ്കിൽ
നമ്മൾ പറഞ്ഞു അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഗ്രൗണ്ട് നട്ട് ഈസ് നോട്ട് എ ഫ്ലഷി ഫ്രൂട്ട്. ശരിയാണ്, ഫ്ലഷി ഫ്രൂട്ട് അല്ല. ഗ്രൗണ്ട് നട്ട് ഫ്ലഷി ഫ്രൂട്ട് അല്ല. ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ടാണ്. ഓക്കെ, ഫ്ലഷി ഫ്രൂട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ടെക്സ്റ്റിൽ എക്സാമ്പിളായിട്ട് മാംഗോ, അതുപോലെ തന്നെ ഓറഞ്ച്, ഗുവയാണ് ആ ഫ്ലഷി ഫ്രൂട്ടിന് എക്സാമ്പിളായിട്ട് കൊടുക്കുക. ഗ്രൗണ്ട് നട്ട് എന്ന് പറയുന്നത് ഡ്രൈ ഫ്രൂട്ടാണ്. ഓക്കെ, ദെൻ ഫോർത്ത് വൺ പോളൻ റോബേഴ്സ് മേ കൺസ്യൂം പോളൻ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. ശരിയാണ്. നമ്മൾ പോളൻ ഓർ നെക്ടർ റോബേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഇൻസെക്റ്റുകൾ ഫ്ലവർ കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡ്സ് ആയ നെക്ടറും പോളൻ ഗ്രെയിനും കൺസ്യൂം ചെയ്യും. നെക്ടറും പോളൻ ഗ്രെയിനും കൺസ്യൂം ചെയ്തതിന് ശേഷം എന്തിനെ പ്രൊമോട്ട് ചെയ്യില്ല? പോസ്റ്റ് പോളിനേഷൻ ഇവൻസിന് പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു പോളൻ ഓർ നെക്ടർ റോബേഴ്സ് എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? അപ്പോൾ അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പം ഈ 4 സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, ഫസ്റ്റ് റോങ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഫോർത്ത് ആണ്. 2, 3 and 4 ആർ കറക്റ്റ്. 1 ഈസ് wrong. Okay, then endospermic seeds are found in. Endospermic seeds are found in options castor, barley, coconut. ലാസ്റ്റ് ഓപ്ഷൻ ഓൾ ഓഫ് ദിസ്. അപ്പോൾ നമ്മൾ ആ സീഡ് പഠിക്കുന്നത് നമ്മൾ പഠിച്ചു മെച്ചുവർ ആയിട്ടുള്ള സീഡുകൾ തന്നെ എൻഡോസ്പേമിക് ആയിട്ടുള്ള സീഡ്സും ഉണ്ട്, അല്ലെങ്കിൽ എൻഡോസ്പേമിക് സീഡ്സ് ഉണ്ട്, എൻഡോസ്പേമിക് ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ എൻഡോസ്പേമിക് നമ്മൾ ആൽബുമിനസ് സീഡ്സ് എന്നും പറയും അല്ലേ. എൻഡോസ്പേമിക് സീഡ്സ് ഓർ ആൽബുമിനസ് സീഡ്സും ഉണ്ട്. അതുപോലെ തന്നെ നോൺ എൻഡോസ്പേമിക് ആയിട്ടുള്ള സീഡ്സ് ഉണ്ടെന്ന് പറയും. മെച്ചുവർ ആയിട്ടുള്ള സീഡ് മെച്ചുവറായി കഴിയുമ്പോൾ ചിലത് എൻഡോസ്പേമിക് ആയിട്ടുള്ള സീഡ് ആയിരിക്കും, ചിലത് നോൺ എൻഡോസ്പേമിക് ആയിരിക്കും അല്ലേ. നോൺ എൻഡോസ്പേമിക് ആയിരിക്കും. അങ്ങനെ നമ്മൾ നോൺ ആൽബുമിനസ് സീഡ്സ് നമ്മൾ പറയും. അപ്പം എൻഡോസ്പേമിക് സീഡ്സിൻ്റെ പ്രത്യേകത സീഡ് മെച്ചുവർ ആയാലും എന്ത് കാണും? പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് എൻഡോസ്പേം ടിഷ്യൂ കാണും. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അതിനകത്തുള്ള ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യത്തില്ല? എൻഡോസ്പേം ടിഷ്യൂവിനെ യൂസ് ചെയ്യില്ല. സോ എൻഡോസ്പേമിൻ്റെ ഒരു പാർട്ട് അവിടെ റീറ്റെയിൻ ചെയ്യും. അങ്ങനെയുള്ള സീഡ്സിനെയാണ് നമ്മൾ എൻഡോസ്പേമിക് സീഡ്സ് എന്ന് പറയുന്നത്. നോൺ എൻഡോസ്പേമിക് സീഡ്സ് ഓർ എക്സാൽബുമിനസ് സീഡ്സിൻ്റെ കേസിൽ അവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്ന എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ആരെ യൂസ് ചെയ്യും? എൻഡോസ്പേം ടിഷ്യൂവിനെ യൂസ് ചെയ്യും. സോ പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് എന്ത് കാണത്തില്ല? എൻഡോസ്പേം ടിഷ്യൂ ആബ്സെൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള സീഡ് നമ്മൾ നോൺ എൻഡോസ്പേമിക് സീഡ്സ് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ എൻഡോസ്പേമിക് സീഡ്സ് നമ്മൾ എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കാസ്റ്റർ, ബാർലി, കോക്കനട്ട് ഇവരെല്ലാവരും തന്നെ എങ്ങനെയുള്ള സീഡാണ്? എൻഡോസ്പേമിക് ഓർ ആൽബുമിനസ് ആയിട്ടുള്ള സീഡാണ് ഇതെല്ലാം. ഓക്കെ, അപ്പോൾ ആൻസർ ഏത് വരും? ഓൾ ഓഫ് ദീസ് ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Persistent nucellus is called as dash and is found in. നമ്മൾ സീഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ സീഡ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു മെച്ചുവേർഡ് അല്ലെങ്കിൽ ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ്. സീഡ് പറയുമ്പോൾ പറഞ്ഞു ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ്. ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ് സീഡ് എന്ന് പറഞ്ഞു. ഫെർട്ടിലൈസ്ഡ് ഓവ്യൂളാണ് സീഡ് എന്ന് പറഞ്ഞു. ഇപ്പോൾ സീഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു സീഡിനകത്ത് സീഡിനൊരു സീഡ് കോട്ട് ഉണ്ടായിരിക്കും, എംബ്രിയോണൽ ആക്സസ് ഉണ്ട്, കോട്ട്ലിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. മോണോകോട്ട് ആണെങ്കിൽ ഒരു സിംഗിൾ കോട്ട്ലിഡൻ, ഡൈകോട്ട് ആണെങ്കിൽ 2 കോട്ട്ലിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു. കോട്ട്ലിഡൻസ് ജനറലി തിക്കും സൊളനുമാണെന്ന് പറഞ്ഞു ഡ്യൂ ടു സ്റ്റോറേജ് ഓഫ് റിസർവ് ഫുഡ് മെറ്റീരിയൽസ്. ഇനി മെച്ചുവർ ആയിട്ടുള്ള സീഡുകൾ തന്നെ നമ്മൾ പറഞ്ഞു ആൽബുമിനസ് ആയിട്ടുള്ള സീഡുകളും ഉണ്ട്, നോൺ ആൽബുമിനസ് ആയിട്ടുള്ള സീഡുകളും ഉണ്ടെന്ന് പറഞ്ഞു. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഒക്കേഷണലി ചില മെച്ചുവർ സീഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് ബ്ലാക്ക് പെപ്പറിൻ്റെയും ബ്ലാക്ക് പെപ്പർ, അതുപോലെ തന്നെ ബീറ്റിൻ്റെയും ബ്ലാക്ക് പെപ്പർ ബീറ്റ് എടുക്കുകയാണെങ്കിൽ ഒക്കേഷണലി ബ്ലാക്ക് പെപ്പറിൻ്റെയും ബീറ്റിൻ്റെയും മെച്ചുറായിട്ടുള്ള സീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒക്കേഷണലി ഉള്ള വാക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒക്കേഷണലി ബ്ലാക്ക് പെപ്പറിൻ്റെയും ബീറ്റിൻ്റെയും മെച്ചുറായിട്ടുള്ള സീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ റെമനൻസ് ഓഫ് ന്യൂസെല്ലസ് സെൽസ് നമുക്ക് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ പേഴ്സിസ്റ്റൻ്റ് ആയിട്ടുള്ള ന്യൂസെല്ലസ് കാണുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പേര്, മെച്ചുവർ സീഡിനകത്ത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് ന്യൂസെല്ലസ് സെൽസ് കാണുന്ന കണ്ടീഷൻ നമ്മൾ പറഞ്ഞ പേര് പെരിസ്പേം എന്ന് പഠിച്ചു അല്ലേ. പെരിസ്പേം എന്ന് പറയും. പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് മെച്ചുവർ ആയിട്ടുള്ള സീഡിനകത്ത് പേഴ്സിസ്റ്റൻറ്റ് ന്യൂസെല്ലസ് സെൽസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ പേര് പെരിസ്പേം എന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ആയിട്ട് ബ്ലാക്ക് പെപ്പർ, ബീറ്റ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ എന്ന് പറയുന്നത്
പേഴ്സിസ്റ്റന്റ് ന്യൂസെല്ലസിന് നമ്മൾ പറഞ്ഞ പേര് പെരിസ്പേം എന്ന് പറഞ്ഞു. അത് കാണുന്നത് എവിടെയാണ്? ബ്ലാക്ക് പെപ്പർ. വേറെ എക്സാമ്പിളും കൂടെ ഉണ്ട്. എവിടെയാണ്? ബീറ്റ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ ഓവറി വോൾ ഡെവലപ്സ് ഇൻ ടു പെരികാർപ്പ്. ശരിയല്ലേ? നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പം ഓവറി എന്തായിട്ട് മാറും? ഓവറി ഫ്രൂട്ടായിട്ട് മാറും എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? ഓവറി ഫ്രൂട്ടായിട്ട് മാറും. അതുപോലെ തന്നെ ഓവറി വോൾ എന്തായിട്ട് മാറും? ഓവറിയുടെ വോൾ എന്തായിട്ട് മാറും? ഓവറി വോള് ഫ്രൂട്ട് വോളായിട്ട് മാറും. ഇപ്പം ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പം ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഓവറി വോള് ഫ്രൂട്ട് വോളായിട്ട് മാറും. ആ ഫ്രൂട്ട് വോളിനെ നമ്മൾ പറയുന്ന പേരാണ് പെരികാർപ്പ് എന്ന് പറയും. ആ ഫ്രൂട്ട് വോൾ നമ്മൾ പറയുന്ന പേര് പെരികാർപ്പ് അല്ലേ? ഫെർട്ടിലൈസേഷൻ കഴിയുമ്പം ഓവറി ഫ്രൂട്ടായിട്ട് മാറും, ഓവറി വോള് ഫ്രൂട്ട് വോളായിട്ട് മാറും. ആ ഫ്രൂട്ട് വോൾ നമ്മൾ പറയുന്ന പേരാണ് പെരികാർപ്പ് എന്ന് പറയും. ഇനി സെക്കൻഡ് ഓപ്ഷൻ, ദ ഔട്ടർ ഇൻഡെഗ്യുമെൻ ഓഫ് ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു ടെഗ്മെൻ. നമ്മൾ അനാട്രോപ്പസ് ഓവ്യൂൾ പറഞ്ഞ സമയത്ത് അനാട്രോപ്പസ് ഓവ്യൂളിനകത്ത് പ്രൊട്ടക്റ്റീവ് എൻവലപ്സ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഔട്ടർ ഇൻഡെഗ്യുമെനും ഉണ്ട്, ഔട്ടർ ഇൻഡെഗ്യുമെനും ഉണ്ട്, ഔട്ടർ ഇൻറ്റെഗ്യുമെനും ഉണ്ട്, അതുപോലെ തന്നെ ഇന്നർ ഇൻറ്റെഗ്യുമെനും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇന്നർ ഇൻറ്റെഗ്യുമെൻ, രണ്ട് ഇൻറ്റെഗ്യുമെൻസ് ഉണ്ട്, ഔട്ടറും ഉണ്ട്, ഇന്നർ ഇൻറ്റെഗ്യുമെൻറ്റും ഉണ്ട്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പം ഈ ഓവ്യൂൾ എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു? ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പം ഓവ്യൂള് സീഡായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഓവ്യൂള് സീഡായിട്ട് മാറും. ഈ ഓവ്യൂളിൻ്റെ വോൾ എന്തായിട്ട് മാറും? നമ്മൾ പറഞ്ഞു സീഡ് കോട്ടായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഈ സീഡ് കോട്ടായിട്ട് മാറുന്ന സമയത്ത് സീഡ് കോട്ടിന് രണ്ട് റീജിയൻസ് ആണ്, ടെസ്റ്റയും ടെഗ്മെനും എന്ന് പറയുന്നത്. ഈ ഔട്ടർ ഇൻഡെഗ്യുമെൻ എന്തായിട്ട് മാറും? ഔട്ടർ ഇൻഡെഗ്യുമെൻ എന്തായിട്ട് മാറും? ടെസ്റ്റേ ആയിട്ടാണ് മാറുന്നത്. ഔട്ടർ ഇൻഡെഗ്യുമെൻ ടെസ്റ്റേ ആയിട്ടും അവിടെ ഇന്നർ ഇൻഡെഗ്യുമെനാണ് എന്തായിട്ട് മാറുന്നത്? ടെഗ്മെൻ ആയിട്ട് മാറുന്നത്. അപ്പം ഔട്ടർ ഇൻഡെഗ്യുമെൻ സീഡ് കോട്ട് എടുക്കുകയാണെങ്കിൽ സീഡ് കോട്ടിന് രണ്ട് പാർട്ടാണ്, ടെസ്റ്റയും ടെഗ്മെനും എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റേ ആയിട്ട് മാറുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഔട്ടർ ഇൻഡെഗ്യുമെൻ ആണ് എന്തായിട്ട് മാറുന്നത്? ടെസ്റ്റേ ആയിട്ട് മാറുന്നത്. ഇന്നർ ഇൻഡെഗ്യുമെൻ ആണ് എന്തായിട്ട് മാറുന്നത്? ടെഗ്മെൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നോക്കി, ദ ഔട്ടർ ഇൻഡെഗ്യുമെൻ ഓഫ് ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു ടെഗ്മെൻ. തെറ്റല്ലേ? ഔട്ടർ ഇൻഡെഗ്യുമെൻ എന്തായിട്ടാണ് മാറുന്നത്? ടെസ്റ്റേ ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, ദ ഫ്യൂഷൻ ന്യൂക്ലിയസ്, ദാറ്റ് മീൻസ് ട്രിപ്പിൾ ന്യൂക്ലിയസ് ഡെവലപ്സ് ഇൻ ടു എൻഡോസ്പോം അല്ലേ? നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ട്രിപ്പിൾ ഫ്യൂഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു, ട്രിപ്പിൾ ഫ്യൂഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു പോളൻ ഗ്രേനകത്തുള്ള ഫസ്റ്റ് മെയിൽ ഗാമേറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും, നമ്മൾ അതിനെ സിംഗമി, റിസൾട്ടായിട്ട് സൈഗോട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. സെക്കൻഡ് മെയിൽ ഗാമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? സെക്കൻഡ് മെയിൽ ഗാമേറ്റ് നമ്മൾ പറഞ്ഞു സെൻട്രൽ സെല്ലിനകത്തുള്ള പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. പോളാർ ന്യൂക്ലിയ ആയിട്ട് ഫ്യൂസ് ചെയ്യും. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു ടോട്ടലായിട്ട് 3 ഹാപ്ലോയിഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, അവിടെ ടോട്ടൽ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസുകളാണ് ഫ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഹാപ്ലോയിഡ് ആയിട്ടുള്ള 3 ന്യൂക്ലിയസ് ആണ് അവിടെ ഫ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഫ്യൂഷൻ വഴി ഉണ്ടാവുന്ന ന്യൂക്ലിയസ് നമ്മൾ പറഞ്ഞു പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. പ്ലോയിഡ് നമ്മൾ പറഞ്ഞു ട്രിപ്ലോയിഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ശരിയല്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ടാണ്. അത് പിന്നീട് ആ സെൻട്രൽ സെല്ല് ഫെർട്ടിലൈസേഷൻ കഴിയുമ്പം ആ സെൻട്രൽ സെല്ല് പിന്നീട് പ്രൈമറി എൻഡോസ്പോം സെല്ലായിട്ട് മാറുമെന്ന് പറഞ്ഞു. ആ പ്രൈമറി എൻഡോസ്പോം സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ആണ് പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അടുത്തത്, ദ ഓവ്യൂൾ ഡെവലപ്സ് ഇൻ ടു സീഡ് അല്ലേ? ഓവ്യൂൾ ഫെർട്ടിലൈസേഷൻ കഴിയുമ്പോൾ എന്തായിട്ട് മാറും? സീഡായിട്ട് ഫോം ചെയ്യും. സോ റോങ് സ്റ്റേറ്റ്മെൻറ്റ് സെക്കൻഡാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോളി എംബ്രിയോണി കോമൺലി ഒക്കേഴ്സ് ഇൻ അല്ലേ? നമ്മൾ പഠിച്ചു അപ്പോമിക്സിസും പോളി എംബ്രിയോണി, രണ്ട് ടേംസ്, അപ്പോമിക്സിസും പോളി എംബ്രിയോണി. അപ്പോമിക്സിസ് അതിൻ്റെ പോളി എംബ്രിയോണി. അപ്പോമിക്സിസും പോളി എംബ്രിയോണി നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പോളി എംബ്രിയോണിയുടെ കേസ് പറയുമ്പോൾ പറഞ്ഞു ജനറലി നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു സീഡിനകത്ത് ഒരു സിംഗിൾ എംബ്രിയോ മാത്രമേ കാണുള്ളൂ അല്ലേ? ഒരു സീഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഒറ്റ എംബ്രിയോ മാത്രമേ കാണത്തുള്ളൂ നമ്മൾ പറഞ്ഞു. ഇനി പോളി എംബ്രിയോണിക്ക് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചത് മാംഗോയുടെയും അതുപോലെ തന്നെ സിട്രസിൻ്റെയും കേസ് എടുക്കുകയാണ് അല്ലേ? മാംഗോയുടെയും സിട്രസിൻ്റെയും സീഡ് എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് പഠിക്കാനുള്ളത് മാംഗോയും സിട്രസും ആണ്. അപ്പോൾ മാംഗോയുടെയും സിട്രസിൻ്റെയും സീഡ് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഒരു സീഡിനകത്ത് ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പം എന്താണ് പോളി എംബ്രിയോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഒരു സീഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ എംബ്രിയോ ഫോം ചെയ്യുന്ന കണ്ടീഷൻ നമ്മൾ പോളി എംബ്രിയോണിക് കണ്ടീഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളവിടെ പറഞ്ഞു അവിടെ പോളി എംബ്രിയോണി ഉണ്ടാവാനുള്ള ചാൻസ് എന്ന് പറയുന്നത് ആ എംബ്രിയോ സാക്കിന് പുറത്തുള്ള ന്യൂസെല്ലസ് സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് ആ ന്യൂസെല്ലസ് സെല്ലുകൾ എംബ്രിയോ സാക്കിനകത്തേക്ക് പ്രൊട്രൂഡ് ചെയ്ത് കയറിയതിന് ശേഷം അവർ എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് അവിടെ പോളി എംബ്രിയോണിക് കണ്ടീഷൻ ഉണ്ടാവും നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ പോളി എംബ്രിയോണിക് എക്സാമ്പിളായിട്ട് മാംഗോയും സിട്രസുമാണ് ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് പറഞ്ഞിരിക്കുന്നത്. അപ്പം സിട്രസ് ആണ് ഇവിടുത്തെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The outermost and innermost wall layers of microsporangium in an anther are respectively. അല്ലേ, നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വോൾ ലെയേഴ്സ് പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചായിരുന്നു 4 വോൾ ലെയേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ഏതൊക്കെയാണ്? എപ്പിഡെർമിസ് ഉണ്ട്. മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വോൾ ലെയർ പറഞ്ഞപ്പം എപ്പിഡെർമിസ്, എൻഡോത്തീസിയം ഉണ്ട്. ദെൻ മിഡിൽ ലെയേഴ്സ് ഉണ്ട്. മിഡിൽ ലെയേഴ്സ് ഉണ്ട്. ദെൻ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ടപ്പീറ്റോ ആണ് അല്ലേ, ടപ്പീറ്റോ. ഇതാണ് 4 വോൾ ലെയേഴ്സ് ആയിട്ട് നമ്മൾ പഠിച്ചത്. ഇതിനകത്ത് 4 വോൾ ലെയേഴ്സിനകത്ത് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയർ, ഈ 3 വോൾ ലെയറിൻ്റെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ആന്തറിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ എന്തിന് ഹെൽപ്പ് ചെയ്യും? ആന്തറിൻ്റെ ഡെഹിസൻസിന് ഹെൽപ്പ് ചെയ്യും അല്ലേ, ഡെഹിസൻസ്. ആന്തർ ഡേസ് ചെയ്താൽ മാത്രമേ പോളൻ ഗ്രെയിൻസ് പുറത്തേക്ക് പോകുള്ളൂ. അപ്പോൾ ഈ 3 വോൾ ലെയേഴ്സ് എപ്പിഡെർമിസ്, എൻഡോത്തീസിയം, മിഡിൽ ലെയേഴ്സിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ആന്തറിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ഹെൽപ്സ് ഇൻ ആന്തർ ഡെഹിസൻസ്. ഓക്കെ, ഇന്നർമോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് ടപ്പീറ്റം സെൽസ് ആണ്. ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മൈക്രോസ്പോറിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന സെൽസ്, നറിഷ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് എന്ന് പറയുന്നത് ടപ്പീറ്റം സെൽസ്. നറിഷ്മെൻറ്റ് മാത്രമല്ല, ഫോം ചെയ്യുന്ന പോളൻ്റെ വോൾ ഫോർമേഷനകത്തും ആർക്ക് റോളുണ്ട്? ടപ്പീറ്റം സെൽസിന്. പോളൻ്റെ വോൾ ഫോർമേഷനിലും ടപ്പീറ്റം സെൽസിന് റോളുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ആൻഡ് ഇന്നർ മോസ്റ്റ് വോൾ ലെയർ ഏതൊക്കെയാണ്? ഔട്ടർ മോസ്റ്റ് എന്ന് പറയുന്നത് എപ്പിഡെർമിസും ഇന്നർ മോസ്റ്റ് എന്ന് പറയുന്നത് ടപ്പീറ്റോ ആണ് അല്ലേ. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ 4th ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്യൂറിങ് മൈക്രോസ്പോറോജെനിസിസ് മിയോസിസ് ഒക്കേഴ്സ് ഇൻ. അപ്പോൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മൈക്രോസ്പോറോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത് അല്ലേ. നമ്മൾ പറഞ്ഞു മൈക്രോസ്പോറോജെനിസിസിനകത്ത് അവിടെ മൈക്രോസ്പോർസ് ഉണ്ടാവുന്നത് മൈക്രോസ്പോർ മദർ സെൽ അല്ലേ, മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് പറഞ്ഞു പോളൻ മദർ സെൽ അല്ലേ, മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. ഈ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിന് ഏത് ഡിവിഷൻ നടക്കും? ഈ സെല്ലിൻ്റെ പ്ലോയിഡ് നോക്കിക്കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സെല്ലാണ് മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. ഈ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിന് ഏത് ഡിവിഷൻ നടക്കും? മിയോസിസ് അല്ലേ, മിയോസിസ് ഡിവിഷൻ നടന്നു മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? മൈക്രോസ്പോറോജെനിസിസ് അല്ലേ. മൈക്രോസ്പോർ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. മൈക്രോസ്പോർസ് ഫോം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ആ 4 മൈക്രോസ്പോർസുകൾ ചേർന്ന് ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് മൈക്രോസ്പോർ ടെട്രായ്ഡ് ആയിട്ടാണ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ആന്തർ മെച്ചുറായി ഡീഹൈഡ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓരോ മൈക്രോസ്പോർസ് എന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു? പോളൻ ഗ്രെയിൻ ആയിട്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. ഇനി ഓരോ മൈക്രോസ്പോറിനെയും പ്ലോയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഹാപ്ലോയിഡ് സെല്ലുകളാണ് മൈക്രോസ്പോർ. ഓക്കെ, അപ്പോൾ ഇവിടെ മൈക്രോസ്പോറോജെനിസിസിനകത്ത് എവിടെയാണ് മിയോസിസ് ഡിവിഷൻ നടക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്പോർ മദർ സെല്ലിനകത്താണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രം എമോങ് ദ set of terms given below, identify those that are associated with the gynoecium. Gynoecium ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പാർട്ട് ഏതൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഗൈനീഷ്യം എന്ന് പറയുന്നത്, ഗൈനീഷ്യം എടുക്കുകയാണെങ്കിൽ ഫ്ലവറിനകത്തുള്ള ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ്.
ഗൈനീഷ്യത്തിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു കാർപ്പലാണ് നമ്മൾ പറഞ്ഞു അല്ലേ. ഒരു കാർപ്പൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 3 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഏതൊക്കെയാണ് ആ പാർട്ട്? സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഏറ്റവും ടെർമിനലായിട്ടുള്ള പോർഷൻ നമ്മൾ സ്റ്റിഗ്മ എന്ന് പറഞ്ഞു. സ്റ്റിഗ്മയാണ്. സ്റ്റിഗ്മയുടെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു പോളിനേഷൻ്റെ സമയത്ത് പോളൻ ഗ്രെയിൻസിൻ്റെ ലാൻഡിങ് പ്ലാറ്റ്ഫോമായിട്ട് സെർവ് ചെയ്യുന്നത് സ്റ്റിഗ്മയാണെന്ന് പറഞ്ഞു. ഇലോങ്ങേറ്റഡ് പോർഷൻ, സ്റ്റിഗ്മയ്ക്ക് ബിനീത്തായിട്ട് കാണുന്ന ഇലോങ്ങേറ്റഡ് പോർഷൻ നമ്മൾ സ്റ്റൈൽ എന്ന് പറഞ്ഞു. ബേസൽ ബൾജ്ഡ് പോർഷൻ നമ്മൾ പറഞ്ഞ പേര് ഓവറി എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഓവറി എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഓവറിക്കകത്ത് ഒവേറിയൻ ലോക്യൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒവേറിയൻ ലോക്യൂൾസ് അല്ലെങ്കിൽ ഒവേറിയൻ ക്യാവിറ്റി, ഒവേറിയൻ ലോക്യൂൾസ് അല്ലെങ്കിൽ ഒവേറിയൻ ക്യാവിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ ഒവേറിയൻ ക്യാവിറ്റിക്കകത്ത് ഏത് ടിഷ്യൂ ആണ്? പ്ലാസൻഡ എന്ന ടിഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. ആ പ്ലാസൻഡയിൽ നിന്നാണ് എന്ത് എറൈസ് ചെയ്യുന്നത്? ഓവ്യൂൾ അല്ലെങ്കിൽ നമ്മൾ അതിനെ പറഞ്ഞ പേര് മെഗാസ്പൊറാഞ്ചിയം എറൈസ് ചെയ്യുന്നത് അല്ലേ. മെഗാസ്പൊറാഞ്ചിയം, ഓവ്യൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ നമ്മൾ നോക്കി സ്റ്റിഗ്മ, ഓവ്യൂള്, അതുപോലെ തന്നെ എംബ്രിയോ സാക്ക്. ഈ ഓവ്യൂളിനകത്താണ് എന്ത് കാണുന്നത്? ഈ ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിനകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് അല്ലേ. ഈ ഓവ്യൂളിനകത്താണ്, ഓവ്യൂൾ ഓർ മെഗാസ്പൊറാഞ്ചിയത്തിനകത്താണ് ഈ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത്. എംബ്രിയോ സാക്കിന് നമ്മൾ വേറൊരു പേരും പറയും ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്. ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ്, ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഓർ എംബ്രിയോ സാക്ക് ഫോം ചെയ്യുന്നത് എവിടെയാണ്? ഈ ഓവ്യൂളിനകത്താണ് അല്ലേ. പ്ലാസൻഡ എന്നുള്ള ടിഷ്യൂ, ആ പ്ലാസൻഡയിൽ നിന്നാണ് എന്ത് എറൈസ് ചെയ്യുന്നത്? ഓവ്യൂൾ എറൈസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഓപ്ഷനാണ് സ്റ്റിഗ്മ, ഓവ്യൂള്, എംബ്രിയോ സാക്ക്, പ്ലാസൻഡ. ഈ പറഞ്ഞ പാർട്ടുകളെല്ലാം എന്തുമായിട്ട് അസോസിയേറ്റഡ് ആണ്? ഗൈനീഷ്യമായിട്ട് അസോസിയേറ്റഡ് ആണ്. ഓക്കെ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സ്റ്റേമൻസ് റെപ്രസെൻറ്റ്സ്. സ്റ്റേമൻ നമ്മൾ പറഞ്ഞു ആൻഡ്രീഷ്യമാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറഞ്ഞു. ആൻഡ്രീഷ്യം എന്ന് പറയുന്ന മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് സ്റ്റേമനാന്ന് പറഞ്ഞു. ഒരു ടിപ്പിക്കൽ സ്റ്റേമൻ എടുക്കുകയാണെങ്കിൽ സ്റ്റേമന് 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ലോങ് സ്ലെൻഡർ ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ട്. ആ ലോങ് സ്ലെൻഡർ സ്റ്റോക്ക് നമ്മൾ പറഞ്ഞ പേര് ഫിലമെൻ്റ് എന്ന് പറഞ്ഞു. ആ ഫിലമെൻറ്റിൻ്റെ ടിപ്പിലായിട്ട് ടെർമിനലായിട്ട് ജനറലി ബൈലോബ്ഡ് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ നമ്മൾ പറഞ്ഞ പേര് ആന്തർ എന്ന് പറഞ്ഞു അല്ലേ. ആന്തർ എന്ന് പറഞ്ഞു. ഈ ആന്തർ 2 ആന്തർ ലോബ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ഉണ്ട്. അത് നമ്മൾ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞു. കണക്റ്റീവ് ടിഷ്യൂ. ഈ നമ്മൾ പറഞ്ഞു ഈ ബൈലോബ്ഡ് ആന്തർ എടുത്തു കഴിഞ്ഞാൽ ഓരോ ലോബ്സിനകത്തും ഓരോ ലോബ് എടുക്കുകയാണെങ്കിലും 2 തീക്കാസ് ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ അതിന് ഡൈ തീക്കസ് ആന്തർ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റേമൻ ക്വസ്റ്റ്യൻ നോക്കുക. ദ സ്റ്റേമൻസ് റെപ്രസെൻറ്റ്. സ്റ്റേമൻസ് നമ്മൾ വേറൊരു പറഞ്ഞ പേരുണ്ട്. എന്താണ്? മൈക്രോസ്പോറോഫിൽസ് എന്ന് പറയും. മൈക്രോസ്പോറോഫിൽസ്. സ്റ്റേമൻസ് നമ്മൾ പറഞ്ഞ വേറൊരു പേര് മൈക്രോസ്പോറോഫിൽസ് എന്ന് പറയും. അതുപോലെ തന്നെ കാർപ്പൽ നമ്മൾ മെഗാ സ്പോറോഫിൽസ് എന്ന് പറയും. കാർപ്പൽ നമ്മൾ സ്റ്റേമൻ നമ്മൾ മൈക്രോസ്പോറോഫിൽ എന്ന് പറയും. അതുപോലെ തന്നെ കാർപ്പലിന് നമ്മൾ മെഗാ സ്പോറോഫിൽസ് എന്ന് പറയും. മെഗാ സ്പോറോഫിൽസ്. അപ്പോൾ സ്റ്റേമൻ നമ്മൾ മൈക്രോസ്പോറോഫിൽ എന്നും അതുപോലെ തന്നെ കാർപ്പൽ നമ്മൾ എന്തും പറയും? മെഗാ സ്പോറോഫിൽ എന്നും പറയും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആന്തർ ഈസ് ജനറലി. നമ്മൾ പറഞ്ഞു ആന്തർ ജനറലി. ഓപ്ഷൻ മോണോസ്പൊറാഞ്ചിയറ്റ്, സെക്കൻഡ് ബൈസ്പൊറാഞ്ചിയറ്റ്, തേർഡ് ടെട്രാസ്പൊറാഞ്ചിയറ്റ്, ഫോർത്ത് വൺ ട്രൈസ്പൊറാഞ്ചിയറ്റ്. നമ്മൾ പഠിച്ചു ടിപ്പിക്കൽ ആന്തർ എന്ന് പറയുന്നത് ബൈലോബ്ഡ എന്ന് പറഞ്ഞു അല്ലേ. ഈ ബൈലോബ്ഡ എന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു സ്റ്റേമൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ടിപ്പിക്കൽ സ്റ്റേമൻ 2 പാർട്ടുണ്ട്. ഫിലമെൻ്റ് ഉണ്ട്. ഫിലമെൻ്റ് ടിപ്പിലായിട്ട് ടെർമിനലായിട്ട് ജനറലി ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തർ ഉണ്ടെന്ന് പറഞ്ഞു. ഈ 2 ആന്തർ ലോബ്സിനെ തമ്മിൽ കണക്ട് ചെയ്ത് ഏത് ടിഷ്യൂ ഉണ്ട്? കണക്റ്റീവ് എന്ന ടിഷ്യൂ ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. കണക്റ്റീവ്. പിന്നെ നമ്മൾ പറഞ്ഞ അടുത്ത പോയിന്റ് ഓരോ ആന്തർ ലോബ്സ് എടുക്കുകയാണെങ്കിൽ 2 തീക്കാസ് ഉണ്ട് നമ്മൾ. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഡൈ തീക്കസ് ആന്തർ നമ്മൾ പറഞ്ഞു. ഇനി ഈ ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആന്തറിന് 4 സൈഡുകളുണ്ടെന്ന് പറഞ്ഞു അല്ലേ. 4 സൈഡഡ് ആണ്. ദാറ്റ് മീൻസ് ടെട്രഗണൽ ആണ് നമ്മൾ പറഞ്ഞു. ടെട്രഗണൽ. 4 സൈഡുകളുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ കൺസിസ്റ്റിംഗ് ഓഫ് 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റഡ് അറ്റ് ഈച്ച് കോർണേഴ്സ്. ഓരോ കോർണേഴ്സിലായിട്ട് എന്തുണ്ടെന്ന് പറഞ്ഞു? ഓരോ മൈക്രോസ്പൊറാഞ്ചിയ. അപ്പം ആന്തറിന് ബൈലോബ്ഡ് ആയിട്ടുള്ള ആന്തറിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് 4 സൈഡഡ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ടെട്രഗണലാണ്. കൺസിസ്റ്റിംഗ് ഓഫ് എത്ര മൈക്രോസ്പൊറാഞ്ചിയ? 4 മൈക്രോസ്പൊറാഞ്ചിയ ലൊക്കേറ്റഡ് അറ്റ് ഈച്ച് കോർണേഴ്സ്. ദാറ്റ് ഈസ് 2 ഇൻ ഈച്ച് ലോബ്. ഓരോ ലോബിനകത്തും 2 മൈക്രോസ്പൊറാഞ്ചിയ. 2 ഇൻ ഈച്ച്
ലോബ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായതുകൊണ്ട് നമുക്കറിയാം അത് ടെട്രാ സ്പൊറാഞ്ചിയേറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആൻസർ ടെട്രാ സ്പൊറാഞ്ചിയേറ്റ്. Then emasculation is avoid in case. നമ്മൾ emasculation നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ പഠിച്ചു അല്ലേ? ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാമിനകത്ത് വരുന്ന ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ, സുപ്പീരിയർ ആയിട്ടുള്ള വെറൈറ്റീസിനെ ഡെവലപ്പ് ചെയ്യാനുള്ള അപ്രോച്ചാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ നമ്മൾ പറഞ്ഞു. ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനകത്ത് കേസിൽ നമ്മൾ പറഞ്ഞു അവിടെ ഡിസൈഡ് പോളൻ ഗ്രെയിൻസിനെയാണ് നമ്മൾ പോളിനേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്റ്റിഗ്മയെ നമ്മൾ അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ ബാഗിങ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ഇപ്പോൾ ഇമാസ്കുലേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇമാസ്കുലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആ ബൈസെക്ഷൽ ഫ്ലവർ ബഡിൽ നിന്ന് ഇമാസ്കുലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസെക്ഷൽ ഫ്ലവർ ബഡിൽ നിന്ന് അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ആ ഫ്ലവർ ബഡിനകത്തുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേമൻ ആണ് അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഏത് റിമൂവ് ചെയ്യുക? സ്റ്റേമൻ അല്ലേ? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പം ബൈസെക്ഷൽ ഫ്ലവറിനകത്ത് ഫ്ലവർ ബഡിൽ നിന്ന് അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റേമൻസ് റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. ഇമാസ്കുലേഷൻ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലവർ ഫീമെയിൽ ഫ്ലവറായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ആ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ നമ്മൾ സ്യൂട്ടബിൾ സൈസിലുള്ള ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രോസ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്യൂട്ടബിൾ സൈസിലുള്ള ബട്ടർ പേപ്പർ വെച്ച് കവർ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ബാഗിങ് എന്ന് പഠിച്ചത് അല്ലേ? അപ്പം ഇമാസ്കുലേഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഏതാ? ഫ്ലവർ യൂണിസെക്ഷൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല? ഫ്ലവറിനെ ഇമാസ്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്താണ് ഇമാസ്കുലേഷൻ എന്ന് അറിയാമല്ലോ? ബൈസെക്ഷൽ ഫ്ലവർ ബഡിൽ നിന്ന് അതിനകത്തുള്ള മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയ സ്റ്റേമൻസ് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു. ഫ്ലവർ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആണെങ്കിൽ ഇമാസ്കുലേഷൻ്റെ ആവശ്യം നമുക്കില്ല എന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The innermost layer of anther is tapetum whose function is. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ്. ഡേസൻസ് ഉണ്ട്, മെക്കാനിക്കൽ സപ്പോർട്ട് ഉണ്ട്, ന്യൂട്രീഷൻ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഉണ്ട് അല്ലേ? ഇന്നർമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റം എന്ന് പറഞ്ഞു. ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നറിഷ്മെൻ്റ് ആണ് അല്ലേ? നറിഷ്മെൻറ്റ്. ആർക്ക് നറിഷ്മെൻറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞു? നറിഷ്മെൻറ്റ് പറഞ്ഞു അല്ലേ? ഇന്നർമോസ്റ്റ് ലെയർ ആണ് ടപ്പീറ്റത്തിൻ്റെ ഫംഗ്ഷൻ നറിഷ്മെൻ്റ് ആണ്. ആർക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്ത് ഡെവലപ്പ് ചെയ്യുന്ന മൈക്രോസ്പോസിന് നറിഷ്മെൻറ്റ് കൊടുക്കുന്ന സെല്ലുകളാണ് ടപ്പീറ്റം സെൽസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നറിഷ്മെൻറ്റ് മാത്രമല്ല ടപ്പീറ്റം സെൽസിൻ്റെ ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞു. പോളൻ വാൾ ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻ്റെ വാൾ ഫോർമേഷൻ എടുക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിൻ്റെ എക്സൈൻ എന്ന് പറയുന്ന ഔട്ടർ മോസ്റ്റ് വോൾ ലെയറിൻ്റെ കമ്പോസിഷനകത്തും ആർക്ക് റോളുണ്ട്? നമ്മുടെ ടപ്പീറ്റം സെൽസിന് റോളുണ്ട്. ഓക്കെ, അപ്പം നറിഷ്മെൻറ്റ് മാത്രമല്ല പോളൻ വോൾ ഫോർമേഷനകത്തും ആർക്ക് റോളുണ്ട്? ടപ്പീറ്റം സെൽസിന് റോളുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The true embryo develops as a result of fusion of. ഒരു എംബ്രിയോ സാക്കിനകത്ത് നമ്മൾ പറഞ്ഞു, നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ നമ്മൾ പഠിച്ചു അല്ലേ? ആൻജിയോസ്പേംസിൻ്റെ മാത്രം യുണീക്ക് ഫീച്ചറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ആൻജിയോസ്പേംസിൻ്റെ മാത്രം യുണീക്ക് ഫീച്ചറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആൻജിയോസ്പേമിൻ്റെ എംബ്രിയോ സാക്കിനകത്ത് 2 ഫ്യൂഷൻ നടക്കുമെന്ന് പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? ഒന്നാമത്തെ സിംഗമിയും രണ്ടാമത്തെ ട്രിപ്പിൾ ഫ്യൂഷനും. നമ്മൾ പറഞ്ഞു സിംഗമിയുടെ കേസിൽ ഫസ്റ്റ് മെയിൽ ഗാമേറ്റ് ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? ആരുമായിട്ട് ഫ്യൂസ് ചെയ്യും? അതിൻ്റെ പ്ലോയിഡി ഹാപ്ലോയിഡാണ്. ഫസ്റ്റ് മെയിൽ ഗാമേറ്റ് എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഹാപ്ലോയിഡായിട്ടുള്ള എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഈ ഫ്യൂഷൻ നമ്മൾ പറയുന്ന പേരാണ് സിംഗമി ഓർ ട്രൂ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും. ഇതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടാവും? സൈഗോട്ട് ഫോം ചെയ്യും. ഏത് സൈഗോട്ടിൻ്റെ പ്ലോയിഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഫോം ചെയ്യും അല്ലേ? സിംഗമിയുടെ റിസൾട്ടാണ് ഡിപ്ലോയിഡ് സൈഗോട്ട്. അപ്പോൾ ട്രൂ എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന എവിടെ നിന്നാണ്? എക്സെല്ലും ആ മെയിൽ ഗാമേറ്റും തമ്മിൽ ഫ്യൂസ് ചെയ്യുമ്പോൾ ഈ സൈഗോട്ട് പിന്നീട് എന്തായിട്ട് മാറും? ഈ എംബ്രിയോ ആയിട്ട് ഫോം ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ? ഈ എംബ്രിയോ. രണ്ടാമത്തെ മെയിൽ ഗാമേറ്റ് നമ്മൾ പറഞ്ഞു പോളാർ ന്യൂക്ലിയായിട്ട് ഫ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ഉണ്ടാകുന്നത് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്,
3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മളതിന് ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഡബിൾ ഫെർട്ടിലൈസേഷൻ പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെ വരുന്നുണ്ട്? സിംഗമി. ഏതൊക്കെ ഫ്യൂഷനാണ്? ഫസ്റ്റ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ സിംഗമി, സെക്കൻഡ് ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമി, സെക്കൻഡ് വൺ ട്രിപ്പിൾ ഫ്യൂഷൻ. സിംഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡബിൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. ആൻജിയോസ്പേംസിൻ്റെ മാത്രം യൂണീക്ക് ഫീച്ചറാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോളിയോപ്റ്റൈൽ ആൻഡ് കോളിയോറൈസ ആർ ദ പ്രൊട്ടക്റ്റീവ് ഷീറ്റ് കവറിംഗ് ഡാഷ് ആൻഡ് ഡാഷ് റെസ്പെക്റ്റീവ്ലി. അല്ലേ, നമ്മൾ മോണോകോട്ട് എംബ്രിയോ പഠിക്കുന്ന സമയത്ത്, മോണോകോട്ട് എംബ്രിയോ പറഞ്ഞ സമയത്ത് മോണോകോട്ട് എംബ്രിയോ എടുക്കുകയാണെങ്കിൽ, മോണോകോട്ട് എംബ്രിയോയുടെ കേസിൽ നമ്മൾ പറഞ്ഞു ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു സിംഗിൾ ലാർജ് കോട്ലിഡൺ ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, ഗ്രാസിൻ്റെ കേസിൽ നമ്മൾ ആ മോണോകോട്ട് എംബ്രിയോയുടെ കേസിൽ ആ സിംഗിൾ ലാർജ് കോട്ലിഡൺ നമ്മൾ പറഞ്ഞ പേര് സ്ക്യൂട്ടെല്ലം എന്ന ടേമിലാണ് പഠിച്ചത്. അല്ലേ, ആ എംബ്രിയോണൽ ആക്സിസിൻ്റെ ലാറ്ററൽ സൈഡിലേക്കാണ്, ഒരു സൈഡിലേക്കാണ് സ്ക്യൂട്ടെല്ലത്തിൻ്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു അവിടെ ഹൈപ്പോകോട്ടൈൽ റീജിയനും ഉണ്ട്, എപ്പികോട്ടൈൽ റീജിയനും ഉണ്ടെന്ന് പറഞ്ഞു. അല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞു മോണോകോട്ട് എംബ്രിയോയുടെ കേസിൽ റാഡിക്കൽ റീജിയനെയും പ്ലിമ്യൂൾ റീജിയനെയും കവർ ചെയ്തൊരു ഷീത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. പ്ലിമ്യൂൾ റീജിയനെ കവർ ചെയ്ത് ആരാ വരുന്നത്? പ്ലിമ്യൂൾ റീജിയൻ, പ്ലിമ്യൂൾ അല്ലെങ്കിൽ ഷൂട്ട് ടിപ്പിനെ കവർ ചെയ്ത് വരുന്നതാണ് കോളിയോപ്റ്റൈൽ എന്ന് പറയുന്നത്. അതുപോലെ റാഡിക്കൽ റീജിയനെ സറൗണ്ട് ചെയ്ത് വരുന്ന ഷീത്തിന് നമ്മൾ പറഞ്ഞ പേര് കോളിയോറൈസ എന്ന് പറയും. അപ്പം പ്ലിമ്യൂളിനെ സറൗണ്ട് ചെയ്ത് വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? കോളിയോപ്റ്റൈൽ. അതുപോലെ റാഡിക്കൽ റീജിയനെ കവർ ചെയ്ത് വരുന്ന ഷീത്താണ് കോളിയോറൈസ എന്ന് പറയുന്നത്. അപ്പോൾ കോളിയോപ്റ്റൈലും കോളിയോറൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളിയോപ്റ്റൈൽ എന്തിൻ്റെ കവറിംഗ് ആണ്? പ്ലിമ്യൂൾ റീജിയൻ്റെയും റാഡിക്കലിൻ്റെ കവറിങ്ങിനാണ് എന്ന് പറയുന്നത് കോളിയോറൈസ എന്ന് പറയുന്നത്. മോണോകോട്ട് എംബ്രിയോയുടെ കേസിലാണ് ഈ റാഡിക്കൽ റീജിയനെയും പ്ലിമ്യൂൾ റീജിയനെയും കവർ ചെയ്ത് കോളിയോപ്റ്റൈലും കോളിയോറൈസയും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ എൻഡോസ്പോം ഓഫ് കോക്കനട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം. അല്ലേ, ആ എൻഡോസ്പോം എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്യുന്നത്? പ്രൈമറി എൻഡോസ്പോം സെല്ലിൽ നിന്നാണ്. അല്ലേ, ആ എൻഡോസ്പോമിൻ്റെ കേസ് നമ്മൾ നമ്മൾ പറഞ്ഞു പ്രൈമറി എൻഡോസ്പോം സെൽ. അല്ലേ, ഈ പ്രൈമറി എൻഡോസ്പോം സെല്ലായിട്ട് മാറുന്ന ആരാന്ന് പറഞ്ഞു? ഈ പ്രൈമറി എൻഡോസ്പോം സെല്ലായിട്ട് മാറുന്നത് നമ്മുടെ സെൻട്രൽ സെല്ലാണ്. അല്ലേ, എംബ്രിയോ സാക്കിനകത്തുള്ള സെൻട്രൽ സെല്ലാണ് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിയുമ്പോൾ എന്തായിട്ട് മാറുന്നത്? പ്രൈമറി എൻഡോസ്പോം സെല്ലായിട്ട് മാറുന്നത്. ഈ പ്രൈമറി എൻഡോസ്പോം സെല്ലിനകത്തുള്ള ന്യൂക്ലിയസ് ആണ് ഏതെന്ന് പറയുന്നത്? പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. അല്ലേ, അപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ്, നമ്മൾ ജനറൽ ആയിട്ടുള്ള എൻഡോസ്പോമിൻ്റെ ഡെവലപ്മെൻറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് പ്രൈമറി എൻഡോസ്പോം സെല്ലാണെങ്കിൽ ഇതിനകത്തുള്ള പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണ് നമ്മൾ പറഞ്ഞു. അല്ലേ, ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസ് ആണ്. ഈ പ്രൈമറി എൻഡോസ്പോം ന്യൂക്ലിയസിന് റിപ്പീറ്റഡ് ആയിട്ട് ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുമെന്ന് പറഞ്ഞു. ന്യൂക്ലിയർ ഡിവിഷൻ നടക്കുന്നതിന് റിസൾട്ടായിട്ട് ഒരുപാട് ഫ്രീ ന്യൂക്ലിയസുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഫ്രീ ന്യൂക്ലിയസുകൾ ഫോം ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു ആ ഒരു സ്റ്റേജ് ഓഫ് എൻഡോസ്പോം ഡെവലപ്മെൻറ്റ് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് സബ്സിക്വൻ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഓരോ ന്യൂക്ലിയസുകൾക്കും സെൽ വോൾ ഫോർമേഷൻ നടക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഇവരെന്തായിട്ട് മാറുമെന്ന് പറഞ്ഞു? സെല്ലുലാർ എൻഡോസ്പോം ആയിട്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ഫ്രീ ന്യൂക്ലിയൈ ഫോംഡ് ബിഫോർ സെല്ലുലറൈസേഷൻ മേ വേരി എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ കോക്കനറ്റിൻ്റെ കേസിൽ എൻഡോസ്പോം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ടെൻഡർ കോക്കനറ്റിൻ്റെ കേസിൽ ആ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഏത് എൻഡോസ്പോം ആണെന്ന് പറഞ്ഞു? ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം. ടെൻഡർ കോക്കനറ്റിൻ്റെ കേസിൽ ആ കോക്കനട്ട് വാട്ടർ എന്ന് പറയുന്നത് ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോം ആണ്. ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പോമും ആ വൈറ്റ് കർണൽ എന്ന് പറയുന്നത് എന്താണ്? സെല്ലുലാർ എൻഡോസ്പോമാണെന്ന് പറഞ്ഞു. ആ വൈറ്റ് കർണൽ എന്ന് പറയുന്നത് സെല്ലുലാർ എൻഡോസ്പോമാണ്. ഓക്കെ, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുന്നതാണ് പ്രൈമറി എൻഡോസ്പോം സെല്ലിൽ നിന്നാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എൻഡോസ്പോം ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ബൈ ദ ഡെവലപ്പിംഗ് എംബ്രിയോ ഇൻ. അപ്പോൾ എൻഡോസ്പോം കംപ്ലീറ്റ്ലി കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ആ സീഡ് എന്ന് പറയുന്നത് നോൺ എൻഡോസ്പോമസ് ആയിട്ടുള്ള സീഡാണ്. അപ്പോൾ നോൺ എൻഡോസ്പോമസ് സീഡിന് എക്സാമ്പിൾ ഏതാണ്? പീ, ഗ്രൗണ്ട് നട്ട്. അല്ലേ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം നോൺ എൻഡോസ്പോമസ് സീഡ്സിന് എക്സാമ്പിളായിട്ട് പീ, ഗ്രൗണ്ട് നട്ട് പറയാം. കാരണം നോൺ എൻഡോസ്പോമസ് ആയുള്ള റീസൺ അതിനകത്തുള്ള ഡെവലപ്പിംഗ് എംബ്രിയോ കംപ്ലീറ്റ് ആയിട്ട് ആ എൻഡോസ്പോം ടിഷ്യൂവിനെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ബയോളജിക്കൽ മെറ്റീരിയൽ പ്രസൻറ്റ് ഇൻ ദ എക്സൈൻ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ്. അല്ലേ, നമുക്കറിയാം പോളൻ്റെ വോളേസ് എടുക്കുകയാണെങ്കിൽ, പോളൻ ഗ്രെയിനിൻ്റെ വോളേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പോളൻ ഗ്രെയിന് ഒരു മെച്ചുറായിട്ടുള്ള പോളൻ ഗ്രെയിന് 2 വോളേസ് ആണുള്ളത്. അല്ലേ, ഔട്ടർ ലെയർ നമ്മൾ പറഞ്ഞ പേര് എക്സൈൻ എന്നും പറയും. അതുപോലെ തന്നെ ഇന്നർ ലെയർ നമ്മൾ പറഞ്ഞ പേര് ഇൻറ്റൈൻ എന്നും പറയും. എക്സൈനും ഇൻറ്റൈനും.
നമ്മൾ എക്സൈൻ എന്നുള്ള ലെയർ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു എക്സൈൻ എന്നുള്ള ലെയർ ഹാർഡായിട്ടുള്ള ലെയറാണെന്ന് പറഞ്ഞു. ഹാർഡായിട്ടുള്ള ലെയറാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈൻ എന്ന് പറയുന്ന ഈ ഔട്ടർ മോസ്റ്റ് ലെയർ കമ്പോസ് ചെയ്തിരിക്കുന്നത് മോസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ടാണെന്ന് പറഞ്ഞു. ആ മോസ്റ്റ് റെസിസ്റ്റൻ്റ് ഓർഗാനിക് മെറ്റീരിയൽ നമ്മൾ സ്പോറോപോളിനിൻ എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, സ്പോറോപോളിനിൻ. ഇനി നമ്മൾ സ്പോറോപോളിനിൻ്റെ പ്രത്യേകത പറയുമ്പോൾ നമ്മൾ പറഞ്ഞു ഇതിന് ഹൈ ടെമ്പറേച്ചറിനെയും അതുപോലെ തന്നെ സ്ട്രോങ് ആസിഡിനെയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. ഹൈ ടെമ്പറേച്ചർ, സ്ട്രോങ് ആസിഡ്, അതുപോലെ തന്നെ ആൽക്കലിയൊക്കെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ സ്പോറോപോളിനെ ഡീഗ്രേഡ് ചെയ്യുന്ന എൻസൈംസ് ഇതുവരെ ഡിസ്കവർ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിൻസ് ആർ വെൽ പ്രിസർവ്ഡ് ആസ് ഫോസിൽസ് ബിക്കോസ് ഓഫ് സ്പോറോപോളിനിൻ അല്ലേ. ഇത് പിന്നീട് നമ്മൾ പറഞ്ഞു എക്സൈൻ എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ലെയർ ആണ്. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് എക്സൈനകത്ത് ചെറിയ പ്രോമിനൻ്റ് അപ്പറേച്ചേഴ്സ് ഉണ്ട്. നമ്മൾ അതിനെ പറഞ്ഞ പേര് ജേം പോർ എന്ന് പറഞ്ഞു. ആ ജേം പോർ എന്ന് പറയുന്ന ഓപ്പണിങ്ങിനകത്ത് എന്ത് ആബ്സെൻ്റ് ആണ്? സ്പോറോപോളിൻ ആബ്സെൻ്റ് ആണെന്ന് പറഞ്ഞു. ആ ജേം പോർ വഴിയാണ് ആര് പുറത്തേക്ക് വരുന്നത്? പോളൻ ട്യൂബ് പുറത്തേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ. ഇൻഡൈൻ്റെ പ്രത്യേകത ഇൻഡൈൻ തിന്നാണ്, കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. പ്രത്യേകത നമ്മൾ പറഞ്ഞു കമ്പോസിഷൻ പറഞ്ഞപ്പോൾ ഇന്ത്യൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസും അതുപോലെ തന്നെ സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ് എന്തിൻ്റെ കമ്പോസിഷൻ? ഇൻഡൈൻ്റെ കമ്പോസിഷൻ എന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ പറഞ്ഞു എക്സൈൻ എക്സിബിറ്റ് ഫാസിനേറ്റിംഗ് അറേ ആൻഡ് പാറ്റേൺ. ഏതാണ്? എക്സൈൻ എന്നുള്ള ലെയർ. ഓക്കെ. ഇന്ത്യൻ തിന്നാണ്, കണ്ടിന്യൂസ് ആണ്, കമ്പോസിഷൻ സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സ്പോറോപോളിനാണ്. ദെൻ വാട്ട് ഈസ് എ ഫങ്ഷൻ ഓഫ് ജേം പോർ? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ജേം പോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇനിസിയേഷൻ ഓഫ് പോളൻ ട്യൂബ് അല്ലേ. നമ്മൾ പറഞ്ഞു പോളൻ പിസിൽ ഇൻട്രാക്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പോളൻ ഗ്രെയിൻസ് വന്ന് വീഴുമെന്ന് പറഞ്ഞു. അതിപ്പോൾ പോളൻ ഗ്രെയിൻസ് റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആവാം, റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആവാമെന്ന് പറഞ്ഞു. റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ ആ പിസിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ അതിനെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ കോമ്പീറ്റബിൾ പോളൻ ഗ്രെയിൻ ആണെന്ന് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. സ്റ്റിഗ്മയിൽ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സിനകത്ത് ഫസ്റ്റ് നടക്കുന്നത് ആ പോളൻ ജെർമിനേഷൻ ആണ് അല്ലേ. പോളൻ ജെർമിനേഷൻ നടക്കും. പോളൻ ജെർമിനേഷൻ നടന്നതിന് ശേഷം ആ പോളൻ ഗ്രെയിനിൽ എന്ത് ഫോം ചെയ്യും? പോളൻ ട്യൂബ് ഉണ്ടാവും അല്ലേ. പോളൻ ഗ്രെയിനിൽ എന്തുണ്ടാവും? പോളൻ ട്യൂബ് ഫോം ചെയ്യും. ആ പോളൻ ട്യൂബിനകത്തേക്ക് ആര് മൈഗ്രേറ്റ് ചെയ്യും? ആ പോളൻ ഗ്രെയിനകത്തുള്ള മെയിൽ ഗാമേറ്റ് അല്ലേ. ആ പോളൻ ഗ്രെയിനകത്തുള്ള മെയിൽ ഗാമേറ്റ് എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? ആ പോളൻ ട്യൂബിനകത്തേക്ക്. മെയിൽ ഗാമേറ്റ്സുകൾ പോളൻ ട്യൂബിനകത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇനി ഈ പോളൻ ട്യൂബ് ഏത് വഴിയാണ് പുറത്തേക്ക് വരുന്നത്? നമ്മൾ പറഞ്ഞു ഈ പോളൻ ട്യൂബ് വരുന്നത് ഏതാണ്? എക്സൈനകത്ത് കാണുന്ന ഔട്ടർ മോസ്റ്റ് ലെയറായ എക്സൈനകത്തുള്ള ഏത് ഓപ്പണിംഗ് വഴിയാണ്? വൺ ഓഫ് ദ ജേം പോർ, ഏതെങ്കിലും ഒരു ജേം പോർ വഴിയായിരിക്കും ആര് പുറത്തേക്ക് വരുന്നത്? പോളൻ ട്യൂബ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനിസിയേഷൻ ഓഫ് പോളൻ ട്യൂബാണ് ആരുടെ ഫംഗ്ഷൻ? ഈ ജേം പോറിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ആ ജേം പോർ വഴിയാണ് ആര് പുറത്തേക്ക് വരുന്നത്? പോളൻ ട്യൂബ് പുറത്തേക്ക് വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് ഓഫ് ദ പോളൻ ഗ്രെയിൻ ഡിവൈഡ്സ് ടു ഫോം 2 മെയിൽ ഗാമേറ്റ്സ്. ഓപ്ഷൻ വെജിറ്റേറ്റീവ് സെല്ല്, ജനറേറ്റീവ് സെല്ല്, മൈക്രോസ്പോം മദർ സെല്ല്, നൺ ഓഫ് ദം. നമുക്കറിയാം ഒരു പോളൻ ഗ്രെയിൻ എടുക്കുകയാണെങ്കിൽ പോളൻ ഗ്രെയിനകത്ത് മൈക്രോസ്പോറിൽ നിന്നാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ, മൈക്രോസ്പോറിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ 2 സെല്ലുകൾ ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഏതൊക്കെ സെല്ലുകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണും, ഒരു വെജിറ്റേറ്റീവ് സെല്ലും ഉണ്ടെന്ന് പറഞ്ഞു. ആ വെജിറ്റേറ്റീവ് സെല്ലിനെ പ്രത്യേകം നമുക്കറിയാം ലാർജ് ആണ്, അബണ്ടന്റ് ഫുഡ് റിസോഴ്സ് ഉണ്ട്, ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് വെജിറ്റേറ്റീവ് സെല്ലിനുള്ളതെന്ന് പറഞ്ഞു. ആ വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ സൈറ്റോപ്ലാസ്റ്റിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന സ്പിൻഡിൽ ഷേപ്പ് ആയിട്ടുള്ള ഡെൻസ് സൈറ്റോപ്ലാസവും പ്രോമിനൻറ്റ് ന്യൂക്ലിയസും ഉള്ള സെല്ലാണ് ഏതെന്ന് പറഞ്ഞു? ജനറേറ്റീവ് സെല്ലെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഓവർ 60% എൻജിയോസ്പോംസിൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നത് 2 സെൽഡ് സ്റ്റേജിലാണെന്ന് പറഞ്ഞു. 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണും, ഒരു ജനറേറ്റീവ് സെല്ലും കാണും എന്ന് പറഞ്ഞു. അതാണ് 2 സെൽഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ബാക്കിയുള്ള റിമൈനിങ് സ്പീഷീസിൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസിനെ റിലീസ് ചെയ്യുന്നത് 3 സെൽഡ് സ്റ്റേജിലാണെന്ന് പറഞ്ഞു. അപ്പോൾ 3 സെൽഡ് സ്റ്റേജ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പറഞ്ഞു ആ ജനറേറ്റീവ് സെല്ലിന് ഏത് ഡിവിഷൻ നടക്കും? മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുമെന്ന് പറഞ്ഞു അല്ലേ. മൈറ്റോസ് നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എത്ര സെല്ലുണ്ടാവും? 3 സെല്ലുകളുണ്ടാവും. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ജനറേറ്റീവ് ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണും, ഒരു വെജിറ്റേറ്റീവ് സെല്ലും കാണും. എത്ര ജനറേറ്റീവ് സെല്ലും കാണും? 2 ജനറേറ്റീവ് സെല്ലും കാണും. 2 ജനറേറ്റീവ് സെല്ല്. അപ്പോൾ 3 സെൽഡ് സ്റ്റേജ് ആവും. അപ്പോൾ 2 ജനറേറ്റീവ് സെല്ലാണ് ആക്ച്വലി എന്ന് പറയുന്നത് 2 മെയിൽ ഗാമേറ്റ് എന്ന് പറയുന്നത്. അപ്പം ജനറേറ്റീവ് സെല്ലിനാണ് എന്ത് നടക്കുന്നത്? അവിടെ മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നത്. ആ ജനറേറ്റീവ് സെല്ലാണ് എന്തെന്ന് പറയുന്നത്? ആ 2 മെയിൽ ഗാമേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മെഗാസ്പൊറാഞ്ചിയം along with its protective integuments is called. നമ്മൾ അതിനെ പറഞ്ഞു മെഗാസ്പൊറാഞ്ചിയം. നമ്മൾ ഓവ്യൂളിനെ പറഞ്ഞ വേറൊരു പേരാണെന്ന് പറഞ്ഞത് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയം എലോങ് വിത്ത് പ്രൊട്ടക്റ്റീവ് ഇൻഡെഗ്യുമെൻറ്റ്സ്. അപ്പോൾ ഇൻഡെഗ്യുമെൻറ്റ്സ് വരുന്നത് എവിടെയാണ്? ഓവ്യൂളിൻ്റെ പ്രൊട്ടക്റ്റീവ് ലെയറാണ് ഇൻഡെഗ്യുമെൻറ്റ്സ്. അപ്പോൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവ്യൂളാണ്. ഓവ്യൂളും അതിൻ്റെ അപ്പം മെഗാസ്പൊറാഞ്ചിയം എലോങ് വിത്ത് ഇറ്റ്സ് പ്രൊട്ടക്റ്റീവ് ഇൻഡെഗ്യുമെൻറ്റ്സ് നമ്മൾ പറഞ്ഞ പേര് ഓവ്യൂൾ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of these is a condition that makes flowers invariably autogamous? നമുക്കറിയാം ആൻസർ ക്ലീസ്റ്റോഗമി ആണ്. നമ്മൾ പറഞ്ഞു ഓട്ടോഗമി പറഞ്ഞ സമയത്ത് ഓട്ടോഗാമസ് ഫ്ലവേഴ്സിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു 2 ടൈപ്പ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്സാലിസ്, വയോള, കോമലിനയുടെ കേസിൽ 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സും രണ്ടാമത്തെ ടൈപ്പ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ചാസ്മോഗാമസ് ഫ്ലവേഴ്സുമാണ്. ഈ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ പ്രത്യേകത ഫ്ലവർ ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഡു നോട്ട് ഓപ്പൺ അറ്റ് ഓൾ. ഒരിക്കലും ഫ്ലവർ എന്ത് ചെയ്യത്തില്ല? ഓപ്പൺ ചെയ്യത്തില്ല ഫ്ലവറാന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇവൻ്റെ കേസ് നമ്മൾ പറഞ്ഞു ഈ ക്ലീസ്റ്റോഗാമസ് ഫ്ലവർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള ആന്തറിൻ്റെയും അതുപോലെ തന്നെ സ്റ്റിഗ്മയുടെയും പൊസിഷൻ വളരെ ക്ലോസ് ആയിട്ടായിരിക്കും കാണുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഫ്ലവറിനകത്ത് എന്ത് മാത്രമേ സംഭവിക്കുള്ളൂ? ഓട്ടോഗമി മാത്രമേ സംഭവിക്കുള്ളൂ. അതായത് സെയിം ഫ്ലവറിൻ്റെ പോളൻ ഗ്രെയിൻ സെയിം ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓട്ടോഗമി മാത്രമേ സംഭവിക്കുള്ളൂ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞു ക്ലീസ്റ്റോഗാമസ് ഫ്ലവേഴ്സ് ആർ ഇൻവേരിയബിളി ഓട്ടോഗാമസ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പോളിനേറ്റിംഗ് ഏജൻറ്റ്. ഇപ്പോൾ ഇവിടെ പോളിനേഷന് വേണ്ടിയിട്ട് പോളിനേറ്റിംഗ് ഏജൻറ്റ് ഒന്നും വേണ്ട. അപ്പോൾ ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എ പോളിനേറ്റിംഗ് ഏജൻറ്റ് ക്ലീസ്റ്റോഗാമസ് ഫ്ലവറിൻ്റെ കേസിൽ ഏത് സീസണിലും എന്ത് നടക്കും? അഷ്വേർഡ് സീഡ് സെറ്റ് നടക്കും നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പം വിച്ച് ഓഫ് ദീസ് കണ്ടീഷൻ ദാറ്റ് മേക്സ് ഫ്ലവേഴ്സ് ഇൻവേരിയബിളി ഓട്ടോഗാമസ് എന്ന് പറഞ്ഞത് ക്ലീസ്റ്റോഗമിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്ലവർ ഒരിക്കലും ഓപ്പൺ ചെയ്യത്തില്ല. ആ ഫ്ലവറിനകത്തുള്ള ആന്ത്രിൻ്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻ വളരെ ക്ലോസ് ആയിരിക്കും. സോ അതിനകത്ത് എന്ത് മാത്രമേ നടക്കുള്ളൂ? ഓട്ടോഗമി മാത്രമേ നടക്കുള്ളൂ. സോ അതുകൊണ്ടാണ് ഇൻവേരിയബിളി ഓട്ടോഗാമസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ പാർട്ട് ഓഫ് ഗൈനീഷ്യം ദാറ്റ് ഡിറ്റർമിൻസ് ദ കോമ്പറ്റബിൾ നേച്ചർ ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് അല്ലേ. നമ്മൾ പോളൻ പിസിൽ ഇൻട്രാക്ഷൻ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോളിനേഷൻ നമുക്കൊരിക്കലും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പോളിനേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു ഒരു ഫ്ലവറിൻ്റെ സ്റ്റിഗ്മയിലേക്ക് പിസ്റ്റിലിനകത്തുള്ള സ്റ്റിഗ്മയിലേക്ക് വന്ന് ലാൻഡ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് ഒന്നുകിൽ റൈറ്റ് ടൈപ്പ് പോളൻ ആയിരിക്കാം അല്ലെങ്കിൽ റോങ് ടൈപ്പ് പോളൻ ആയിരിക്കാം എന്ന് പറഞ്ഞു. റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ നമ്മൾ കോമ്പീറ്റബിൾ പോളൻ ഗ്രെയിൻ എന്നും റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻ നമ്മൾ ഇൻകോമ്പീറ്റബിൾ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞു. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ പിസ്റ്റിലിനകത്തുള്ള സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻ കറക്റ്റ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണ് എന്ന് ആദ്യം റെക്കഗ്നൈസ് ചെയ്യണം. പിസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്യണം നമ്മൾ പറഞ്ഞു അല്ലേ. പിസ്റ്റിൽ റെക്കഗ്നൈസ് ചെയ്യണം. അപ്പോൾ റെക്കഗ്നൈസേഷൻ നടന്നു കഴിയുമ്പം റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ കോമ്പീറ്റബിൾ പോളൻ ഗ്രെയിൻ ആണെങ്കിൽ പിസ്റ്റിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ പിസ്റ്റിൽ അതിനെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞു ഈ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ റെക്കഗ്നൈസേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പിസ്റ്റിലിൻ്റെ സ്റ്റിഗ്മയിൽ വന്ന് വീഴുന്ന പോളൻ ഗ്രെയിനകത്തുള്ള കെമിക്കൽസും അതുപോലെ തന്നെ സ്റ്റിഗ്മയിലുള്ള കെമിക്കൽസും തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുമ്പോഴാണെന്ന് പറഞ്ഞു അല്ലേ. ഈ പോളൻ പിസ്റ്റിൽ ഇൻട്രാക്ഷനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്ന കെമിക്കൽസ് ഏതൊക്കെയാണെന്ന് ഇപ്പോഴും സയൻറ്റിസ്റ്റുമാർ സ്റ്റഡി ചെയ്യുന്ന കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ആദ്യമേ ദ പാർട്ട് ഓഫ് ദ ഗൈനീഷ്യൻ ദാറ്റ് ഡിറ്റർമിൻസ് ദ കോമ്പറ്റബിൾ നേച്ചർ ഓഫ് പോളൻ ഏത് പാർട്ടായിരിക്കും? സ്റ്റിഗ്മയാണ് അല്ലേ. പിസ്റ്റിലിനകത്തുള്ള സ്റ്റിഗ്മയാണ് ആദ്യമേ തിരിച്ചറിയുന്നത്. അപ്പോൾ സ്റ്റിഗ്മയിൽ പോളൻ ഗ്രെയിനകത്തുള്ള കെമിക്കൽസും അതുപോലെ തന്നെ സ്റ്റിഗ്മയിലുള്ള കെമിക്കൽസും തമ്മിലുള്ള ഇൻട്രാക്ഷൻ അവിടെ നടക്കും. അപ്പോഴാണ് കോമ്പീറ്റബിൾ ആണോ ഇൻകോമ്പീറ്റബിൾ ആണോ എന്ന് തിരിച്ചറിയുന്നത്, റെക്കഗ്നൈസ് ചെയ്യുന്നത്. റെക്കഗ്നൈസേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ റൈറ്റ് ടൈപ്പ് പോളൻ ഗ്രെയിൻ ആണെങ്കിൽ പോസ്റ്റ് പോളിനേഷൻ ഇവൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. റോങ് ടൈപ്പ് പോളൻ ഗ്രെയിൻസ് ആണെങ്കിൽ എന്ത് പിസ്റ്റിൽ അതിനെ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During the process of fertilization, the pollen tube of the pollen grain usually enters the embryo sac through. ഏത് വഴിയാണ്? പോളൻ ട്യൂബ് ഇത് ഓവ്യൂൾ ആണെങ്കിൽ അനാട്രോപ്പസ് ഓവ്യൂൾ ആണെങ്കിൽ ഈ ഓവ്യൂളിനകത്ത് എംബ്രിയോ സാക്ക് ഫോം ചെയ്തു. എംബ്രിയോ സാക്കിനകത്ത് നമ്മൾ മൈക്രോപൈലാർ റീജിയനകത്തോളം ചലാസൽ റീജിയൻ ഉണ്ട്. മൈക്രോപൈലാർ റീജിയനുള്ള 3 സെല്ലുകൾ എഗപാരഡസ് ആയിട്ട് മാറും. ചലാസൽ എൻഡിലുള്ള 3 സെല്ലുകൾ ആൻറ്റിപോഡൽസ് ആയിട്ട് മാറും. സെൻട്രൽ സെല്ലിനകത്ത് 2 പോളാർ ന്യൂക്ലിയ ഉണ്ടെന്ന് പറഞ്ഞു.
ഈ പോളൻ ട്യൂബ് യൂഷ്വലി വരുന്നത് ഓവിലിനകത്തേക്ക് എൻ്റർ ചെയ്യുന്ന ഏത് പോർഷൻ വഴിയാണ്? ഓപ്പണിംഗ് ആയ മൈക്രോപൈലാർ റീജിയൻ വഴിയാണ് അല്ലേ? ആ മൈക്രോപൈലാർ റീജിയൻ വഴി പോളൻ ട്യൂബ് അല്ലെങ്കിൽ എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ പോറോഗമി എന്നാണ് പറയുന്നത്. എന്താണ് പോറോഗമി? യൂഷ്വലായിട്ട് പോളൻ ട്യൂബ് ഓവിലിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ്. അതിന് നമ്മൾ പോറോഗമി എന്ന് പറയും. ചില കേസിൽ നമ്മൾ പറഞ്ഞു ചലാസ വഴിയും പോളൻ ട്യൂബ് കയറാം. ചലാസ വഴിയാണ് പോളൻ ട്യൂബ് കയറുന്നതെങ്കിൽ ചലാസോഗമി എന്ന് പറയാം. ചലാസോഗമി. ചിലൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു പോളൻ ട്യൂബ് ഇൻഡെഗമെൻറ്റ്സ് വഴിയായിരിക്കും അകത്തേക്ക് കയറുന്നത്. ഇൻഡെഗമെൻറ്റ്സ് വഴിയാണ് കയറുന്നതെങ്കിൽ നമ്മളതിനെ മീസോഗമി എന്ന് പറയും. അപ്പോൾ യൂഷ്വലി നമ്മൾ പഠിച്ചിട്ടുള്ളത് പോളൻ ട്യൂബ് ഓവ്യൂളിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് ഏത് വഴിയാണ്? മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ്. അത് നമ്മൾ പോറോഗമി എന്ന് പറയും. ഓക്കെ, അപ്പം യൂഷ്വലായിട്ട് ഏത് വഴിയാണ് കയറുന്നത്? മൈക്രോപൈൽ. ചില എക്സെപ്ഷണൽ കേസുകളിലാണ് ചലാസ വഴിയും അതുപോലെ ഇൻഡെഗമെൻറ്റ്സ് വഴിയും കയറുന്നത്. നമുക്ക് യൂഷ്വലായിട്ട് പോളൻ ട്യൂബ് ഓവ്യൂളിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത് മൈക്രോപൈൽ എന്ന് പറയുന്ന ഓപ്പണിംഗ് വഴിയാണ്. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നോൺ സിങ്ക്രണൈസ്ഡ് മെച്ചുറേഷൻ ഓഫ് സ്റ്റേമൻ ആൻഡ് സ്റ്റിഗ്മ ആർ സ്ട്രാറ്റജീസ് ഫോർ. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് പഠിച്ചു അല്ലേ? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു മെജോറിറ്റി ഫ്ലവറിംഗ് പ്ലാന്റ്സുകൾ ഹെർമാപ്രോഡൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് സെൽഫ് പോളിനേഷൻ തന്നെ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ആ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻസിന് നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞു ഏത് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്യണം? സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ സെൽഫ് പോളിനേഷനെ ഡിസ്കറേജ് ചെയ്തുകൊണ്ട് ക്രോസ് പോളിനേഷനെ എൻകറേജ് ചെയ്യാനായിട്ട് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാണിക്കുന്ന ഡിവൈസസ് ആണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറഞ്ഞു. അതിനകത്ത് നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഡിവൈസ് എന്ന് പറയുന്നത് പോളൻ റിലീസ് ആൻഡ് സ്റ്റിഗ്മ റിസപ്റ്റിവിറ്റി ആർ നോട്ട് സിങ്ക്രണൈസ്ഡ് അല്ലേ? നമ്മൾ ഫസ്റ്റ് ടേം പറഞ്ഞു ഒന്നുകിൽ പോളൻ ഗ്രെയിനെ റിലീസ് ചെയ്യുന്നത് സ്റ്റിഗ്മയുടെ റിസപ്റ്റീവ് പീരീഡിന് ശേഷമോ അല്ലെങ്കിൽ സ്റ്റിഗ്മയുടെ റിസപ്റ്റീവ് പീരീഡിന് മുമ്പോ ആയിരിക്കണം. അതായത് ഒരേ സമയത്ത് ആ പോളൻ ഗ്രെയിനും സ്റ്റിഗ്മയും റിസപ്റ്റീവ് ആവരുത്. ഓക്കെ, അപ്പോൾ അതാണ് നോൺ സിങ്ക്രണൈസ്ഡ് മെച്ചുറേഷൻ ഓഫ് സ്റ്റേമൻ ആൻഡ് സ്റ്റിഗ്മ ഈ സ്ട്രാറ്റജി ഫോർ എന്തിൻ്റെയാണ്? ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനകത്ത് വരുന്നതാണ്. ഓക്കെ, അടുത്ത മെത്തേഡ് എന്ത് വരുന്നത് അറിയാലോ? ആ ഫ്ലവറിനകത്തുള്ള ആന്തറിൻ്റെയും സ്റ്റിഗ്മയുടെയും പൊസിഷൻ ഡിഫറൻ്റ് ആയിട്ട് വരിക. മൂന്നാമത്തെ മെത്തേഡ് ജനറ്റിക് മെക്കാനിസം സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി. നാലാമത്തെ മെത്തേഡ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അവിടെ നമ്മൾ ഡൈഷ്യസ് കണ്ടീഷനും പറയുന്നുണ്ട്, മൊണീഷ്യസ് കണ്ടീഷനും പറയുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് എ മൊണീഷ്യസ് പ്ലാന്റ് എമോങ് ദ ഫോളോയിങ്. ഇതിനകത്ത് മൊണീഷ്യസ് പ്ലാന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയ്സ് ആണ് മൊണീഷ്യസ് പ്ലാന്റ്. അപ്പോൾ മൊണീഷ്യസ് പ്ലാന്റ് പ്രത്യേകിച്ച് ബാക്കി എല്ലാവരും മാർക്കാൻഷ്യ എന്ന് പറയുന്ന ഒരു ബ്രയോഫൈറ്റ് ആണ്. മാർക്കാൻഷ്യ ഡൈഷ്യസ് കണ്ടീഷനാണ്. അതായത് മെയിൽ താലസും സെപ്പറേറ്റ് ആണ്, ഫീമെയിൽ താലസും സെപ്പറേറ്റ് ആണ്. പപ്പായയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പപ്പായയും ഡൈഷ്യസ് ആണ്. ഫോയിനിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഫോയിനിക്സും എന്താണ്? ഡൈഷ്യസ് ആണ്. മെയിൽ പ്ലാന്റ് ഫീമെയിൽ പ്ലാന്റ് സെപ്പറേറ്റ് ആണ്. മെയ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവേഴ്സും കാണും, അതുപോലെ തന്നെ ഫീമെയിൽ ഫ്ലവേഴ്സും കാണും. എൻ്റെ കേസിലാണ്. ഇപ്പോൾ ഇതിനകത്ത് മൊണീഷ്യസ് കണ്ടീഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊണീഷ്യസ് കണ്ടീഷനിൽ വരുന്നത് മെയ്സ് ആണ്. കാരണം മെയ്സിനകത്ത് ഒരു പ്ലാന്റിൽ തന്നെ മെയിൽ ഫ്ലവേഴ്സും കാണും, ഫീമെയിൽ ഫ്ലവേഴ്സും കാണും. മാർക്കാൻഷ്യ, പപ്പായ, ഫോയിനിക്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ രണ്ട് മെയിൽ പ്ലാന്റ് സെപ്പറേറ്റ് ആയിരിക്കും, ഫീമെയിൽ പ്ലാന്റ് സെപ്പറേറ്റ് ആയിരിക്കും. അതാണ് ഡൈഷ്യസ് കണ്ടീഷൻ. മെയിൽ പ്ലാന്റിനകത്ത് എപ്പോഴും മെയിൽ ഫ്ലവേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫീമെയിൽ പ്ലാന്റിനകത്ത് ഏത് ഫ്ലവേഴ്സും ഉണ്ടാവും? ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടാവും. രണ്ട് പ്ലാന്റ്സ് ആണ് ഡൈഷ്യസിൻ്റെ കേസിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്യാരറ്റ് ഗ്രാസിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോളൻ അലർജി, നമ്മൾ പോളൻ ഗ്രെയിൻ്റെ ഡിസഡ്വാൻറ്റേജ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു സെവറൽ സ്പീഷീസിൻ്റെ പോളൻ ഗ്രെയിൻസ് നമ്മൾ പറഞ്ഞു ബ്രോങ്കിയൽ അഫ്ലിക്ഷൻസും അതുപോലെ തന്നെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ആയ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലെ ഡിസോർഡേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ചില പ്ലാന്റ്സിൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസ് പോളൻ അലർജി കോസ് എന്ന് പറഞ്ഞു അല്ലേ? പോളൻ അലർജി പറഞ്ഞ സമയത്താണ് നമ്മൾ ഏത് പ്ലാന്റ് കേസ് പറയുന്നത്? പോളൻ അലർജിക്ക് എക്സാമ്പിളായിട്ട് പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസിൻ്റെ കേസ് പറഞ്ഞു. പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ്
ഈ പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസിൻ്റെ പോളൻ ഗ്രെയിൻസ് എന്ത് കോസ് ചെയ്യും? പോളൻ അലർജി കോസ് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു വീറ്റ് വെറൈറ്റിയുടെ കൂടെ വന്ന കണ്ടാമിനൻ്റ് ആണ്. വീറ്റ് വെറൈറ്റിയുടെ കൂടെ വന്ന കണ്ടാമിനൻ്റ് ആണ് പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത്. ഈ പാർത്തീനിയം ഓർ ക്യാരറ്റ് ഗ്രാസിൻ്റെ പോളൻ ഗ്രെയിൻ എന്ത് കോസ് ചെയ്യും? പോളൻ അലർജി കോസ് ചെയ്യും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ അപ്പോകാർപ്പസ് പ്ലാന്റ്. നമ്മൾ അപ്പോകാർപ്പസ് പ്ലാന്റ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു കാർപ്പൽസ് പറഞ്ഞ സമയത്ത് കാർപ്പൽസ് ഗൈനീഷ്യം പറഞ്ഞ സമയത്ത് കാർപ്പൽ പറഞ്ഞു. അവിടെ നമ്മൾ മോണോ കാർപ്പലറി കണ്ടീഷനും പറഞ്ഞു. മോണോ കാർപ്പലറി കണ്ടീഷനും ഉണ്ട്, മോണോ കാർപ്പലറി ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി കാർപ്പലറി കണ്ടീഷനുണ്ട് അല്ലേ. മോണോ കാർപ്പലറി കണ്ടീഷനുണ്ട്, മൾട്ടി കാർപ്പലറി കണ്ടീഷനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മൾട്ടി കാർപ്പലറി കണ്ടീഷൻ്റെ കേസ് നമ്മൾ പറഞ്ഞു മോർ ദാൻ 1 കാർപ്പൽസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ മൾട്ടി കാർപ്പലറി കണ്ടീഷൻ തന്നെ 2 ടൈപ്പിൽ വരുന്നുണ്ട്. മൾട്ടി കാർപ്പലറി സിങ്ക് കാർപ്പസ് കണ്ടീഷൻ വരുന്നുണ്ട്, മൾട്ടി കാർപ്പലറി സിങ്ക് കാർപ്പസ് കണ്ടീഷനും ഉണ്ട്, അതുപോലെ തന്നെ മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ് കണ്ടീഷനും ഉണ്ട്. 2 ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. മൾട്ടി കാർപ്പലറി സിങ്ക് കാർപ്പസ് കണ്ടീഷനും മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസ് കണ്ടീഷൻ. മൾട്ടി കാർപ്പലറി സിങ്ക് കാർപ്പസ് കണ്ടീഷൻ എക്സാമ്പിളായിട്ട് നമ്മൾ പേപ്പറിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. മൾട്ടി കാർപ്പലറി അപ്പോ കാർപ്പസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൈക്കേലിയയുടെ കേസ് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചൂസ് അപ്പോ കാർപ്പസ് പ്ലാന്റ് ഏതാണ്? മൈക്കേലിയയുടെ കേസിൽ മൾട്ടി കാർപ്പലറി ആണ്, അപ്പോ കാർപ്പസ് ആണ്, കാർപ്പൽസ് ഫ്രീ ആണെന്ന് പറഞ്ഞു. ഇവിടെ പേപ്പറിൻ്റെ കേസ് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു മൾട്ടി കാർപ്പലറി സിങ്ക് കാർപ്പസ് ആണ്, ദാറ്റ് മീൻസ് കാർപ്പൽസ് ഫ്യൂസ്ഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ മൈക്കേലിയാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ക്യൂട്ടെല്ലം ഈസ് ദ, നമുക്കറിയാം സ്ക്യൂട്ടെല്ലം നമ്മൾ പഠിക്കുന്നത് മോണോകോട്ട് എംബ്രിയോയുടെ കേസാണ് അല്ലേ. മോണോകോട്ട് എംബ്രിയോ പറയുന്ന സമയത്താണ് നമ്മൾ സ്ക്യൂട്ടെല്ലത്തിൻ്റെ കേസ് പറഞ്ഞത്. മോണോകോട്ട് എംബ്രിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ടെന്ന് പറഞ്ഞു. മോണോകോട്ട് എംബ്രിയോയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു എംബ്രിയോണൽ ആക്സിസ് ഉണ്ട്. എത്ര കോട്ട്ലീഡൻ ഉണ്ടെന്ന് പറഞ്ഞു? ഒരു സിംഗിൾ കോട്ട്ലീഡൻ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു അല്ലേ. ഒരു സിംഗിൾ കോട്ട്ലീഡൻ മാത്രമേ ഉള്ളൂ. നമ്മൾ പറഞ്ഞു ഗ്രാസിൻ്റെ കേസിൽ ആ സിംഗിൾ കോട്ട്ലീഡൻ നമ്മൾ പറഞ്ഞ പേര് സ്ക്യൂട്ടെല്ലം എന്ന് നമ്മൾ പറഞ്ഞു. സ്ക്യൂട്ടെല്ലം. ഈ സ്ക്യൂട്ടെല്ലത്തിൻ്റെ പൊസിഷൻ നമ്മൾ പറഞ്ഞു എംബ്രിയോണൽ ആക്സിസിൻ്റെ ലാറ്ററൽ സൈഡിലേക്കാണ്. ഇതിപ്പോൾ എംബ്രിയോണൽ ആക്സിസ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു ഒരു സൈഡിലേക്കാണ് ആരുടെ പൊസിഷൻ വരുന്നത്? സ്ക്യൂട്ടെല്ലത്തിൻ്റെ പൊസിഷൻ വരുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഗ്രാസസിൻ്റെ കേസിൽ ആ സിംഗിൾ ലാർജ് കോട്ട്ലീഡൻ നമ്മൾ പറഞ്ഞ പേരാണ് സ്ക്യൂട്ടെല്ലം. അപ്പോൾ സ്ക്യൂട്ടെല്ലം എന്ന് പറഞ്ഞാൽ ലാർജ് ആൻഡ് ഷീൽഡ് ഷേപ്ഡ് കോട്ട്ലീഡൻസ് സീൻ ഇൻ ഗ്രാസസ്. ഓക്കെ, ഇനി നമ്മൾ ഷീത്ത് വിച്ച് എൻക്ലോസസ് പ്ലിമ്യൂൾ ഓഫ് മോണോകോട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോളിയോപ്റ്റൈലാണ്. പ്രോട്ടീനേഷ്യസ് ലെയർ സീനാസ് ഔട്ടർ കവറിംഗ് ഓഫ് എൻഡോസ്പം, നമ്മൾ അലിറോൺ ലെയർ ആണത്. ഔട്ടർ ലെയർ ഓഫ് സീഡ് കോട്ട് ഏതാണ്? ടെസ്റ്റ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് സിനർജിഡ്. എന്താണ് സിനർജി സെല്ലിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സിനർജി സെല്ലിൻ്റെ മൈക്രോപൈലാർ റീജിയനകത്ത് എന്തുണ്ട്? സ്പെഷ്യൽ തിക്കനിങ് ഉണ്ട്. ആ സിനർജി സെൽസിൻ്റെ മൈക്രോപൈലാർ റീജിയനിൽ കാണുന്ന ആ തിക്കനിങ് പറഞ്ഞ പേര് ഫിലിഫോം അപ്പാരറ്റസ്. ആ ഫിലിഫോം അപ്പാരറ്റസിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? പോളൻ ട്യൂബിന് സിനർജി സെല്ലിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഫംഗ്ഷനായിരുന്നു ഫിലിഫോം അപ്പാരറ്റസിനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following is a genetic mechanism which prevents self-pollen from fertilizing the ovule? നമ്മൾ നേരത്തെ ഔട്ട് ബ്രീഡിംഗ് ഡിവൈസ് പറഞ്ഞ സമയത്ത് മൂന്നാമത്തെ ഡിവൈസായിട്ട് പ്ലാന്റിൽ തന്നെയുള്ള ജനറ്റിക് മെക്കാനിസം അല്ലേ, ജനറ്റിക് ഡിവൈസ് നമ്മൾ പറഞ്ഞു. ജനറ്റിക് ആയിട്ടുള്ള മെക്കാനിസമാണ് സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞു. സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറഞ്ഞ ഒരു ജനറ്റിക് മെക്കാനിസം എന്ന് പറഞ്ഞു. ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു ജനറ്റിക് മെക്കാനിസം ആണെന്ന് പറഞ്ഞു. ഈ സെൽഫ് ഇൻകോമ്പാറ്റബിലിറ്റി എന്ന് പറയുന്ന ജനറ്റിക് മെക്കാനിസം 2 രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നുകിൽ എന്തിനെ ഇൻഹിബിറ്റ് ചെയ്യും? പോളൻ്റെ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. പോളൻ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യും. ഒന്നുകിൽ 2 രീതി വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഒന്നുകിൽ പോളൻ്റെ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു? പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് അല്ലേ. 2 രീതിയിൽ, ഒന്നുകിൽ പോളൻ്റെ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്ത് ടുവേർഡ്സ് ദ സ്റ്റൈലിലേക്കുള്ള പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിന് ഇൻഹിബിറ്റ് ചെയ്യുക. അപ്പോൾ ഈ 2 രീതിയിലാണ് ജനറ്റിക് മെക്കാനിസമായ സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി വർക്ക് ചെയ്യുന്നത്. ഒന്നുകിൽ പോളൻ്റെ ജെർമിനേഷൻ ഇൻഹിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പോളൻ ട്യൂബിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? സെൽഫ് പോളിനേഷനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് എന്തിനെ പ്രൊമോട്ട് ചെയ്യാനാണ്? ക്രോസ് പോളിനേഷനെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള മെത്തേഡാണ് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസിനകത്ത് വരുന്ന സെൽഫ് ഇൻകോമ്പാക്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എഡിബിൾ പാർട്ട് ഓഫ് ആപ്പിൾ
ഇപ്പോൾ നമ്മൾ ആപ്പിളിൻ്റെയും സ്ട്രോബെറിയുടെയും ഫ്രൂട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഫെർട്ടിലൈസ്ഡ് ആയിട്ടുള്ള ഓവറിയാണ് അല്ലേ, ഫെർട്ടിലൈസ്ഡ് ഓവറിയാണ് ഫ്രൂട്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഫ്രൂട്ട് എടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഫ്രൂട്ട് എടുക്കുന്ന ഫെർട്ടിലൈസേഷൻ കഴിയുമ്പം ഓവറിയാണ് എന്തായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു, ഫ്രൂട്ടായിട്ട് മാറുന്നതെന്ന് പറഞ്ഞു. ഓവറി ഫ്രൂട്ടായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഓവറി വോൾ എന്തായിട്ട് മാറും, ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്ന സമയത്ത് ഓവറി വോൾ എന്തായിട്ട് മാറും, ഫ്രൂട്ട് വോളായിട്ട് മാറും. ആ ഫ്രൂട്ട് വോൾ നമ്മൾ പറഞ്ഞ പേര് പെരികാർപ്പ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോർമേഷൻ, ഒരു സെൻറ്റൻസ് ഉണ്ടായിരുന്നു, ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓവ്യൂൾ ഇൻറ്റു സീഡ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓവറി ഇൻറ്റു ഫ്രൂട്ട് ഒക്കേഴ്സ് സൈമൾട്ടേനിയസ്ലി. ഓവ്യൂൾ സീഡായിട്ട് മാറുന്ന അതേ സമയത്ത് തന്നെയാണ് ഓവറി എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഓവറി ഫ്രൂട്ടായിട്ട് മാറുമ്പം ഓവറി വോൾ ഫ്രൂട്ട് വോൾ അല്ലെങ്കിൽ പെരികാർപ്പായിട്ട് മാറും എന്ന് പറഞ്ഞു. ഇനി ഫ്രൂട്ട് നമ്മൾ പറഞ്ഞു ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ടും ഉണ്ട്, ഡ്രൈ ഫ്രൂട്ടും ഉണ്ട്. ഫ്ലഷി ഫ്രൂട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഓറഞ്ച്, ഗുവ, അതുപോലെ തന്നെ മാംഗോയുടെ കേസിൽ ഫ്രൂട്ട് ഫ്ലഷി ആണെന്ന് പറഞ്ഞു. ഡ്രൈ ഫ്രൂട്ട് പറഞ്ഞപ്പോൾ നമ്മൾ മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ടിൻ്റെ ഫ്രൂട്ട് പറഞ്ഞപ്പോൾ അത് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടാണ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഫ്രൂട്ട് പറഞ്ഞപ്പോൾ ട്രൂ ഫ്രൂട്ടും ഫോൾസ് ഫ്രൂട്ടും പറഞ്ഞു. ഓവറിൽ നിന്ന് ഫെർട്ടിലൈസ്ഡ് ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രൂട്ട് നമ്മൾ ട്രൂ ഫ്രൂട്ട് എന്നും, ഓവറിൽ നിന്നല്ലാതെ തലാമസ് ഓൾസോ കോൺട്രിബ്യൂട്ട് ഫ്രൂട്ട് ഫോർമേഷൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആപ്പിളിൻ്റെയും സ്ട്രോബെറിയുടെയും ആപ്പിള്, സ്ട്രോബെറി, കാഷ്യൂവിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു അവർ 3 പേരും ഫോൾസ് ഫ്രൂട്ടാണ്. കാരണം അവർ എഡിബിൾ പോർഷനായിട്ട് മാറുന്ന ആരാന്ന് പറഞ്ഞു, തലാമസ് ആണ് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത് നമ്മൾ പറഞ്ഞു. ഓക്കെ, then the anther wall consisting of 4 wall layers, whether നമുക്കറിയാം മിഡിൽ ലേയേഴ്സ് ലൈസ് ബിറ്റ്വീൻ എൻഡോത്തീസിയം ആൻഡ് ടപ്പീറ്റ് അല്ലേ. എൻഡോത്തീസിയത്തിനും ടപ്പീറ്റത്തിനും ഇടയ്ക്കായിട്ട് കാണുന്ന വോൾ ലെയർ ആണ് ഏതെന്ന് പറയുന്നത്, മിഡിൽ ലേയേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ബാഗിങ് ഈസ് ഡൺ ഇൻ ഫ്ലവേഴ്സ് ടു. നമ്മൾ നേരത്തെ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ അത് ബാഗിങ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇമാസ്കുലേഷൻ നമ്മൾ എന്താണെന്ന് പറഞ്ഞായിരുന്നു അല്ലേ, ബൈസെക്ഷൽ ഫ്ലവറൽ ബഡിൽ നിന്ന് അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ സ്റ്റേമൻസ് റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു. ആ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവർ ബഡിനെ നമ്മൾ സ്യൂട്ടബിൾ സൈസിലുള്ള ബട്ടർ പേപ്പർ വെച്ച് നമ്മൾ കവർ ചെയ്യുമെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവെൻറ്റ് കണ്ടാമിനേഷൻ ഓഫ് സ്റ്റിഗ്മ വിത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ. ഇവിടെ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മളിവിടെ ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് യൂസ് ചെയ്തിട്ടാണ് പോളിനേറ്റ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിൽ വന്ന് ലാൻഡ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവർ നമ്മൾ എന്ത് വെച്ച് കവർ ചെയ്യണത്, പേപ്പർ ബാഗ് വെച്ച് കവർ ചെയ്യണം. അത് നമ്മൾ ബാഗിങ് എന്ന് നമ്മൾ പറയും. പിന്നെ നമ്മൾ പറഞ്ഞു ഫ്ലവർ യൂണിസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അവിടെ ഇമാസ്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ഫോളോയിങ് ആണ്. മാച്ച് ദ ഐറ്റംസ് ഇൻ കോളം 1 വിത്ത് ദ ഐറ്റംസ് ഇൻ കോളം 2. റിമൈൻഡ്സ് ഓഫ് ന്യൂസെല്ലസ് സെൽസ്. അത് ഏതാണ്, പെരീസ്പം. നമ്മൾ പറഞ്ഞു പെരീസ്പമാണ്. ബ്ലാക്ക് പെപ്പറിൻ്റെയും ബീറ്റിൻ്റെയും കേസിൽ ഒക്കേഷണലി മെച്യൂർ സീഡ് എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ന്യൂസെല്ലസ് സെൽസ് പെർസിസ്റ്റൻ്റ് ആവും. സോ ന്യൂസെല്ലസ് സെൽസ് പെർസിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിൽ നമ്മൾ അതിനെ പെരീസ്പം കണ്ടീഷൻ എന്ന് പറയും. ഫോർമേഷൻ ഓഫ് സീഡ് വിത്ത് ഫെർട്ടിലൈസേഷൻ നമ്മൾ പറഞ്ഞു എന്താണ്, അപ്പോമിക്സിസ് ആണ് അല്ലേ. അപ്പോമിക്സിസ് നമ്മൾ അസ്ട്രേസിയയിലും ഗ്രാസസിലും വരുന്ന ചില മെമ്പേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ് സീഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അതൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡാണ്. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് മെത്തേഡ് ആണെങ്കിൽ പോലും അതെന്തിനു മിമിക്കുമെന്ന് നമ്മൾ പറഞ്ഞു, സെക്ഷൽ റീപ്രൊഡക്ഷനെ മിമിക് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഫോർമേഷൻ ഓഫ് സീഡ് വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അപ്പോമിക്സിസ് ആണ്. ദെൻ കോട്ലിഡൻസ് ഇൻ ദ ഗ്രാസസിൻ്റെ കേസിൽ സ്കോട്ലിഡൻ, ആ സിംഗിൾ ലാർജ് ഷീൽഡ് ഷേപ്പിലുള്ള സ്കോട്ലിഡൻ നമ്മൾ പറഞ്ഞ പേര് സ്ക്യൂട്ടല്ലോ എന്ന് പറയും. ദെൻ ഒക്കറൻസ് ഓഫ് മോർ ദാൻ 1 എംബ്രിയോ ഇൻ സീഡ്, അത് നമ്മൾ പോളി എംബ്രിയോണിക് കണ്ടീഷൻ എന്ന് പറയും. എക്സാമ്പിൾ മാംഗോയുടെയും സിട്രസിൻ്റെയും കേസ് പറഞ്ഞു. സോ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ തേർഡ് ഓപ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ പ്ലാന്റ് ദാറ്റ് പ്രൊവൈഡ് സേഫ് പ്ലേസ് ടു ഇൻസെക്ട് ഫോർ ലേയിങ് എഗ്സ് ആസ് ഫ്ലോറൽ റിവാർഡ്സ് ഓഫ് പോളിനേഷൻ ഈസ്. നമ്മൾ പറഞ്ഞായിരുന്നു ഫ്ലോറൽ യൂഷ്വലായിട്ട് അനിമൽ വിസിറ്റ് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ കേസിൽ ഫ്ലോറൽ റിവാർഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. യൂഷ്വലായിട്ട് ഫ്ലവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് പോളൻ അല്ലെങ്കിൽ നെക്ടർ ആണ് നമ്മൾ പറഞ്ഞു. ഇനി ചില കേസിൽ നമ്മൾ പറഞ്ഞു ചില കേസിൽ ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് ആ വരുന്ന ഇൻസെക്റ്റിന് സേഫായിട്ട് അവരുടെ എഗ്ഗ് ഡെപ്പോസിറ്റുള്ള സ്പേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഫോർ എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞത് ടോളസ്റ്റ് ഫ്ലവർ ഓഫ് അമോർഫോഫാലസ്, അതിൻ്റെ ഹൈറ്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എബൌട്ട് 6 feet ഹൈറ്റിലുള്ള ഫ്ലവറാണ് അമോർഫോഫാലസിൻ്റെ എന്ന് പറഞ്ഞു. അത് സേഫായിട്ട് എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സ്പേസ് കൊടുക്കുമെന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇതേപോലെ റിലേഷൻഷിപ്പ് നമ്മൾ എവിടെ പഠിച്ചായിരുന്നു, ആ യൂക്ക എന്ന് പറയുന്ന പ്ലാന്റും ആ പർട്ടിക്കുലർ മോത്തും തമ്മിലുള്ള ഇൻട്രാക്ഷൻ നമ്മൾ പറഞ്ഞു. ആ യൂക്ക പ്ലാന്റിൻ്റെ ഓവറിയുടെ ലോക്യൂളാണ് മോത്ത് അതിൻ്റെ എഗ്ഗ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ യൂക്ക പ്ലാന്റിൻ്റെ പോളിനേഷൻ ആ പർട്ടിക്കുലർ മോത്ത് വഴിയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു. 2 പേരിൽ ഒരാളില്ലെങ്കിൽ അവരുടെ ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ റിലേറ്റ് ചെയ്യേണ്ട ടേംസ് എന്ന് വെച്ചാൽ പോളൻ ഓർ നെക്ടർ റോബേഴ്സ് ആലോചിക്കുക.
ഫ്ലവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫ്ലോറൽ റിവാർഡ് എടുത്തതിന് ശേഷം എന്തിനെ പ്രൊമോട്ട് ചെയ്തില്ല? പോസ്റ്റ് പോളിനേഷൻ ഇവൻസിന് സ്റ്റാർട്ട് ചെയ്യാത്ത പോസ്റ്റ് പോളിനേഷൻ ഇവൻസിനെ പ്രൊമോട്ട് ചെയ്യാത്ത ആൾക്കാരെയാണ് പോളൻ ഓർ നെക്ടർ റോബേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Female flowers of which of the following plants comes to the surface of water to collect the pollen grains? അല്ലേ, നമ്മൾ പോളിനേഷൻ പഠിക്കുന്ന സമയത്ത് പോളിനേറ്റിംഗ് ഏജൻസ് പഠിക്കുമ്പോൾ നമ്മൾ എബയോട്ടിക് ഏജൻസ് പറഞ്ഞായിരുന്നു. ആ എബയോട്ടിക് ഏജൻസ് എടുക്കുമ്പം ആ എബയോട്ടിക് ഏജൻസിനകത്ത് 2 ഏജൻസ് ആണ് വരുന്നതെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? വിൻഡും വാട്ടറും ആയിരുന്നു. അല്ലേ, വാട്ടർ വഴിയുള്ള പോളിനേഷൻ നമ്മൾ പറഞ്ഞ പേര് ഹൈഡ്രോഫിലി നമ്മൾ പറഞ്ഞു. വാട്ടർ പോളിനേഷൻ നമ്മൾ പറഞ്ഞ പേര് ഹൈഡ്രോഫിലി എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഈ അഞ്ജോസ്പേംസ് അല്ലെങ്കിൽ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ കേസിൽ പോളിനേഷൻ ബൈ വാട്ടർ ഈസ് ക്വൈറ്റ് റെയർ ആണെന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് ഈസ് ലിമിറ്റഡ് അബൌട്ട് 30 ജിനറാസ്. അതിൽ തന്നെ കൂടുതലും മോണോകോട്ട് പ്ലാന്റുകളാണെന്ന് പറഞ്ഞു. ഇനി വാട്ടറിനെ റെഗുലർ ആയിട്ടുള്ള മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്നത് ലോവർ പ്ലാന്റ് ഗ്രൂപ്പ്സ് ആയ ആൽഗെ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റുകളാണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ചില ബ്രയോഫൈറ്റുകളുടെയും ടെറിഡോഫൈറ്റുകളുടെയും കേസ് എടുക്കുകയാണെങ്കിൽ വാട്ടർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അവരുടെ ഡിസ്ട്രിബ്യൂഷൻ ലിമിറ്റഡ് ആണ് നമ്മൾ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞു എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ മെജോറിറ്റി അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ കേസിൽ പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വാട്ടർ അല്ല വരുന്നതെന്ന് പറഞ്ഞു. എക്സാമ്പിളായിട്ട് നമ്മൾ വാട്ടർ ഹൈസിന്തും അതുപോലെ തന്നെ വാട്ടർ ലില്ലിയുടെയും കേസ് പറഞ്ഞപ്പം അവിടുത്തെ പോളിനേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് വരുന്നത് ഒന്നുകിൽ വിൻഡ് അല്ലെങ്കിൽ ഇൻസെക്റ്റുകളാണെന്ന് പറഞ്ഞു. വിൻഡ് ഓർ ഇൻസെക്റ്റ് എന്ന് പറഞ്ഞു അല്ലേ, വാട്ടർ ലില്ലിയുടെയും വാട്ടർ ഹൈസിന്തിൻ്റെയും കേസിൽ. പിന്നീട് വാട്ടർ പോളിനേഷൻ പറയുന്ന സമയത്ത് നമ്മൾ ഫ്രഷ് വാട്ടറിന് എക്സാമ്പിളായിട്ട് നമ്മൾ വാലിസ്നേറിയയുടെ കേസ് പറഞ്ഞു. വാലിസ്നേറിയ, അതുപോലെ തന്നെ രണ്ടാമത്തെ പ്ലാന്റ് എക്സാമ്പിളായിട്ട് നമ്മൾ ഹൈഡ്രില്ലയും പറഞ്ഞു. വാലിസ്നേറിയ, സെക്കൻഡ് വൺ ഹൈഡ്രില്ല. ദെൻ മറൈൻ കണ്ടീഷൻ ആയിട്ടുള്ള എക്സാമ്പിളായിട്ട് നമ്മൾ സീ ഗ്രാസിന് എക്സാമ്പിളായി നമ്മൾ എന്ത് പറഞ്ഞു? സോസ്റ്റെറയുടെ കേസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഈ വാലിസ്നേറിയയുടെ കേസിൽ പോളിനേഷൻ നടക്കുന്നത് വാട്ടറിൻ്റെ സർഫസിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അവിടെ നമ്മൾ പറഞ്ഞു വാട്ടറിൻ്റെ സർഫസിൽ അവിടുത്തെ ഫീമെയിൽ ഫ്ലവറിൻ്റെ പ്രത്യേകത പറഞ്ഞു. ആ ഫീമെയിൽ ഫ്ലവറിന് ഒരു ലോങ് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട്, ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റോക്കിൻ്റെ പ്രത്യേകത ഒരു ലോങ് ആയിട്ടുള്ള സ്റ്റോക്ക് ഉണ്ടായത് കൊണ്ട് തന്നെ ആ ഫീമെയിൽ ഫ്ലവർ എവിടെ വന്ന് നിൽക്കുമെന്ന് പറഞ്ഞു? വാട്ടറിൻ്റെ സർഫസിൽ നിൽക്കുമെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ തന്നെ മെയിൽ പോളൻ ഗ്രെയിൻ അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സിനെ റിലീസ് ചെയ്യുന്നത് എവിടെയാണെന്ന് പറഞ്ഞു? വാട്ടറിൻ്റെ സർഫസിലാണ്. എന്തിനെ റിലീസ് ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സിനെ റിലീസ് ചെയ്യുന്നത് പറഞ്ഞു. ഈ മെയിൽ ഫ്ലവേഴ്സ് പാസീവായിട്ട് സ്വിം ചെയ്ത് ആരുമായിട്ട് കോൺടാക്റ്റ് വരുമെന്ന് പറഞ്ഞു? ഫീമെയിൽ ഫ്ലവറിനകത്തുള്ള സ്റ്റിഗ്മയായിട്ട് കോൺടാക്റ്റിൽ വരുമെന്ന് പറഞ്ഞു. അപ്പം ഫീമെയിൽ ഫ്ലവറിൻ്റെ പ്രത്യേകത വാലിസ്നയുടെ കേസിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഫീമെയിൽ വാട്ടറിൻ്റെ സർഫസിൽ വെച്ചിട്ടാണ് പോളിനേഷൻ നടക്കുന്നത്. കാരണം അവിടുത്തെ ഫീമെയിൽ ഫ്ലവറിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു ഫീമെയിൽ ഫ്ലവറിന് ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ ലോങ് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ ഫീമെയിൽ ഫ്ലവർ വാട്ടറിൻ്റെ സർഫസിലായിരിക്കും നിൽക്കുന്നത്. പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സിൻ്റെ വാട്ടറിൻ്റെ സർഫസിലായിരിക്കും റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. നേരെ മറിച്ച് സോസ്റ്റെറയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഫീമെയിൽ ഫ്ലവർ സബ്മേർജ്ഡ് ആയിട്ടാണ് കാണുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നത് ഇൻസൈഡ് ദ വാട്ടർ ആണെന്ന് പറഞ്ഞു അല്ലേ, നമ്മുടെ സോസ്റ്റെറയുടെ കേസിൽ. അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ റിലീസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് സബ്മേർജ്ഡ് ആയിട്ട് റിലീസ് ചെയ്യുന്ന കേസിലാണെങ്കിൽ പോളൻ ഗ്രെയിൻസ് ലോങ് ആണ്, ഷേപ്പ് പറയുമ്പോൾ റിബൺ ഷേപ്ഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. പിന്നീട് നമ്മൾ പറഞ്ഞു മെജോറിറ്റി അക്വാട്ടിക് പ്ലാന്റ്സിൻ്റെ കേസിൽ പോളൻ ഗ്രെയിൻസിനെ വെറ്റിങ്ങിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഒരു മ്യൂസിലേജിനസ് കവറിങ്ങും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം ഫീമെയിൽ ഫ്ലവേഴ്സ് ലോങ് സ്റ്റോക്ക് ഉണ്ടായതുകൊണ്ട് വാലിസ്നയുടെ കേസിൽ സർഫസിൽ വെച്ച് പോളിനേഷൻ നടക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചൂസ് എ കറക്റ്റ് ഓർഡർ ഓഫ് സ്റ്റേജസ് ഡെവലപ്പിംഗ് ഇൻ ഡൈക്കോട്ടിലിഡനസ് എംബ്രിയോ. നമ്മൾ പഠിച്ചു ഡൈക്കോട്ട് എംബ്രിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞായിരുന്നു സൈഗോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പറഞ്ഞല്ലേ. ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് സൈഗോട്ട്, എംബ്രിയോജെനിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഗോട്ടിൽ നിന്ന് ഈ എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് അല്ലേ. സൈഗോട്ടിൽ നിന്ന് എംബ്രിയോ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് എംബ്രിയോജെനിസിസ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ ആദ്യമേ എംബ്രിയോ ഇത് സൈഗോട്ടാണ്, സൈഗോട്ടിൽ നിന്ന് ഉണ്ടാകുന്ന എംബ്രിയോയുടെ ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? പ്രോ എംബ്രിയോ. നമ്മൾ പറഞ്ഞു ഏർലി എംബ്രിയോണിക് സ്റ്റേജ് ഡൈക്കോട്ട് സീഡിൻ്റെ കേസിലും മോണോകോട്ട് സീഡിൻ്റെ കേസിലും ഏർലി എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ് സെയിം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഡൈക്കോട്ടിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആദ്യമേ സൈഗോട്ടിൽ നിന്നുണ്ടാകുന്നത് പ്രോ എംബ്രിയോയിൽ നിന്ന് ഏത് ഷേപ്പിലേക്ക് വരും? എംബ്രിയോ ഗ്ലോബുലാർ ഷേപ്പിലേക്ക് വരും അല്ലേ. ഗ്ലോബുലാർ ഷേപ്പിൽ നിന്ന് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഹേർട്ട് ഷേപ്പാണ്. ഹേർട്ട് ഷേപ്പിൽ നിന്ന് എങ്ങോട്ട് വരും? മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോയിലേക്ക് വരും അല്ലേ, മെച്യൂർ എംബ്രിയോ. അപ്പോൾ ഡൈക്കോട്ട് എംബ്രിയോയുടെ കേസിൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് നോക്കിക്കഴിഞ്ഞാൽ സൈഗോട്ടിൽ നിന്ന് അടുത്ത സ്റ്റേജ് പ്രോ എംബ്രിയോയിൽ നിന്ന് ഗ്ലോബുലാറിൽ നിന്ന് ഹാർട്ടിൽ നിന്ന് മെച്യൂർ ആയിട്ടുള്ള എംബ്രിയോ ഫോം ചെയ്യും. ഓപ്ഷൻ ഫോർത്ത് ഓപ്ഷനാണ് ആൻസർ. ദെൻ എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ്, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ്
occupying the center of each microsporangium when the anther is young is called. നമ്മൾ പഠിച്ചായിരുന്നു, നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ ആന്തറിൻ്റെ ക്രോസ് സെക്ഷൻ എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞു യങ് ആയിട്ടുള്ള ആന്തർ യങ് ആയിരിക്കുന്ന സ്റ്റേജിൽ ഈ മൈക്രോസ്പൊറാഞ്ചിയം ഓരോ മൈക്രോസ്പൊറാഞ്ചിയം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻട്രലായിട്ട് എങ്ങനെയുള്ള സെല്ലുകളാണ്? കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസ് ആണെന്ന് പറഞ്ഞു. ആ കോമ്പാക്ട്ലി പാക്ഡ് ഉള്ള ഹോമോജീനസ് സെൽസ് നമ്മൾ പറഞ്ഞ പേര് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞു അല്ലേ. സ്പോറോജീനസ് ടിഷ്യൂ. ആന്തർ എങ്ങായിരിക്കുന്ന സമയത്ത് ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും സെൻട്രലായിട്ട് കാണുന്ന കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസ് നമ്മൾ പറഞ്ഞ പേര് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞു. ഈ സ്പോറോജീനസ് ടിഷ്യൂവിനകത്തുള്ള സെല്ലുകളാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? മൈക്രോസ്പോർ മദർ സെൽ അല്ലേ. മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ എന്തെന്ന് പറയും? പോളൻ മദർ സെല്ലായിട്ട് മാറുന്നത് അല്ലേ. ആന്തർ എങ്ങായിരിക്കുന്ന സമയത്ത് പോളൻ മദർ സെൽ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെൽ അല്ലേ. ആന്തർ എങ്ങായിരിക്കുന്ന സമയത്ത് ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും സെൻട്രലായിട്ട് കോമ്പാക്ട്ലി പാക്ഡ് ആയിട്ടുള്ള ഹോമോജീനസ് സെൽസ് ആണുള്ളത്. നമ്മൾ സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറഞ്ഞു. ആ സ്പോറോജീനസ് ടിഷ്യൂവിനകത്തുള്ള സെല്ലുകൾ പിന്നീട് എന്തായിട്ട് മാറും? മൈക്രോസ്പോർ മദർ സെൽ ഓർ പോളൻ മദർ സെൽ. ഈ മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലിന് ഏത് ഡിവിഷൻ നടക്കും? മിയോസിസ് നടക്കും. മിയോട്ടിക് ഡിവിഷൻ നടക്കും. എന്ത് ഫോം ചെയ്യും? മൈക്രോസ്പോർസ് ഫോം ചെയ്യുമെന്ന് പഠിച്ചല്ലേ. മൈക്രോസ്പോർസ് ഫോം ചെയ്യും. ഈ മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ മൈക്രോസ്പോറോജെനിസിസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പം ആൻസർ എന്ന് പറയുന്നത് സ്പോറോജീനസ് ടിഷ്യൂ ആണ്. ഇനി ഇൻറ്റേൻ്റെ കമ്പോസിഷൻ നമ്മൾ പറഞ്ഞു. ഒരു പോളൻ ഗ്രെയിൻ എടുക്കുകയാണെങ്കിൽ ആ 2 വോൾ ലെയേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞു. പോളൻ ഗ്രെയിനിന് 2 വോൾ ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ ലെയർ നമ്മൾ പറഞ്ഞ പേര് എക്സൈൻ എന്നും അതുപോലെ തന്നെ ഇന്നർ ലെയർ നമ്മൾ പറഞ്ഞ പേര് ഇൻറ്റേൻ എന്നും പറഞ്ഞു. എക്സൈൻ നമ്മൾ പറഞ്ഞു എക്സൈൻ നല്ല ഹാർഡാണ്, ഡിസ്കണ്ടിന്യൂസ് ആണ്. എക്സൈൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് സ്പോറോപോളിനിൻ കൊണ്ടാണ്. എക്സൈനകത്തുള്ള ഓപ്പണിംഗ് ആണ് ജേം പോർസ് എന്ന് പറഞ്ഞു. അവിടെ സ്പോറോപോളിൻ ആബ്സെൻ്റ് ആണ്. സ്പോറോപോളിൻ ഉണ്ടായത് കൊണ്ട് തന്നെ ഫോസിൽസിനകത്ത് വെൽ പ്രിസർവ്ഡ് ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞു. ഇൻറ്റേൻ തിന്നാണ്, കണ്ടിന്യൂസ് ആണ്. കമ്പോസിഷൻ പറയുമ്പം സെല്ലുലോസും അതുപോലെ തന്നെ പെക്റ്റിനും കൊണ്ടാണ് കമ്പോസിഷൻ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ പെക്ടോ സെല്ലുലോസ് ആണ് ഇൻറ്റേൻ്റെ കമ്പോസിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The tissue enclosed within the walls of megasporangium is called. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മിക്കവാറും ഡൗട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. The tissue enclosed within the walls of megasporangium. അപ്പോൾ മെഗാസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? നമ്മുടെ ഓവ്യൂളാണ്. ഓവ്യൂൾ എടുക്കുകയാണെങ്കിൽ ഓവ്യൂളിനകത്തായിട്ട് ഓവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്ത് ഇൻറ്റഗ്യുമെൻറ്റ്സ് ഉണ്ട് അല്ലേ. ദ ടിഷ്യൂ എൻക്ലോസ്ഡ് വിത്ത് ദ വോൾസ് ഓഫ് മെഗാസ്പൊറാഞ്ചിയം. മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ വോൾസിനകത്തായിട്ട് കാണുന്ന ടിഷ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡൗട്ടായിട്ട് വരാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻറ്റഗ്യുമെൻറ്റ്സ് ആണ് നമ്മൾ വോൾ ലെയേഴ്സ് ആയിട്ട് പറയുന്നത് അല്ലേ. ഔട്ടർ ഇൻറ്റഗ്യുമെനും ഇന്നർ ഇൻറ്റഗ്യുമെനും ഉണ്ട്. ഇതിനകത്ത് കാണുന്ന സെൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ന്യൂ സെല്ലസ് സെൽസുകളാണ് അല്ലേ. ന്യൂ സെല്ലസ് സെൽസ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. ഈ ന്യൂ സെല്ലസ് സെൽസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്? സ്പോറോജീനസ് ടിഷ്യൂ അല്ലേ. സ്പോറോജീനസ് ടിഷ്യൂ ആയിട്ട് മാറുന്നത്. ഇപ്പം നമ്മൾ പഠിച്ചു മെഗാ സ്പോറോജെനസിസിൻ്റെ സമയത്ത് നമ്മൾ പറഞ്ഞായിരുന്നു ന്യൂ സെല്ലസ് സെൽസിനകത്തുള്ള ഓവ്യൂളിൻ്റെ മൈക്രോപൈലാർ റീജിയനുള്ള ഒരു ന്യൂ സെല്ലസ് സെല്ല് മെഗാസ്പോ മദർ സെല്ലായിട്ട് മാറുമെന്ന് പഠിച്ചു. അതിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് 4 മെഗാസ്പോസ് ഉണ്ടാവും. 3 ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോയി ഒരെണ്ണം ഫങ്ഷണൽ മെഗാസ്പോറായിട്ട് മാറും. ആ മെഗാസ്പോറിൽ നിന്നാണ് എംബ്രിയോസാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗാമെറ്റോഫൈറ്റ് ഉണ്ടാകുന്നത്. സോ മോണോസ്പോറിക് എംബ്രിയോസാക്ക് ഡെവലപ്മെൻറ്റ് എന്ന് പറയും. അപ്പോൾ നിങ്ങളിവിടെ ഡൗട്ട് തോന്നുന്നുണ്ട് കാര്യം എന്ന് വെച്ചാൽ ചില ആൾക്കാർ ന്യൂ സെല്ലസ് സെൽസും എഴുതും, ചിലർ സ്പോറോജീനസ് ടിഷ്യൂ എഴുതും. രണ്ടും കറക്റ്റായിട്ടുള്ള ആൻസേഴ്സാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് ആവും. കാരണം ഇതിൻ്റെ സ്പോറോജീനസ് ടിഷ്യൂസും ന്യൂ സെല്ലസ് സെൽസും നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് പറയാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓൾഡസ്റ്റ് വയബിൾ സീഡ് ഓഫ്. ഓൾഡസ്റ്റ് വയബിൾ സീഡ് നമ്മൾ സീഡിൻ്റെ ഡോർമൻസി പറഞ്ഞ സമയത്ത് സീഡിൻ്റെ ഡോർമൻസി നമ്മൾ പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചില സീഡിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു 10,000 ഇയേഴ്സ് വരെ ഡോർമൻസി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. നമ്മൾ പറഞ്ഞു ലുപ്പൈനസ് ആർട്ടിക്കസിൻ്റെ കേസ് നമ്മൾ പറഞ്ഞു 10,000 ഇയേഴ്സ് വരെ ഡോർമൻസി എക്സാമ്പിളായിട്ട് ലുപ്പൈനസ് ആർട്ടിക്കസ്. നമ്മൾ പറഞ്ഞു ആർട്ടിക് തുന്ദ്ര റീജിയനിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത ഈ പറഞ്ഞ ലുപ്പൈനസ് ആർട്ടിക്കസിൻ്റെ കേസിൽ സീഡിൻ്റെ ഡോർമൻസി എന്ന് പറയുന്നത് 10,000 ഇയേഴ്സ് വരെയാണ് ഡോർമൻസി എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു റീസെൻറ്റ് ഇയേഴ്സിൽ 2,000 ഇയേഴ്സ് വരെ ഡോർമൻസി കാണിക്കുന്ന സീഡിന് എക്സാമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോയിനി
ഫോയിനിക്സ് ഡാക്ടിലിഫെറ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മൾ കിങ് ഹെറോഡിൻ്റെ പാലസ് എക്സ്കവേറ്റ് ചെയ്തപ്പം ഡെഡ് സീയുടെ അടുത്തുനിന്നുള്ള ആ കിങ് ഹെറോഡിൻ്റെ പാലസ് എക്സ്കവേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഫോയിനിക്സ് ഡാക്ടിലിഫെറയുടെ കേസിൽ സീഡിൻ്റെ ഡോർമൻസി എന്ന് പറയുന്നത് 2000 ഇയേഴ്സ് ആണ്. 10,000 ഇയേഴ്സ് സീഡിൻ്റെ ഡോർമൻസിക്ക് എക്സാമ്പിളായിട്ട് ഫോയിനിക്സ് ഡാക്ടിലിഫെറയുടെ കേസ് അല്ലേ, സോറി ലുപ്പൈനസ് ആർട്ടിക്കസിൻ്റെ കേസ്, ആർട്ടിക് തുന്ദ്ര റീജിയനിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്ത സീഡ്. അപ്പോൾ ഓൾഡസ്റ്റ് വയബിൾ സീഡ് എന്ന് വെച്ചാൽ ലുപ്പൈനസ് ആണ്, ലുപ്പൈനസ് ആർട്ടിക്കസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് വെജിറ്റേറ്റീവ് സെല്ലിനെ പോളൻ അല്ലേ. ഒരു പോളൻ ഗ്രെയിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതിനകത്ത് വെജിറ്റേറ്റീവ് സെൽ ഉണ്ടെന്ന് പറഞ്ഞു. വെജിറ്റേറ്റീവ് സെല്ലിൻ്റെ പ്രത്യേകത വെജിറ്റേറ്റീവ് സെല്ലിൽ ബിഗർ സൈസാണ്, അബൻഡൻറ്റ് ഫുഡ് റിസോഴ്സ് ഉണ്ട്, ലാർജ് ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ് ഉള്ളത് നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആൻസർ ഏതാണ്? ഇറ്റ് ഹാസ് അബൻഡൻറ്റ് ഫുഡ് റിസർവ്. ഇതിൻ്റെ ന്യൂക്ലിയസിനുള്ള പ്രത്യേകത ലാർജ് ന്യൂക്ലിയസ് ആണ്, ഇറഗുലർലി ഷേപ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആണ്. ഓക്കെ, സ്മോൾ സർക്കുലർ ന്യൂക്ലിയസ് എന്നല്ല, ഇറഗുലർലി ഷേപ്ഡ് ആണ്. സ്പിൻഡിൽ ഷേപ്പായുള്ള സെൽ എന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ലാണ്. വെജിറ്റേറ്റീവ് സെല്ലിനെക്കാട്ടി ലാർജസ്റ്റ് സെല്ലാണ്, ജനറേറ്റീവ് സെല്ലിനെക്കാട്ടി ലാർജ് സൈസുള്ള സെല്ലാണ് വെജിറ്റേറ്റീവ് സെൽ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോൺ കോംസ് ഹാവ് ലോങ് ടെസൽ. ദിസ് ഈസ് ബിക്കോസ് നമ്മൾ വിൻഡ് പോളിനേഷൻ പഠിച്ചായിരുന്നു അല്ലേ. എബയോട്ടിക് ഏജൻസിനകത്ത് മോർ കോമൺ എന്ന് പറയുന്നത് വിൻഡ് പോളിനേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ വിൻഡ് പോളിനേഷൻ നമ്മൾ അനിമോഫിലി എന്ന് പറഞ്ഞു. വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു ലാർജ് എമൗണ്ടിൽ പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. പോളൻ ഗ്രെയിൻസ് ലാർജ് എമൗണ്ട്സിൽ പോളൻ ഗ്രെയിൻസിനെ പ്രൊഡ്യൂസ് ചെയ്യും. പോളൻ ഗ്രെയിൻസ് ലൈറ്റ് ആണ്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി. ലൈറ്റ് ആയിട്ടുള്ള പോളൻ ഗ്രെയിൻ ആണ്, അതുപോലെ തന്നെ നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറഞ്ഞു ഫ്ലവറിനകത്തുള്ള സ്റ്റിഗ്മ എടുക്കുകയാണെങ്കിൽ ലാർജ് ഓഫ്റ്റൻ ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേമൻസ് വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമൻസ് ആണെന്ന് പറഞ്ഞു. ഓവറി എടുക്കുകയാണെങ്കിൽ സിംഗിൾ ഓവ്യൂള് മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞു. ന്യൂമറസ് ഫ്ലവേഴ്സ് ആർ പാക്ഡ് ഇൻ ടു ആൻ ഇൻഫ്ലോറസൻസ് അല്ലേ. അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞു ഈ വിൻഡ് പോളിനേഷൻ കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ഗ്രാസസിൻ്റെ കേസിലാണെന്ന് പറഞ്ഞു. സോ ഇവിടെ ടെസൽ, കോണിൻ്റെ കേസ് ടസലിൻ്റെ കേസ് പറഞ്ഞു. ടെസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ആരൊക്കെ തമ്മിൽ സ്റ്റിഗ്മയും സ്റ്റൈലും ഫ്യൂസ്, സ്റ്റിഗ്മ ആൻഡ് സ്റ്റൈൽ അല്ലേ. സ്റ്റിഗ്മയും സ്റ്റൈലും കൂടെ ഫ്യൂസ് ചെയ്ത് കാണുന്ന ഒരു സിംഗിൾ സ്ട്രക്ചറായിട്ടാണ് കാണുന്നത്. അതിനാണ് നമ്മൾ ടസൽ എന്ന് പറഞ്ഞു. കോണിൻ്റെ ടസലിൻ്റെ പ്രത്യേകത എയർ ബോൺ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാനാണ് ടസൽ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ദേ ക്യാൻ ഈസിലി ട്രാപ്പ് ദ എയർ ബോൺ പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഫസ്റ്റ് ഓപ്ഷനാണ് ആൻസർ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ZEOT-നുണ്ടായിരുന്നത്. നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് ടെക്സ്റ്റ് വായിക്കുക, സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് നിർത്തി ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിനകത്തുള്ള ഫിഗേഴ്സ് എല്ലാം ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ഗുഡ് ഡേ എവരിബഡി. ഇക്കഴിഞ്ഞ ZEOTS-ൻ്റെ ഡിസ്കഷനാണ്. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററിൽ നിന്ന് 45 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. സോ ലെറ്റ് us start with the discussion. Question number 1. In human mammary gland, ampulla is present in between. മാമറി ഗ്ലാൻഡിലെ മിൽക്കിൻ്റെ സീക്വൻസ് ഓഫ് പാത്വേ നിങ്ങൾക്കറിയാം. ഏതാണ്? ആൽവിയോളയിൽ നിന്ന് അത് മാമറി ട്യൂബ്യൂൾസ് വഴി മാമറി ഡക്റ്റിലെത്തുന്നു. മാമറി ഡക്റ്റിൽ നിന്ന് ആംപ്യുള വഴി ലാക്റ്റിഫറസ് ഡക്റ്റ്, ഇതാണ് അതിൻ്റെ സീക്വൻസ്. ആൽവിയോളൈ, മാമറി ട്യൂബ്യൂൾസ്, മാമറി ഡക്റ്റ്, ആംപ്യുള, ലാക്റ്റിഫറസ് ഡക്റ്റ്. So in human mammary gland, ampulla is present between mammary duct and lactiferous duct. Mammary duct and lactiferous duct. ഇങ്ങനെ ഒന്ന് എഴുതി നോക്കിയിട്ട് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ആ സ്പേസ് ഫോർ റെഫർക്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് എഴുതിയിട്ട് ആൻസർ ചെയ്താൽ അത് തെറ്റുകയില്ല. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൂഡിമെൻ്ററി പീനീസ് ഇൻ ഫീമെയിലീസ്. ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൻ്റെ ഏർലി സ്റ്റേജിൽ മെയിലും ഫീമെയിലും നമുക്ക് തിരിച്ചറിയാൻ ഒക്കത്തില്ല, കാരണം എക്സ്റ്റേണൽ ജെനിറ്റാലി അപ്പിയർ ചെയ്തിട്ടില്ല. സോ ഇൻ ദി
early weeks of pregnancy, external genitalia is not appeared. അങ്ങനെ വരുമ്പോൾ ഒരു ഒറിജിനൽ ടിഷ്യൂ ഉണ്ട്, ഒരു കോമൺ എംബ്രിയോണിക് ടിഷ്യൂ മെയിലിലും ഫീമെയിലും ഉണ്ടാവും. മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് ഒരു കോമൺ എംബ്രിയോണിക് ടിഷ്യൂ ഉണ്ടാവും. ആ കോമൺ എംബ്രിയോണിക് ടിഷ്യൂ XY ക്രോമസോം ആണെങ്കിൽ അത് പീനീസായിട്ടും, XX ക്രോമസോം ആണെങ്കിൽ അത് ക്ലൈറ്റോറിസ് ആയിട്ടും ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ദ പീനീസ് ഓഫ് മെയിൽ ആൻഡ് ദി ക്ലൈറ്റോറിസ് ഓഫ് ദ ഫീമെയിൽ ഒറിജിനേറ്റ് ഫ്രം എ കോമൺ എംബ്രിയോണിക് ടിഷ്യൂ. അപ്പോൾ ഇത് രണ്ടും ഹോമോളോഗസ് ആണ്. Therefore, rudimentary penis in female is clitoris. Clitoris is the female homologue of the male penis എന്ന് പറയാം. Clitoris is the female homologue of the male penis. രണ്ടും ഒരു കോമൺ ടിഷ്യൂവിൽ നിന്നുണ്ടാകുന്നതാണ്. നെക്സ്റ്റ്, the birth canal is located between. ബർത്ത് കനാൽ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇത് യൂട്രസ്, then cervical canal, then vagina, then this is the external genitalia. Therefore, cervical canalum vaginയും കൂടെ ചേരുമ്പോൾ അത് ബർത്ത് കനാലായി. So, birth canal is constituted by the cervical canal and the vagina. അങ്ങനെ വരുമ്പോൾ ബർത്ത് കനാല് യൂട്ടറസിനും എക്സ്റ്റേണൽ ജെനിറ്റാലിയയ്ക്ക് ഇടയിലാണ്. യൂട്ടറസ് ആൻഡ് എക്സ്റ്റേണൽ ജെനിറ്റാലിയ. ഇങ്ങനെ ഒന്ന് വരച്ച് നോക്കിയാൽ ആൻസർ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇത്തരം ചോദ്യങ്ങളൊക്കെ ആൻസർ ചെയ്യുമ്പോൾ വെറുതെ മനസ്സിൽ ആലോചിച്ച് ബുദ്ധിമുട്ടുന്നതിന് പകരം ചെറുതായിട്ടൊന്ന് എഴുതി നോക്കുക, ആരോ ഇട്ട്. യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി ആൻസർ. സോ ക്വസ്റ്റ്യൻ നമ്പർ 4. Which one of the following is a false statement? Option number 1. The female accessory ducts form womb. Female accessory ducts എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ്? ഫീമെയിൽ ആക്സസറി ഡക്ട്സിൽ ഫാലോപ്പിയൻ ട്യൂബ് ഉണ്ട്, യൂട്ടറസ് ഉണ്ട്, സെർവിക്കൽ കനാലുണ്ട്, വജൈനയുമുണ്ട്. ഇത് നാലും കൂടെ ചേരുമ്പോഴാണ് ഫീമെയിൽ ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൽ വൂംബ് എന്നിവിടെ കാണിച്ചിരിക്കുന്നത് യൂട്രസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഫീമെയിൽ ആക്സസറി ഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഫാലോപ്പിയൻ ട്യൂബ്, യൂട്ടറസ്, സെർവിക്സ് ആൻഡ് വെജൈന ഫോം ദ ഫീമെയിൽ ആക്സസറി ഡക്ട്സ്. വൂംബ് മാത്രമല്ല. അപ്പോൾ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ് ഇതാണ്. ദിസ് ഈസ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. യൂട്ടറസ് ഈസ് കണക്റ്റഡ് ടു പെൽവിക് വാൾ വിത്ത് ലിഗമെൻറ്റ്സ്. യൂട്ടറസും ഓവറിയും പെൽവിക് വാളുമായിട്ട് ലിഗമെൻറ്റ്സ് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്, കറക്റ്റാണ്. യൂട്രസ് ഓപ്പൺസ് ടു വെജൈന ത്രൂ ദ സെർവിക്സ്, അതും കറക്റ്റാണ്. എൻഡോമെട്രിയം അണ്ടർഗോ സൈക്ലിക്കൽ ചേഞ്ചസ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ സൈക്കിൾ. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സമയത്ത് പെരിമെട്രിയത്തിലോ മയോമെട്രിയത്തിലോ യാതൊരു ചേഞ്ചസും നടക്കുന്നില്ല. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സമയത്ത് റീജനറേഷനും ഡീജനറേഷനും ബ്രേക്ക് ഡൗണും എല്ലാം നടക്കുന്നത് എൻഡോമെട്രിയത്തിലാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. ത്രൂ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പാർട്ട് ഓഫ് ഓവിഡക്ട് ദ സൈഗോട്ട് എൻറ്റേഴ്സ് ദ യൂട്രസ്. സൈഗോട്ട് യൂട്രസിലേക്ക് പ്രവേശിക്കുന്നത് മോറുല സ്റ്റേജ് ആകുമ്പോഴാണ്. അപ്പോൾ ഇവിടെ സൈഗോട്ട് ഫെർട്ടിലൈസേഷൻ ഇവിടെ നടക്കുന്നു. ഇവിടെ വരുമ്പോൾ അത് മോറുലയായി. മോറുല ദ യൂട്രസിലേക്ക് പ്രവേശിക്കുന്നു. ഏത് വഴി? ഇസ്തുമസ് വഴിയാണ്. ഇസ്തുമസ്. So fertilization takes place in the ampulla of the fallopian tube. As the fertilized egg moves through the isthmus, cleavage takes place and a morula is formed. The morula enters the uterus and transforms into blastocyst. അപ്പോൾ and answer isthmus ആണ്. Zygote enters into uterus as morula through the isthmus.
യൂട്ടറൈൻ ഫണ്ടസ് is a part located in. യൂട്രസിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. യൂട്രസിന് ഇത് ഫാലോപ്പിയൻ ട്യൂബാണ്. യൂട്രസിൽ ഇതാണ് യൂട്രസ്. ദി യൂട്രസ്. യൂട്രസിൻ്റെ ആൻറ്റീരിയർ പാർട്ട്, ഡോം ഷേപ്ഡ് പാർട്ടിൻ്റെ പേരാണ് ഫണ്ടസ്. ഫണ്ടസ് ഈസ് ദി ആൻറ്റീരിയർ ഡോം ഷേപ്ഡ് പാർട്ടാണ്. ഡോം പോലെ ഇരിക്കും. ഡോം ഷേപ്ഡ് പാർട്ടാണ്. അപ്പോൾ ആൻറ്റീരിയർ എക്സ്ട്രിമിറ്റിയിലാണ്. ഇതാണ് ആൻറ്റീരിയർ, ഇത് പോസ്റ്റീരിയർ. ആൻറ്റീരിയർ എക്സ്ട്രിമിറ്റി ഓഫ് ദി യൂട്രസിൽ കാണുന്ന ഡോം ഷേപ്ഡ് പാർട്ടിൻ്റെ പേരാണ് ഫണ്ടസ്. സോ ദി ആൻസർ ഈസ് 1. Question number 7. The ovaries are attached to which one of the following with the help of ligaments? Ovaries attached to pelvic wall and uterus by ligaments. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. Ovaries attached to pelvic wall and uterus by ligaments. നേരത്തെ പറഞ്ഞതാണ്. Which one of the accessory duct is greatly elongated and convoluted? Male accessory ducts എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്? വാസ എഫറൻഷ്യ ഉണ്ട്, എപ്പിഡിഡിമിസ് ഉണ്ട്, വാസ് ഡെഫറൻസ് ഉണ്ട്, ഇജാക്കുലേറ്ററി ഡക്റ്റ് ഉണ്ട്, ദെൻ യൂറിത്ര. ഇത്രയുമാണ് മെയിൽ ആക്സസറി ഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിലെ ലോങ്ങസ്റ്റ് എന്ന് പറയുന്നതും ഹൈലി കോൺവല്യൂട്ടഡ് എന്ന് പറയുന്നതും എപ്പിഡിഡിമിസ് തന്നെയാണ്. അപ്പോൾ എപ്പിഡിഡിമിസ് എവിടെയായിട്ടാണ്? ഇതാണ് ടെസ്റ്റിസ്. ഇതാണ് ടെസ്റ്റിസ്. ടെസ്റ്റിസിൻ്റെ പോസ്റ്റീരിയർ സൈഡിൽ കാണുന്ന ഹൈലി കോൺവല്യൂട്ടഡ് ട്യൂബാണ് ഈ എപ്പിഡിഡിമിസ് എന്ന് പറയുന്നത്. ആ എപ്പിഡിഡിമിസ് ആണ് വാസ് ഡെഫറൻസ് ആയിട്ട്. അപ്പോൾ ഇത് എപ്പിഡിഡിമിസ്, ഇത് വാസ് ഡെഫറൻസ്. എപ്പിഡിഡിമിസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 6 മീറ്റേഴ്സാണ്. 6 മീറ്റേഴ്സ്. Epididymis is situated at the posterior side of the testis. It is highly convoluted, about 6 meters in length. എന്താണ് എപ്പിഡിഡിമിസിൻ്റെ ഫംഗ്ഷൻ? എപ്പിഡിഡിമിസിന് 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒന്ന്, സ്റ്റോറേജ് ഓഫ് മില്യൺസ് ഓഫ് സ്പേംസ് അറ്റ് എ ടൈം. രണ്ടാമത്, ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഓഫ് സ്പേം. സെമിനിഫറസ് ട്യൂബ്യൂൾസിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന സ്പേംസിന് സ്ട്രക്ചറൽ മെച്യൂരിറ്റി മാത്രമേ വന്നിട്ടുള്ളൂ. അത് ഫങ്ഷണലി മെച്യൂർ ആകണമെങ്കിൽ അത് എപ്പിഡിഡിമിസിൽ ചെല്ലണം. സോ എപ്പിഡിഡിമിസ് ഈസ് കൺസേൺഡ് വിത്ത് ദ ഫിസിയോളജിക്കൽ മെച്ചുറേഷൻ ഓഫ് ദ സ്പേംസ് ആസ് വെൽ ആസ് ദ സ്റ്റോറേജ് ഓഫ് മില്യൺസ് ഓഫ് സ്പേംസ് അറ്റ് എ ടൈം. Cells present along the androgens secreting cells in stromal tissue of the testis. Androgen secreting cells ഏതാണ്? Androgen secreting cells of the stromal tissue. Stromal tissue എന്ന് പറഞ്ഞാൽ എന്താണ്? Tissue outside the germinal epithelium. ജെർമിനൽ എപ്പിത്തീലിയത്തിൻ്റെ വെളിയിൽ കാണുന്ന ടിഷ്യൂ ആണ് സ്ട്രോമൽ ടിഷ്യൂ. ദ ടിഷ്യൂ ഔട്ട്സൈഡ് ദ ജെർമിനൽ എപ്പിത്തീലിയം. ഈ സ്ട്രോമൽ ടിഷ്യൂവിൽ 2 തരം സെൽസ് ഉണ്ട്. ഒന്നാണ് ലീഡിക് സെൽസ്. ഈ സെൽസാണ് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ വേറെ ഒരു സെൽസും ഉണ്ട്. എന്താണ്? ഇമ്മ്യൂണോ കോമ്പീറ്റൻറ്റ് സെൽസ് ഉണ്ട്. ഇമ്മ്യൂണോ കോമ്പീറ്റൻറ്റ് സെൽസ്. അപ്പോൾ സ്ട്രോമൽ ടിഷ്യൂവിൽ കാണുന്ന ലീഡിക് സെൽസും ഇമ്മ്യൂണോ കോമ്പീറ്റൻറ്റ് സെൽസാണ്. അപ്പോൾ ആൻസർ ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റൻറ്റ് സെൽസ്. അതേസമയം ജെർമിനൽ എപ്പിത്തീലിയത്തിൽ കാണുന്ന എന്തൊക്കെയാണ്? ജെർമിനൽ എപ്പിത്തീലിയത്തിൽ കാണുന്ന സെല്ലുകൾ സ്പെർമറ്റോഗോണിയവും കാണുന്നുണ്ട്, സെർട്ടോളി സെൽസും കാണുന്നു. ഇപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ജെർമിനൽ എപ്പിത്തീലിയത്തിൽ സ്പെർമറ്റോഗോണിയൽ സെൽസുമുണ്ട്, സെർട്ടോളി സെൽസുമുണ്ട്. ജെർമിനൽ എപ്പിത്തീലിയത്തിന് വെളിയിൽ കാണുന്ന സ്ട്രോമൽ ടിഷ്യൂവിലാണ് ലീഡിക് സെൽസ്, അല്ലെങ്കിൽ അതിനെ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ് എന്ന് വിളിക്കാം. സെമിനിഫറസ് ട്യൂബ്യൂൾസിന് വെളിയിൽ കാണുന്ന സ്പേസാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. അതുകൊണ്ട് ലീഡിക് സെൽസിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്നും വിളിക്കും. ലീഡിക് സെൽസ് ആൾസോ കോൾഡ്
interstitial cells because they are situated outside the germinal epithelium in the stromal tissue or the interstitial space. Question number 10. Various cells present in testicular lobules are. Testicular lobules എന്താ കാണുന്നത്? Seminiferous tubules ആണ്. ഓരോ ഏകദേശം 250 ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ചേർന്നാണ് ഒരു ടെസ്റ്റിസ് എന്ന് പറയുന്നത്. ഈച്ച് ടെസ്റ്റിസ് കണ്ടെയ്ൻസ് എബൌട്ട് 250 ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ്. ഓരോ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിനകത്തും 2, 3, 4 സെമിനിഫറസ് ട്യൂബ്യൂൾസ് കാണാം. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ കാണുന്ന സെല്ലുകൾ ഏതൊക്കെയാണ്? ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ കാണുന്നത് സ്പെർമറ്റോഗോണിയൽ സെൽസ് അല്ലെങ്കിൽ ജേം സെൽസ് ഉണ്ട്. സ്പെർമറ്റോഗോണിയൽ സെൽസ് കാണാം, അല്ലെങ്കിൽ നമുക്കവരെ ജേം സെൽസ് എന്ന് വിളിക്കാം. രണ്ടാമത്തെ സെൽസ് ഏതാണ്? സെർട്ടോളി സെൽസ് ഉണ്ട്, അതും ലോബ്യൂൾസിലാണ്. ലീഡിക് സെൽസ് ഉണ്ട്, ഇമ്മ്യൂണോളജിക്കലി കോമ്പീറ്റൻറ്റ് സെൽസ് ഉണ്ട്. ഇത്രയും സെൽസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നിരിക്കുന്നത് ഏതാണ്? സ്പെർമറ്റോഗോണിയ, ലീഡിക് സെൽസ്, സെർട്ടോളി സെൽ. ഇതാ എല്ലാം ഇതിനകത്തുണ്ട്. ടെസ്റ്റിക്കുലാർ ലോബ്യൂളിൽ ജെർമിനൽ എപ്പിത്തീലിയവും ഉണ്ട്. ജെർമിനൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ ജെർമിനൽ എപ്പിത്തീലിയവും ഔട്ട്സൈഡ് സ്ട്രോമൽ ടിഷ്യൂ. അപ്പോൾ മൊത്തം സെൽസും കൂടെ പറയണം അവിടെ. Question number 11. Seminal fluid has spermatozoa and secretions from. Seminal fluid എന്ന് പറഞ്ഞാൽ എന്താണ്? Seminal fluid. Seminal fluid അല്ലെങ്കിൽ semen എന്ന് പറഞ്ഞാൽ it consists of seminal plasma. Seminal plasma and sperms. സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് ആണ്. പക്ഷേ സെമിനൽ പ്ലാസ്മ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആരാണ്? ആക്സസറി ഗ്ലാൻസും ആക്സസറി ഡക്ട്സുമാണ്. അപ്പോൾ സെമിനൽ പ്ലാസ്മയുടെ 75% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സെമിനൽ വെസിക്കിളാണ്. ഒരു 24% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡാണ്. ബാക്കിയുള്ളതെല്ലാം ബൾബോ യുറേത്രൽ ഗ്ലാൻസും എപ്പിഡിഡിമിസും വാസ് ഡെഫറൻസും ഒക്കെ കൂടെ ചേർന്നാണ്. ദെർഫോർ ദ സെമിനൽ ഫ്ലൂയിഡ് ഹാസ് സ്പെർമറ്റോസോവ and secretions from seminal vesicles, prostate and Cowper's gland. ഇവിടെ ഈ Cowper's gland എന്ന് പറഞ്ഞാൽ എന്താണ്? Cowper's gland എന്ന് പറയുന്നത് ബൾബോ യുറേത്രൽ ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേരാണ്. Cowper's gland എന്ന് പറയുന്നത് ബൾബോ യുറേത്രൽ ഗ്ലാൻഡിൻ്റെ മറ്റൊരു പേരാണ്. അപ്പോൾ സെമിനൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസും ഈ ആക്സസറി ഗ്ലാൻസിൻ്റെ സെക്രീഷൻ. അപ്പോൾ സെമിനൽ വെസിക്കിളിൻ്റെയും പ്രോസ്റ്റേറ്റിൻ്റെയും കൗപ്പേഴ്സ് ഗ്ലാൻഡിൻ്റെയും സെക്രീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെമിനൽ പ്ലാസ്മ. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 12. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആൻസർ അക്കോർഡിംഗ്ലി. ദ oocyte in the Graafian follicle has completed meiosis 2. ഗ്രാഫിയൻ ഫോളിക്കിളിലുള്ള oocyte മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യുന്നില്ല. മിയോസിസ് 2 കംപ്ലീറ്റ് ചെയ്യാതെ തന്നെയാണ് ഓവുലേഷൻ നടക്കുന്നത്. മിയോസിസ് 2 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോൾ മാത്രമേ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രണ്ടാമത്തത്, ദ ഫസ്റ്റ് പോളാർ ബോഡി ഈസ് ഫോംഡ് ഇൻ ദ സെക്കൻഡറി oocyte സ്റ്റേജ്. പ്രൈമറി oocyte ഡിവൈഡ് ചെയ്ത് 2 സെല്ലുകൾ ഉണ്ടാകുന്നു. ഏതൊക്കെയാണ്? സെക്കൻഡറി oocyte ഉണ്ടാകുന്നു, ഫസ്റ്റ് പോളാർ ബോഡിയും ഉണ്ടാകുന്നു. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. പ്രൈമറി oocyteന് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുമ്പോൾ ഫസ്റ്റ് പോളാർ ബോഡിയും സെക്കൻഡറി oocyte ഉണ്ടാകുന്നു. അപ്പോൾ ഈ സെക്കൻഡറി oocyte സ്റ്റേജിലാണ് ഫസ്റ്റ് പോളാർ ബോഡി ഉണ്ടാകുന്നത്. കറക്റ്റാണത്. oocyte in the Graafian follicle has zona pellucida. ഗ്രാഫിയൻ ഫോളിക്കിളിലെ oocyteനെ ചുറ്റും ഒരു ഗ്ലൈക്കോപ്രോട്ടീൻ മെംബ്രെയിൻ ഉണ്ട്. ആ ഗ്ലൈക്കോപ്രോട്ടീൻ മെംബ്രെയിൻ്റെ പേരാണ് സോണ പെല്യൂസിഡ. അത് കറക്റ്റാണ്. തീക്ക ഇന്റർന, തീക്ക എക്സ്റ്റർന ആൻഡ് ആൻഡ്രം ആർ പ്രസൻറ്റ് ഇൻ ദി സെക്കൻഡറി ഫോളിക്കിൾ. സെക്കൻഡറി ഫോളിക്കിൾ അല്ലല്ലോ, അത് ടെർഷറി ഫോളിക്കിളാണ്. ഇത് തെറ്റാണ്. തീക്ക ഇന്റർനെയും തീക്ക എക്സ്റ്റർനെയും ആൻഡ്രം എന്ന് പറയുന്ന ക്യാവിറ്റിയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ടെർഷറി ഫോളിക്കിളിലാണ്.
സെക്കൻഡറി oocyte റീറ്റെയിൻസ് ബൾക്ക് ഓഫ് ദ സൈറ്റോപ്ലാസം. കറക്റ്റാണ്. സെക്കൻഡറി oocyteന് സൈറ്റോപ്ലാസം വളരെ കൂടുതലാണ്, ഇതിന് സൈറ്റോപ്ലാസം തീരെ കുറവാണ്. പ്രൈമറി oocyteൻ്റെ സൈറ്റോപ്ലാസം വളരെ കൂടുതൽ കിട്ടുന്നത് സെക്കൻഡറി oocyteനാണ്. ഇത് കറക്റ്റാണ്. അപ്പോൾ ആൻസർ ലാസ്റ്റാണ്. 2, 3 and 5 are true and others are false. Okay, next question. Question number 13. Spermiogenesis. എന്താണ് സ്പെർമിയോജെനിസിസ്? സ്പെർമാറ്റോജെനിസിന് 2 സ്റ്റേജസ് ഉണ്ട്. സ്പെർമാറ്റോജെനിസിന് 2 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജിൻ്റെ പേരെന്താണ്? ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സ്. ഫോർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്പെർമാറ്റിഡോജെനിസിസ്. ഇനി ഈ സ്പെർമാറ്റിഡിന് എന്ത് സംഭവിക്കുന്നു? സ്പെർമാറ്റിഡ്സിന് സ്പെർമിയോജെനിസിസ് നടക്കുന്നു. ദാറ്റ് ഈസ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് spermatid to sperm. Spermatid to sperm. ഈ പ്രോസസ്സിൻ്റെ പേരാണ് സ്പെർമിയോജെനിസിസ്. അപ്പോൾ 2 പ്രോസസ്സ്. ആദ്യം സ്പെർമാറ്റിഡ്സ് ഉണ്ടാകുന്നു, സ്പെർമാറ്റിഡ്സ് പിന്നീട് സ്പേം ആയിട്ട് മാറുന്നു. Therefore, spermiogenesis is the transformation of spermatids to spermatozoa. Answer 2. Find the wrongly matched pair. Spermatogonium, 23 pairs of chromosomes. സ്പെർമറ്റോഗോണിയത്തിന് 46 ക്രോമസോം അല്ലെങ്കിൽ 23 പെയർ ഉണ്ട്. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് 22 ഓട്ടോസോംസ് ആൻഡ് എക്സ് ഓർ വൈ ക്രോമസോം. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സിന് 22 ഓട്ടോസോംസ് ആണോ? പ്രൈമറി സ്പെർമറ്റോസൈറ്റ് ഡിപ്ലോയിഡ് അല്ലേ? അപ്പോൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റിന് 44 ഓട്ടോസോംസും ഉണ്ട്, ഒരു എക്സും ഒരു വൈയും ഉണ്ട്. 44 ഓട്ടോസോംസ് ആൻഡ് എക്സ് ആൻഡ് വൈ ആണ്. അപ്പോൾ ഇത് റോങ് ആണ്. സെക്കൻഡറി oocyte 22 ഓട്ടോസോംസ് ആൻഡ് ആൻ എക്സ് ക്രോമസോം, അത് കറക്റ്റാണ്. എല്ലാ സെക്കൻഡറി oocyteലും ഒരു എക്സ് ക്രോമസോം കാണും. കാരണം ഫീമെയിലിന് 2 എക്സ് ക്രോമസോം അല്ലേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡറി oocyteലും ഒരു എക്സ് ക്രോമസോം ഉണ്ട്, ഫസ്റ്റ് പോളാർ ബോഡിയിലും ഒരു എക്സ് ക്രോമസോം. അപ്പോൾ എല്ലാ സെക്കൻഡറി oocyteലും 22 ഓട്ടോസോംസും പ്ലസ് ആൻ എക്സ് ക്രോമസോം ശരിയാണ്. ഫസ്റ്റ് പോളാർ ബോഡിയിലും ഇത് തന്നെയാണ്, 22 ഓട്ടോസോംസ് ഇതും. അപ്പോൾ ഇതാണ് തെറ്റ്. 44 എന്ന് വേണത്. ഇതിനകത്ത് ഇത് തെറ്റിപ്പോയി. 44 ഓട്ടോസോംസ് ആണ് പ്രൈമറി സ്പെർമറ്റോസൈറ്റിൽ വേണം. ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഇൻ ഫീമെയിൽസ് oogenesis is initiated only during puberty. തെറ്റാ. പ്യൂബർട്ടി അല്ല, അത് ഏർലി എംബ്രിയോണിക് ലൈഫിൽ തന്നെ നടക്കണം. അപ്പോൾ ഇത് തെറ്റാണ്, ഫോൾസ്. ഇൻ ഫീമെയിൽസ് oogenesis is initiated in early embryonic life എന്ന് വേണം പറയാൻ. More and more oogonia are added in the ovary during puberty. ഇല്ല, ഒരു ഫീമെയിലിന് ജീവിതകാലത്തേക്കുള്ള ഊവഗോണിയ മുഴുവനും ബർത്തിന് മുമ്പ് തന്നെയായിട്ടുണ്ടാവും. ബർത്തിന് ശേഷം ഒരു ഊവഗോണിയയും ഉണ്ടാകുന്നില്ല. ഇത് തെറ്റാണിത്. നോ മോർ ഊവഗോണിയ എന്ന് വേണം. നോ മോർ ഊവഗോണിയ ആർ ആഡഡ് ആഫ്റ്റർ ബർത്ത്. മൂന്നാമത്തത്, പ്രൈമറി oocyte surrounded by many layers of granulosa cells and thecal layers from the secondary oocyte. അത് കറക്റ്റാണ്. പക്ഷേ ഇതിനകത്തൊരു ചെറിയ പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രൈമറി oocyte എന്ന് പറയുന്നതിനെക്കാട്ടും അത് പ്രൈമറി ഫോളിക്കിൾ എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ കറക്റ്റ്. പ്രൈമറി ഫോളിക്കിൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തത വരും നമുക്ക്. സെക്കൻഡറി ഫോളിക്കിൾ എന്ന് പറയണം നമ്മൾ, അത് കുറച്ചുകൂടെ വ്യക്തത വരാൻ. കുഴപ്പമില്ല. പ്രൈമറി ഫോളിക്കിൾ surrounded by many layers of granulosa cells and thecal layer from secondary oocyte. അപ്പോൾ പ്രൈമറി ഫോളിക്കിളിന് ഇതാണ് oocyte, ഇതാണ് പ്രൈമറി oocyte, ഇത് പ്രൈമറി oocyte ആണ്. പ്രൈമറി oocyteന് ചുറ്റും ഒരു ലെയർ ഓഫ് ഫോളിക്കിൾ സെൽസേ ഉള്ളൂ എങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രൈമറി ഫോളിക്കിൾ എന്ന് വിളിക്കും. ഇതാണ് പ്രൈമറി ഫോളിക്കിൾ. എന്നാൽ
ഈ പ്രൈമറി ഫോളിക്കിൾ എന്തായിട്ട് മാറും? സെക്കൻഡറി ഫോളിക്കിളായിട്ട് മാറുമ്പോൾ ആ പ്രൈമറി ഫോളിക്കിളിന് ചുറ്റും മൾട്ടിപ്പിൾ ലെയേഴ്സ് ഓഫ് ഗ്രാനുലോസ സെൽസ് ഉണ്ടാവും. ഒന്നിൽ കൂടുതൽ ഗ്രാനുലോസ സെൽസ് ഉണ്ടാകും. അതുകൂടാതെ തീക്കൽ ലെയറും ഉണ്ടാവും. ഇപ്പോൾ ഇത് തീക്കൽ ലെയറായി. ഇപ്പോഴിതിനെ നമ്മൾ വിളിക്കുന്നത് സെക്കൻഡറി ഫോളിക്കിൾ എന്നാണ്. സെക്കൻഡറി ഊസൈറ്റ് അല്ല ഇത്. അപ്പോൾ ഇതിനകത്തൊരു ചെറിയ കറക്ഷൻ ഉണ്ട്. ഇതാണ് പക്ഷേ ആൻസർ നമുക്ക് കൊടുക്കാവുന്നത്. ആൻസർ കൊടുക്കാവുന്ന ഇതാണ്. പക്ഷേ അതിനകത്തൊരു ചെറിയ ടൈപ്പിംഗ് എറർ വന്നത് ഫോളിക്കിൾ എന്നുള്ളത് ഊസൈറ്റ് ആയി പോയെന്നുള്ളൂ. സെൽസ് റിസൾട്ടിങ് ഫ്രം മിയോസിസ് 1 and 2 ഇൻ ഊജനിസിസ് ആർ ഈക്വൽ സൈസ് അല്ല. ഊജനിസിസിൽ നടക്കുന്ന ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനും സെക്കൻഡ് മിയോട്ടിക് ഡിവിഷനും അൺഈക്വൽ ആണ്. ഈക്വൽ ഡിവിഷൻസ് ഇല്ല. ഊജനിസിസിൽ ഈക്വൽ ഡിവിഷൻസേ ഇല്ല. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനും സെക്കൻഡും അൺഈക്വൽ ഡിവിഷനാണ്. അപ്പോൾ 3 അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കാം. പക്ഷേ ആ ഊസൈറ്റ് എന്നുള്ളത് ഫോളിക്കിൾ എന്ന് പറഞ്ഞാലേ കുറച്ചുകൂടെ വ്യക്തത വരത്തുള്ളൂ. ക്വസ്റ്റ്യൻ നമ്പർ 16. ഫൈൻഡ് ദ റോങ് പെയർ. പ്രൈമറി ഊസൈറ്റ് ഫീറ്റൽ സ്റ്റേജ്. ജനിക്കുന്നതിന് മുമ്പേ പ്രൈമറി യൂസൈറ്റ് ഉണ്ടായിരിക്കും. ഒരു ഫീമെയിൽ ബേബി ജനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഉവഗോണിയകളെല്ലാം പ്രൈമറി യൂസൈറ്റായിട്ട് മാറിക്കഴിയും. ശരിയാണിത്. പ്രൈമറി ഫോളിക്കിൾ ഇമ്മച്വർ ഓവറി. ഒരു ഇമ്മച്വർ ഓവറിക്കകത്ത് പ്രൈമറി ഫോളിക്കിൾസ് ധാരാളമുണ്ട്. ഒരു ന്യൂ ബോൺ ബേബിയുടെ ഫോളിക്കിൾ ഓവറി എന്ന് പറയുന്നത് ഇമ്മച്വർ ഓവറിയാണ്. പക്ഷേ ഇമ്മച്വർ ഓവറി കണ്ടെയ്ൻസ് തൗസൻഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. ഫോളിക്കുലാർ അട്രീഷ്യ. ഒരു ന്യൂ ബോൺ ബേബിയിൽ 2 ഓവറിയിലുമായിട്ട് അല്ലെങ്കിൽ ഓരോ ഓവറിയിലും ഏകദേശം 20 ലക്ഷത്തോളം പ്രൈമറി ഫോളിക്കിൾസ് ഉണ്ട്. ഈച്ച് ഓവറി ഓഫ് എ ന്യൂ ബോൺ ഫീമെയിൽ ബേബി കണ്ടെയ്ൻസ് എബൌട്ട് 2 മില്യൺ അല്ലെങ്കിൽ 20 lakhs ഓഫ് പ്രൈമറി ഫോളിക്കിൾസ്. എന്നാൽ ഓരോ വർഷം കഴിയുന്തോറും ആയിരക്കണക്കിന് പ്രൈമറി ഫോളിക്കിൾസ് നശിച്ച് ഒരു ഫെർട്ടൈൽ ഫീമെയിൽ ആയി കഴിയുമ്പോൾ ഏകദേശം ഒരു ഓവറിയിൽ ഒരു 60,000 to 80,000 ആയിട്ട് കുറയും. ഇങ്ങനെ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് ഒവേറിയൻ ഫോളിക്കിൾസിനെ വിളിക്കുന്ന പേരാണ് ഫോളിക്കുലാർ അട്രീഷ്യ. സോ ഫോളിക്കുലാർ അട്രീഷ്യ ഈസ് ദ പ്രോഗ്രസീവ് ഡീജനറേഷൻ ഓഫ് പ്രൈമറി ഫോളിക്കിൾസ് ഫ്രം ബർത്ത് ടു ഫെർട്ടൈൽ പീരിയഡ്. അപ്പോൾ ഇതും ശരിയാണ്. സെക്കൻഡറി ഫോളിക്കിൾ, സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാകുന്നത് ടെർഷറി ഫോളിക്കിളിലാണ്. ഇത് തെറ്റാണ്. ടെർഷറി എന്ന് വേണം. സെക്കൻഡറി ഊസൈറ്റ്, കാരണം സെക്കൻഡറി ഊസൈറ്റ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ടെർഷറി ഫോളിക്കിളിലെ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ പൂർത്തിയാകത്തുള്ളൂ. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ ആദ്യത്തെ ഒരു ഭാഗം ജനിക്കുന്നതിന് മുമ്പ് നടന്നു. പ്രോഫേസ്. എന്നാൽ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ്റെ മെറ്റാഫേസും അനാഫേസും ടീലോഫേസും നടക്കുന്നത് ടെർഷറി ഫോളിക്കിളിനകത്ത് പ്യൂബർട്ടി പീരീഡ് ആകുമ്പോൾ. അതുകൊണ്ട് സെക്കൻഡറി ഫോളിക്കിളിനകത്തല്ല. സെക്കൻഡറി ഊസൈറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ടെർഷറി ഫോളിക്കിൾ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. റോങ് പെയർ ഇതാണ്. ബാക്കിയൊക്കെ ട്രൂ പെയേഴ്സാണ്. ദ റിലീസ് ഓഫ് ഊസൈറ്റ് ഫ്രം ദ ഫോളിക്കിൾ ഈസ് കോസ്ഡ് ബൈ. റിലീസ് ഓഫ് ഊസൈറ്റ് ഫ്രം ദ ഫോളിക്കിൾ, അതിനെ എന്ത് വിളിക്കും നമ്മൾ? ഓവുലേഷൻ. അതാണ് ഓവുലേഷൻ. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ വാട്ട്? എ സർജ് ഇൻ ദ ലെവൽ ഓഫ് ലൂട്ടിനൈസിങ് ഹോർമോൺ LH. LH സർജാണ്. അപ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LH പ്രൊഡ്യൂസ് ചെയ്യണം. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി LH പ്രൊഡ്യൂസ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന GnRH ആണ്. അത് ഹൈപ്പോതലാമസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഹൈപ്പോതലാമസ് GnRH പ്രൊഡ്യൂസ് ചെയ്യുന്നു. GnRH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് LH പ്രൊഡ്യൂസ് ചെയ്യുന്നു. FSH പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമുള്ള GnRH പൾസ് റേറ്റിനെക്കാട്ടിലും കൂടിയ GnRH പൾസ് റേറ്റ് ഉണ്ടെങ്കിലേ
LH പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. ആൻഡ് LH കോസസ് ഓവുലേഷൻ. അങ്ങനെയാണെങ്കിൽ LH സർജ് ഉണ്ടാക്കുന്നത് എന്താണ്? ഹൈ ഈസ്ട്രോജൻ ലെവൽ. ഹൈ ഈസ്ട്രോജൻ ലെവല് ഫോളിക്കുലാർ ഫേസിൻ്റെ അവസാനമാകുമ്പോൾ ഈസ്ട്രോജൻ്റെ അളവ് ബ്ലഡിൽ അങ്ങോട്ട് ഉയരും. ഹൈ ഈസ്ട്രോജൻ ലെവൽ സ്റ്റിമുലേറ്റ്സ് GnRH പൾസ് റേറ്റ് കൂട്ടും. അതുകൊണ്ട് LH സർജ് ലെവൽ ഉണ്ടാക്കുന്നത് ഹൈ ഈസ്ട്രോജൻ ലെവലാണ്. ഏതെങ്കിലും കാരണവശാൽ ഫോളിക്കുലാർ ഫേസിൻ്റെ അവസാനം ഓവുലേഷന് തൊട്ട് മുമ്പ് ഈസ്ട്രോജൻ ലെവൽ കൂടിയില്ലെങ്കിൽ LH സർജ് ലെവലിൽ എത്തത്തില്ല. ദെർഫോർ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറിയെ കൊണ്ട് കൂടുതൽ LH പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബ്ലഡിൽ ഈസ്ട്രോജൻ ലെവൽ കൂടിയിരിക്കണം. ഈസ്ട്രോജൻ ലെവൽ കൂടുമ്പോൾ ഹൈപ്പോതലാമസ് GnRH പൾസ് റേറ്റ് കൂട്ടും. GnRH പൾസ് റേറ്റ് കൂടുമ്പോൾ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി കൂടുതൽ LH പ്രൊഡ്യൂസ് ചെയ്യും. അത് സർജ് ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുകയും ചെയ്യും. The layers surrounding the ovum released by the Graafian follicle. ഏതൊക്കെ ലേയേഴ്സാണ്? ഓവുലേറ്റ് ചെയ്യപ്പെടുന്ന ഓവത്തിനെ കവർ ചെയ്ത് എന്തൊക്കെയുണ്ട്? ഇതാണ് ഓവം അല്ലെങ്കിൽ ഊസൈറ്റ്. അതിനെ കവർ ചെയ്ത് സോണ പെലൂസിഡയുണ്ട്. ഇതാണ് സോണ പെലൂസിഡ. സോണ പെലൂസിഡയ്ക്ക് വെളിയിലായിട്ട് എന്തുണ്ട്? കൊറോണ റേഡിയേറ്റ എന്ന് പറയുന്ന ലെയർ ഉണ്ട്. ഇതാണ് കൊറോണ റേഡിയേറ്റ. ലെയർ ഓഫ് ഗ്രാനുലോ സെൽസ് ആണ്. ദെർഫോർ ലേയേഴ്സ് സറൗണ്ടിങ് ദി ഓവം റിലീസ്ഡ് ബൈ ദ ഗ്രാഫിയൻ ഫോളിക്കിൾ എന്ന് പറയുമ്പോൾ കൊറോണ റേഡിയേറ്റ, സോണ പെലൂസിഡ. ഊലമ്മ എന്ന് പറയുന്നത് എന്താണ്? ഊലമ്മ എന്ന് പറയുന്നത് ഇതാണ്. ഊലമ്മ. എന്താണ് ഊലമ്മ? പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി എഗ് ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് എഗ്ഗിനെ വിളിക്കുന്ന പേരാണ് ഊലമ്മ. അപ്പോൾ ഊലമ്മ അതിന് വെളിയിലായിട്ട് സോണ പെലൂസിഡ, അതിനും വെളിയിലായിട്ട് കൊറോണ റേഡിയേറ്റ. ഫൈൻഡ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്. ഫോളിക്കുലാർ ഫേസ് ഈസ് ഫോളോഡ് ബൈ പ്രോലിഫറേറ്റീവ് ഫേസ്. തെറ്റല്ലേ? രണ്ടും ഒന്ന് തന്നെയാണ്. ഫോളിക്കുലാർ ഫേസിൻ്റെ മറ്റൊരു പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. ഫോളിക്കുലാർ ഫേസ് നടക്കുന്നത് എവിടെയാണ്? ഓവറിയിലാണ്. പ്രോലിഫറേറ്റീവ് ഫേസ് നടക്കുന്നത് എവിടെയാണ്? എൻഡോമെട്രിയത്തിലാണ്. അപ്പോൾ ഓവറിയിൽ ഫോളിക്കിൾസ് ഇങ്ങനെ വളരുമ്പോൾ ഗ്രോയിങ് ഫോളിക്കിൾസ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഈസ്ട്രോജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈസ്ട്രോജൻ എന്ത് ചെയ്യുന്നു? എൻഡോമെട്രിയൽ സെൽസിൻ്റെ പ്രോലിഫറേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഫോളിക്കുലാർ ഫേസിൽ ഓവറിയിൽ ഫോളിക്കിൾസ് വളരുന്നു, അതേസമയം എൻഡോമെട്രിയത്തിൽ പ്രോലിഫറേഷൻ നടക്കുന്നു. അപ്പോൾ ഇത് രണ്ടും ഒന്നിൻ്റെ പേരാണ്. ഫോളിക്കുലാർ ഫേസിൻ്റെ മറ്റൊരു പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ്. അപ്പോൾ അത് തെറ്റാണ്. അപ്പോൾ ഫോളിക്കുലാർ ഫേസ് ഈസ് ഫോളോഡ് ബൈ ലൂട്ടിയൽ ഫേസ് എന്ന് വേണം, അല്ലെങ്കിൽ സോറി ഓവുലേറ്ററി ഫേസ് എന്ന് പറയും. ഓവുലേറ്ററി ഫേസ് എന്ന് പറയും. ഫോളിക്കുലാർ ഫേസ് ഈസ് ഫോളോഡ് ബൈ ഓവുലേറ്ററി ഫേസ് ആണ്. ചേഞ്ചസ് ഇൻ യൂട്രസ് ആൻഡ് ഓവറി ആർ ഇൻഡ്യൂസ്ഡ് ബൈ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഓൺലി. പിറ്റ്യൂട്ടറി ഹോർമോൺസ് മാത്രമല്ല, പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആൻഡ് ഒവേറിയൻ ഹോർമോൺസ് എന്നും കൂടെ വേണം. ഒവേറിയൻ ഹോർമോൺസ്. ഓവറിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. അതേസമയം യൂട്രസിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് ഒവേറിയൻ ഹോർമോൺസ് ആണ്. ഓവറിയിൽ ചേഞ്ചസ് ഉണ്ടാക്കുന്നത് പിറ്റ്യൂട്ടറി ഹോർമോൺസ് ഏതൊക്കെയാണ്? FSHഉം LHുമാണ്. അതേസമയം എൻഡോമെട്രിയം അല്ലെങ്കിൽ യൂട്രസിൽ ചേഞ്ച് ഉണ്ടാക്കുന്നത് ഓവറി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസായ ഈസ്ട്രോജനാണ്. അപ്പോൾ ഇത് തെറ്റാണ്, ഇതും തെറ്റാണ്. FSH helps in converting primary oocyte to secondary oocyte stage. അപ്പോൾ FSH helps in converting primary oocyte into secondary oocyte. ഈ പ്രൈമറി oocyte സെക്കൻഡറി oocyte ആയിട്ട് മാറാൻ FSH സഹായിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. FSH helps, ഇത് കറക്റ്റാണ്. ദിസ് ഈസ് ട്രൂ. ഫോളിക്കിളിൻ്റെ ഗ്രോത്തിനെയും ഊജൻസിസിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് FSH തന്നെയാണ്. എന്നാൽ അവസാനത്തെ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡറി oocyte ഈസ് ഫോംഡ് ഇൻ ദി ഫോളിക്കുലാർ ഫേസ്. ഫോളിക്കുലാർ ഫേസിലാണ്
സെക്കൻഡറി യൂസൈറ്റ് ഉണ്ടാകുന്നത്. ഫോളിക്കുലാർ ഫേസിൻ്റെ അവസാനം ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്നും സെക്കൻഡറി യൂസൈറ്റ് റിലീസ് ചെയ്തിരിക്കും. അതുകൊണ്ട് സെക്കൻഡറി യൂസൈറ്റ് ഈസ് ഫോംഡ് ഇൻ ദ ഫോളിക്കുലാർ ഫേസ്. അപ്പോൾ 3 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈൻഡ് ദ ഫോൾസ് സ്റ്റേറ്റ്മെൻറ്റ്. സൈക്ലിക് മെൻസ്ട്രുവേഷൻ എക്സ്റ്റെൻഡ്സ് ഫ്രം മെനാർക്ക് ടു മെനോപോസ്. അത് കറക്റ്റാണല്ലോ, ട്രൂ ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചേഴ്സ് ഡ്യൂ ടു LS സർജ്, കറക്റ്റാണ്. ഫെർട്ടിലൈസേഷൻ ഈസ് സപ്പോസ് ടു ഒക്കർ ഡ്യൂറിങ് ഫോളിക്കുലാർ ഫേസ് അല്ല, ഫെർട്ടിലൈസേഷൻ ഈസ് സപ്പോസ് ടു ഒക്കർ, ഇത് തെറ്റാണ്. ആഫ്റ്റർ ഓവുലേഷൻ വേണം, ആഫ്റ്റർ ഓവുലേഷൻ. ഇത് കറക്റ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ഫോളിക്കുലാർ ഫേസിലല്ല ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ഫോർട്ടിക്കുലാർ ഫേസ് കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കുന്നു. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഓവം ആ ഫാലോപ്യൻ ട്യൂബിൽ ചെന്നിരിക്കും, അപ്പോഴാണ് ഫെർട്ടിലൈസേഷൻ നടക്കേണ്ടത്. ഇൻ ദി ആബ്സെൻസ് ഓഫ് പ്രഗ്നൻസി കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ പ്രഗ്നൻസി ഉണ്ടാകുന്നില്ല, പ്രഗ്നൻസി ഉണ്ടായില്ലെങ്കിൽ കോർപ്പസ് ലൂട്ടിയം ഡീജനറേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതും ശരിയാണ്. പ്രസൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു പ്രഗ്നൻസി, ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു മെൻസ്ട്രുവേഷൻ. The most immediate event that takes place in response to egg sperm binding is ഏതാണ്? അക്രോസോമൽ റിയാക്ഷൻ. അതായത് ഇതാണ് എഗ് പ്ലാസ്മ മെംബ്രെയിൻ, ഇതാണ് സോണ പെലൂസിഡ, ഇതാണ് സോണ പെലൂസിഡ. ഓക്കെ, അപ്പോൾ ഇത് സ്പേമാണ്, ഇതാണ് അക്രോസോം. സ്പേമിൻ്റെ അക്രോസോം, സ്പേം ഇന്നിവിടെ വന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ as soon as the sperm head touches the zona pellucida, ഇതാണ് സോണ പെലൂസിഡ, സോണ പെലൂസിഡ. As soon as the sperm head touches the zona pellucida, എന്ത് സംഭവിക്കുന്നു? അക്രോസോമൽ റിയാക്ഷൻ. എന്താണ് അക്രോസോമൽ റിയാക്ഷൻ എന്ന് വെച്ചാൽ അക്രോസോമിൻ്റെ മെംബ്രെയിൻ സോണ പെലൂസിഡയുമായിട്ട് ഫ്യൂസ് ചെയ്ത് അക്രോസോമിനകത്തിരിക്കുന്ന എൻസൈമിനെ റിലീസ് ചെയ്യും. സോ അക്രോസോമൽ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ആൻഡ് ദി എൻസൈംസ് ഇൻസൈഡ് ദി അക്രോസോം ആർ റിലീസ്ഡ്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഈസി ആയിട്ട് സോണ പെലൂസിഡ ക്രോസ് ചെയ്യാൻ സാധിക്കും. Therefore, as soon as the sperm head touches the surface of the egg or the zona pellucida, acrosomal reaction begins. The acrosome fuses with the zona pellucida and acrosomal enzymes are released and the sperm is able to cross the zona pellucida. സോണ പെലൂസിഡയും ക്രോസ് ചെയ്യണം, ഈ കാണുന്ന സ്പേസും ക്രോസ് ചെയ്യണം. ഈ കാണുന്ന സ്പേസിൻ്റെ പേരെന്താണ്? ഇതിൻ്റെ പേരാണ് പെരിവിറ്റലൈൻ സ്പേസ്. പെരിവിറ്റലൈൻ സ്പേസ്. അപ്പോൾ സ്പേമിനെ സോണ പെലൂസിഡ ക്രോസ് ചെയ്യാനും പെരിവിറ്റലൈൻ സ്പേസ് ക്രോസ് ചെയ്യാനും സഹായിക്കുന്നത് അക്രോസോമൽ റിയാക്ഷൻ ആണ്. കപ്പാസിറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് സ്പേം ആക്ടിവേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ബിഫോർ ഫെർട്ടിലൈസേഷൻ ഇൻ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. കോർട്ടിക്കൽ റിയാക്ഷനും ഡീപോളറൈസേഷനും പോളിസ്പെർമി പ്രിവെൻറ്റ് ചെയ്യാനുള്ളതാണ്. ഇത് രണ്ടും ടു പ്രിവെൻറ്റ് പോളിസ്പെർമി. പോളിസ്പെർമി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെക്കാനിസംസ് ആണ് കോർട്ടിക്കൽ റിയാക്ഷനും ഡീപോളറൈസേഷനും. അത് നിങ്ങൾക്ക് സിലബസിലൊന്നും പഠിക്കാനില്ലാത്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ 22.
Choose the correct answer. All sperms carry a Y chromosome. തെറ്റാണ്. 50% of sperms, 50% sperms carry X chromosome. 50% sperms carry Y chromosome. അപ്പോൾ ഇത് തെറ്റാണ്. എല്ലാ സ്പേംസിലും Y ക്രോമസോം ഇല്ല. എക്സ് മേ ഹാവ് എക്സ് ആൻഡ് Y ക്രോമസോം. എക്സിൽ Y ക്രോമസോം ഇല്ലേ ഇല്ല. തെറ്റാണിത്. എഗ്ഗിനകത്ത് Y ക്രോമസോം ഇല്ല. 50% of the sperms produced during spermatogenesis carries X chromosomes and 50% carries the. ഈ എഴുതിയിരിക്കുന്നത് ഇത് കറക്റ്റാണിത്. ഇതാണ് ശരി. ഈ എഴുതിയിരിക്കുന്നതാണിത്. The sex of the child is determined by the male parent. Both അല്ല, മെയിൽ പേരൻ്റാണ്. കാരണം മെയിൽ പേരൻ്റ് ഹെറ്ററോഗാമറ്റിക് ആണ്. മെയിൽ പേരൻ്റ് എക്സ് സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യും, വൈ സ്പേംസും പ്രൊഡ്യൂസ് ചെയ്യും. ഫീമെയിൽ ആകെ ഒരൊറ്റ ടൈപ്പ് ഓഫ് എഗ്ഗാണ്, എക്സ് എഗ്. ദെർഫോർ സെക്സ് ഓഫ് ദ ബേബി ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ടൈപ്പ് ഓഫ് സ്പേം ദാറ്റ് ഫെർട്ടിലൈസസ് ദ എഗ്. If the egg is fertilized by an X-carrying sperm, the resultant baby will be XX and is a female. If the egg is fertilized by a Y-carrying sperm, the baby will be XY and that will be a male. The sex of the baby is determined by the father, not the mother. The perivitelline space is a space between the dash and the cell membrane of an oocyte. നമ്മളിപ്പോൾ പറഞ്ഞോളൂ ഏതാണ് സോണ പെലൂസിഡ. സോണ പെലൂസിഡയ്ക്കും പ്ലാസ്മ മെംബ്രെയിനും ഇടയ്ക്ക് കാണുന്ന സ്പേസാണ് പെരിവിറ്റലൈൻ സ്പേസ്. അതിപ്പോൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. ക്ലീവേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ. എന്താണ് ക്ലീവേജിൻ്റെ പ്രത്യേകത? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എ പ്രോസസ് ഓഫ് റിപ്പീറ്റഡ് ഡിവിഷൻസ് ആണ്. റിപ്പീറ്റഡ് മൈറ്റോട്ടിക് ഡിവിഷൻസ് ആണ് ക്ലീവേജ്. അപ്പോൾ ക്ലീവേജിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ആദ്യം ഇതാണ് സൈഗോട്ട്. സൈഗോട്ടിന് ക്ലീവേജ് സംഭവിക്കുമ്പോൾ അത് ആദ്യം ഒരു മോറുലയാകുന്നു. ആ മോറുല പിന്നീട് അനേകം ഒരു ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നു. അപ്പോൾ ആദ്യം സൈഗോട്ട് ഒരു മോറുലയാകുന്നു, ക്ലീവേജ് കണ്ടിന്യൂ ചെയ്തിട്ട് അതൊരു ബ്ലാസ്റ്റോസിസ്റ്റുമായിട്ട് മാറും. അപ്പോൾ സൈഗോട്ട് അണ്ടർഗോസ് റാപ്പിഡ് സെൽ ഡിവിഷൻ. പക്ഷേ ക്ലീവേജ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് സെൽ ഡിവിഷൻ എന്നുള്ളൊരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഹ്യൂമൻ സൈഗോട്ടിൻ്റെ ക്ലീവേജ് എക്സ്ട്രീംലി സ്ലോ ആണ്. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലീവേജ് നടക്കുന്നത് എപ്പോഴാണ്? 30 hours ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. സെക്കൻഡ് ക്ലീവേജ് നടക്കുന്നത് 40 hours ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. തേർഡ് ക്ലീവേജ് നടക്കുന്നത് 74 hours ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ. എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലീവേജ് കഴിയുമ്പോൾ 2 സെൽ സ്റ്റേജ്, സെക്കൻഡ് ക്ലീവേജ് കഴിയുമ്പോൾ 4 സെൽ സ്റ്റേജ്, ഫോർത്ത് ക്ലീവേജ് കഴിയുമ്പോൾ 8 സെൽ സ്റ്റേജ്. എന്ന് പറഞ്ഞാൽ സൈഗോട്ട് 8 സെൽ സ്റ്റേജ് ആകാൻ എത്ര എടുക്കുന്നു? 3 ദിവസം എടുക്കും. 3 days എടുക്കും ഒരു സൈഗോട്ട് 8 സെൽ സ്റ്റേജ് ആകാൻ. അതുകൊണ്ട് ഹ്യൂമൻ ക്ലീവേജ് ഈസ് നൊട്ടോറിയസ് ഫോർ ഇറ്റ്സ് സ്ലോ മൈറ്റോട്ടിക് റേറ്റ്. അപ്പോൾ റാപ്പിഡ് ഡിവിഷൻ എന്ന് പറയുന്നത് ക്ലീവേജിൻ്റെ ജനറൽ ക്യാരക്ടറാണ്. ആനിമൽ കിങ്ഡം മൊത്തം എടുത്തു കഴിഞ്ഞാൽ ക്ലീവേജ് ഒരു റാപ്പിഡ് പ്രോസസ്സാണ്. ബട്ട് ഇൻ ഹ്യൂമൻസ് ക്ലീവേജ് ഒരു സ്ലോ പ്രോസസ്സാണ്. 3 ദിവസം എടുക്കും അത് 8 സെൽ സ്റ്റേജ് ആകാൻ വേണ്ടി. റാപ്പിഡ് ഗ്രോത്ത് ഇല്ല. എംബ്രിയോയുടെ സൈസ് കൂടുന്നില്ല. നോക്കാട്ടെ, സൈഗോട്ടിൻ്റെ സൈസും മോറുലയുടെ സൈസും സെയിം ആണ്. സോ ദ ക്ലീവേജിൻ്റെ പ്രത്യേകത എന്താണ്? ക്ലീവേജ് ഡസ് നോട്ട് ഇൻവോൾവ് ഗ്രോത്ത് ഓഫ് ദി എംബ്രിയോ. ക്ലീവേജ് നടക്കുമ്പോൾ സൈഗോട്ടിൻ്റെ സൈസും മോറുലയുടെ സൈസും തമ്മിൽ കാര്യമായ വ്യത്യാസമില്ല. ക്ലീവേജ് ഡസ് നോട്ട് ഇൻവോൾവ് ഗ്രോത്ത് ഓഫ് ദ സെൽസ് ഓർ ഗ്രോത്ത് ഓഫ് ദ എംബ്രിയോ. അത് തെറ്റാണ്. പ്രോഗ്രസീവ് ഡിക്രീസ് ഇൻ അല്ല, ഇൻക്രീസ്. സൈഗോട്ടിന് സൈറ്റോപ്ലാസം ധാരാളമുണ്ട്, ന്യൂക്ലിയസ് ഒരു ചെറുതാണ്. അതുകൊണ്ട് സൈഗോട്ടിന് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. എന്താണ്? സൈഗോട്ടിൻ്റെ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോയും കുറവാണ്, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോയും കുറവാണ്.
അപ്പോൾ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോയും സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ ഉള്ള സൈഗോട്ട് ഒന്നിന് പുറകെ വീണ്ടും വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറിയ 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 ബ്ലാസ്റ്റോമിയേഴ്സ് ഉണ്ടാവും. അപ്പോൾ ബ്ലാസ്റ്റോമിയേഴ്സിൻ്റെ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോയും കൂടും, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോയും കൂടും. Therefore, as cleavage progresses, the nucleocytoplasmic ratio and surface area to volume ratio progressively increases എന്ന് വേണം. ഇതും തെറ്റാണ്. ഇൻക്രീസ് എന്ന് വേണം. ഡിക്രീസ് തെറ്റാണ്. ഇൻക്രീസ്. അപ്പോൾ ആൻസർ ഇതാണ്. റാപ്പിഡ് സെൽ. A steroid hormone secreted by placenta. പ്ലാസൻ്റ സെക്രീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിറോയിഡ് ഹോർമോൺ ഈസ്ട്രോജനാണ്. ഇത് പെപ്റ്റൈഡ് ഹോർമോണാണ്. HPL ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ. HCG പെപ്റ്റൈഡ് ഹോർമോണാണ്. റിലാക്സിൻ പെപ്റ്റൈഡ് ഹോർമോണാണ്. പ്ലാസൻ്റ പ്രൊഡ്യൂസ് ചെയ്യുന്ന രണ്ട് സ്റ്റിറോയിഡ് ഹോർമോൺസ്, ഒന്ന് ഈസ്ട്രോജനും ഒന്ന് പ്രൊജസ്ട്രോണും. ദീസ് ആർ ദ ടു സ്റ്റിറോയിഡ് ഹോർമോൺസ് പ്രൊഡ്യൂസ് ബൈ ദ പ്ലാസൻ്റ. Which phase of oogenesis takes place during fetal life? oogenesisന്റെ ഫീറ്റൽ ലൈഫിൽ നടക്കുന്ന ഏതാണ്? സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ അല്ല, ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷനാണ്. തെറ്റ്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് ഫീറ്റൽ ലൈഫിലല്ല, ആഫ്റ്റർ ബർത്താണ്. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ റിലീസ് ഓഫ് ഫസ്റ്റ് പോളാർ ബോഡി ഇല്ല. ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്യത്തേ ഉള്ളൂ ഫീറ്റൽ ലൈഫിൽ. ഫസ്റ്റ് പോളാർ ബോഡി റിലീസ് ചെയ്യുന്നത് പ്യൂബർട്ടി പീരീഡ് ആകുമ്പോഴാണ്. അതും തെറ്റാണ്. മൈറ്റോസിസ് ഓഫ് ഊഗോഗ്നിയ ആൻഡ് ഡിഫറൻസിയേഷൻ ടു പ്രൈമറി ഊസേറ്റ്, അത് കറക്റ്റാണ്. ദിസ് ഈസ് കറക്റ്റ്. ഊവഗോണിയ മൾട്ടിപ്ലൈ ചെയ്ത് ധാരാളം ഊവഗോണിയകളുണ്ടാകും. ഓരോ ഊവഗോണിയവും ഒരു പ്രൈമറി ഊസൈറ്റ് ആയിട്ട് മാറും. അത് ഫീറ്റൽ ലൈഫിലാണ്. ട്രാൻസ്ഫർമേഷൻ ഓഫ് പ്രൈമറി ഫോളിക്കിൾ ടു സെക്കൻഡറി ഫോളിക്കിൾ ആഫ്റ്റർ ബർത്താണ്, അറ്റ് ദ ടൈം ഓഫ് പ്യൂബർട്ടി മാത്രമാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. The body of fetus is covered with fine hair, eyelids separate and eyelashes are formed by the end of 24 weeks. Second trimester എന്ന് പറയുമ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ പൂർത്തിയായി കഴിയുമ്പോൾ 6 മാസമായി കഴിയുമ്പോൾ 24 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലാണ് ഈ ചേഞ്ചസ് ഒക്കെ നടക്കുന്നത്. 24 എന്ന് പറഞ്ഞാൽ 6 months. 24 വീക്സ് അല്ലെങ്കിൽ 6 months. ഓക്കെ. അപ്പോൾ അടുത്തത്, വാട്ട് ഈസ് ദ ഫേറ്റ് ഓഫ് പ്ലാസൻ്റ ആഫ്റ്റർ ചൈൽഡ് ബർത്ത്? ചൈൽഡ് ബർത്ത് കഴിഞ്ഞാൽ ഇനി യൂട്രൈൻ കൺട്രാക്ഷൻ സ്റ്റോപ്പ് ചെയ്യത്തില്ല. ഈവൻ ആഫ്റ്റർ ദ ബർത്ത് ഓഫ് ദ ചൈൽഡ് യൂട്രൈൻ കൺട്രാക്ഷൻസ് കണ്ടിന്യൂ. കാരണം ഇനി എന്തെല്ലാം കൂടെ എക്സ്പെൽ ഔട്ട് ചെയ്യാനുള്ളത്? പ്ലാസൻ്റെയും റിമെയിൻസ് ഓഫ് അംബിലിക്കൽ കോഡും. അപ്പോൾ പ്ലാസൻ്റെയും ഇനി വെളിയിലേക്ക് വരണം, അംബിലിക്കൽ കോഡിൻ്റെ ബാക്കി ഭാഗവും വരണം. ദെർഫോർ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആഫ്റ്റർ ബർത്ത് എന്ന് വിളിക്കും. ആഫ്റ്റർ ബർത്ത്. ആഫ്റ്റർ ബർത്ത് എന്ന് പറഞ്ഞാൽ പ്ലാസൻ്റ ആൻഡ് റിമെയിൻസ് ഓഫ് ദി അംബിലിക്കൽ കോഡ് expelled out from the uterus after the birth of the baby. അപ്പോൾ ആഫ്റ്റർ ബർത്തും കൂടെ കഴിഞ്ഞാൽ യൂട്രൈൻ കൺട്രാക്ഷൻസ് സബ്സൈഡ് ചെയ്യും. അപ്പോൾ കുഞ്ഞിനെ പുറന്തള്ളിക്കഴിഞ്ഞാൽ യൂട്രൈൻ കൺട്രാക്ഷൻസ് നിൽക്കുന്നില്ല. യൂട്രൈൻ കൺട്രാക്ഷൻ സ്റ്റിൽ കണ്ടിന്യൂസ് ടു എക്സ്പെൽ ഔട്ട് പ്ലാസൻ്റ ആൻഡ് ദ റിമെയിൻസ് ഓഫ് അംബിലിക്കൽ കോഡ്. അംബിലിക്കൽ കോഡിൻ്റെ ബാക്കി ഭാഗങ്ങളും. അപ്പോൾ ഇറ്റ്സ് what is the fate? Expelled out. Childbirth. After implantation, chorionic villi develop from. എന്തിൽ നിന്നാണ്? ഇംപ്ലാന്റേഷൻ നടക്കാൻ സഹായിക്കുന്ന ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഇതാണ് ട്രോഫോബ്ലാസ്റ്റ്. ഇതാണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഇതാണ് ട്രോഫോബ്ലാസ്റ്റ്. അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് വരയ്ക്കാം. ഇതാണ് ട്രോഫോബ്ലാസ്റ്റ്. ഇതാണ് ഇന്നർ സെൽ മാസ്. ഇത് ഇന്നർ സെൽ മാസ് ആണ്. അപ്പോൾ ഇത്
ഇന്നർ സെൽ മാസ്, ഇത് ട്രോഫോബ്ലാസ്റ്റ്, ഇത് ബ്ലാസ്റ്റോസീൽ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബ്ലാസ്റ്റോസിസ്റ്റ്. ഇപ്പോൾ വരച്ചിരിക്കുന്നത് ബ്ലാസ്റ്റോസിസ്റ്റാണ്. ബ്ലാസ്റ്റോസിസ്റ്റിന് ഒരു മൊട്ടുസൂചിയുടെ ആ മൊട്ടിൻ്റെ അത്രയും വലിപ്പമേ ഉള്ളൂ. ദ ബ്ലാസ്റ്റോസിസ്റ്റ് ഹാസ് എ സൈസ് ഓഫ് എ പിൻ ഹെഡ്. ഈ ട്രോഫോബ്ലാസ്റ്റ് ആണ് ഇനി എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. ഇതാണ് എൻഡോമെട്രിയം. ഇതാ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ആണ് എൻഡോമെട്രിയം. സോ ഡ്യൂറിങ് ഇംപ്ലാന്റേഷൻ ദ ട്രോഫോബ്ലാസ്റ്റ് അറ്റാച്ചസ് ടു ദി എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിലേക്ക് അറ്റാച്ച് കഴിഞ്ഞാൽ ഈ ട്രോഫോബ്ലാസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും. 2 ലെയർ ഉണ്ടാവും ട്രോഫോബ്ലാസ്റ്റിൽ. ഇതാ ഇത് ഈ ഔട്ടർ ലെയറിൻ്റെ പേരാണ് സിൻസിറ്റിയോ ട്രോഫോബ്ലാസ്റ്റ്. സിൻസിറ്റിയോ ട്രോഫോബ്ലാസ്റ്റ്. ഒറിജിനൽ ട്രോഫോബ്ലാസ്റ്റിനെ നമ്മൾ സൈറ്റോ ട്രോഫോബ്ലാസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ അകത്തൊരു സൈറ്റോ ട്രോഫോബ്ലാസ്റ്റും വെളിയിലൊരു സിൻസിറ്റിയോ ട്രോഫോബ്ലാസ്റ്റുമായിട്ട് അതങ്ങ് ഡിവൈഡ് ചെയ്യും. ഈ സിൻസിറ്റിയോ ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? കോറിയോണിക് വില്ലേ ഉണ്ടാകും. അപ്പോൾ കോറിയോണിക് വില്ലേ ഉണ്ടാകുന്നത് ട്രോഫോബ്ലാസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഉത്തരം ശരിയാണ്. കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ദ കോറിയോണിക് വില്ലേ ഡെവലപ്പ് ഫ്രം സിൻസിറ്റിയോ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശരിയായി. നിങ്ങളത് പഠിക്കണമെന്നില്ല, ട്രോഫോബ്ലാസ്റ്റ് പഠിച്ചാൽ മതി. Question number 30. As compared to sperm, the egg contains more cytoplasm. കാരണം സ്പേമിന് സൈറ്റോപ്ലാസം വളരെ കുറവാണ്. ഇതാണ് സ്പേം. എന്നാൽ എഗ്ഗിന് സ്പേമിൻ്റെ വളരെയധികം സൈറ്റോപ്ലാസം ഉണ്ട്. എഗ്ഗിൻ്റെ സൈസ് എന്ന് പറയുന്നത് 0.1 മില്ലിമീറ്റർ ആണ്. എന്ന് പറഞ്ഞാൽ 100 മൈക്രോമീറ്റർ. എന്നാൽ സ്പേം ഹെഡിൻ്റെ സൈസ് എന്ന് പറയുന്നത് 5 മൈക്രോമീറ്ററേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ സ്പേമിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് എഗ്ഗിനെക്കാട്ടിലും വളരെ ചെറുതാണ്. സൈറ്റോപ്ലാസം കൂടുതലുള്ളത് എഗ്ഗിനാണ്. സ്പേമിന് സൈറ്റോപ്ലാസം തീരെ കുറവാണ്. Therefore, as compared to sperm, the egg contains more cytoplasm. അതേസമയം ക്രോമസോം നമ്പറിൽ യാതൊരു വ്യത്യാസവുമില്ല സ്പേമും എഗ്ഗും തമ്മിൽ. 23. സെൻട്രിയോൾസ് സ്പേമിനുണ്ട്, എഗ്ഗിന് സെൻട്രിയോൾ ഇല്ല. മൈറ്റോകോൺട്രിയ 2 പേർക്കും ഉണ്ട്. അതുകൊണ്ട് ആസ് കമ്പയർഡ് ടു സ്പേം ദി എഗ് കണ്ടെയ്ൻസ് മോർ സൈറ്റോപ്ലാസം. ഇതാണ് എൻ്റെ ആൻസർ. Question number 31. Read the statements and find the true false one. Rupture of Graafian follicle and release of ovum is triggered by LH surge. അത് കറക്റ്റാണ്, ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഗ്രാഫിയൻ ഫോളിക്കിൾ റപ്ചർ ചെയ്ത് ഊസൈറ്റ് അല്ലെങ്കിൽ ഓവം പുറത്തോട്ട് വരുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഓവുലേഷൻ. ഓവുലേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് റപ്ചർ ഓഫ് ഗ്രാഫിയൻ ഫോളിക്കിൾ ആൻഡ് ദ റിലീസ് ഓഫ് ഓവം. ഇറ്റ് ഈസ് ട്രിഗേർഡ് ബൈ LH സർജ്. കറക്റ്റാണത്. LH അല്ലെങ്കിൽ ലൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ അളവ് അതിൻ്റെ പീക്ക് ലെവലിൽ എത്തുന്നതിൻ്റെ പേരാണ് LH സർജ്. നെക്സ്റ്റ്, ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. അത് തെറ്റാണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് FSH ആൻഡ് LH ആണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്യുന്നത് ഓവറിയുടെ ഫംഗ്ഷനാണ്. സോ ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ്സ് FSH ആൻഡ് LH. അപ്പോൾ ഇത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ദ ഫസ്റ്റ് മെൻസ്ട്രുവേഷൻ ബിഗിൻസ് അറ്റ് പ്യൂബർട്ടി ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് മെനോപോസ്. തെറ്റ്. മെനോപോസ് അല്ല, ഇറ്റ് ഈസ് കോൾഡ് മെനാർക്ക്. അപ്പോൾ ഇതും ഫോൾസ് ആണ്. ദ ബ്ലഡ് ലെവൽ ഓഫ് FSH ആൻഡ് LH ഡിക്രീസസ് ആഫ്റ്റർ ഓവുലേഷൻ. ഓവുലേഷന് മുമ്പ് ഫോളിക്കുലാർ ഫേസ് ആണ്. ഫോളിക്കുലാർ ഫേസ് ആണ് ഓവുലേഷന് മുമ്പ്. ഫോളിക്കുലാർ ഫേസിൽ FSHൻ്റെയും LHൻ്റെയും അളവ് കൂടുന്നു. എന്നാൽ
ഓവുലേഷന് ശേഷം എന്താണ്? ലൂട്ടിയൽ ഫേസ് ആണ്. ലൂട്ടിയൽ ഫേസ് ഓവുലേഷന് ശേഷം ലൂട്ടിയൽ ഫേസ് വരുമ്പോൾ FSHൻ്റെയും LHൻ്റെയും അളവ് കുറയുന്നു. എന്ന് പറഞ്ഞാൽ ഓവുലേഷന് മുമ്പ് FSHും LHും ബ്ലഡിൽ കൂടുന്നു, ഓവുലേഷന് ശേഷം FSHും LHും ബ്ലഡിൽ കുറയുന്നു. അപ്പോൾ ഇത് ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. മെൻസ്ട്രുവേഷൻ ഓൺലി ഒക്കേഴ്സ് ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് ഫെർട്ടിലൈസ്ഡ്. അത് തെറ്റല്ലേ? മെൻസ്ട്രുവേഷൻ ഒക്കേഴ്സ് ഇഫ് ദ റിലീസ്ഡ് ഓവം ഈസ് നോട്ട് ഫെർട്ടിലൈസ്ഡ് എന്ന് വേണം. നോട്ട്. ഫെർട്ടിലൈസേഷൻ നടന്നില്ലെങ്കിൽ മെൻസ്ട്രുവേഷൻ നടക്കും. ആബ്സെൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ലീഡ്സ് ടു മെൻസ്ട്രുവേഷൻ. അപ്പോൾ ഇതും ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഓപ്ഷൻ 2, 3 and 5 2, 3, 5 false ആണ്. ഓപ്ഷൻ 2, 3 and 5 are false. ഓപ്ഷൻ 1 and ഓപ്ഷൻ 4 true statements ആണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് എൻഡോമെട്രിയം? എൻഡോമെട്രിയം എന്ന് പറഞ്ഞാൽ ഇന്നർമോസ്റ്റ് ഗ്ലാൻഡുലാർ ലെയർ ഓഫ് ദ യൂട്ടറൈൻ വാളാണ്. ഇന്നർമോസ്റ്റ് ലെയർ ഓഫ് ദ യൂട്രസ് ആണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയം പ്രൊവൈഡ് എ സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ഇംപ്ലാന്റേഷൻ. ഇതാണ് കറക്റ്റ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എൻഡോമെട്രിയത്തിലാണ്. ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഇംപ്ലാന്റേഷൻ. സോ ദ സൈറ്റ് ഓഫ് ഇംപ്ലാന്റേഷൻ ഈസ് എൻഡോമെട്രിയം. ഹോൾഡ് ദ സ്പേം അണ്ടിൽ ടൈം ഓഫ് ഫെർട്ടിലൈസേഷൻ. തെറ്റാണിത്. പ്രൊവൈഡ് ദ മസ്കുലർ സ്ട്രെങ്ത് ഫോർ ഡെലിവറി. അത് മയോമെട്രിയത്തിൻ്റെ ഫംഗ്ഷനാണ്. പ്രൊഡ്യൂസ് എഗ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൻഡോമെട്രിയം അല്ല, അത് ഓവറിയുടെ ഫംഗ്ഷനാണ്. ഇതും തെറ്റാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. ദ ഫംഗ്ഷൻ ഓഫ് എൻഡോമെട്രിയം ഈസ് ടു പ്രൊവൈഡ് എ സ്യൂട്ടബിൾ സൈറ്റ് ഫോർ ഇംപ്ലാന്റേഷൻ. നെക്സ്റ്റ്, കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ഓഫ് എഗ് പ്ലേ എ റോൾ ഇൻ. ഇത് നിങ്ങൾക്ക് സിലബസിൽ അങ്ങനെ പഠിക്കാനില്ല. പണ്ടൊക്കെ ആൾ ഇന്ത്യക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്താണ്? ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് എന്ന് പറയുന്നത് ഇതാണ് എഗ്ഗിൻ്റെ ന്യൂക്ലിയസ് ആണിത്. ഇത് എഗ്ഗാണെന്നിരിക്കട്ടെ. ഇത് എഗ്ഗിൻ്റെ പ്ലാസ്മ മെംബ്രെയിനാണ്. ദിസ് ഈസ് ദ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ദി എഗ്. അപ്പോൾ ഈ കാണുന്നത് ഇതാണ് സോണ പെലൂസിഡ. ഈ കാണുന്നതാണ് സോണ പെലൂസിഡ. സോണ പെലൂസിഡ എന്ന് പറയുന്ന ഒരു തിക്ക് ലെയർ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ ആണ് സോണ പെലൂസിഡ. ഇതാ ഒരു തിക്ക് ലെയർ ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ സോണ പെലൂസിഡയാണിത്. സോണ പെലൂസിഡ. ഈ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിൻ്റെ സർഫസിൽ, അതായത് പ്ലാസ്മ മെംബ്രെയിന് തൊട്ട് താഴെയായിട്ട് ചില ഗ്രാന്യൂൾസ് ഇങ്ങനെ കാണാം. ഇങ്ങനെ ചില ഗ്രാന്യൂൾസ് കാണാം. ജസ്റ്റ് ബിനീത്ത് ദ പ്ലാസ്മ മെംബ്രെയിൻ. ഈ കാണുന്ന ഗ്രാന്യൂൾസിൻ്റെ പേരാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. ഇതാണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ പ്ലാസ്മ മെംബ്രെയിന് തൊട്ട് താഴെയായിട്ട് എഗ്ഗിൻ്റെ കോർട്ടിക്കൽ റീജിയനിൽ കാണുന്ന ഗ്രാന്യൂൾസ് ആണ് കോർട്ടിക്കൽ ഗ്രാന്യൂൾസ്. ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസിനെ വേണമെങ്കിൽ നമുക്ക് ഈ ന്യൂറോൺസിൻ്റെ ആക്സോണിൻ്റെ അറ്റത്ത് കാണുന്ന സിനാപ്റ്റിക് വെസിക്കിൾസുമായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ എന്താണ് ഈ കോർട്ടിക്കൽ ഗ്രാന്യൂൾസിൻ്റെ ഫങ്ഷൻ നോക്കാം. ആദ്യത്തെ സ്പേം വന്ന് ഫസ്റ്റ് സ്പേം വന്ന് എഗ്ഗിൽ വന്ന് ഹിറ്റ് ചെയ്യുക. ഇതാണ് ഫസ്റ്റ് സ്പേം വന്ന് എഗ്ഗിനെ ഹിറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് സ്പേം എഗ്ഗിനെ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സ്പേം വന്ന് എഗ്ഗിനെ ഹിറ്റ് ചെയ്തു. എഗ്ഗിനെ ഹിറ്റ് ചെയ്തതിന് ശേഷം അത് അക്രോസോമൽ എൻസൈംസ് റിലീസ് ചെയ്തു. അപ്പോൾ അടുത്ത സ്റ്റേ എന്ന് പറഞ്ഞാൽ ഇത് പെനിട്രേറ്റ് ചെയ്ത് പെരിവിറ്റലൈൻ സ്പേസിൽ പ്രവേശിച്ചു കഴിഞ്ഞു. രണ്ടാമതൊരു സ്പേം എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഫസ്റ്റ് സ്പേം വന്ന് സോണ പെലൂസിഡയിൽ ടച്ച് ചെയ്ത് അക്രോസോമൽ എൻസൈംസ് റിലീസ് ചെയ്ത് ഫസ്റ്റ് സ്പേം സോണ പെലൂസിഡയും പെരിവിറ്റലൈൻ സ്പേസും, ഈ സ്പേസിൻ്റെ പേരാണ് പെരിവിറ്റലൈൻ സ്പേസ്, അത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് അങ്ങ് ബ്രേക്ക് ചെയ്യും. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ബ്രേക്ക് ചെയ്തതിന് ശേഷം കോർട്ടിക്കൽ ഗ്രാന്യൂൾസിനുള്ള ഈ കണ്ടൻസ് ഈ പെരിവിറ്റലൈൻ സ്പേസിലേക്ക് അങ്ങോട്ട് റിലീസ് ചെയ്യും.
കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ബ്രേക്ക് ചെയ്യുന്നു, ധാരാളം കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. ഈ കെമിക്കൽസ് എന്ത് ചെയ്യുന്നു? സോണ പെലൂസിഡയിലുള്ള സ്പേമിന് അറ്റാച്ച് ചെയ്യേണ്ട റിസപ്റ്റേഴ്സിനെ മൊത്തം അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. റിസപ്റ്റേഴ്സിനെ മുഴുവൻ അതങ്ങ് ബ്ലോക്ക് ചെയ്യും. രണ്ടാമത് വരുന്ന സ്പേംസിന് സോണ പെലൂസിഡയിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആസ് സൂൺ ആസ് ദ ഫസ്റ്റ് സ്പേം ഫെർട്ടിലൈസസ് ദ എഗ്, cortical granules break and release certain chemicals. These chemicals block the receptors of zona pellucida for the attachment of sperms. അപ്പോൾ രണ്ടാമത് വരുന്ന സ്പേമുകൾക്ക് പിന്നീട് വരുന്ന സ്പേമുകൾക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റത്തില്ല. പോളിസ്പെർമി ഒരിക്കലും നടക്കത്തില്ല. സോ കോർട്ടിക്കൽ റിയാക്ഷൻ്റെ ഫംഗ്ഷൻ എന്താണ്? കോർട്ടിക്കൽ റിയാക്ഷൻ പ്രിവെൻറ്റ്സ് പോളിസ്പെർമി. കോർട്ടിക്കൽ റിയാക്ഷൻസ് പ്രിവെൻറ്റ് പോളിസ്പെർമി. ഒരു സ്പേം എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നതിനെ മോണോസ്പെർമി എന്ന് വിളിക്കും. അതാണ് നിയമം. എന്നാൽ ഒന്നിൽ കൂടുതൽ സ്പേംസ് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനെ പോളിസ്പെർമി എന്ന് വിളിക്കാം. പോളിസ്പെർമി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മെക്കാനിസമാണ് കോർട്ടിക്കൽ റിയാക്ഷൻ. ഇതുകൂടാതെ വേറൊരു മെക്കാനിസം കൂടെ ഉണ്ട്. ആദ്യത്തെ സ്പേം എഗ്ഗിനെ ടച്ച് ചെയ്യുമ്പോൾ എഗ്ഗിൻ്റെ പ്ലാസ്മ മെമ്പറൈനിൽ പൊളാരിറ്റി റിവേഴ്സ് ചെയ്യും, ഡീപോളറൈസേഷൻ. എന്നാൽ ഡീപോളറൈസേഷനെക്കാട്ടിലും സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെക്കാനിസമാണ് കോർട്ടിക്കൽ റിയാക്ഷൻസ്. കോർട്ടിക്കൽ ഗ്രാന്യൂൾസ് ബ്രേക്ക് ചെയ്യുന്നു, കെമിക്കൽസ് റിലീസ് ചെയ്യുന്നു. ആ കെമിക്കൽസ് സോണ പെലൂസിഡുള്ള റിസപ്റ്റേഴ്സിനെ മൊത്തം അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നീട് വരുന്ന സ്പേംസിന് അറ്റാച്ച് ചെയ്യാൻ ഒക്കത്തില്ല. അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി ഔട്ടർ പ്രൊട്ടക്റ്റീവ് ലെയർ ഓഫ് ദി ഓവം ഫോംഡ് ഓഫ് ഫോളിക്കിൾ സെൽസ് ഈസ് നോൺ ആസ്. ഓവത്തിൻ്റെ സ്ട്രക്ചർ നിങ്ങൾക്കറിയാം. ഓവം എന്ന് പറയുമ്പോൾ ഇതാണ് ഓവം. ഓവത്തിൻ്റെ പ്ലാസ്മ മെമ്പറൈനാണിത്. പ്ലാസ്മ മെമ്പറൈൻ ഓഫ് ദി ഓവം. ഓവത്തിൻ്റെ പ്ലാസ്മ മെമ്പറൈനെ നമുക്ക് ഊലെമ്മ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഊലെമ്മ. ഇനി ഇതിന് വെളിയിലായിട്ട് എന്തുണ്ട്? ഇതിന് വെളിയിലായിട്ട് സോണ പെലൂസിഡ എന്ന് പറഞ്ഞ ലെയർ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഇതാണ് സോണ പെലൂസിഡ, കട്ടിയുള്ള സോണ പെലൂസിഡ. ഇതാണ് എഗ്ഗിനെ പൊതിഞ്ഞു കാണുന്ന സോണ പെലൂസിഡ. സോണ പെലൂസിഡ ഈസ് ഫോംഡ് ഓഫ് വാട്ട്? സോണ പെലൂസിഡ ഈസ് ഫോംഡ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻ. ഇതാണ് സോണ പെലൂസിഡ. ഇനി സോണ പെലൂസിഡയ്ക്ക് വെളിയിൽ എന്തുണ്ട്? സോണ പെലൂസിഡയ്ക്ക് വെളിയിലായിട്ട് ധാരാളം സെല്ലുകൾ ഇങ്ങനെ കാണാം. ഇതാണ് ഗ്രാനുലോസ സെൽസ്. ഗ്രാനുലോസ സെൽസിൻ്റെ ഒരു കൂട്ടം ഇങ്ങനെ കാണാം. സോണ പെലൂസിഡയ്ക്ക് വെളിയിൽ എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കുറേയധികം ഗ്രാനുലോസ സെൽസ് ഇങ്ങനെ കാണാം. ഈ ഗ്രാനുലോസ സെൽസിൻ്റെ ലെയറിനെ വിളിക്കുന്ന പേരാണ് കൊറോണ റേഡിയേറ്റ. അപ്പോൾ ഇതിൻ്റെ പേരാണ് കൊറോണ റേഡിയേറ്റ. അപ്പോൾ ഓവുലേഷൻ്റെ സമയത്ത് ഊസൈറ്റിനെ ഗ്രാഫിയൻ ഫോളിക്കിളിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ ആ ഊസൈറ്റിനെ കവർ ചെയ്ത് സോണ പെലൂസിഡയുമുണ്ട്. സോണ പെലൂസിഡയ്ക്ക് വെളിയിലായിട്ട് കൊറോണ റേഡിയേറ്റ എന്ന് പറഞ്ഞ ലെയർ ഓഫ് ഗ്രാനുലോസ സെൽസ് അല്ലെങ്കിൽ ഫോളിക്കിൾ സെൽസ് ഉണ്ട്. അപ്പോൾ സ്പേമിന് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യണമെങ്കിൽ കൊറോണ റേഡിയേറ്റയും പെനിട്രേറ്റ് ചെയ്യണം, സോണ പെലൂസിഡയും പെനിട്രേറ്റ് ചെയ്യണം. സോ ദ സ്പേം ഹാസ് എ വെരി ഗ്രേറ്റ് ടാസ്ക് by penetrating the corona radiata and zona pellucida. അപ്പോൾ outer protective layer of the ovum formed of follicle cells is called corona radiata. follicle cells എന്ന് പറഞ്ഞാൽ ഗ്രാനുലോസ സെൽസ് എന്ന് വിളിക്കും. ഒവേറിയൻ ഫോളിക്കിൾസിൽ കാണുന്ന സെല്ലുകളാണ് ഫോളിക്കിൾ സെൽസ് അല്ലെങ്കിൽ ഗ്രാനുലോസ സെൽസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ 35. Which of these is not an important component of initiation of parturition in humans? Parturition എന്ന് പറഞ്ഞാൽ ചൈൽഡ് ബർത്ത്. പാർച്ചുറിഷൻ എപ്പോഴാണ് നടക്കുന്നത്? അറ്റ് ദി എൻഡ് ഓഫ് ജസ്റ്റേഷൻ. ഇതാണ് ജസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻസി പീരീഡ് ആണ് ജസ്റ്റേഷൻ. പ്രഗ്നൻസി. ജസ്റ്റേഷൻ്റെ അവസാനം ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഉണ്ടാവും. ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഉണ്ടാകാൻ ഏകദേശം 40 ആഴ്ച എടുക്കും. 40 വീക്സ് ആണ്. 40 വീക്സ്. 40 ആഴ്ച പൂർത്തിയാകുമ്പോൾ
എംബ്രിയോ അല്ലെങ്കിൽ ഫീറ്റസിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർത്തിയായി. ഇനി എന്ത് നടക്കണം? ഡെലിവറി. അതിൻ്റെ പേരാണ് പാർച്ചുറിഷൻ. ഇനി നടക്കേണ്ടത് പാർച്ചുറിഷൻ അല്ലെങ്കിൽ ചൈൽഡ് ബർത്ത് ആണ്. ചൈൽഡ് ബർത്ത്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? പ്രൊജസ്ട്രോൺ ആണ്. അപ്പോൾ ജസ്റ്റേഷൻ പീരീഡിൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെ ഹൈ ആയിരിക്കും. പ്രൊജസ്ട്രോണിൻ്റെ അളവ് വളരെ ഹൈ ആണ്. ദർ ഇസ് എ ഹൈ പൾസ് റേറ്റ് ഓഫ് പ്രൊജസ്ട്രോൺ ഡ്യൂറിങ് ദ ജസ്റ്റേഷൻ. പ്രൊജസ്ട്രോണിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? മെയിൻ്റനൻസ് ഓഫ് ദ തിക്നെസ് ഓഫ് എൻഡോമെട്രിയം. എൻഡോമെട്രിയത്തിൻ്റെ തിക്നെസ് കുറയാതെ കാത്തു സൂക്ഷിക്കുക, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക. മറ്റൊരു ഫംഗ്ഷനും കൂടെ പ്രൊജസ്ട്രോൺ ഉണ്ട്. പ്രൊജസ്ട്രോൺ സപ്രസസ് യൂട്രൈൻ കൺട്രാക്ഷൻസ്. യൂട്രസിൻ്റെ കൺട്രാക്ഷൻസിനെ സപ്രസ് ചെയ്യാനുള്ള കഴിവും കൂടെ പ്രൊജസ്ട്രോൺ ഉണ്ട്. എന്നാൽ പാർച്യൂഷൻ നടക്കുമ്പോഴെന്താണ്? യൂട്രൈൻ മസിൽസ് കൺട്രാക്റ്റ് ചെയ്തേ പറ്റൂ. യൂട്രൈൻ മസിൽസിൻ്റെ വിഗറസ് കൺട്രാക്ഷനാണ് പാർച്ചുറിഷൻ എന്ന് പറയുന്നത്. പാർച്ചുറിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഈസ് expelled out from the uterus through the birth canal by vigorous uterine contraction. അപ്പോൾ യൂട്രൈൻ കൺട്രാക്ഷൻസ് നടക്കണമെങ്കിൽ എന്ത് വേണം? പാർച്യൂഷൻ സമയത്ത് പ്രൊജസ്ട്രോൺ കുറയണം. പാർച്യൂഷൻ നടക്കുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ അളവ് കുറയും, അതേസമയം ഈസ്ട്രോജൻ കൂടും. ഓക്സിറ്റോസിൻ്റെ അളവ് പെട്ടെന്ന് കൂടും. പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസിൻ്റെ അളവ് കൂടും. റിലാക്സിൻ്റെ അളവ് കൂടും. അപ്പോൾ പാർച്യൂഷനെ സഹായിക്കുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത് ഈസ്ട്രോജൻ, ഓക്സിറ്റോസിൻ, പ്രോസ്റ്റാഗ്ലാൻഡിൻ, റിലാക്സിൻ. ഓക്സിറ്റോസിൻ ഈസ് ദ മെയിൻ ഹോർമോൺ. പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഓക്സിറ്റോസിനാണ് യൂട്രൈൻ മസിൽസിൻ്റെ കൺട്രാക്ഷനെ ഏറ്റവും കൂടുതൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഓക്സിറ്റോസിനെ പോലെ തന്നെ യൂട്രൈൻ കൺട്രാക്ഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ. എന്താണ് പ്രോസ്റ്റാഗ്ലാൻഡിൻ? അതൊരു ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവാണ്. പ്രോസ്റ്റാഗ്ലാൻഡിൻ ഈസ് എ ഫാറ്റി ആസിഡ് ഡെറിവേറ്റീവ് ദാറ്റ് ക്യാൻ സ്റ്റിമുലേറ്റ് സ്മൂത്ത് മസിൽ കൺട്രാക്ഷൻസ്. അപ്പോൾ ബ്ലഡിൽ ഓക്സിറ്റോസിൻ്റെ അളവും കൂടുന്നു, പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ അളവ് കൂടുന്നു, ഈസ്ട്രോജൻ്റെ അളവും കൊടുക്കുള്ളൂ. കാരണം പ്രൊജസ്ട്രോൺ യൂട്രൈൻ കൺട്രാക്ഷനെ സപ്രസ് ചെയ്യുമെങ്കിൽ ഈസ്ട്രോജൻ യൂട്രൈൻ കൺട്രാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഈസ്ട്രോജൻ ഓൾസോ പ്രൊമോട്ട്സ് ദ യൂട്രൈൻ കൺട്രാക്ഷൻസ്. റിലാക്സിനാണ് ബർത്ത് കനാൽ വൈഡൻ ചെയ്യാനും പ്യൂബിക് ലിഗമെൻസ് അല്ലെങ്കിൽ പെൽവിക് റീജിയൻ ഒന്ന് ഡയലേറ്റ് ചെയ്യാനും സഹായിക്കുന്നത്. അതുകൊണ്ട് പാർച്യൂറേഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺസ് ആണ്. ഇവിടെ ഒന്നും പ്രൊലാക്റ്റിൻ ഇല്ല. പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത് പാർച്യൂറേഷനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഹോർമോണാണ്. റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ, ഇതാണ് അതിൻ്റെ ആൻസർ. കാരണം പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്രൊലാക്റ്റിൻ്റെ ഫംഗ്ഷൻ മിൽക്ക് സെക്രീഷനാണ്. പ്രൊലാക്റ്റിൻ ഈസ് എ പെപ്റ്റൈഡ് ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ബൈ ദി ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ലാക്ടേഷൻ ഓർ മിൽക്ക് പ്രൊഡക്ഷൻ. പ്രഗ്നൻസി പീരീഡിൽ പ്രൊലാക്റ്റിൻ്റെ അളവ് വളരെ കൂടുതലാണ്. പ്രൊലാക്റ്റിൻ മാമറി ഗ്ലാൻസിൻ്റെ ആൽവിയോളയുടെ വളർച്ചയൊക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ പ്രഗ്നൻസി പീരീഡിൽ എന്തുകൊണ്ടാണ് മിൽക്ക് പ്രൊഡക്ഷൻ നടക്കാത്തത്? പ്രൊലാക്റ്റിൻ്റെ റിസപ്റ്റേഴ്സിനെ പ്രൊജസ്ട്രോൺ വന്ന് ബ്ലോക്ക് ചെയ്യും. സോ ഈവൻ ദോ ദ ലെവൽ ഓഫ് പ്രൊലാക്റ്റിൻ ഈസ് വെരി ഹൈ ഡ്യൂറിങ് ദ പ്രഗ്നൻസി പീരിയഡ്, നോ മിൽക്ക് സെക്രീഷൻ യൂഷ്വലി ടേക്സ് പ്ലേസ് ഡ്യൂറിങ് പ്രഗ്നൻസി ബിക്കോസ് പ്രൊജസ്ട്രോൺ blocks the prolactin receptors of the alveolar cells of mammary glands. അതുകൊണ്ട് പ്രൊജസ്ട്രോണിൻ്റെ അളവ് കൂടിയിരിക്കുന്നുണ്ട്, പ്രൊലാക്റ്റിൻ മിൽക്ക് സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പാർച്യൂറേഷൻ കഴിഞ്ഞതിന് ശേഷം, ഡെലിവറി കഴിഞ്ഞതിന് ശേഷമാണ് പ്രൊലാക്റ്റിൻ ഫങ്ഷൻ ചെയ്തത്. മാത്രമല്ല പ്രൊലാക്റ്റിന് ചൈൽഡ് ബർത്തുമായിട്ട് നേരിട്ട് യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് റിലീസ് ഓഫ് പ്രൊലാക്റ്റിൻ, ബാക്കിയുള്ളതൊക്കെ ഇതാണ്. ഈസ്ട്രോജൻ്റെ പറഞ്ഞു, പ്രോസ്റ്റാഗ്ലാൻഡിൻ പറഞ്ഞു, ഓക്സിറ്റോസിൻ പറഞ്ഞു. So prolactin has no role in initiation of parturition. അടുത്തത്, primary sex organs differ from the secondary sex organ. Primary sex organs എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ടെസ്റ്റിസും ഓവറിയുമാണ്. They differ from the secondary sex organs in all the following. എന്താണ്? They produce gametes. അവർ ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
ശരിയാണ്. ദേ സെക്രീറ്റ് സെക്സ് ഹോർമോൺസ്, അതും ശരിയാണ്. ആൻഡ്രോജൻ എന്ന് പറയുന്ന സെക്സ് ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെസ്റ്റിസ് ആണ്. ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും സെക്രീറ്റ് ചെയ്യുന്ന ഓവറിയാണ്, ഇതും ശരിയാണ്. ദേ ആർ കൺസേൺഡ് വിത്ത് ദ കണ്ടക്ഷൻ ഓഫ് ഗ്യാമേറ്റ്സ്, അതാണ്. ഒരിക്കലും ഇവരുടെ ജോലി ഇതല്ല. കണ്ടക്ഷൻ ഓഫ് ഗ്യാമേറ്റ്സ് ആരുടെ ഫംഗ്ഷനാണ്? ആക്സസറി ഡക്സിൻ്റെ ഫംഗ്ഷനാണ്. ഫീമെയിൽ ആക്സസറി ഡക്സും മെയിൽ ആക്സസറി ഡക്സുമാണ് ഗ്യാമേറ്റ്സ് കണ്ടക്ട് ചെയ്യുന്നത്. ടെസ്റ്റിസിനോ ഓവറിക്കോ ഗ്യാമേറ്റ് കണ്ടക്ഷനുമായിട്ട് ബന്ധമില്ല. അവരുടെ ജോലി ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദേ ആർ കൺസേൺഡ് വിത്ത്. അപ്പോൾ എക്സെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ ആൻസർ. സോ ആൻസർ ഈസ് 3. Question number 37. Why the testes in human beings and mammals are situated outside the abdominal cavity within a pouch called scrotum? മാമൽസിൻ്റെ മാത്രം ഒരു യുണീക്ക് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇൻ മെയിൽ മാമൽസ് ടെസ്റ്റിസ് ഈസ് പ്ലേസ്ഡ് ഔട്ട്സൈഡ് ദി അബ്ഡോമൻ ഇൻ എ സാക്ക് നോൺ ആസ് ദ സ്ക്രോട്ടൽ സാക്ക്. ഈ എക്സ്ട്രാ അബ്ഡോമിനൽ പൊസിഷൻ ഓഫ് ടെസ്റ്റിസ് കൊണ്ടുള്ള ഗുണം എന്താണ്? നോർമൽ ഹ്യൂമൻ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചർ. ഈ 37 ഡിഗ്രി സെൽഷ്യസ് ഈസ് നോട്ട് ഫേവറബിൾ ഫോർ ദി ഡെവലപ്മെൻറ്റ് ആൻഡ് മെച്ചുറേഷൻ ഓഫ് സ്പേംസ്. സ്പേംസിൻ്റെ ഡെവലപ്മെൻറ്റിനും മെച്ചുറേഷനും ഒരു താഴ്ന്ന ഡിഗ്രി വേണം. എന്ന് പറഞ്ഞാൽ 37-നേക്കാട്ടും കുറഞ്ഞൊരു 34.5, ഒരു 34 to 34.5 ഡിഗ്രി സെൽഷ്യസിൽ മാത്രമേ സ്പേമിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കത്തുള്ളൂ. അതുകൊണ്ട് സ്ക്രോട്ടൽ സാക്കിനകത്തുള്ള ടെമ്പറേച്ചർ നോർമൽ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടും ഒരു 2.5 ഡിഗ്രി കുറഞ്ഞിരിക്കണം. Therefore, the extra abdominal position of the testis in the scrotal sacs provide a lower temperature for the development maturation of sperm. അബ്ഡോമിനൽ ക്യാവിറ്റിയിലായിരുന്നു ടെസ്റ്റിസ് എങ്കിൽ സ്പേംസിന് ഡെവലപ്മെൻറ്റ് നടക്കത്തില്ല. അതുകൊണ്ട് ദ സ്ക്രോട്ടം ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ എ ലോ ടെമ്പറേച്ചർ. ഡെലിവറിക്ക് തൊട്ട് മുമ്പ് ഒരു 3rd ട്രൈമസ്റ്ററിൻ്റെ അവസാനമാകുമ്പോഴാണ് അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് സ്ക്രോട്ടൽ സാക്കിലേക്ക് ടെസ്റ്റിസ് ഇറങ്ങി വരും. ഇതാണ് അബ്ഡോമിനൽ ക്യാവിറ്റി. അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ നിന്ന് ടെസ്റ്റിസ് സ്ക്രോട്ടൽ സാക്കിലേക്ക് ഇറങ്ങി ഇങ്ങനെ വരണം. ഈ ഇറങ്ങി വരുന്നത് ഒരു കനാൽ വഴിയാണ്. ഈ കനാലിൻ്റെ പേരാണ് ഇംഗ്വിനൽ കനാൽ. സോ ബിഫോർ ബർത്ത് ടെസ്റ്റിസ് ഡിസെൻഡ് എന്ന് വെച്ചാൽ താഴോട്ടിറങ്ങി വരാം. Testis descend into scrotal sacs through the inguinal canal. Question number 38. Which of the following cells secrete testicular hormones called androgen and from endocrine part of the testis? ടെസ്റ്റിസിൽ ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്ന സെല്ലുകൾ ഏതാണ്? ലീഡിക് സെൽസ്. അവർക്ക് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്നൊരു പേരുണ്ട്. അപ്പോൾ ആൻസർ ഇതാണ്. ബോത്ത് 1 and 2. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ആൻസർ നമ്മൾ പറയുമ്പോൾ ഇതാണ് ആൻസർ. കാരണം ലീഡിക് സെൽസിൻ്റെ മറ്റൊരു പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. ലീഡിക് സെൽസ് എവിടെയാണ് കാണുന്നത്? ഇതാണ് ജെർമിനൽ എപ്പിത്തീലിയം. ജെർമിനൽ എപ്പിത്തീലിയത്തിന് വെളിയിൽ കാണുന്ന ഇവിടെയാണ് ലീഡിക് സെൽസ്. അതുകൊണ്ട് ഈ സ്പേസിനെ വിളിക്കുന്ന പേരെന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇപ്പോൾ ജെർമിനൽ എപ്പിത്തീലിയത്തിന് വെളിയിൽ സെമിനിഫറസ് ട്യൂബ്യൂൾസിൻ്റെ വെളിയിൽ കാണുന്ന സ്പേസാണ് ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസ്. ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്ന ഈ സെല്ലുകളാണ് ലീഡിക് സെൽസ്. അവർ ഇൻ്റർസ്റ്റീഷ്യൽ സ്പേസിൽ കാണുന്നത് കൊണ്ട് ലീഡിക് സെൽസിനെ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ് എന്നും വിളിക്കാം. ഓർ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. ഇവരാണ് ആൻഡ്രോജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. The major androgen produced by the Leydig cells is testosterone.
ആൻഡ്രോജൻ, ഏറ്റവും പ്രധാനപ്പെട്ട ആൻഡ്രോജൻ ടെസ്റ്റോസ്റ്റിറോൺ ആണ്. അത് ലീഡിക് സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ലീഡിക് സെൽസും ഇൻ്റർസ്റ്റീഷ്യൽ സെൽസും ശരിയാണ്. അപ്പോൾ ബോത്ത് 1 and 2. ഫോർ എക്സാമ്പിൾ, ലീഡിക് സെൽസിനെ കൊണ്ട് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യാൻ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോൺ ഏതാണ്? LH ആണ്. LH ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന LH ആണ്. ആൻറ്റീരിയർ പിറ്റ്യൂട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന LH ആണ് ലീഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. എന്നാൽ LH ലൂട്ടിനൈസിങ് ഹോർമോൺ, മെയിൽസിലും ഫീമെയിൽസിലും ലൂട്ടിനൈസിങ് ഹോർമോൺ ഉണ്ട്. LHൻ്റെ ഫംഗ്ഷൻ ഫീമെയിൽസിൽ ഓവുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുക, മെയിൽസിൽ LHൻ്റെ ഫംഗ്ഷൻ ലീഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവരെ കൊണ്ട് ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുക. എന്നാൽ മെയിൽസിൽ LHന് വേറൊരു പേരും കൂടെ ഉണ്ട്. അവർ ലീഡിക് സെൽസ് എങ്കിൽ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ട് LH ഇൻ മെയിൽ ഈസ് ഓൾസോ കോൾ ICSH എന്ന് വിളിക്കും. എന്താണ്? ഇൻ്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. മെയിൽസിലെ LHന് ICSH എന്നൊരു പേരും കൂടെ ഉണ്ട്. എന്തുകൊണ്ടാണ് ICSH എന്ന് വന്നത്? ഇൻ മെയിൽസ് LH സ്റ്റിമുലേറ്റ് ദ ഇൻ്റർസ്റ്റീഷ്യൽ സെൽസ്. അതുകൊണ്ട് അവരെ ഇൻ്റർസ്റ്റീഷ്യൽ സെൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും വിളിക്കാം. രണ്ട് പേരുണ്ട്. ഫീമെയിൽസിൽ അതിനെ LH എന്നേ വിളിക്കത്തുള്ളൂ, മെയിൽസിൽ LH എന്നും വിളിക്കാം, ICSH എന്നും വിളിക്കാം. ഫ്രക്ടോസ് ഈസ് പ്രസന്റ് ഇൻ ദ സെക്രീഷൻ ഓഫ് സെമിനൽ പ്ലാസ്മയിൽ ധാരാളം. സെമൻ ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്. സെമൻ ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്. എന്താണ് ഈ ഫ്രക്ടോസിൻ്റെ ഫംഗ്ഷൻ? ഫ്രക്ടോസ് ഈസ് ദ മെയിൻ ഫ്യൂവൽ ഫോർ സ്പേം ടു പ്രൊഡ്യൂസ് എനർജി. നമ്മുടെ ഓർഡിനറി സൊമാറ്റിക് സെൽസിൽ ATP സിന്തസിസിന് വേണ്ടി എന്തിനെയാണ് ഓക്സിഡൈസ് ചെയ്യുന്നത്? ഗ്ലൂക്കോസിനെയാണ്. എന്നാൽ സ്പേംസ് ATP സിന്തസിസിന് വേണ്ടി പ്രധാനമായിട്ട് ഓക്സിഡൈസ് ചെയ്യുന്നത് ഗ്ലൂക്കോസിനെയല്ല, ഫ്രക്ടോസിനെയാണ്. സോ ദ മൈറ്റോകോൺട്രിയ ഓഫ് ദ സ്പേംസ് ഓക്സിഡൈസ് ഫ്രക്ടോസ് ടു പ്രൊഡ്യൂസ് എനർജി. അതുകൊണ്ട് സെമിനൽ പ്ലാസ്മ ഈസ് റിച്ച് ഇൻ ഫ്രക്ടോസ്. ഈ ഫ്രക്ടോസ് റിച്ച് ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആരാണ്? സെമിനൽ വെസിക്കിളാണ്. ദ സെക്രീഷൻ ഓഫ് സെമിനൽ വെസിക്കിൾ. സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്നത് മെയിൽ ആക്സസറി ഗ്ലാൻസ് ആണ്. എന്താണ് സെമിനൽ വെസിക്കിളിൻ്റെ സെക്രീഷൻ? സെമിനൽ വെസിക്കിൾ സെക്രീറ്റ്സ് ആൻഡ് ഫ്രക്ടോസ് റിച്ച് ആൽക്കലൈൻ ഫ്ലൂയിഡ് ആണ്. ഫ്രക്ടോസ് റിച്ച് ആൽക്കലൈൻ fluid. Seminal vesicles secrete a fructose rich alkaline fluid. ഈ ടൈസൺസ് ഗ്ലാൻഡ് എന്നൊരു ഗ്ലാൻഡിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ടൈസൺസ് ഗ്ലാൻഡ് എന്നറിയാമോ? ടൈസൺസ് ഗ്ലാൻഡിൻ്റെ പേര് നിങ്ങൾക്ക് പഠിക്കാനില്ല. നിങ്ങൾ ഈ ഗ്ലാൻഡ് സ്പിനീസിനെ കവർ ചെയ്തൊരു ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതിൻ്റെ പേരാണ് ഫോർ സ്കിൻ. ഫോർ സ്കിൻ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഫോർ സ്കിൻ. ഫോർ സ്കിൻ എന്ന് പറഞ്ഞാൽ എ ലൂസ് ഫോൾഡ് ഓഫ് സ്കിൻ കവറിങ് ദ ഗ്ലാൻഡ് സ്പിനീസ്. ഈ ഫോർ സ്കിന്നിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, അതിൻ്റെ പേരാണ് പ്രൊപ്യൂസ് എന്ന് വിളിക്കും. പ്രൊപ്യൂസ്. ഈ ഫോർ സ്കിൻ അല്ലെങ്കിൽ പ്രൊപ്യൂസിൻ്റെ ഉള്ളിൽ കാണുന്ന മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡുകളെ വിളിക്കുന്ന പേരാണ് ടൈസൺസ് ഗ്ലാൻഡ്. ടൈസൺസ് ഗ്ലാൻഡ്. അല്ലെങ്കിൽ ഇവർക്ക് വേറൊരു പേരുണ്ട്, പ്രൊപ്യൂഷ്യൽ ഗ്ലാൻഡ് എന്ന് വിളിക്കും. പ്രൊപ്യൂഷ്യൽ ഗ്ലാൻഡ്. അപ്പോൾ ഗ്ലാൻഡ് സ്പിനിസിനെ കവർ ചെയ്ത് കാണുന്ന പ്രൊപ്യൂസ് അല്ലെങ്കിൽ ഫോർ സ്കിന്നിൻ്റെ ഉള്ളിൽ കാണുന്ന മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഒരു സ്റ്റിക്കി മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻഡാണ് ടൈസൺസ് ഗ്ലാൻഡ് അല്ലെങ്കിൽ പ്രൊപ്യൂഷ്യൽ ഗ്ലാൻഡ്. അപ്പോൾ അതിൽ ആൻസറുമായിട്ട് ബന്ധമൊന്നുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 40. സെർട്ടോളി സെൽസ് ആർ ഫൗണ്ട് ഇൻ. സെർട്ടോളി സെൽസ് എവിടെയാണ് കാണുന്നത്? ജെർമിനൽ എപ്പിത്തീലിയം ഓഫ് സെമിനിഫറസ് ട്യൂബിൾസ്. ജെർമിനൽ എപ്പിത്തീലിയം ഓഫ് സെമിനിഫറസ് ട്യൂബിൾസ് രണ്ട് തരം സെല്ലുകളുണ്ട്. ഒന്ന് സ്പെർമറ്റോഗോണിയൽ സെൽസ്, അവരാണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ജെർമിനൽ എപ്പിത്തീലിയം, ജെർമിനൽ എപ്പിത്തീലിയം ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ജെർമിനൽ എപ്പിത്തീലിയം ഓഫ് സെമിനിഫറസ് ട്യൂബ്യൂൾ. ഇവിടെ രണ്ട് തരം സെല്ലുകളുണ്ട്. ഒരു സെല്ലിൻ്റെ പേരാണ് സ്പെർമറ്റോഗോണിയൽ സെൽസ്. സ്പെർമറ്റോഗോണിയൽ സെൽസ്. ഈ സ്പെർമറ്റോഗോണിയൽ സെൽസ് ആണ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതുകൂടാതെ മറ്റൊരു സെല്ലുണ്ട്, അതിൻ്റെ പേരാണ്
Sertoli cells. Sertoli cells ആണ് nourish the sperms. Developing spermsന് വേണ്ട ന്യൂട്രിയൻസ് കൊടുക്കും. Nourish sperms. അപ്പോൾ Sertoli cells are found in the seminiferous tubules. Da. Sertoli cells are found in the seminiferous tubules, and after spermiogenesis, sperm heads become embedded in them. Spermiogenesis കഴിഞ്ഞാൽ, അതായത് സ്പെർമറ്റോജനിസിസ് നടക്കുന്നത് എവിടെയാണ്? സ്പെർമറ്റോജനിസിസ് നടക്കുന്നത് ജെർമിനൽ എപ്പിത്തീലിയത്തിൽ സെർട്ടോളി സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്താണ്. നിങ്ങൾക്ക് സെർട്ടോളി സെല്ലിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാം. ഇതാണ് ഒരു സെർട്ടോളി സെൽ എന്നിരിക്കട്ടെ. അതെ, ഇതാണ് സെർട്ടോളി സെൽ. ഞാൻ സെർട്ടോളി സെല്ലിൽ വരാം. അതൊരു പിരമിഡ് ഷേപ്പ് സെല്ലാണ് ഈ സെർട്ടോളി സെൽ എന്ന് പറയുന്നത്. ഇതാണ് സെർട്ടോളി സെൽ. സെർട്ടോളി സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണിത്. ഈ സെർട്ടോളി സെല്ലിലാണ് എന്ത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? സ്പേംസിൻ്റെ ഡെവലപ്മെൻറ്റാണ്. സ്പേമിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ സ്റ്റേജസ് ആണ് ഈ കാണുന്നത്. ഇതൊക്കെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ആണ്. ഇതാണ് മെച്യൂർ സ്പേം. ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കിയ സ്പേമാണ് ഈ കാണുന്നത്. ഇത് ഡെവലപ്മെൻറ്റിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ പ്രൈമറി സ്പെർമറ്റോസൈറ്റ്, സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഈ കാണുന്നത് സെർട്ടോളി സെല്ലാണ്. ഇത് സെർട്ടോളി സെല്ലാണ്. ഇതാണ് സ്പെർമറ്റോഗോണിയൽ സെൽ. സ്പെർമറ്റോഗോണിയൽ സെൽ അല്ലെങ്കിൽ സ്പെർമറ്റോഗോണിയം. ഇതാണ് ഡെവലപ്മെൻറ്റ് പൂർത്തിയാക്കിയ സ്പേം. അപ്പോൾ സ്പേമിൻ്റെ ഡെവലപ്മെൻറ്റ് പൂർത്തിയായി. സ്പെർമിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫർമേഷൻ ഓഫ് സ്പെർമാറ്റിഡ് ടു സ്പേം. അങ്ങനെ സ്പെർമിയോജെനിസിസ് ഒക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ സ്പേമിൻ്റെ ഹെഡ് കണ്ടോ, സെർട്ടോളി സെല്ലിൻ്റെ സൈറ്റോപ്ലാസത്തിൽ ഇങ്ങനെ മുങ്ങിയിരിക്കും. ഇനി സെർട്ടോളി സെല്ല് വിചാരിച്ചാൽ മാത്രമേ സ്പേംസിനെ റിലീസ് ചെയ്യാനൊക്കത്തുള്ളൂ. അപ്പോൾ സെർട്ടോളി സെൽസിൽ നിന്ന് സ്പേംസ് ഇങ്ങോട്ട് റിലീസ് ചെയ്യും. അപ്പോൾ റിലീസ് ചെയ്യുമ്പോൾ സ്പേം ഫ്രീ ആയി. ഇപ്പോൾ റിലീസ് ചെയ്ത സ്പേംസ് ആണിത്. റിലീസ് ചെയ്ത് സ്പേം. ഈ പ്രോസസ് ഓഫ് റിലീസിനെ വിളിക്കുന്ന പേരാണ് സ്പെർമിയേഷൻ. സ്പെർമിയേഷൻ. അപ്പോൾ സെർട്ടോളി സെൽസിൻ്റെ സൈറ്റോപ്ലാസത്തിലാണ് സ്പേമിൻ്റെ ഹെഡിങ്ങിനെ എംബഡ് ചെയ്തിരിക്കുന്നത്. ഡ്യൂറിങ് സ്പെർമിയേഷൻ ദ സ്പേംസ് ആർ റിലീസ്ഡ് ഫ്രം ദ ജെർമിനൽ എപ്പിത്തീലിയം ബൈ ദി ആക്ടിവിറ്റി ഓഫ് സെർട്ടോളി സെൽസ്. അപ്പോൾ ആൻസർ 3 ആണ്. ട്രോഫോബ്ലാസ്റ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ്. എന്താണ് ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ? ട്രോഫോബ്ലാസ്റ്റിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇംപ്ലാന്റേഷനെ സഹായിക്കുക. ഇംപ്ലാന്റേഷൻ സമയത്ത് ട്രോഫോബ്ലാസ്റ്റാണ് എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്യേണ്ടത്. രണ്ടാമത്, ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ് കോറിയോണിക് വില്ലേ, പ്ലാസൻ്റയുടെ ഫീറ്റൽ പാർട്ട് ഉണ്ടാകുന്ന ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. പ്ലാസൻ്റ എന്ന് പറയുമ്പോൾ മദറിൻ്റെ ഭാഗമുണ്ട്. മദറിൻ്റെ പാർട്ട് ഏതാണ്? യൂട്രൈൻ എൻഡോമെട്രിയം. കുഞ്ഞിൻ്റെ പാർട്ട് ഏതാണ്? ക്രോഡിയോണിക് വില്ലേ. ഈ കോറിയോണിക് വില്ലേ ഉണ്ടാകുന്ന ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. ദെർഫോർ ട്രോഫോബ്ലാസ്റ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫീറ്റൽ പോർഷൻ ഓഫ് ദ പ്ലാസൻ്റ. തെറ്റാണ്. ബോഡി ഓഫ് ദ ഡെവലപ്പിംഗ് കോറിയോണിക് വില്ലേ, പ്രൊട്ടക്റ്റീവ് ആൻഡ് ട്രോഫിക്. സോ ഇറ്റ് ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോഡി ഓഫ് ദ ഡെവലപ്പിംഗ് എംബ്രിയോ. Trophoblast is not involved in the formation of body of the developing embryo ഉണ്ടാകുന്ന എന്തിൽ നിന്നാണ്? ഇന്നർ സെൽ മാസിൽ നിന്നാണ്. അപ്പോൾ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽ മാസ്, ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ ഇന്നർ സെൽ മാസിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? ഇന്നർ സെൽ മാസിൽ നിന്ന് എംബ്രിയോണിക് ജേം ലെയേഴ്സ് ഉണ്ടാകുന്നുണ്ട്. എംബ്രിയോണിക് ജേം ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ എക്ടോഡം, എൻഡോഡം, മീസോഡം. അതുപോലെ എംബ്രിയോയ്ക്ക് വെളിയിലും ജേം ലെയേഴ്സ് ഉണ്ടാകുന്നു. എക്സ്ട്രാ എംബ്രിയോണിക് ജേം ലെയേഴ്സ്. എക്സ്ട്രാ എംബ്രിയോണിക് ജേം ലെയേഴ്സ്. എന്നാൽ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് എക്സ്ട്രാ എംബ്രിയോണിക് ജേം ലെയേഴ്സ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. കോറിയോണിക് വില്ല ഉണ്ടാകുന്നുണ്ട്. പ്രൊട്ടക്റ്റീവ് ആൻഡ് ട്രോഫിക് മെംബ്രെയിൻസ്, ഇതൊക്കെ ആംനിയോൺ ഭാഗം എലനിലോ ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പ്രൊട്ടക്റ്റീവ് മെംബ്രെയിൻ ചോദിച്ചാൽ മതി.
അപ്പോൾ ഇന്നർ സെൽ മാസിൽ നിന്ന് എംബ്രിയോണിക് ടിഷ്യൂ ഉണ്ടാകുന്നുണ്ട്, എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂ ഉണ്ടാകുന്നു. പക്ഷേ ട്രോഫോബ്ലാസ്റ്റിൽ നിന്ന് എംബ്രിയോണിക് ടിഷ്യൂ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല. ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ് എക്സ്ട്രാ എംബ്രിയോണിക് ടിഷ്യൂസൊക്കെ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് കോറിയോണിക് വില്ലേ, കോറിയോണിക് വില്ലയൊക്കെ ഉണ്ടാകുന്നത് ട്രോഫോബ്ലാസ്റ്റിൽ നിന്നാണ്. Stem cells which have potency to give rise to all tissues and organs are formed from inner cell mass. നമ്മളിപ്പോൾ പറഞ്ഞല്ലേ ഉള്ളൂ. ഇന്നർ സെൽ മാസിൽ നിന്നാണ് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം ഉണ്ടാകുന്നത്. ഈ എക്ടോഡേം, എൻഡോഡേം, മീസോഡേമിൽ നിന്നാണ് ബാക്കിയുള്ള എംബ്രിയോണിക് ടിഷ്യൂസ് എല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യത്തെ ഇന്നർ സെൽ മാസിൽ കാണുന്നതെല്ലാം അൺഡിഫറൻഷ്യേറ്റഡ് സ്റ്റെം സെൽസ് ആണ്. ആ സ്റ്റെം സെൽസിന് എക്ടോഡേമായിട്ടോ എൻഡോഡേമായിട്ടോ മീസോഡേമായിട്ടോ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ള പൊട്ടൻസി ഉണ്ട്. അതുകൊണ്ട് സ്റ്റെം സെൽസ് എപ്പോഴും ടോട്ടി പൊട്ടൻ്റ് ആണ്. അപ്പോൾ ഇന്നർ സെൽ മാസിൽ കാണുന്ന സെൽസ് ടോട്ടി പൊട്ടൻ്റ് സ്റ്റെം സെൽസ് ആണ്. ഗിവൺ ബിലോ ആർ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് എ ഡി വിച്ച് വൺ ഓഫ് ദ 2 blanks. ഇത് കുറച്ച് കുഴപ്പം പിടിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് ആലോചിച്ച് നോക്കിയാലേ ഇതൊക്കെ മനസ്സിലാകത്തുള്ളൂ നമുക്ക്. ഇതാ ഇവിടെ എ ബി സി ഡി എന്ന് പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചാണ് നമുക്ക് ഒന്ന് നോക്കേണ്ടത്. എ ഹ്യൂമൻ മെയിൽ ഇജാക്കുലേറ്റ്സ് എബൌട്ട് എത്രയാണ് 200 to 300 million sperms during a coitus, out of which normal fertility at least ഇത് 60% പറഞ്ഞു. ഇവിടെ ഇത് 60% ആണ്. ഇവിടെ 2 എന്ന് പറയുന്നത് 60% ആണ്. ഇതെന്ന് പറയുന്നത് 200 to 300 വരണം മില്യൺ. ഇനി ബി, എ പ്രൈമറി സ്പെർമറ്റോസൈറ്റ് കംപ്ലീറ്റ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. പ്രൈമറി സ്പെർമറ്റോസൈറ്റ്സ് കംപ്ലീറ്റ്സ് ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ. ഇവിടെ ഫസ്റ്റ് പറയാം. ലീഡിങ് ടു ദ ഫോർമേഷൻ ഓഫ് 2 equal haploid cells called സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് ആണ്. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ്. സ്പെർമറ്റോജനസിസ് സ്റ്റാർട്ട്സ് അറ്റ് ദി ഏജ് ഓഫ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. ഇത് പ്യൂബർട്ടിയാണ്. ഇവിടെ പ്യൂബർട്ടി വരണം. ഡ്യൂ ടു സിഗ്നിഫിക്കൻറ്റ് ഇൻക്രീസ് സെക്രീഷൻ ഓഫ്, ഇവിടെ 2 വരേണ്ടത് എന്താണ്, GnRH വരണം, ഹൈപ്പോതലാമിക് ഹോർമോൺ. oogenesis is initiated during embryonic development and at puberty only 60,000 to 80,000 follicles are left in each ovary. അപ്പോൾ ഇതിലെല്ലാം കറക്റ്റായിട്ട് വരുന്ന ഏതാണ്, ഓൾ കറക്റ്റായിട്ട് വരുന്ന ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ അതിനകത്തുള്ളൂ. ഏതാണെന്നൊന്ന് കണ്ടുപിടിക്കാമോ നിങ്ങൾക്ക്? ദ വൺ ദാറ്റ് ഈസ് ദി 2 ആണ്. ദാ ഇത് മാത്രം. എ 200 to 300 കണ്ടോ, എ 200 to 300. സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് 240. ഇത് 40 തെറ്റാണ്. വിച്ച് 40 ഡി ഇതിനകത്ത് മറ്റേ നോർമൽ ഷേപ്പ് ആൻഡ് സൈസ് 60% നോർമൽ സൈസ് ആൻഡ് ഷേപ്പ്. അപ്പോൾ ആൻസർ ഒന്ന് നോക്കണം. ഇത് കുറച്ച് സമയമെടുക്കുന്ന ക്വസ്റ്റ്യനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പൊതുവെ ആദ്യത്തെ 1 മണിക്കൂറിലൊന്നും ആൻസർ ചെയ്യരുത്. അവസാനം സമയം കിട്ടുമ്പോഴേ ആൻസർ ചെയ്യാവുള്ളൂ. കാരണം അല്ലെങ്കിൽ ആദ്യമേ ഇത് ആൻസർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം നഷ്ടപ്പെടും. കാരണം ഇത് ആദ്യം ഇത് എഴുതി വെക്കണം. എഴുതി വെച്ചിട്ട് നമ്മൾ ഒത്തു നോക്കണം. ഒത്തു നോക്കുമ്പോൾ ദാ 3 കറക്റ്റാണ്. ബി നോക്കിയാട്ടെ. ബിയിൽ ഫസ്റ്റ് ദാ കറക്റ്റാണ്. ബിയിൽ ദാ സെക്കൻഡറി സ്പെർമറ്റോസൈറ്റ് അത് കറക്റ്റായിട്ട് വന്നു. സിയിൽ പ്യൂബർട്ടി ഇതാ കറക്റ്റായിട്ട് വന്നു. GnRH ഇതാ കറക്റ്റായിട്ട് വന്നു. അപ്പോൾ 3യിലാണ് എല്ലാം കറക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ ആദ്യം ഇതൊക്കെ ഒന്ന് എഴുതി നോക്കിയിട്ട് അതിലേതാണ് ചേരുന്നത് നോക്കുക. സാധാരണ ഇത്തരം ഒരു ചോദ്യം ആൻസർ ചെയ്യാൻ ഒരു 5 മിനിറ്റ് എടുക്കും. ഒരിക്കലും ആദ്യത്തെ ഒരു 1.5-2 മണിക്കൂറിൽ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തത്. കാരണം ഇത് ആൻസർ ചെയ്യുമ്പോൾ ഒരുപാട് സമയം പോവും. അതുകൊണ്ട് അവസാനം സമയം മാറ്റി വെച്ചിട്ട് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ആദ്യം ചെയ്താൽ സമയം പോവും, മറ്റു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റാതെ വരും. ഇത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കും. തെറ്റിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ള ഒരു മനസ്സമാധാനവും നഷ്ടപ്പെടും. അതുകൊണ്ട് ഇത്തരം ചോദ്യങ്ങൾ അവസാനത്തേക്ക് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ അതിൻ്റെ ആൻസർ 3 ആണ്. ഒന്ന് നോക്കിയാൽ മതി. മിഡിൽ പീസ് ഓഫ് സ്പേം ഈസ് കോൾഡ് പവർ ഹൗസ്. ഒരു അസർഷനും ഒരു റീസണും തന്നിട്ടുണ്ട്. മിഡിൽ പീസിനെ പവർ ഹൗസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? മിഡിൽ പീസിലാണ് മൈറ്റോകോൺട്രിയ കാണുന്നത്.
അപ്പോൾ ഇത് രണ്ടും കറക്റ്റാണ്. ആൻഡ് എക്സ്പ്ലനേഷനും കറക്റ്റാണ്. ബോത്ത് എ ആൻഡ് ആർ, അസർഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസർഷൻ. അതും ശരിയാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അസർഷൻ ഇൻ മോറുല സ്റ്റേജ് ദ സെൽസ് ഡിവൈഡ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ സൈസ്. അത് ട്രൂ ആണല്ലോ, ട്രൂ ആണ്. പക്ഷേ അതിൻ്റെ റീസൺ പറഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇൻ മോറുല സ്റ്റേജ് ദ സെൽസ് ഡിവൈഡ് വിത്തൗട്ട് എനി ഇൻക്രീസ് ഇൻ സൈസ്. എന്തുകൊണ്ടാണ്? എഗ്ഗിന് ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോ വളരെയധികം കുറവാണ്. സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോവും ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോവും ഫെർട്ടിലൈസ്ഡ് എഗ്ഗിൻ്റെ വളരെ കുറവാണ്. സെല്ല് ഡിവൈഡ് ചെയ്യും, ക്ലീവേജ് നടക്കുമ്പോൾ ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോയും കുറയണം, സർഫസ് ഏരിയ ടു സെൽ റേഷ്യോയും കൂടണം. Therefore, as cleavage progresses, nucleocytoplasmic ratio increases, surface area to volume ratio increases. അപ്പോൾ സെല്ലുകൾ ഇങ്ങനെ ചെറുതായി വരും. അപ്പോൾ as cleavage progresses, number of cells increase, but the size of cells decrease. ഓരോ ക്ലീവേജ് കഴിയുമ്പോഴും സെല്ലുകളുടെ എണ്ണം കൂടിക്കൂടി വരും, സെല്ലുകളുടെ സൈസ് കുറഞ്ഞു വരും. സെല്ലുകളുടെ സൈസ് ഇങ്ങനെ കുറഞ്ഞു വരുമ്പോൾ എന്താണ്? ന്യൂക്ലിയോസൈറ്റോപ്ലാസ്മിക് റേഷ്യോയും കൂടും, സർഫസ് ഏരിയ ടു വോളിയം റേഷ്യോയും കൂടും. അതാണിതിൻ്റെ കാര്യം. സോണ പെലൂസിഡ റിമെയിൻസ് ഇൻടാക്ട് ടിൽ ക്ലീവേജ് ഇസ് കംപ്ലീറ്റഡ്. അതും ശരിയാണ്. ക്ലീവേജ് കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് സോണ പെലൂസിഡ ബ്രേക്ക് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇതും തമ്മിൽ ബന്ധമൊന്നുമില്ല. ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ കാരണം ഇതല്ല. സോണ പെലൂസിഡ ഉള്ളത് കൊണ്ടല്ല ഇത് വലുതാകാത്തത്. സോണ പെലൂസിഡയുടെ ഫങ്ഷൻ എന്താണ്? വാട്ട് ഈസ് ദി ആക്ച്വൽ ഫങ്ഷൻ ഓഫ് സോണ പെലൂസിഡ? ഒരു കാരണവശാലും എംബ്രിയോ എൻഡോമെട്രിയത്തിലല്ലാതെ വേറെ ഒരിടത്തും ഇംപ്ലാന്റ് ചെയ്യാൻ പാടില്ല. ഫാലോപ്യൻ ട്യൂബിലോ മറ്റൊരിടത്തും സോണ പെലൂസിഡ ഉണ്ടെങ്കിൽ സോണ പെലൂസിഡ ഇംപ്ലാന്റേഷന് തൊട്ട് മുമ്പ് അത് ബ്രേക്ക് ചെയ്യും. അതിൻ്റെ പേരാണ് സോണ ഹാച്ചിങ്. സോണ ഹാച്ചിങ് എന്ന് പറയും അതിന്. അപ്പോൾ ഫെർട്ടിലൈസ്ഡ് എഗ്ഗോ മോറുലയോ ബ്ലാസ്റ്റോസിസ്റ്റോ ഫാലോപ്യൻ ട്യൂബിൽ കൂടെ യൂട്രസിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ സോണ പെലൂസിഡ അവിടെ തന്നെ ഉണ്ട്, അത് റപ്ചർ ചെയ്യത്തില്ല. എന്നാൽ ഇംപ്ലാന്റേഷന് തൊട്ട് മുമ്പായിട്ട് സോണ പെലൂസിഡ റപ്ചർ ചെയ്ത് മാറും, അത് ബ്ലാസ്റ്റോസിസ്റ്റ് പുറത്ത് വരും. അപ്പോൾ സോണ പെലൂസിഡയുടെ ജോലി ഈ സൈസ് കൂടാതെ നോക്കുക എന്നുള്ളതല്ല. പക്ഷേ ക്ലീവേജ് പീരിയഡിൽ സോണ പെലൂസിഡ ഇൻടാക്റ്റായിട്ട് അവിടെ ഉണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് പറയാം ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോണ പെലൂസിഡയ്ക്ക് ക്ലീവേജുമായിട്ട് ബന്ധമൊന്നുമില്ല. ക്ലീവേജിൻ്റെ സമയത്ത് മോറുലയുടെ സൈസ് സൈഗോട്ടിനെക്കാട്ടിലും കൂടുന്നില്ല. മോറുല സ്റ്റേജ് സെൽസ് ഡിവൈഡ് വിത്തൗട്ട് ഇൻക്രീസ് ഇൻ സൈസ്. അത് സോണ പെലൂസിഡയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. സോണ പെലൂസിഡയുടെ ഫങ്ഷൻ എന്താണ്? സോണ പെലൂസിഡ ഹെൽപ്സ് ടു പ്രിവെൻറ്റ് ഇംപ്ലാന്റേഷൻ ഓഫ് ദ എംബ്രിയോ ഇൻ ദ റോങ് സൈറ്റ്. പ്രത്യേകം ഓർത്തോണം, സോണ പെലൂസിഡ പ്രിവെൻറ്റ്സ് ഇംപ്ലാന്റേഷൻ ഓഫ് ദ എംബ്രിയോ അറ്റ് ദ റോങ് സൈറ്റ്. എൻഡോമെട്രിയത്തിൽ വന്ന് ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പാണ് അത് ബ്രേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോണ ഹാച്ചിങ് നടക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് 2 ആണ്. രണ്ടും ശരിയാണ്, പക്ഷേ ഒന്ന് മറ്റേതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. സോ വിത്ത് ദിസ് വി ഫിനിഷ്. താങ്ക് യു വെരി മച്ച്.